ഹായ്, നമ്മളിന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് സ്കെച്ചപ്പിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആണ്. ഇപ്പോൾ സ്കെച്ചപ്പ് ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ബോക്സാണ് ഓപ്പണായി വരിക. അതിൽ നമുക്ക് സ്കെച്ചപ്പിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ലേൺ ഓപ്ഷൻ ചൂസ് ചെയ്ത് അവിടെ നമുക്ക് സ്കെച്ചപ്പിൻ്റെ വീഡിയോസ് ഉണ്ട്. ആ ട്യൂട്ടോറിയൽ നോക്കി നമുക്ക് സ്കെച്ചപ്പിനെ കുറിച്ച് കൂടുതൽ പഠിക്കാവുന്നതാണ്. നമ്മൾ സ്കെച്ചപ്പിൽ ഓൾറെഡി ചെയ്ത ഫയൽസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ഫയൽ യൂസ് ചെയ്യാം. നമ്മൾ പിന്നെ റീസെൻ്റ് ചെയ്ത വർക്കുകളാണ് അതിൻ്റെ താഴെ കാണിക്കുക. അത് ലാർജ് വ്യൂവിൽ കാണണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കാണുക. അത് ഇങ്ങനെ കാണണമെങ്കിൽ വരി വരിയായിട്ട് കാണണമെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഇവിടെ കുറേ ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാവുന്നതാണ്. ഈ ടെംപ്ലേറ്റ്സിൽ ഓൾറെഡി യൂണിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സിമ്പിൾ ഇഞ്ചസ് ആണ് അതിൽ യൂണിറ്റ് ഉണ്ടാവുക, ആർക്കിടെക്ചറിൽ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൽ നമ്മൾ പിൻ ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ ഒരു ലവിൻ്റെ ചിഹ്നം വരുന്നത് കാണാം. അപ്പോൾ അത് നമുക്ക് ഈ പിൻ ചെയ്ത് വെക്കാനാണ് ആ ലവിൻ്റെ ചിഹ്നം യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ടെംപ്ലേറ്റ്സ് ആണ്. നമുക്കിതിലില്ലാത്ത ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ മോർ ടെംപ്ലേറ്റ്സ് നോക്കിയാൽ നമുക്ക് അഡീഷണൽ ടെംപ്ലേറ്റ്സ് കാണാവുന്നതാണ്. നമുക്ക് ആവശ്യാനുസരണം ഏത് ടെംപ്ലേറ്റ് ആണോ വേണ്ടത് ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുക. ഞാനിവിടെ ആർക്കിടെക്ചറൽ സെൻറ്റിമീറ്ററിൻ്റെ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. സ്കെച്ചപ്പിന് ഓപ്പണായി വരുന്നുണ്ട്. സ്കെച്ചപ്പിന് ഓപ്പൺ ആയപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒരു ലേഡിയെ കാണാം. അത് നമുക്ക് ഈ ഒറിജിൻ പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലേഡി. പിന്നെ നമുക്ക് ഒരാളുടെ ഹൈറ്റ് ഏകദേശം എത്ര വരുന്നു അതും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇവിടെ കീബോർഡിൽ ഏത് കീ ആണോ ക്ലിക്ക് ചെയ്യുന്നത് അത് നമുക്ക് ഇവിടെ സെൻട്രലായിട്ട് കാണാവുന്നതാണ്. പിന്നെ ഞാൻ മൗസിൻ്റെ ലെഫ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മഞ്ഞ ഒരു ഇതിൻ്റെ മൗസ് പോയിന്ററിൻ്റെ അതിൻ്റെ തൊട്ട് പുറകിൽ ഔട്ടർ സൈഡിൽ ഒരു റെഡ് വര കത്തുന്നത് കാണാം. റൈറ്റിലേക്ക് നിൽക്കുകയാണെങ്കിൽ ആ മഞ്ഞയുടെ ഔട്ട് സൈഡിൽ ഒരു ബ്ലൂ ലൈറ്റ് കത്തുന്നത് കാണാം ഈ മൗസ് പോയിന്ററിൻ്റെ. ഇപ്പോൾ ലെഫ്റ്റിലേക്ക് നിൽക്കി കണ്ട, റൈറ്റിലേക്ക് നിൽക്കി, റൈറ്റിലേക്ക്, ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക്. പിന്നെ വല്ല അക്ഷരങ്ങൾ നിൽക്കുകയാണെങ്കിൽ കീബോർഡിൽ കാണിക്കുന്നതാണ്. കൺട്രോൾ സെറ്റ് അതൊക്കെ നമുക്കിവിടെ കാണിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഓർബിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ മൗസിൻ്റെ സെൻറ്റർ ബട്ടൺ അല്ലേ സ്ക്രോൾ ചെയ്യുന്ന ബട്ടൺ, ആ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് കണ്ട ഇങ്ങനെ ചെയ്താൽ ഓർബിറ്റ് ആവും. മൗസിൻ്റെ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുക. അപ്പോൾ ഓർബിറ്റ് ആവും. അല്ലെങ്കിൽ ആ ഓർബിറ്റ് ഇവിടെ കണ്ട ടൂളായിട്ട് കിടക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഓർബിറ്റിനൊരു ഷോർട്ട് കീ ഉണ്ട്. ഓർബിറ്റിൻ്റെ ഷോർട്ട് കീയുടെ പറഞ്ഞാൽ ഓയാണ്. ഓ നിൽക്കിയപ്പോൾ ഓർബിറ്റ് ആവുന്നത് കണ്ടോ? ഓർബിറ്റ്. ഇപ്പോൾ ഓർബിറ്റിൻ്റെ ഷോർട്ട് കീ ഓ. 3 തരത്തിലെടുക്കാം. ഒന്നെങ്കിൽ മൗസിൻ്റെ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കീ ഓ ക്ലിക്ക് ചെയ്യുക. ഇനി പാൻ ചെയ്യാമെന്നെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ അതിൻ്റെ ടൂളിൻ്റെ ചിഹ്നമുണ്ട്. അപ്പോൾ ആ ഒരു 5 വിരലായിട്ടുള്ള ചിഹ്നം അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒന്നെങ്കിൽ ലെഫ്റ്റിക്കാണ് പോകണമെങ്കിൽ ലെഫ്റ്റിക്ക് കൊണ്ടുപോവുക, റൈറ്റിക്ക് കൊണ്ടുപോകണമെങ്കിൽ റൈറ്റിക്ക്, മാപ്പിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. അപ്പോൾ അതിനും ഷോർട്ട് കീ ഉണ്ട്. അതിൻ്റെ ഷോർട്ട് കീ എച്ച് ആണ്. എച്ച് നിൽക്കുക പാൻ കീ ആവും. അപ്പോൾ പാനിൻ്റെ ഷോർട്ട് കീ എച്ച്. അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് സെൻറ്റർ ബട്ടൺ. ഷിഫ്റ്റ് നിൽക്കുക, മൗസിൻ്റെ കീബോർഡിലുള്ള ഷിഫ്റ്റ് നിൽക്കുക. ഷിഫ്റ്റും അതേപോലെ തന്നെ മൗസിൻ്റെ സെൻറ്റർ ബട്ടൺ കൂടിയിട്ട് ഒരുമിച്ച് നിൽക്കുക, പാൻ കീ ആവും. ഷിഫ്റ്റ് നിൽക്കുമ്പോൾ കണ്ട ഒരു പ്ലസും മൈനസും കൂടിയിട്ടുള്ള ചിഹ്നം ആ പോയിന്റിൻ്റെ തൊട്ടടുത്ത് വരുന്നത് അത് ഷിഫ്റ്റ് നിൽക്കുമ്പോൾ വരുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ സൂം ചെയ്യാമെന്നത് നോക്കാം. സൂമിന് ഇവിടെ ഓൾറെഡി ടൂൾ കാണാവുന്നതാണ്. ആ ടൂൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൗസിൻ്റെ നടുവത്തെ സ്ക്രോൾ ബട്ടൺ വെച്ചിട്ട് ഉള്ളിലേക്കോ അല്ലെങ്കിൽ പുറത്തിലേക്കോ കറക്കുക. സൂം ഇൻ, സൂം ഔട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കീ സൂമിൻ്റെ ഷോർട്ട് കീ സെഡ് ആണ്. സെഡ് ക്ലിക്ക് ചെയ്യുക. സെഡ് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും സൂം ഇൻ ചെയ്യുക, അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യുക. ഈ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ചിഹ്നം വരുന്നത്. സ്പേസ് ബാറാണ് നമ്മൾ ഒരു ടൂളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ യൂസ് ചെയ്യുക. എസ്കേപ്പ് അല്ല, ഒരു ടൂളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സ്പേസ് ബാറാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ പെൻസിൽ ടൂൾ എടുത്ത് വിചാരിക്കുക.
അപ്പോൾ ആ ടൂളിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തു വേണ്ട. ഇപ്പോൾ സെലക്ഷൻ ടൂളിക്കായി. അപ്പോൾ അതേപോലെ നമ്മൾ സൂം എടുത്തു. സൂമിൽ നിന്ന് ഇപ്പോൾ ആ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആവണമെങ്കിൽ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തു വേണ്ട, എസ്കേപ്പ് ആയി. ഇപ്പോൾ ഏതിൽ നിന്ന് എസ്കേപ്പ് ആയാലും സെലക്ഷൻ ടൂൾ പോലത്തെ ടൂളിക്കാണ് വരിക. ഇപ്പം മൂവ് ടൂൾ എടുത്തു, സ്പേസ് ബാർ നോക്കി, സ്പേസ് ബാർ നോക്കിയപ്പോൾ സെലക്ഷൻ ടൂളിക്കായി. അപ്പോൾ സ്പേസ് ബാർ ആണ് ടൂളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകാൻ യൂസ് ചെയ്യാം. സൂം ചെയ്യാൻ തന്നെ സെന്റർ മൗസിന്റെ സെന്റർ ബട്ടൺ വെച്ചിട്ട് സ്ക്രോൾ ചെയ്താലും മതി. മൗസിന്റെ സെന്ററിൽ കറക്കാൻ പറ്റുന്ന ഇതില്ലേ സ്ക്രോൾ ബട്ടൺ, അത് വെച്ചിട്ട് ഒന്നെങ്കിൽ സൂം ഇൻ അല്ലെങ്കിൽ സൂം ഔട്ട് അല്ലെങ്കിൽ ഷോർട്ട് കീ സെഡ്, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും സൂം ചെയ്യാം. ഇനി സൂം വിൻഡോ കണ്ട, സൂം വിൻഡോ അത് ക്ലിക്ക് ചെയ്യുക. ഏത് പോർഷനാണ് നമുക്ക് സൂം ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ പോർഷൻ മാത്രമാണ് സൂം ചെയ്യേണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ സൂം ആവും. ഇപ്പം ഞാനിവിടെ അപ്പോൾ ഒരു സർക്കിൾ വരച്ചു കൊടുത്ത് എസ്കേപ്പ് ചെയ്തു. ഇനി സൂം ചെയ്യണമെങ്കിൽ സൂം വിൻഡോ ക്ലിക്ക് ചെയ്തു. സൂം വിൻഡോയുടെ ഷോർട്ട് കീ Ctrl+Shift+W, ഇതാണ് സൂം വിൻഡോയുടെ ഷോർട്ട് കീ. അതിന് ശേഷം നമ്മൾ വരച്ചു കൊടുക്കുക ഏത് പോർഷനാണ് സൂം ഇൻ ആവേണ്ടത്. അപ്പോൾ ആ പോർഷൻ ക്ലിക്ക് ചെയ്താൽ അത് മാത്രമായിട്ട് നമുക്ക് ആ വിൻഡോയുടെ ഉള്ളിലുള്ള പോർഷൻ മൊത്തം സൂം ആവും. അതാണ് സൂം വിൻഡോ. അതിൻ്റെ ഷോർട്ട് കീ Ctrl+Shift+W. ഈ സൂം എക്സ്റ്റെൻസ്, അതായത് ഇപ്പോൾ നമ്മളിപ്പം ഇപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെ റെക്ടാങ്കിൾ ഉണ്ട്, ഇവിടെ ഇവിടെ ഒരു ലേഡി ഉണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് സൂം ചെയ്ത് വെച്ചേക്കുന്നത് വിചാരിക്കുക. നമ്മുടെ സ്ക്രീനിൽ മൊത്തം ഉള്ളത് എന്തൊക്കെയാണോ അത് മൊത്തം കാണണമെങ്കിൽ, സ്ക്രീനിൽ കാണണമെങ്കിൽ സൂം എക്സ്റ്റെൻഡ് അടിക്കുക. സൂം എക്സ്റ്റെൻഡ് അടിച്ച് സ്ക്രീനിൽ എന്തൊക്കെയാണ് നമ്മൾ വരച്ചത് അത് മൊത്തം കാണിക്കും. ഇപ്പൊ ഇതിൽ നിന്ന് പോയി ഇപ്പൊ ഇവിടെയാണ് കിടക്കുന്നത് വിചാരിക്കുക. ഇപ്പൊ വരച്ചു കൊടുത്തത് പോയിട്ട് വേറെ എവിടേക്കെങ്കിലും പോയാൽ സൂം എക്സ്റ്റെൻഡ് അടിച്ചാൽ നമ്മൾ വരച്ചത് മൊത്തം വരും. ഇനി സൂം പ്രീവിയസ് ഉണ്ട്. പ്രീവിയസ് പറഞ്ഞാൽ നമ്മൾ തൊട്ട് പുറകിൽ ചെയ്തത് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രീവിയസ് അടിച്ച് തൊട്ടും പുറകിലത്തെ വ്യൂസിലേക്ക് പോകും. ക്യാമറ വ്യൂസിലേക്ക് തൊട്ട് പുറകിൽ ഏതൊക്കെയാണോ അതിലേക്കുള്ള ക്യാമറ വ്യൂസിലേക്ക് പോകും. ഇതിനൊക്കെ ഷോർട്ട് കീ ഉണ്ട്. ഇതിന്റെ ഷോർട്ട് കീ സൂം എക്സ്റ്റെൻഡിന്റെ Ctrl+Shift+W, സൂമിന്റെ സെഡ്. ഈ ഷോർട്ട് കീ ഇല്ലെങ്കിൽ ഷോർട്ട് കീ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഷോർട്ട് കീ ഇല്ലാത്തതിന് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസിൽ പ്രിഫറൻസ് എടുക്കുക. അപ്പോൾ ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം. അതിൽ ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഏതിനാണോ ഷോർട്ട് കട്ട് ഇല്ലാത്തത്, ഇപ്പൊ ഷോർട്ട് കട്ട് ഉള്ളത് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ പാനിന് ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പൊ പാന് നമ്മൾ സെർച്ച് ചെയ്തു. അപ്പൊ ക്യാമറ പാനിന്റെ ഷോർട്ട് കട്ട് H ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം H നിൽക്കുക ഷോർട്ട് കീ പാന് വർക്ക് ചെയ്യും. ഇനി അഥവാ സൂമിന്റെ ആണ് അറിയണമെങ്കിൽ സൂം ക്യാമറ സൂം, അതിന്റെ ഷോർട്ട് കീ സെഡ് ആണ്. ഇനി പ്രീവിയസ് ഇതിന് ഷോർട്ട് കീ ഇല്ല. അപ്പൊ പ്രീവിയസ് അടിച്ചു നോക്കി PRE ക്യാമറ പ്രീവിയസ്, അതിന് ഷോർട്ട് കീ ഇല്ല. അപ്പൊ ഷോർട്ട് കീ അസൈൻ ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്പർ ഞാൻ 7 ആണ് ഇപ്പൊ അസൈൻ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ 7 നിൽക്കി അസൈൻ ആവാൻ വേണ്ടിയിട്ട് ഈ പ്ലസിന്റെ ബട്ടണില്ലേ അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്പർ പേഡ് കറന്റില് ക്യാമറ പ്രീവിയസിന് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് 7 നിൽക്കി വിചാരിക്കുക. 7 നിൽക്കി കണ്ട പ്രീവിയസ് വ്യൂസിലേക്ക് പോകും. നമുക്കത് കളയണമെങ്കിൽ വിൻഡോ വീണ്ടും എടുക്കുക, പ്രിഫറൻസ് എടുക്കുക, ഷോർട്ട് കട്ട് നമ്മൾ ഏതിനാണ് കീ കൊടുത്തത് അതെടുക്കുക. അതിനുശേഷം കൊടുത്തതിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. നെഗറ്റീവ് സൈൻ ഇല്ലേ അത് ക്ലിക്ക് ചെയ്താൽ അത് പോയിട്ടുണ്ടാവും. ഓക്കെ കൊടുത്താൽ ഓക്കെ വരും. അങ്ങനെയാണ് നമുക്ക് യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ കൊടുക്കുക. ഇനി ഡീഫോൾട്ട് ട്രേസ് ഉണ്ട്. ഡീഫോൾട്ട് ട്രേസ് ഇവിടെ റൈറ്റ് സൈഡിലാണ് കാണുക. അപ്പൊ അത് കാണുന്നില്ലെങ്കിൽ വിൻഡോസ് എടുക്കുക, ഡീഫോൾട്ട് ട്രേ ഷോർട്ട് ട്രേ നിൽക്കുക, ഇവിടെ ട്രേസ് കാണിക്കുന്നതാണ്. അവിടെ നമ്മളിപ്പോ ഒരു ലൈൻ എടുത്തിട്ട് ഇപ്പൊ എന്തെങ്കിലും വരച്ചു വിചാരിക്കുക. ഈ ലൈനിന്റെ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഈ ലൈനിന്റെ ലെങ്ത്, അതിന്റെ ഇത് ടാഗ് ഒറ്റ ടാഗല്ല, അപ്പൊ അതിലാണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ ആ ലൈനിന്റെ എല്ലാ ഇൻഫർമേഷനും കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻറ്റിറ്റി ഇൻഫർമേഷൻ ഇവിടെ കാണിക്കുന്നത്. നമ്മളിപ്പോ ഒരു ഒബ്ജക്ട് സെലക്ട് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കാണിക്കുക. കണ്ടോ അതിന്റെ സെഗ്മെന്റ്സ് 24. ഇപ്പൊ ഈ സർക്കിളിന്റെ സെഗ്മെന്റ്സ് 24 ആണ്. സെഗ്മെന്റ്സ് ഇപ്പോ 600 ആക്കി വരിക. കണ്ടോ ആ സെഗ്മെന്റ്സ് കുറച്ചുകൂടി സ്മൂത്ത് ആയി. അതാണ് എൻറ്റിറ്റി ഇൻഫർമേഷൻ. 600 മാറ്റിയിട്ട് ഇപ്പോ 10 ആക്കി വരിക. കണ്ടോ അപ്പൊ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് എൻറ്റിറ്റി ഇൻഫർമേഷൻ. നമുക്ക് ഇവിടെയുള്ള ടൂൾസ് ഇവിടെ കാണുന്നില്ലെങ്കിൽ ആ ടൂൾസ് എടുക്കാൻ വേണ്ടി നമ്മൾ
വ്യൂസ് എടുക്കുക. വ്യൂസിൽ ടൂൾ ബാർസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ടൂൾസ് ഒക്കെ ഇവിടെ കാണാം. ഇത് ലാർജ് ടൂൾ സെറ്റ് ആണ്. അപ്പോൾ ലാർജ് ടൂൾ സെറ്റ് അഥവാ മിസ്സിംഗ് ആണെങ്കിൽ ഇവിടെ ഈ വന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ലാർജ് ടൂൾ സെറ്റ് കിട്ടും. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് കണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് മൂവ്, പെൻസില്, ഇറേസർ അതൊക്കെ കിട്ടും. പിന്നെ മെഷർമെന്റ്, നമ്മൾ എന്തെങ്കിലും വരച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര ലെങ്ത്തിലാണോ വരയ്ക്കേണ്ടത് അങ്ങനെയുള്ള മെഷർമെന്റ്സ് ഒക്കെ കാണിക്കുക ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ കണ്ട, ആ മെഷർമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന ലെങ്ത്തിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. അത് അഥവാ മിസ്സിംഗ് ആണെങ്കിൽ, ഇവിടെ മിസ്സിംഗ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഇവിടെ കാണിക്കില്ല. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഇവിടെ വന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സ്റ്റൈൽസ് ഓപ്പൺ ചെയ്ത സ്റ്റൈൽസ് പോവും. ടാഗ്സ്, പിന്നെ വേറെ പ്ലഗിൻസ് ഇതൊക്കെ. അപ്പൊ നമുക്ക് ഏതൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് ടിക്ക് കൊടുക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, വ്യൂവിൽ പോയിട്ട് ടൂൾ ബാർസിൽ നിൽക്കുക, ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതാണോ ഇവിടെ ഉള്ളതൊക്കെ ടിക്കായിട്ട് കാണും, ഇല്ലാത്തത് നമുക്ക് ടിക്ക് കൊടുത്തൊക്കെ വരും. ഇപ്പൊ ടിക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യുക. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ടിക്ക് ഓഫ് ചെയ്തു. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വേണമെങ്കിൽ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് അങ്ങനെ നമുക്ക് അങ്ങനെയും ചെയ്യാം. അതായത് ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അങ്ങനെയും ചെയ്യാം. നമുക്ക് വീണ്ടും ടൂൾ ബാർക്ക് പോകണമെങ്കിൽ ഇങ്ങനെയും ടൂൾ ബാർക്ക് പോവാം. അപ്പം അത്രയാണ് നമുക്ക് ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഹായ്, ഇന്ന് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. സ്കെച്ചപ്പ് നമ്മൾ ഓപ്പൺ ആക്കിയ സ്കെച്ചപ്പിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇവിടെ ടൈറ്റിൽ ബാർ കാണാവുന്നതാണ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫയൽ നെയിമാണ് കാണിക്കുക. ഇതിന് നെയിം കൊടുക്കാത്തതുകൊണ്ട് അൺടൈറ്റിൽഡ് ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ഏത് നെയിമിലാണോ സേവ് ചെയ്യുന്നത് അത് ഇവിടെ കാണിക്കും. പിന്നെ ഏത് വേർഷൻ, ഏത് ഇയർത്തിയാണോ, സ്കെച്ചപ്പ് പ്രോ 2021, ഇത് 21 വേർഷൻ ആയതുകൊണ്ടാണ് 21 എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതർ വേർഷൻസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് വേർഷൻ്റെ നമ്പർ കാണിക്കും. പിന്നെ അതിന് ശേഷമുള്ളതാണ് മെനു ബാർ. ഫയൽ, എഡിറ്റ്, വ്യൂ, ക്യാമറ, ഇതൊക്കെ മെനു ബാർ എന്നാണ് പറയുക ഇതിന്. പിന്നുള്ളതാണ് ടൂൾ ബാർ. ഈ ഏരിയ ഇതൊക്കെ ടൂൾ ബാറാണ്. ടൂൾ ബാർ എടുക്കാനുള്ള രീതി അറിയാമല്ലോ. ഇവിടെ എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഏത് ടൂളാണോ വേണ്ടത് ആ ടൂള് ടിക്ക് കൊടുക്കുക. ആവശ്യമില്ലാത്താണെങ്കിൽ ടിക്ക് ഓഫ് ചെയ്യുക. അങ്ങനെയാണ് ടൂൾ ബാർ ക്ലിക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഏരിയ, ഈ മൊത്തത്തിലുള്ള ഏരിയനെ പറയുന്ന പേരാണ് ഡ്രോവിങ് ഏരിയ. നമ്മൾ വരയ്ക്കുന്നതൊക്കെ ഡ്രോവിങ് ഏരിയ ആണ്. പിന്നെ 3 ആക്സിസ് ഉണ്ട് കണ്ട. ഇതിൽ ഒരു ആക്സിസ് ബ്ലൂ കളറ്, പിന്നെ ഗ്രീൻ കളറ്, റെഡ് കളറ്, XYZ ഓരോന്നിന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് കറസ്പോണ്ടിങ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കളറാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതാണ് ഈ 3 ആക്സിസ്. പിന്നെ ഈ അടിയത്തെ ഈ ഏറ്റവും ബോട്ടം പോർഷത്തെ ഇതിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റസ് ബാർ. പിന്നെ മെഷർമെൻറ്റ് ബോക്സ്. നമ്മൾ ലൈൻ വരയ്ക്കുക അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എന്ത് വരയ്ക്കുകയാണെങ്കിലും നമുക്ക് അളവെടുത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. നമ്മളിപ്പോൾ വരയ്ക്കുമ്പോൾ അവിടെ ഒരു ബോക്സിൻ്റെ ടൈപ്പ് ചെയ്യുക അളവ് വരും. അതാണ് ഇവിടെ മെഷർമെൻറ്റ് ബോക്സ്. നമ്മൾ ആദ്യം സ്കെച്ചപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്യണം. യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വിൻഡോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മോഡൽ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ യൂണിറ്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ യൂണിറ്റ്സിലും കുറേ ഫോർമാറ്റ്സ് ഉണ്ട്. ഡെസിമൽ, ആർക്കിടെക്ചറൽ, എഞ്ചിനീയറിംഗ്, ഫ്രാക്ഷൻ, അതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഡെസിമലാണ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത്, അത് അങ്ങനെ തന്നെ ചൂസ് ചെയ്താൽ മതി. അതിൽ തന്നെ ലെങ്ത്ത്, ഏരിയ, വോളിയം ഓരോന്നിനും കറസ്പോണ്ടിങ് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള യൂണിറ്റ് കൊടുക്കാം. ഇപ്പോൾ ലെങ്ത്തിന് ഉള്ള അതേ യൂണിറ്റ് തന്നെ ഏരിയയ്ക്ക് കൊടുക്കണമെന്നില്ല. ലെങ്ത്തിന് സെൻറ്റിമീറ്റർ, ഏരിയയ്ക്ക് സെൻറ്റിമീറ്റർ സ്ക്വയറിന് പകരം മീറ്റർ സ്ക്വയർ, കുറേ ഓപ്ഷൻസ് ഉണ്ട്. സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട്, മില്ലിമീറ്റർ സ്ക്വയർ, ഇഞ്ച്, ഫീറ്റ്, യാർഡ്സ്. അപ്പോൾ അതേപോലെ തന്നെ വോളിയത്തിന് ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാം. പിന്നെ ഓരോന്നിൻ്റെ ഡിസ്പ്ലേ പ്രിസിഷൻ, അതായത് ഇപ്പോൾ സെൻറ്റിമീറ്റർ 5.3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പോയിൻറ്റിന് ശേഷം എത്ര അക്യുറസി, അതായത് എത്ര പ്രിസിഷൻ വേണമെന്ന്. അപ്പോൾ അത് പോയിൻറ്റിന് ശേഷം എത്രയാണോ വേണ്ടത് അപ്പോൾ അത്രയ്ക്ക് അനുസരിച്ച് കൊടുക്കുക. ഇപ്പോൾ പോയിൻറ്റിന് ശേഷം 2 വേണമെങ്കിൽ 2 കൊടുക്കുക, 3 വേണമെങ്കിൽ അത്രയും കൊടുക്കുക. എത്രമാത്രം പ്രിസിഷൻ വേണോ അപ്പോൾ അത് കൊടുക്കുക. പിന്നെ എനേബിൾ ലെങ്ത് സ്നാപ്പിംഗ്, അതായത് നമ്മളിപ്പോൾ വരയ്ക്കുമ്പോൾ നമുക്കൊരു ഇത്ര ലെങ്ത്തിലൊരു സ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അതാണ് എനേബിൾ ലെങ്ത് സ്നാപ്പിംഗ്. അതായത് ഇപ്പോൾ ഒരു ലൈൻ എടുത്ത് വരയ്ക്കുക. ലൈൻ എടുത്തിട്ട് ഇപ്പോൾ വരയ്ക്കുമ്പോൾ ഇപ്പോൾ അവിടെ 0.1 സെൻറ്റിമീറ്ററൊക്കെ എടുക്കുന്നത്, അതിന് പകരം ഇപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ഞാൻ കൊടുത്തു വരയ്ക്കുക. ഇപ്പോൾ 10 സെൻറ്റിമീറ്ററാണ് ലെങ്ത് സ്നാപ്പിംഗ്. ലൈൻ എടുത്തിട്ട് വരയ്ക്കുമ്പോൾ ഒരു 10ൻ്റെ അവിടെ ആകുമ്പോൾ ഒരു പിടുത്തം കിട്ടും. നമ്മൾ വരയ്ക്കുമ്പോൾ കണ്ടോ 10ൻ്റെ അവിടെ ആകുമ്പോൾ ഒരു പിടുത്തം, അതായത് നമുക്ക് വരയ്ക്കാം ഏതളവാണോ നമുക്കൊരു കൃത്യമായിട്ട് എക്സാക്റ്റ് വരച്ചു പോകേണ്ടത്. അവിടെ ആകുമ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ ഒരു ഇത് കിട്ടും, വരച്ചു. ഇനി അടുത്തൊരു 10 ആകുമ്പോൾ വീണ്ടും ഒരു പിടുത്തം കിട്ടും, അവിടെ നിൽക്കും കണ്ട. അതാണ് അടുത്ത 10. നമ്മൾ എത്രയാണോ അവിടെ
ലെങ്ത് സ്നാപ്പിംഗ് പ്രൊവൈഡ് ഉള്ളത്. ആ അളവാകുമ്പോൾ നമുക്കൊരു വരയ്ക്കുമ്പോൾ അവിടെ ഒരു പിടുത്തം വരും. അതാണ് ലെങ്ത് സ്നാപ്പിംഗ്. പിന്നെ ഡിസ്പ്ലേ യൂണിറ്റ് ഫോർമാറ്റ്. അപ്പോൾ അത് ടിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ടിക്ക് ഓഫ് ചെയ്തപ്പോൾ കണ്ട ഇവിടെ ഓരോന്നിനെ തൊട്ടപ്പുറത്തുണ്ടാകുന്ന യൂണിറ്റ് ഫോർമാറ്റ് പോയി. ടിക്ക് കൊടുക്കുമ്പോൾ ടിക്ക് വരും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വരച്ചു, ഇതിപ്പോൾ ഒരു 50 സെൻറ്റിമീറ്ററിൽ വരച്ചു വിചാരിക്കുക, 50 സെൻറ്റിമീറ്റർ ലൈന്. അപ്പോൾ അത് മെഷർമെൻറ്റ് ചെയ്യണം വിചാരിക്കുക. മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ മെഷർമെൻറ്റ് ചെയ്തു. ഇപ്പോൾ 50 സെൻറ്റിമീറ്റർ എന്ന് കാണിക്കുന്നുണ്ട്, ഡിസ്പ്ലേ യൂണിറ്റ് ഫോർമാറ്റ് കാണിക്കുന്നുണ്ട്. അതായത് 50 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈനാണ് ഞാൻ വരച്ചിട്ടുള്ളത് എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ യൂണിറ്റ് ഫോർമാറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഈ ടിക്ക് ഓഫ് ചെയ്താൽ കണ്ട യൂണിറ്റ് ഫോർമാറ്റ് കാണിക്കില്ല. അപ്പോൾ യൂണിറ്റ് ഫോർമാറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ ഡിസ്പ്ലേ യൂണിറ്റ് ഫോർമാറ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതേപോലെ ആംഗിൾ യൂണിറ്റിൽ ഡിഗ്രിയാണ് നമ്മുടെ യൂണിറ്റ് കൊടുക്കുന്നത്. അതിലും നമുക്ക് ലെങ്ത്തിൽ 10 സെൻറ്റിമീറ്ററിൽ ഒരു പിടുത്തം കിട്ടുന്ന പോലെ നമ്മൾ വരച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എവിടെയാണ് സ്നാപ്പ് ചെയ്യേണ്ടത്. അതേപോലെ ആംഗിൾ സ്നാപ്പിങ്ങിൽ 50 ഡിഗ്രീൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ, അതായത് 50, 30 ഡിഗ്രി, 45 ഡിഗ്രിയിലൊക്കെ ഒരു വരയ്ക്കുമ്പോൾ നമുക്കൊരു കംഫർട്ട് കിട്ടും. അതായത് വേഗത്തിൽ വരച്ചു പോകാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. 55 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ വേണോ, 10, 50, 30, 45, അതിനാണ് നമ്മൾ ആംഗിൾ സ്നാപ്പിംഗ് യൂസ് ചെയ്യുന്നത്. ഇവിടെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ ആവശ്യാനുസരണം കൊടുത്തതിന് ശേഷം ഈ ബോക്സ് ഇൻഡു ചെയ്ത് കളയുക. ഇനി നമുക്ക് ലൈൻ ടൂളിനെ കുറിച്ച് പഠിക്കാം. ഏതാണ് ലൈൻ ടൂൾ? അത് ഏതിലാണുള്ളതെന്ന് വെച്ചാൽ ഡ്രോയിങ് ടൂൾസിലാണ് ലൈൻ ടൂൾസ് ഉള്ളത്. ഈ ഡ്രോയിങ് ടൂൾസിലുള്ള എല്ലാ ടൂൾസും ഇവിടെ ലാർജ് ടൂൾ സെറ്റിലുണ്ട്. അതായത് ഡ്രോയിങ്സിൽ ഇത് ഡ്രോയിങ് ടൂള്, ഇത് ലാർജ് ടൂൾ സെറ്റ്. അപ്പോൾ ഡ്രോയിങ് ടൂളിലുള്ള എല്ലാ ടൂൾസുമാണ് ഈ ലാർജ് സെറ്റിലുള്ള ഇവിടെ ഈ കാണിക്കുന്നത്. ലൈന്, ഫ്രീ ഹാൻഡ്, ഇതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ലൈൻ ടൂളിൻ്റെ ഷോർട്ട് കീ L ആണ്. അപ്പോൾ ലൈൻ ടൂൾ എടുത്തിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് 3 ആക്സിസിൻ്റെ പാരലായിട്ട് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ റെഡ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുമ്പോൾ റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യും. കണ്ട, റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റെഡ് ആക്സിസിന് പാരലാണ് ഈ ലൈൻ വരയ്ക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഗ്രീൻ കളറാണ് കാണിക്കുന്നതെങ്കിൽ ഗ്രീൻ ആക്സിസിന് പാരലൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ബ്ലൂ കളറാണ് കാണിക്കുന്നതെങ്കിൽ ബ്ലൂ ആക്സിസിന് പാരലാണ് നമ്മൾ വരയ്ക്കുന്ന ലൈൻ. അതാണ് ഈ 3 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ടൂൾസ് യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിൽ ആ ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ഇൻഡിക്കേഷൻ കിട്ടും. ഫസ്റ്റ് പോയിന്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇനി അടുത്തത് എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു എൻ്റർ വാല്യൂ കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വെറുതെ വരയ്ക്കാനാണെങ്കിൽ നമുക്ക് വെറുതെ വരച്ചു പോകാൻ പറ്റും. ഇപ്പം ഞാൻ വരച്ചത് ക്ലോസ് ചെയ്തെങ്കിലും അത് 4 പോയിന്റും 4 ഡിഫറെൻറ്റ്, അതായത് ഒരേ പ്ലെയിനിലല്ല 4 പോയിന്റും, അതുകൊണ്ടാണ് അത് ക്ലോസ് ആവാണ്ടിരുന്നത്. അപ്പം അങ്ങനെ വരയ്ക്കുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ പ്ലെയിനിലാണ് നമുക്ക് കിട്ടേണ്ടത്. വേണ്ട, ഇപ്പം അത് ക്ലോസ് ആയി. അങ്ങനെ ക്ലോസ് ആകാൻ കാരണം ഈ 4 പോയിന്റും ഒരു പ്ലെയിനിലാണ്. അതായത് ഗ്രീൻ ആക്സിസും റെഡ് ആക്സിസും മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ പ്ലെയിനിലാണ് നമ്മൾ 4 പോയിന്റും കൊടുത്തുള്ളത്. പക്ഷേ ഇതിൽ 4 പോയിന്റും 3 ഡിഫറെൻറ്റ് ആക്സിസും യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്ലോസ് ആവില്ല. അപ്പം നമുക്ക് വരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാണ്ട് വരയ്ക്കാൻ നമുക്ക് ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, അങ്ങനെ ഓരോ വ്യൂ യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും. അങ്ങനെ ഓരോ വ്യൂസ് യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതാണ് നമ്മൾ ഓരോ വ്യൂസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടോപ്പ് വ്യൂ യൂസ് ചെയ്ത് ഇപ്പോൾ എക്സാക്ട് ടോപ്പ് വ്യൂ അല്ല അത് കിട്ടിയിരിക്കുന്നത്. എക്സാക്ട് ടോപ്പ് വ്യൂ ആണെങ്കിൽ ഈ ബ്ലൂ കളർ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്യാമറയിൽ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനാണ് എടുക്കുന്നത്. അത് മാറ്റി നമ്മൾ പാരലൽ പ്രൊജക്ഷൻ ആക്കുകയാണെങ്കിൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടും. അതായത് എക്സാക്റ്റ് ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അത് മാറ്റി നമുക്ക് വീണ്ടും പെർസ്പെക്റ്റീവ് ആക്കുകയാണെങ്കിൽ പെർസ്പെക്റ്റീവ് ആയിട്ട് കിട്ടും. നമുക്ക് മെഷർ ചെയ്ത് വരയ്ക്കണമെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു 50 സെൻറ്റിമീറ്ററിൻ്റെ ലെങ്ത്താണ് വരയ്ക്കേണ്ടെങ്കിൽ 50 ടൈപ്പ് ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കാണാം 50 ആയുള്ളത് കാണാൻ പറ്റും. 50 എൻ്റർ. അപ്പോൾ 50 വരച്ചു. ഇങ്ങോട്ടൊരു 60 വേണമെങ്കിൽ 60 എൻ്റർ. വീണ്ടും 50 50 എൻ്റർ. വീണ്ടും ഒന്നെങ്കിൽ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ 60 എൻ്റർ. ഇപ്പോൾ കണ്ട അത് ക്ലോസ്ഡ് ആയി കിട്ടി. ഇനി നമുക്ക് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെൻസിൽ ടൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വരയ്ക്കുന്നതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് എസ്കേപ്പ് ടൂൾ യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ വരച്ചു, ഇപ്പോൾ എസ്കേപ്പായി.
പക്ഷേ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടില്ല. അതായത് വരച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഇനി വരയ്ക്കണ്ട. അപ്പോൾ അതിന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് എസ്കേപ്പ് ടൂൾ യൂസ് ചെയ്യും. പക്ഷെ നമുക്ക് പെൻസിൽ ടൂളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്പേസ് ബാർ യൂസ് ചെയ്യണം. ഈ പെൻസിൽ ടൂൾ വേണ്ട. ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ സ്പേസ് ബാർ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ എസ്കേപ്പും, ആ ടൂളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ സ്പേസ് ബാറും യൂസ് ചെയ്യുക. വരച്ച ഒരു പ്ലെയിനത്തെ നമുക്ക് ലൈൻ മാത്രം മതി, ഫേസ് വേണ്ടെന്നെങ്കിൽ ഫേസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് ഓപ്ഷൻ കീബോർഡിൽ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ലൈൻ മാത്രം കിട്ടും. കണ്ടോ, ഫേസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. നമുക്ക് ലൈൻ മാത്രം മതി എങ്കിൽ ഉള്ളിലത്തെ ഫേസ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി. നമ്മൾ വരച്ച ലൈൻസ് കളയണമെങ്കിൽ ഇത് മൊത്തത്തിലൊന്നെങ്കിൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് കീബോർഡിൽ ഡിലീറ്റ് നിൽക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇറേസ് ടൂൾ ഉണ്ട്. ഇറേസ് ടൂൾ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഷോർട്ട് കീ ഇ ആണ്. ഇറേസ് ടൂൾ ക്ലിക്ക് ചെയ്യുക, ഓരോന്നിനും കൊടുക്കുക. നോക്കിയപ്പോൾ ഇറേസ് ടൂളായി. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്തത് ഇങ്ങനെ മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ഉപയോഗിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് കളയാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കളയണമെങ്കിൽ കൺട്രോൾ ആയി നിൽക്കുക. അപ്പോൾ ഈ ലേഡിയും കൂടി പോവും. കൺട്രോൾ ആയി നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്യുക. ഈ കൺട്രോൾ ആയി നോക്കിയിട്ട് നമുക്ക് ഈ ലേഡിയെ അവിടെ നിലനിർത്തണം വിചാരിക്കുക. അങ്ങനെ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് നിൽക്കുക. ഷിഫ്റ്റ് നിൽക്കിയിട്ട് നമ്മൾ ഏതാണോ വേണ്ടത് അത് അവിടെ നിലനിർത്താൻ പറ്റും. ഷിഫ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടതിൻ്റെ അവിടെ നിൽക്കുക, ആ ഡീസെലക്ഷൻ ആവും. അതായത് ഇപ്പോൾ നമ്മളെല്ലാം സെലക്ട് ചെയ്തു, അതിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മാത്രം വേണമെന്ന് വെക്കുക. അപ്പോൾ അത് ഷിഫ്റ്റ് നോക്കിയിട്ട് സെലക്ട് ചെയ്തു, അപ്പോൾ അത് ഡീസെലക്ട് ആയി. നമുക്ക് ഈ ഒരു ബോക്സും മൊത്തം ഇതിൽ നിന്ന് ഡീസെലക്ട് ആക്കണമെങ്കിൽ ഷിഫ്റ്റ് നിൽക്കുക, ഈ ബോക്സ് മൊത്തം ഡീസെലക്ട് ചെയ്യുക. അതിനാണ് ഷിഫ്റ്റ് യൂസ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ കുറേ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണോ, പക്ഷെ അതിൽ ഒന്നോ രണ്ടെണ്ണം വേണ്ട. അപ്പം അങ്ങനത്തെ ഓപ്ഷൻ, അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ ഷിഫ്റ്റ് നിൽക്കി നമുക്ക് ആ സെലക്ട് ചെയ്തതിൽ തന്നെ നമുക്ക് ഒന്നോ രണ്ടെണ്ണമായിട്ട് നമുക്ക് ഡീസെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഉള്ളിലത്തെ ഫേസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫേസ് ഒറ്റ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ഒറ്റ ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഇനി പുറകോട്ട് പോകണമെങ്കിൽ അൺഡു, കൺട്രോൾ സെറ്റ് അടിക്കും. ഒറ്റ ക്ലിക്ക് ചെയ്താണ് ഉള്ളിലത്തെ ഫേസ് മാത്രമായിട്ട് സെലക്ട് ആവുക. ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫേസും ആ ഫേസിനോട് ചുറ്റുള്ളതും മൊത്തമായിട്ട് സെലക്ട് ആവും. അപ്പോൾ എല്ലാം കൂടി പോകും. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പോകും. നമുക്ക് ലൈൻ എടുത്തിട്ട് നമ്മളൊരു ആക്സിസ് ഓരോന്ന് വരയ്ക്കുമ്പോൾ ഷിഫ്റ്റ് നിൽക്കുക, ആ ആക്സിസ്ക്ക് ലോക്ക് ആവും. ഷിഫ്റ്റ് നിൽക്കുക, പിന്നെ ആ ആക്സിസിന് പോവില്ല. അതിനാണ് നമ്മൾ ഷിഫ്റ്റ് യൂസ് ചെയ്യുക. ഷിഫ്റ്റ് നിൽക്കുക, പ്രസ് ചെയ്തിട്ട് ഷിഫ്റ്റ് വിടാണ്ട് വരയ്ക്കുക. ഷിഫ്റ്റ് നിൽക്കുമ്പോൾ കണ്ട ഒരു ലൈനിൻ്റെ കട്ടി കൂടുന്ന കാണാം. എന്നിട്ട് നമുക്ക് മൗസ് ഇളക്കിയാലും ആ ആക്സിസിൽ നിന്ന് പോവില്ല. അതിനാണ് ഷിഫ്റ്റ് യൂസ് ചെയ്യുക. നമ്മൾ ആക്സിസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൗസ് പോയാലും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് യൂസ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത ടൂൾ നോക്കാം, ഫ്രീ ഹാൻഡ്. ഫ്രീ ഹാൻഡ് വെറുതെ നമുക്ക് വരച്ച് വേണ്ടിയിട്ട് പിന്നെ മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് പോവുക. പിന്നെ ഡ്രാഗ് ചെയ്തിട്ട് വരച്ച് പോകണം. അതായത് നമ്മൾ മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡ്രാഗ് ചെയ്തിട്ട് വരയ്ക്കുക. ഡ്രാഗ് കണ്ട, പ്രസ് ലെഫ്റ്റ് മൗസ് ബട്ടൺ ആൻഡ് ഡ്രാഗ് ടു ഡ്രോ. അപ്പോൾ ഓരോ ടൂള് ക്ലിക്ക് ചെയ്താൽ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ലെഫ്റ്റ് സൈഡിൽ അടിയിൽ കാണിക്കും. അതിനാണ് ഫ്രീ ഹാൻഡ് ടൂൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അധികം യൂസ് ചെയ്യാത്തൊരു ടൂളാണ്, യൂസ് ചെയ്യേണ്ട ആവശ്യം തന്നെ വരാറില്ല. അടുത്താണ് റെക്റ്റാങ്കിൾ ടൂൾ. റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്നെങ്കിൽ ഇങ്ങനെ വെറുതെ റെക്റ്റാങ്കിൾ വരയ്ക്കുക. വെറുതെ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ കോർണർ ടു കോർണറാണ് വരയ്ക്കുന്നത്. നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് വരയ്ക്കാൻ. കൺട്രോൾ പ്രസ് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് വരയ്ക്കാൻ പറ്റും. വെറുതെ വരയ്ക്കുമ്പോൾ കോർണർ ടു കോർണർ. ഇനി നമ്മൾ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനൊരു ഡയഗണൽ കാണിക്കുകയാണെങ്കിൽ അതൊരു സ്ക്വയറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. കണ്ടോ, ഉള്ളിലൊരു ഡോട്ടറിലായിട്ട് നീല ലൈൻ കാണിക്കുന്നില്ലേ, അതൊരു സ്ക്വയറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതും നമ്മൾ ലൈൻ വരച്ച പോലെ ഇപ്പോൾ 3 ആക്സിസിലേക്ക് ലോക്ക് ചെയ്യാം. കീബോർഡിലത്തെ ആരോ കീസ് യൂസ് ചെയ്യാം. ഫ്രണ്ട്, ലെഫ്റ്റ്, ബാക്ക്, അങ്ങനെ ഓരോ ആരോ കീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ റെക്റ്റാങ്കിൾ വേണ്ടത് അതിനനുസരിച്ച് റെക്റ്റാങ്കിൾ വരയ്ക്കാം. നമുക്ക് മെഷർ ചെയ്തിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. നമുക്ക് കണ്ട ലെഫ്റ്റ് സൈഡിൽ അടിയിൽ മെഷർമെൻറ്റ് ഇപ്പോൾ 400 200 വേണ്ടതെങ്കിൽ 400, 200,
എൻ്റർ. ഇപ്പോൾ കണ്ട 400 200 അതിലായിരിക്കും ആയി വന്നിട്ടുണ്ടാവുക. കണ്ട അത് 400 ഇത് 200. അപ്പോൾ മെഷർ ചെയ്ത് വരയ്ക്കാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുക. നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ ഡിഫറെൻറ്റ് ആക്സിസിൽ വരയ്ക്കണമെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏത് ഡയറക്ഷനിലാണോ റെക്റ്റാങ്കിൾ വരയ്ക്കേണ്ടത് അതിനുള്ള ഏരോ കീസ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷമാണ് വരയ്ക്കേണ്ടത്. കണ്ട ആദ്യം നമ്മൾ ഏരോ കീസ് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഡയറക്ഷനിലാണോ റെക്റ്റാങ്കിൾ വേണ്ടത് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്ഷൻ മാറ്റാൻ പറ്റില്ല. പിന്നെ നമ്മൾ നേരെ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ലെങ്ത് മെഷർമെൻറ്റ് ഇത് വരയ്ക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അളവ് കൊടുത്തതിന് ശേഷം നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക. ആദ്യം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ആ റെക്റ്റാങ്കിളിൻ്റെ ഒരു ലെങ്ത്താണ്. അത് എവിടേക്കാണോ വേണ്ടത് ആ ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ലൈനാണ് ആ റെക്റ്റാങ്കിളിൻ്റെ ഒരു ലെങ്ത്ത്. ഇനി നമുക്ക് റെക്റ്റാങ്കിൾ എത്ര ഡിഗ്രിയിലാണോ വേണ്ടത് ചെരിഞ്ഞിട്ട് കണ്ട ആംഗിൾ 24 ഡിഗ്രിയിൽ ലെങ്ത്തും വിടുത്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വരച്ചു കൊടുത്താൽ റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ കിട്ടും. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക്, പിന്നെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക, പിന്നെ എത്ര ഡിഗ്രിയിലാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാണ്ടാണ് വരച്ചത്. ഇനി നമുക്ക് മെഷർ ചെയ്ത് വരയ്ക്കണമെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം എത്രയാണോ വേണ്ടത്, ഇപ്പോൾ 1000 ആണോ വേണ്ടെങ്കിൽ 1000 ടൈപ്പ് ചെയ്തു ഒരു ലെങ്ത്തിൻ്റെ. അപ്പോൾ 1000 ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് സെലക്ട് തേർഡ് കോർണർ എൻ്റർ വാല്യൂ. അതായത് ആദ്യം നമുക്ക് എത്രയാണോ വേണ്ടത്, ഇപ്പോൾ 1000 വരച്ചു. ഇനിയിപ്പോൾ 2000 ആണ് ലെങ്ത്ത് വേണ്ടെങ്കിൽ 2000 അടുത്ത ലെങ്ത്ത്, കോമ എത്ര ഡിഗ്രിയിലാണ് വേണ്ടത്, 45 ഡിഗ്രി ആണെങ്കിൽ 45 ഡിഗ്രി ആദ്യം ലെങ്ത്ത് വരച്ചു, കോമ ടു അതിനുശേഷം എത്ര ഡിഗ്രിയിലാണ് ആംഗിൾ വേണ്ടത് അത് കൊടുത്തു, എൻ്റർ ക്ലിക്ക് ചെയ്തു. കണ്ട 45 ഡിഗ്രിയിൽ ചെരിഞ്ഞിട്ട് വന്ന്. നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ 1000 2000 ആയിരിക്കും. കണ്ട 1000 2000 ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. കണ്ട ആംഗിൾ 45 ഡിഗ്രി. സൈഡ് വ്യൂ നോക്കിയാൽ മനസ്സിലാവും. കണ്ട 45 ഡിഗ്രി എക്സാക്റ്റ് 45 ഡിഗ്രിയാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഈ റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ നമുക്ക് ഏരോ കീസ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ആ റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ എടുക്കുക. നമ്മൾ വരച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഏരോ കീസ് നിൽക്കുക. ഏത് ഡയറക്ഷനിലാണോ വരയ്ക്കേണ്ടത് ആദ്യം ഏരോ കീസ് നിൽക്കിയിട്ട് ഏത് ഡയറക്ഷനിലാണ് വരയ്ക്കേണ്ടതെന്ന് ക്ലിക്ക് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം അതിനുശേഷം വരയ്ക്കുക. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്ഷൻ മാറ്റാൻ പറ്റില്ല. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മൾ വരയ്ക്കലാണ് ഇനി പരിപാടി. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏത് ഡയറക്ഷനിലാണോ വേണ്ടത് ഏത് ഡയറക്ഷനിലാണോ വേണ്ടത് അതിനനുസരിച്ച് വരയ്ക്കുക. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ആരോ കീസ് എല്ലാത്തിനും ഉണ്ട് ഈ ആരോ കീസ്. അപ്പോൾ ആരോ കീസ് ക്ലിക്ക് ചെയ്യുക. എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക. ഇനി നമുക്ക് സർക്കിളിൻ്റെ ഷോർട്ട് കീ C ആണ്. സർക്കിൾ നിൽക്കുക, സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ആദ്യം സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ എത്രയാണ് റേഡിയസ് വേണ്ടത്, ഇപ്പം 800 ആണ് റേഡിയസ് വേണ്ടെങ്കിൽ 800 ടൈപ്പ് ചെയ്യുക. റേഡിയസ് എൻ്റർ കൊടുത്ത 800 റേഡിയസ് നമുക്ക് സർക്കിൾ കിട്ടും. കണ്ട സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വരച്ചു കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഇപ്പോൾ വരച്ച സർക്കിൾ സെലക്ട് ചെയ്താൽ കണ്ട സർക്കിൾ സെലക്ട് ചെയ്യുക. സർക്കിൾ സെലക്ട് ചെയ്താൽ അതിൻ്റെ എൻറ്റിറ്റി ഇൻഫർമേഷൻ ഉണ്ടാവും. അവിടെ നമുക്ക് സെഗ്മെൻറ്റ്സ് കുറേ കാണാൻ പറ്റും. 24 സെഗ്മെൻറ്റ്സ് ആണ് കാണുന്നത്. ആ സെഗ്മെൻറ്റ്സിൻ്റെ എണ്ണം 5 ടൈപ്പ് ചെയ്താൽ കണ്ട അതൊരു പെൻറ്റഗണായി, പഞ്ചഭുജം. ഇപ്പോൾ 4 ടൈപ്പ് ചെയ്താൽ റെക്ടാങ്കിൾ ആയിരിക്കും. 4 ടൈപ്പ് ചെയ്ത റെക്ടാങ്കിളായി. 4ന് പകരം ഇപ്പോൾ ഒരു 600 ടൈപ്പ് ചെയ്തായിരിക്കുക. ഇപ്പോൾ കണ്ട സ്മൂത്ത് ആയിട്ടുള്ള സർക്കിൾ കിട്ടിക്കണ്ട, വളരെ സ്മൂത്ത് സർക്കിളിൻ്റെ എഡ്ജൊക്കെ കണ്ട. അതിനാണ് നമ്മൾ സെഗ്മെൻറ്റ്സ് മാറ്റുന്നത്. അപ്പം പിന്നെ സർക്കിളിൻ്റെ റേഡിയസ് 800 സെൻറ്റിമീറ്റർ. അപ്പം എല്ലാ ഇൻഫർമേഷനും ഇവിടെ എൻറ്റിറ്റി ഇൻഫർമേഷനിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സർക്കിളും പോളിഗണും ഒരേപോലെ തന്നെയാണ്. ഈ സർക്കിൾ വരച്ചിട്ട് നമുക്ക് പോളിഗൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ സെഗ്മെൻറ്റ്സിൻ്റെ എണ്ണം കുറച്ചിട്ട് നമുക്ക് എങ്ങനത്തെ പോളിഗണാണോ വേണ്ടത് അപ്പോൾ ആ പോളിഗൺ വരയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മളിത് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ സർക്കിൾ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പോളിഗൺ വരച്ചെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതൊരു ഡയാമീറ്റർ ആയിട്ടാണ് കാണിക്കുക. അതായത് റേഡിയസ് 800 സെൻറ്റിമീറ്റർ ആണ്. ഡയ കണ്ട 1600. അപ്പോൾ സെഗ്മെൻറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞതുകൊണ്ട് കൃത്യമായിട്ടുള്ള സർക്കിൾ ഫോം ചെയ്യാൻ പറ്റിയില്ല. അതാണ് കാണിക്കുന്നത്. സെഗ്മെൻറ്റ്സിൻ്റെ എണ്ണം ഇപ്പോൾ കൂട്ടി വരയ്ക്കുക.
കണ്ട സെഗ്മെൻറ്റിൻ്റെ എണ്ണം കൂട്ടിയപ്പോൾ കൃത്യം എക്സാക്റ്റ് സർക്കിളായിട്ട് കിട്ടി. ഇനി നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ തന്നെ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ 600 സെഗ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. കുറേ സെഗ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ 600 സെഗ്മെൻറ്റ്സ് വന്നിട്ടില്ല. ഇതിന് വന്നുള്ള സെഗ്മെൻറ്റ്സ് കിട്ടണമെങ്കിൽ ഇപ്പോൾ 28 വന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ സെഗ്മെൻറ്റ്സിൻ്റെ എണ്ണം കുറയ്ക്കണമെങ്കിലും കൂട്ടണമെങ്കിലും കൺട്രോൾ നിൽക്കുക. കൺട്രോൾ നിൽക്കിയിട്ട് പ്ലസ് നിൽക്കുകയാണെങ്കിൽ കണ്ട 30 സൈഡ്സായി. കൺട്രോൾ മൈനസ് നിൽക്കുകയാണെങ്കിൽ കണ്ട 28, 27, 26, 25, 24, 23. വീണ്ടും കുറേ നിൽക്കുകയാണെങ്കിൽ എന്താ 16, 15. കൺട്രോൾ പ്ലസ് നിൽക്കുക, സൈഡിൻ്റെ സെഗ്മെൻറ്റ്സിൻ്റെ എണ്ണം കൂടും. കൺട്രോൾ പ്ലസ് നിൽക്കുക സൈഡുകളുടെ എണ്ണം കൂടും. ഇതെങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക. ഇനി അതേപോലെ തന്നെ പോളിഗൺ ടൂളിലാണെങ്കിലും സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കണ്ട നമ്മൾ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു കോർണറിലേക്കുള്ള ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. കണ്ട നമുക്ക് ഇപ്പോൾ ഇതിലിപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 7 വശമുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൂട്ടണമെങ്കിൽ കൺട്രോൾ പ്ലസ് ചെയ്തു. കണ്ട 8, 9, 10, 11, 12. കൺട്രോൾ മൈനസ് നിൽക്കുക, സൈഡുകളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണം കൺട്രോൾ നിൽക്കുക. അപ്പോഴാണ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുക. ഇപ്പോൾ എവിടെയാണോ വേണ്ടത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റെഡി. ഇനി ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് മെഷർ ചെയ്ത് വരയ്ക്കണമെങ്കിൽ ഇപ്പോൾ 300 വേണ്ടെങ്കിൽ 300 ടൈപ്പ് ചെയ്തു, മെഷർ ചെയ്ത് വരച്ചു. ഞാൻ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എന്താ ഇവിടുന്ന് ഈ കോർണറിലേക്കുള്ള 600 ഉണ്ടാവും. കാരണം സെൻറ്റർ പോയിന്റിൽ നിന്ന് അറ്റത്തേക്കാണ് 300. അപ്പോൾ ഇത് 600 ആയിരിക്കും. അത് ഈ ലെങ്ത് 600 ആണ്. ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്കുള്ള ഡിസ്റ്റൻസ് 600 സെൻറ്റിമീറ്റർ ആണ്. ഇനി അതിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടണമെങ്കിൽ ഇപ്പോൾ ആ വരച്ച പോളിങ്ങിൽ സെലക്ട് ചെയ്താൽ എൻഡിൻ്റെ ഇൻഫർമേഷനിൽ കണ്ട റേഡിയസ് 300 സെൻറ്റിമീറ്റർ, സെഗ്മെൻറ്റ്സ് 6. ഒന്നെങ്കിൽ സെഗ്മെൻറ്റ്സ് ഇവിടെ പോയിട്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 6 ഉള്ളത് ഇപ്പോൾ ഒരു 50 കൊടുത്താൽ നമുക്ക് ഒരു സർക്കിളിൻ്റെ രൂപത്തിൽ കിട്ടും. അപ്പം അങ്ങനെയാണ് പോളിഗണും സർക്കിളും വരയ്ക്കുന്നത്. ഇനി നമുക്കിപ്പോൾ സർക്കിൾ വരയ്ക്കുക. അപ്പോൾ സർക്കിളിൽ 3 സൈഡാണ് കാണിക്കുന്നത്. 5 സൈഡ് വേണമെങ്കിൽ 5s എന്ന് അടിച്ചു കൊടുത്താൽ മതി. 5s എൻ്റർ കണ്ട 5 സൈഡായി. അതേപോലെ തന്നെ പോളിഗണിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് വരയ്ക്കുക. 10 സൈഡുള്ള പോളിഗണ എന്താ ഒരു 5 സൈഡുള്ള പോളിഗണ വരയ്ക്കേണ്ടി വരയ്ക്കുക. ഇപ്പോൾ കണ്ട അതിന് കുറേ വശങ്ങളുണ്ട്. 5 എണ്ണം വേണ്ടെങ്കിൽ 5 അടിക്കുക, എസ് അടിക്കുക, 5s എൻ്റർ അടിക്കുക. അപ്പോൾ 5 സൈഡായി. ആദ്യം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എത്ര എണ്ണം വേണ്ടത്? ഇപ്പോൾ 8 സൈഡിൻ്റെയാണ് വേണ്ടെങ്കിൽ 8s അടിക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ 8 സൈഡ്. അപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടാനുസരണം പെട്ടെന്ന് എത്ര സെഗ്മെൻ്റ് ഉള്ളത് പോളിഗണാണോ വേണ്ടത് അങ്ങനെയും നമുക്ക് ടൈപ്പ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ആക്സിസ് വൈസും സർക്കിളും പോളിഗണൊക്കെ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഏത് ആക്സിസിലാണോ വരയ്ക്കേണ്ടത് ആ ആക്സിസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ കീസ് യൂസ് ചെയ്യുക. കണ്ട റെഡ്, ബ്ലൂ, ഗ്രീൻ. അപ്പോൾ ഏത് ആക്സിസിലാണോ വരയ്ക്കേണ്ടത് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ആക്സിസ് ചൂസ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്താൽ പിന്നെ ആക്സിസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓൺലി റേഡിയസ് എത്രയാണോ വേണ്ടത് അത് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അതിനുശേഷം വരയ്ക്കുക. അതേപോലെ പോളിഗൺ ടൂളിലും ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ആരോ കീസ് യൂസ് ചെയ്തിട്ട് ഏത് ആക്സിസിലാണോ വരയ്ക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇഷ്ടാനുസരണം എവിടേക്ക് വേണമെങ്കിലും വരയ്ക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആർക്കാണ്. ഫസ്റ്റത്തെ ആർക്ക്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഈ ഫസ്റ്റ് പോയിന്റ് ആയിരിക്കും അതിൻ്റെ സെൻറ്റർ പോയിന്റ്. അതായത് ഒരു ആർക്കൊരു സർക്കിളിൻ്റെ ഒരു പോർഷനാണല്ലോ. അപ്പോൾ ഏത് സർക്കിളാണോ അതിൻ്റെ സെൻറ്റർ പോയിന്റ് ആയിരിക്കും ഫസ്റ്റ് പോയിന്റ്. പിന്നെ സെക്കൻഡ് പോയിന്റ് നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ആർക്ക് വരയ്ക്കുക. ഇതാണ് ഫസ്റ്റത്തെ ആർക്ക്. ഈ ആർക്ക് വരയ്ക്കുമ്പോൾ ഈ ആർക്ക് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സർക്കിളും പോളിഗണിലും വരച്ച പോലെ കൺട്രോൾ പ്ലസ് അടിച്ചാൽ കൂടുതൽ സൈഡ്സ് ആവും. കൺട്രോൾ പ്ലസ് അടിക്കുമ്പോൾ വേണ്ട സെഗ്മെൻ്റ് എണ്ണം 25, 26, 27, 28. കുറച്ച് കഴിഞ്ഞാൽ 28, 27, 26, 25. അങ്ങനെ സെഗ്മെൻറ്റ്സിൻ്റെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്. ഈ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ എൻഡിൻ്റെ ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിന്നും നമുക്ക് സെഗ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ട സെഗ്മെൻറ്റ്സിൻ്റെ നമ്പർ അവിടെ നിന്ന് നമുക്ക് മാറ്റണമെങ്കിൽ അവിടെ നിന്നും മാറ്റാവുന്നതാണ്. ഇതിൻ്റെ അടുത്ത ആർക്കാണ് 2 പോയിന്റ് ആർക്ക്. 2 പോയിന്റ് ആർക്കിൻ്റെ ഷോർട്ട് കീ A ആണ്. ഞാൻ ഇപ്പോൾ ഒരു റെക്ടാങ്കിൾ വരച്ചു. ഈ 2 പോയിന്റ് ആർക്കിന് ഷോർട്ട് കീ A അടിച്ചു. ഫസ്റ്റ് പോയിന്റ് ഇത് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ഇത് ക്ലിക്ക് ചെയ്തു. കണ്ടാ നമുക്ക് എങ്ങനെയുള്ള ആർക്ക് വരയ്ക്കുക. അപ്പോൾ കണ്ട ആർക്കിൻ്റെ സെഗ്മെൻറ്റ്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് സ്മൂത്ത് തോന്നില്ല. അപ്പോൾ നമ്മൾ കൺട്രോൾ പ്ലസ് അടിച്ചു. കൺട്രോൾ പ്ലസ് അടിക്കുമ്പോൾ ഉണ്ടാവും 13, 14, 15, 16, 17 സെഗ്മെൻറ്റ്സിൻ്റെ എണ്ണം കൂടുന്തോറും സ്മൂത്ത്നെസ് കൂടുന്നുണ്ട്. അപ്പോൾ അതാണ് 2 പോയിന്റ് ആർക്ക്. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. എങ്ങനെയാണ് ആർക്ക് വേണ്ടത് അങ്ങനെ ക്ലിക്ക് ചെയ്യുക. അതായത് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. 1600 എത്രയാണ് വെച്ചാൽ ടൈപ്പ് ചെയ്യുക. 15000 കേട്ടോ. അപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ അതിനനുസരിച്ച് വന്നു. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് സെക്കൻഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. വളരെ സൂം ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു 1000 ടൈപ്പ് ചെയ്ത് വിചാരിക്കുക. 1000 കണ്ട വളരെ ചെറുത് വന്നു. ഇനി അതിൽ നിന്ന് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വേണ്ടത് അതും ടൈപ്പ് ചെയ്യുക. അതും 1000 ആണെങ്കിൽ 1000. ഇപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ അതേ ഷേപ്പ് ആണെങ്കിൽ ഇത് 1000 അടിച്ചു വരയ്ക്കുക. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് 1000 അടിച്ചു. ഇനി സെൻറ്ററിൽ നിന്ന് 500 അടിച്ചാൽ കൃത്യം സർക്കിളിൻ്റെ കൃത്യം പോർഷൻ ആയിരിക്കും. 500 എക്സാക്ട് സർക്കിളിൻ്റെ ഹാഫ് സർക്കിൾ ആയിരിക്കും അത്. അതാണ് 2 പോയിന്റ്. അതിൻ്റെ ഷോർട്ട് കീ എ. ഇനി 3 പോയിന്റ്. ഇനി 3 പോയിന്റ് സർക്കിൾ പറഞ്ഞാൽ 3 പോയിന്റ് വെച്ചിട്ട്, അതായത് ഫസ്റ്റ് പോയിന്റ് ഇത് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് എവിടെയാണ് വേണ്ടതെന്നെങ്കിൽ പോയിന്റ് വേണ്ട ഡിസ്റ്റൻസ് കൂടെ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഏത് പോയിന്റിലേക്കാണ് വേണ്ടത് ആ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 പോയിന്റ് കൂടിയും പോണ ആർക്ക് കിട്ടി. അങ്ങനെയാണ് ആർക്ക് 3 പോയിന്റ് ആർക്ക്. ഇനി അടുത്തത് പൈ വരയ്ക്കുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, അതാണ് സെൻറ്റർ. പിന്നെ സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, അപ്പോൾ ആദ്യത്തെ ആ ഡിസ്റ്റൻസ് ആയിരിക്കും റേഡിയസ്. ഇനി നമ്മൾ തേർഡ് പോയിന്റ് ക്ലിക്ക് ചെയ്താൽ ഉള്ളിലത്തെ പോർഷനും സർഫസും കൂടിയിട്ട് വന്നിട്ടുണ്ടാവും. മുമ്പ് വരയ്ക്കുമ്പോൾ സർഫസ് വന്നിരുന്നില്ല, ഈ 2 വര വന്നിരുന്നില്ല. പൈൽ വരയ്ക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. ആദ്യം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, എത്ര റേഡിയസിലാണോ വേണ്ടത്, 500 വേണ്ടെങ്കിൽ 500 വരച്ചു. 500 ആ റേഡിയസ് വന്നിട്ടുണ്ട്. ഇനി എത്ര ആംഗിളിലാണ് വേണ്ടത്, 45 ഡിഗ്രി ആണോ വേണ്ടത്, 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രിയിൽ വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇത് 90 ഡിഗ്രിയാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് റേഡിയസ് 1000 കൊടുത്തു, 1000. ഇനി നമുക്ക് 45 ഡിഗ്രിയിലാണ് വേണ്ടെങ്കിൽ 45 ഡിഗ്രി വരച്ചു. കണ്ട, ഇത് 45 ഡിഗ്രി ആയിരിക്കും ഇതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ. ഇത് ഇൻറ്റീരിയർ ആംഗിൾ 45 ഡിഗ്രിയും റേഡിയസ് നമ്മൾ എത്ര വരച്ചത് 1000. അങ്ങനെ ആയിരിക്കും ആ പൈ വന്നിട്ടുണ്ടാവുക. ഇതിട്ട് ഉള്ളിലത്തെ സർഫസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സർഫസ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് വെക്കുക. ഒറ്റ ക്ലിക്ക് ചെയ്യുക കേട്ടോ, 2 ക്ലിക്ക് നോക്കിയാൽ സർഫസും അതിന് തൊട്ട് ടച്ചുള്ള എഡ്ജസും കൂടി സെലക്ട് ആവും. ഇങ്ങനെയാണ് പൈ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. ഇതൊക്കെ നമുക്ക് വരയ്ക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ഏത് ആക്സിസിലാണ് വരയ്ക്കേണ്ടത് അങ്ങനെയും വരയ്ക്കുക. പൈ വരയ്ക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ഡയറക്ഷനാണ് വരയ്ക്കേണ്ടത് ആ ഡയറക്ഷൻ്റെ ആരോ കീസ് നിൽക്കുക. കണ്ട, ഇപ്പോൾ റെഡ്, കണ്ട റെഡിക്ക് റൈറ്റ് ആരോ ആക്കി, ഇപ്പോൾ റെഡ്, ലെഫ്റ്റ് ആരോ നോക്കി, ഇപ്പോൾ ഗ്രീന്. ഇപ്പോൾ കണ്ട, ഈ 2 ഡയറക്ഷനിലാണ് ഇപ്പോൾ ആർക്ക് വരയ്ക്കാൻ പറ്റുന്ന ഡയറക്ഷൻ. അതേപോലെ നമുക്ക് ഇപ്പോൾ ആർക്കല്ല പൈ, ഇനിയിപ്പോൾ പൈ ആർക്ക് വരയ്ക്കാനാണെങ്കിലും ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ഡയറക്ഷനാണ് വേണ്ടത് അതിനുള്ള ആരോക്കി നോക്കി, ഇപ്പോൾ റൈറ്റിൻ്റെ ആരോക്കി, ലെഫ്റ്റിക്കുള്ള ആരോക്കി നോക്കി, ഇപ്പോൾ കണ്ട ഗ്രീൻ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യാൻ ഏത് ഡയറക്ഷനാണോ നമുക്ക് വേണ്ടത് അത് യൂസ് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യാനുസരണം വരയ്ക്കാം. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഹായ്, നമുക്കിനി അടുത്ത പോർഷനിലേക്ക് പോകാം. സെലക്ഷൻ ടൂള്. അതായത് നമ്മൾ ഏത് ടൂൾ യൂസ് ചെയ്താലും നമ്മൾ ആ ടൂളിൽ നിന്ന് സ്പേസ് ബാർ നിൽക്കുക, യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്പേസ് ബാർ നിൽക്കുക, സെലക്ഷൻ ടൂളിലേക്കാണ് പോവുക. അപ്പോൾ സെലക്ഷൻ ടൂളിൻ്റെ ഷോർട്ട് കീ സ്പേസ് ബാറാണ്. ഏത് ടൂൾ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ സ്പേസ് ബാർ നിൽക്കുക, സെലക്ഷൻ ടൂളിലേക്കാണ് വരിക. സെലക്ഷൻ തന്നെ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഓട്ടോകാർഡിൽ സെലക്ഷൻ ചെയ്യണ പോലെ സെലക്ട് ചെയ്യാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആ സെലക്ട് ചെയ്യുന്ന വിൻഡോ, ആ വിൻഡോയ്ക്ക് ഉള്ളിൽ ഏത് പോർഷനാണോ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളത് ആ പോർഷൻ മാത്രമേ സെലക്ട് ആവുള്ളൂ. ഇപ്പോൾ ഇവിടെ കണ്ട ഈ ലൈന്, ഫസ്റ്റത്തെ ലൈൻ കംപ്ലീറ്റ് ഫില്ലായിട്ടുണ്ട്, പിന്നത്തെ ലൈൻ കംപ്ലീറ്റ് അല്ല. അപ്പോൾ കണ്ട ഈ ലൈൻ മാത്രമേ സെലക്ട് ആയിട്ടു. ഇവിടെ കണ്ട അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ കംപ്ലീറ്റ് ആയിട്ടുള്ളത് അത് മൊത്തം സെലക്ട് ആയി. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആണെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഈ 3 ലൈനും 2 ലൈനിൻ്റെ പകുതിയാണ് സെലക്ട് ആയിട്ടുള്ളൂ. പക്ഷെ ടച്ച് ചെയ്താൽ മതി, ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് സെലക്ട് ആവും. അതാണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സെലക്ട് ആയിട്ടുള്ള വ്യത്യാസം. നമുക്ക് തന്നെ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇതൊരു സർഫസാണ്, സർഫസിൻ്റെ ഒറ്റ സിംഗിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സർഫസ് മാത്രം സെലക്ട് ആവും. ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സർഫസും സെലക്ട് ആവും, ആ സർഫസിന് ചുറ്റുള്ള 4 എഡ്ജും സെലക്ട് ആവും. ഞാൻ അതിന് പകരം ഒരു എഡ്ജ് സെലക്ട് ചെയ്തിരിക്കുക, ഈ എഡ്ജാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ആ എഡ്ജ് ക്ലിക്ക് ചെയ്തപ്പോൾ സിംഗിൾ ക്ലിക്ക് ആണെങ്കിൽ ആ എഡ്ജ് സെലക്ട് ആയി. ആ എഡ്ജിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ എഡ്ജും സെലക്ട് ആയി, ആ എഡ്ജിനെ ടച്ച് ചെയ്ത 2 ഫേസും സെലക്ട് ആയി.
ഡബിൾ ക്ലിക്കിന് പകരം ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ എഡ്ജിനുമായി ടച്ച് ചെയ്ത എല്ലാ എൻറ്റിറ്റിയും സെലക്ട് ആവും. അതാണ് എഡ്ജിന് സെലക്ട് ചെയ്ത ഇത്. പകരം നമ്മളിപ്പോൾ ഒരു ഫേസ് സിംഗിൾ സെലക്ട് ആണെങ്കിൽ ഫേസ് സെലക്ട് ആയി, ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫേസിന് ടച്ച് ചെയ്ത എഡ്ജസ് സെലക്ട് ആയി, ട്രിപ്പിൾ ക്ലിക്ക് ആണെങ്കിൽ മൊത്തത്തിൽ സെലക്ട് ആയി. അങ്ങനെയാണ് നമുക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുക. അടുത്തത് നമുക്ക് ഇറേസ് ടൂളർ. ഇറേസർ ടൂളറിൻ്റെ ഷോർട്ട് കീ ഇ ആണ്. ഇപ്പോൾ കണ്ട ഇ നിൽക്കുക ഇറേസറായി. ഇറേസർ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വെറുതെ ഡ്രാഗ് ചെയ്താൽ മതി. ഈ ലൈൻ സെലക്ട് മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്താൽ അത് ഡിലീറ്റ് ആയി പോകും. നമ്മളൊരു എഡ്ജാണ് സെലക്ട് ചെയ്യുന്നത് വിചാരിക്കുക. എഡ്ജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ എഡ്ജിനുമായി ടച്ച് ചെയ്താൽ ആ രണ്ട് സർഫസും ഡിലീറ്റ് ആയി. കാരണം ആ രണ്ട് സർഫസും കൂടി ഉണ്ടാവാൻ കാരണം ആ എഡ്ജ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ എഡ്ജ് നമ്മൾ ഇറേസ് ചെയ്യുമ്പോൾ ആ രണ്ട് സർഫസും ഡിലീറ്റ് ആയി പോകും. പകരം നമ്മൾ ഒരു ലൈൻ ഉപയോഗിച്ച് വീണ്ടും വരയ്ക്കുകയാണെങ്കിൽ അതേപോലെ നമുക്ക് വീണ്ടും കിട്ടും. ഈ ഇറേസർ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ സർഫസിൻ്റെ അവിടെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ സർഫസ് ഡിലീറ്റ് ആവില്ല. സർഫസ് ഡിലീറ്റ് ആവണമെങ്കിൽ സർഫസ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം കീബോർഡിലെ ഡിലീറ്റ് അമർത്തുക. അല്ലെങ്കിൽ സർഫസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സർഫസ് ക്ലിക്ക് ചെയ്യുക, ഈ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലെ ഇറേസ് ക്ലിക്ക് ചെയ്യുക. ഇത് സ്റ്റാൻഡേർഡ് ടൂൾ ബാറാണ്. കണ്ട സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ഓഫ് ചെയ്തു, ഓൺ ചെയ്തു. സ്റ്റാൻഡേർഡ് ടൂൾ ബാറിത്തെ ഈ ഇറേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സർഫസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതേ ഇറേസർ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ലൈൻസ് ഡ്രാഗ് ചെയ്തിട്ടും കണ്ടാവും. ലെഫ്റ്റ് ക്ലിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ലൈൻസ് മൊത്തം ഡിലീറ്റ് ചെയ്യാനും ഇറേസർ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പറ്റും. ഇങ്ങനെയാണ് ഇറേസർ ടൂൾ യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റ് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാം. ഈ മൊത്തം ഒബ്ജക്റ്റ് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തു ഇട്ടിട്ട് കീബോർഡിലെ ഡിലീറ്റ് നിൽക്കി അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഇറേസർ ടൂൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് ഇരിക്കേണ്ടി വരും. അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് മൊത്തം ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഇതിൽ സ്ക്രീനിലുള്ള മൊത്തം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ആയി യൂസ് ചെയ്യാം. അതേപോലെ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ സെലക്ട് ചെയ്തതിൽ നിന്ന് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഡീസെലക്ട് ചെയ്യുക. അത് മൊത്തം സെലക്ട് ചെയ്തതിൽ നിന്ന് നമുക്ക് ഈ ലേഡിയെ ആവശ്യമില്ലെങ്കിൽ ഷിഫ്റ്റ് നെക്കിയതിന് ശേഷം ഈ ലേഡിയെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ലേഡി അൺസെലക്ട് ആവും. അങ്ങനെ നമുക്ക് ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് അൺസെലക്റ്റും വീണ്ടും ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഇത് നിൽക്കുക, ഇത് വീണ്ടും സെലക്ട് ആവുകയും ചെയ്യും. ഷിഫ്റ്റ് നിൽക്കുമ്പോൾ നമുക്കൊരു പ്ലസും മൈനസും ചിഹ്നം ഏരോടെ അവിടെ കാണിക്കും. അത് സെലക്ട് ചെയ്യാനും ഡീസെലക്ട് ചെയ്യാനും ഷിഫ്റ്റ് യൂസ് ചെയ്യാം. വീണ്ടും നിൽക്കുക സെലക്ട് ആവും, വീണ്ടും നിൽക്കുക ഡീസെലക്ട് ആവും. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് യൂസ് ചെയ്യണം. ഇനി നമുക്കൊരു ലൈൻ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു നോക്കാം. ഇപ്പം ഞാനൊരു 90 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈൻ വരച്ചു. ഇതിന് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം വിചാരിക്കുക. അപ്പോൾ ആദ്യം ഈ ലൈൻ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിവൈഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൗസ് വെറുതെ ഇങ്ങനെ കൊണ്ടുപോയാൽ കുറേ ഡിവൈഡ് ആവണം കാണാം. ഒന്നെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എക്സാക്ട് എത്ര സെഗ്മെന്റ്സ് ആണ് വേണ്ടത്. 3 ആണ് വേണ്ടെങ്കിൽ 3 ടൈപ്പ് ചെയ്യുക, 4 ആണെങ്കിൽ 4. ഞാൻ ഇവിടെ 3 ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. അപ്പം 3 സെഗ്മെന്റ്സ് ആയി. നമുക്കിവിടെ കാണാൻ പറ്റില്ല ഇത് ഡിവൈഡ് ആയത് ഇങ്ങനെ മൊത്തത്തിൽ. പക്ഷെ നമുക്ക് ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ 3 സെഗ്മെന്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ കാണാൻ പറ്റും. ഏറ്റവും ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ സെലക്ഷനിൽ ഈ ലൈൻ മൊത്തമായിട്ടാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് 3 സെഗ്മെന്റ്സ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ട ഞാൻ അഥവാ വേറൊരു ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കൊണ്ടുവരാണെങ്കിൽ ഇവിടെ ഒരു പിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. കണ്ട വീണ്ടും ലൈൻ ടൂൾ എടുത്തു. കണ്ട നമ്മൾ മൗസ് പോയിന്റ് എടുത്തിട്ട് ലൈൻ ടൂൾ എടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആ ഡിവൈഡ് ചെയ്ത പോർഷനിൽ പിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. കണ്ട ആ 30 വെച്ചിട്ടല്ല ഡിവൈഡ് ചെയ്ത് ആ പോർഷനിലൊക്കെ നമുക്ക് ഒരു എക്സ്ട്രാ ലൈൻ കാണാൻ പറ്റും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കാണാനില്ലെങ്കിലും നമുക്ക് വേറൊരു ലൈൻ ടൂളോ അല്ലെങ്കിൽ വേറൊരു മൂവ് ടൂളോ ഏത് ടൂൾ എടുത്താലും ആ ഡിവൈഡ് ചെയ്ത പോർഷനിൽ നമുക്കൊരു പിക്ക് ചെയ്യാൻ പറ്റും. ഹായ്, നമുക്കിനി അടുത്ത പോർഷനിലേക്ക് പോവാം. അടുത്ത പോർഷൻ പറഞ്ഞാൽ എഡിറ്റ് ഓപ്ഷനുള്ള ടൂൾസ്, മൂവ്, പുഷ് പുൾ അങ്ങനെയുള്ള ടൂൾസ്. ലാർജ് ടൂൾ സെറ്റിൽ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ട ഇവിടെ ഉണ്ടാവും. കണ്ട അത് എഡിറ്റ് ടൂൾസ് ഓൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. കണ്ട എഡിറ്റ് ടൂൾസ് ഓഫ് ആക്കി അവിടെ കാണാനില്ല. അപ്പോൾ ഒന്നെങ്കിൽ എഡിറ്റ് ടൂൾസ് ഇവിടുന്ന് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് യൂസ് ചെയ്യുക. ഏതാണോ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ ആ ക്യൂബിൻ്റെ ഇത് എഡ്ജ്, ഇത് ഫേസ്, ഇത് വെർട്ടെക്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം.
ഇത് മൂവ് ടൂൾ യൂസ് ചെയ്തു. ഇപ്പോൾ വെർട്ടക്സ് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ കണ്ട ഇങ്ങനെ മൂവ് ആവും. മൂവ് ചെയ്തതിനു ശേഷം കണ്ട ഇവിടെ ഒരു എക്സ്ട്രാ എഡ്ജ് വന്നു. ഈ ഫേസ് മൂവ് ചെയ്യുകയാണെങ്കിൽ കണ്ട ഫേസ് യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യുമ്പോൾ ഫേസ് മൂവ് ആവണം. ഇനി എഡ്ജ് ക്ലിക്ക് ചെയ്തിട്ട് എഡ്ജ് മൂവ് ചെയ്യുമ്പോഴും എങ്ങനെ വേണം മൂവ് ആവാം. ഷേപ്പ് ഡിസ്റ്റോർട്ടഡ് ആവും. ഇനി ഇപ്പം നമ്മൾ ഒരു ലൈനാണ് മൂവ് ചെയ്യണമെങ്കിൽ കണ്ട എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ലൈൻ. ഇപ്പോൾ ഒരു ഫേസിന് ഒരു റെക്ടാങ്കിൾ വരച്ചിട്ട് കോർണർ പോയിന്റ് മൂവ് ചെയ്യും കണ്ട ഷേപ്പേ മാറും. ആ കോർണർ പോയിന്റ് മൊത്തത്തിൽ മാറും. അപ്പം എങ്ങനെയാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഈ ഒരു മൊത്തത്തിലുള്ള ക്യൂബ് മൊത്തമായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ക്യൂബ് മൊത്തമായിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് മൂവ് ടൂൾ ക്ലിക്ക് ചെയ്യുക. മൂവ് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാം. എവിടെയും നോക്കിയിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കി ഇങ്ങനെ മൂവ് ചെയ്യുക. അപ്പം ആദ്യക്ക് നിൽക്കുന്ന പോയിന്റ് ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ആ പോയിന്റിനനുസരിച്ചാണ് മൂവ് ചെയ്യുക. ആ പോയിന്റ് ഒരു കോർണർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഒന്നെങ്കിൽ ഈ കോർണറോ അല്ലെങ്കിൽ ഈ കോർണറോ ഏതെങ്കിലും ഒരു കോർണർ പോയിന്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കണ്ട എന്നിട്ട് എവിടേക്കാണോ വേണ്ടത്. ഇപ്പോൾ കണ്ട ഈ കോർണർ പോയിന്റ് എവിടേക്ക് വരുമ്പോൾ എൻഡ് പോയിന്റ് കൊണ്ട് കാണിക്കണ്ട. അപ്പോൾ അവിടെ നിൽക്കുക, അത് മൂവായി കണ്ട. ഇനി ആ മൂവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റും കൂടിയിട്ട് ഇപ്പോൾ സെയിം ആയിട്ടിരിക്കും. ഇനി മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ മൂവ് ആവുക. അതാണ് മൂവ് ടൂളിൻ്റെ യൂസേജ്. മൂവ് ടൂള് ക്ലിക്ക് ചെയ്താൽ കണ്ട മൗസിൻ്റെ കേസ് ഒരു ഡിഫറൻസ് വരുന്നുണ്ട് കണ്ട. അതിനുശേഷം നമുക്ക് മൂവ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുമ്പോൾ ആദ്യം ഒരു എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. മൂവ് ടൂൾ യൂസ് ചെയ്തു. അതിനുശേഷം ഒരു എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എവിടേക്ക് വെച്ചാൽ മൂവ് ചെയ്യുക. ഇപ്പോൾ മൂവ് ചെയ്യാൻ എളുപ്പത്തിന് അങ്ങനെ ചെയ്യണം. ഏതെങ്കിലും ഒരു കോർണർ പോയിന്റ് ക്ലിക്ക് ചെയ്യണമാണ് ഏറ്റവും നല്ലത്. ഈ മൂവ് ടൂൾ തന്നെ നമുക്ക് കോപ്പി ചെയ്യാനും അറേ ചെയ്യാനും യൂസ് ചെയ്യും. മൂവ് ടൂൾ ഉപയോഗിച്ച് തന്നെ കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ക്യൂബ് കോപ്പി കിട്ടണമെങ്കിൽ ആദ്യം ഈ ക്യൂബ് മൊത്തം സെലക്ട് ചെയ്തു. അതിനുശേഷം മൂവ് ടൂൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് കോപ്പി കിട്ടണമെങ്കിൽ മൂവ് ചെയ്യുക. മൂവ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ കൺട്രോൾ കീ പ്രസ് അമർത്തുക. കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്താൽ നമുക്ക് കോപ്പി കിട്ടും. കണ്ട കൺട്രോൾ കീ പ്രസ് ചെയ്തപ്പോൾ കോപ്പി കിട്ടി. ഈ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണോ ഇപ്പോൾ മൂവ് ചെയ്യേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. കൺട്രോൾ കീ പ്രസ് ചെയ്യുക. അപ്പോൾ 100 ഡിസ്റ്റൻസിലാണ് വേണ്ടത് വയ്ക്കുക. കൺട്രോൾ കീ പ്രസ് ചെയ്തു. 100 അടിച്ചു. 100 എൻ്റർ. അപ്പോൾ നമുക്ക് 100 ഡിസ്റ്റൻസിൽ അതിൻ്റെ കോപ്പി കിട്ടി. അങ്ങനെയാണ് കോപ്പി എടുക്കുക. നമുക്ക് മൂവ് ചെയ്യുമ്പോഴും ഡയറക്ഷൻ അനുസരിച്ച് മൂവ് ചെയ്യാം. അതായത് മൂവ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഡയറക്ഷൻ ആണെങ്കിൽ റെഡ് ഡയറക്ഷൻ, ഗ്രീൻ ഡയറക്ഷൻ, നമുക്ക് ബ്ലൂ ഡയറക്ഷൻ കണ്ട. അപ്പം എങ്ങനെ അതും നമുക്ക് കീബോർഡത്തെ കീ യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. കീബോർഡത്തെ ആരോ കീസ് യൂസ് ചെയ്യാം. കീബോർഡത്തെ ആരോ കീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഡയറക്ഷനാണോ മൂവ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് മൂവ് ചെയ്യാം. പിന്നെ നമുക്ക് ക്യൂബ് കോപ്പി എടുക്കണമെങ്കിൽ സാധാ കൺട്രോൾ C കൺട്രോൾ V അങ്ങനെയും കോപ്പി എടുക്കാം. അതായത് ഒബ്ജക്റ്റ് മൊത്തം ക്ലിക്ക് ചെയ്തു കൺട്രോൾ C കൺട്രോൾ V ഇപ്പോൾ കണ്ട അതിൻ്റെ കോപ്പി അത് എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. പക്ഷെ അത് നമുക്ക് ഒരു കൃത്യമായിട്ട് കോപ്പി ചെയ്യുമ്പോൾ ഒരു വൃത്തിയിൽ കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ കൺട്രോൾ പ്ലസ് മൂവ് യൂസ് ചെയ്തിട്ട് കോപ്പി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂവ് ടൂൾ യൂസ് ചെയ്യാൻ പഠിച്ചു. അതേ മൂവ് ടൂൾ യൂസ് ചെയ്ത് നമുക്ക് മൾട്ടിപ്പിൾ കോപ്പി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഇതിപ്പോൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഓരോന്ന് മൊത്തം സെലക്ട് ചെയ്യണം. അതിന് പകരം ഇത് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പാക്കി ക്രിയേറ്റ് ചെയ്താൽ മൊത്തം സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മേക്ക് ഗ്രൂപ്പ് നിൽക്കുക. ഇനി നമുക്ക് അത് സെലക്ട് ചെയ്യുമ്പോൾ ഒറ്റ ക്ലിക്കിൽ കംപ്ലീറ്റ് ഒബ്ജക്റ്റ് സെലക്ട് ആവും. കണ്ട ഇവിടെ ഒന്നും കംപ്ലീറ്റ് അങ്ങനെയല്ല. അതാണ് ഗ്രൂപ്പ് ആക്കിയുള്ള ഗുണം. ഇനി നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ കോപ്പി ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ഒരു കോപ്പി കൺട്രോൾ കീ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തു. അതിൻ്റെ കോപ്പി എവിടേക്കാണോ വേണ്ടത് അത് കൺട്രോൾ കീ യൂസ് ചെയ്തു. കൺട്രോൾ കീ യൂസ് ചെയ്തിട്ട് കൺട്രോൾ കീ യൂസ് ചെയ്യുമ്പോൾ മൂവ് ടൂൾ യൂസ് ചെയ്തു. ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഏത് ഡയറക്ഷനിലേക്കാണോ പോകേണ്ടത്, അതായത് ഗ്രീൻ ഡയറക്ഷൻ ആണോ, റെഡ് ഡയറക്ഷൻ ആണോ, ബ്ലൂ ഡയറക്ഷൻ ആണോ, ഏത് ഡയറക്ഷനാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഡിസ്റ്റൻസ് വേണമെങ്കിൽ ഇപ്പം 500 കൊടുക്കണമെങ്കിൽ 500 കൊടുക്കാം.
അതിന് മുമ്പ് നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് അപ്പോൾ ഒരു കോപ്പി ഇവിടെ വന്നു. ഇനി 500 ഡിസ്റ്റൻസിലാണ് വേണ്ടെങ്കിൽ 500 എൻ്റർ അടിച്ചു. ഇനി ഇതേ 500 ഡിസ്റ്റൻസിനിടയിൽ ഉള്ള കോപ്പീസ് എത്ര എണ്ണം വേണം? ഇപ്പോൾ നമ്മൾ സ്ലാഷ് ഇട്ട് കൊടുത്തു. സ്ലാഷ് ഒരു 5 അടിച്ചു കൊടുത്തു. 5 അടിച്ചു കൊടുത്തപ്പോൾ എന്താ അതിൻ്റെ ഇടയിലാണ് കോപ്പി വന്നത്. ഈ 2 എണ്ണം കൂട്ടി 5 അടിച്ചു കൊടുത്തപ്പോൾ 1 2 3 4 അതിൻ്റെ ഇടയിൽ 4 എണ്ണം കോപ്പി വന്നു. അതായത് 5 എക്സ്ട്രാ ഗ്യാപ്പുകൾ 1 2 3 4 5. നമുക്കൊന്നുകൂടി നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒബ്ജക്റ്റ്. അതിന് ടൂൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഒരു എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം കൺട്രോൾ ടൂള് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒരു ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി 2 എണ്ണം ഉണ്ട്. ഇനി നമ്മൾ സ്ലാഷ് നിൽക്കി ഇപ്പോൾ 3 അടിക്കുകയാണ് വിചാരിക്കുക. 3 അടിച്ചപ്പോൾ 3 ഗ്യാപ്പാണ് വരുന്നത്. ഈ ഒബ്ജക്റ്റും കൂടിയിട്ടാണ് 3 കോപ്പി എക്സ്ട്രാ വരുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന കോപ്പിയും അതല്ലാണ്ട് 2 കോപ്പിയാണ് എക്സ്ട്രാ ഉണ്ടാവുന്നത്. ഇവിടെ നേരത്തെ 5 അടിച്ചു കൊടുത്തപ്പോൾ ഈ ഒബ്ജക്റ്റ് കൂടിയിട്ടാണ് 5 കോപ്പി. 1 2 3 4 5 അങ്ങനെയാണ് സ്ലാഷ് കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇടയിൽ കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതേപോലെ മൾട്ടിപ്പിൾ കോപ്പി വേറൊരു തരത്തിലും നമുക്ക് എടുക്കാവുന്നതാണ്. അതിനാദ്യം നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം മൂവ് ടൂൾ ക്ലിക്ക് ചെയ്തു. മൂവ് ടൂൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഏത് പോയിന്റ് വെച്ചിട്ടാണോ ബേസ് പോയിന്റ് വെച്ചിട്ടാണോ നമുക്ക് മൂവ് ചെയ്യേണ്ടത് ആ പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം കൺട്രോൾ കീ യൂസ് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ഇപ്പോൾ എത്രയാണോ വേണ്ടത്, അതായത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എത്രയാണോ വേണ്ടത്, ഇപ്പോൾ 150 അടിച്ചു കൊടുത്തു. 150 എൻ്റർ ആക്കി. ഇനി അതേ ഡിസ്റ്റൻസിൽ എത്ര കോപ്പി വേണം? ഇപ്പോൾ ഒരു 4 അടിച്ചു കൊടുത്തു വിചാരിക്കുക. അതിന് നമ്മൾ ഇൻറ്റു ഇല്ലേ, കാൽക്കുലേറ്ററിൻ്റെ അവിടത്തുള്ള ഒരു ഇൻറ്റു പോലത്തെ ചിഹ്നം, ഇൻറ്റു 4 അടിച്ചു കൊടുക്കുക. എൻ്റർ. അതിനുശേഷം എൻ്റർ അടിക്കണം കേട്ടോ. അപ്പോൾ എൻ്റർ അടിച്ചപ്പോൾ കണ്ട ഈ കോപ്പിയും കൂടിയിട്ട് 4 വന്നു. 1 2 3 4. ഇനി നമുക്കത് ഇവിടെയും പരീക്ഷിച്ച് നോക്കാം. അതായത് ഒബ്ജക്റ്റ് മൊത്തം സെലക്ട് ചെയ്തു. മൂവ് ടൂള് ഏത് പോയിന്റ് വെച്ചിട്ടാണോ മൂവ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം കൺട്രോൾ കീ യൂസ് ചെയ്തു. എത്ര ഡിസ്റ്റൻസിലാണ് വേണ്ടത്? ഇപ്പം 100 വേണ്ടെങ്കിൽ നമുക്ക് ഡയറക്ഷൻ മാറ്റാൻ കീബോർഡത്തെ കീ യൂസ് ചെയ്യാം. അതൊക്കെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ അറിയുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പം 100 വേണ്ടെങ്കിൽ 100 എൻ്റർ അടിച്ചു. ഇനി അതേപോലത്തെ ഇപ്പോൾ എത്ര കോപ്പി 4 അടിക്കുകയാണെങ്കിൽ ഈ ഒരു കോപ്പിയും കൂടിയിട്ടായിരിക്കും 4 വരിക. അതായത് ആ കാൽക്കുലേറ്ററിൻ്റെ അവിടത്തുള്ള സ്റ്റാർ പോലത്തെ ചിഹ്നല്ലേ, സ്റ്റാർ. അപ്പോൾ 4 അടിച്ചു. 4 എൻ്റർ. ഇപ്പോൾ കണ്ട 4 കോപ്പി വന്നു. 1 2 3 4. അപ്പം ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതേ മൾട്ടിപ്പിൾ കോപ്പിയുടെ യൂസ് വെച്ച് നമുക്ക് പലതും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ഒരു പടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിനെ മൂവ് ടൂൾ യൂസ് ചെയ്തു. അതിക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം മൂവ് ടൂൾ യൂസ് ചെയ്തു. അതിനുശേഷം കൺട്രോൾ കീ യൂസ് ചെയ്തതിനു ശേഷം ബേസ് പോയിന്റ് നോക്കി പ്ലേസ് ചെയ്തു. ഇപ്പോൾ ഒരെണ്ണം ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഇതേപോലത്തെ കോപ്പി അല്ലേ വേണ്ടത്. അപ്പോൾ ആ കാൽക്കുലേറ്ററിൻ്റെ അടുത്തുള്ള സ്ലാഷ് ഇൻറ്റു പോലത്തെ ചിഹ്നം അടിക്കുക. എത്ര എണ്ണമാണോ വേണ്ടത്? 10 അടിക്കുകയാണെങ്കിൽ 10 വരും. കേട്ടോ, 10 കോപ്പി ഒറ്റയടിക്ക് വന്നു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെ എടുത്ത് വയ്ക്കാം. ആദ്യം തന്നെ കോപ്പി എടുത്ത് വയ്ക്കാം. മൂവ് ടൂൾ യൂസ് ചെയ്തു. ഒരു ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. കൺട്രോൾ കോപ്പി. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിളിൻ്റെ ഒരു ഹോളുണ്ട്. ഇതിപ്പോൾ വിൻഡോയുടെ ഹോൾ ഉണ്ടാവില്ലേ പണ്ട് ജനലിലേക്ക്, അതാ വിചാരിക്കുക. അപ്പോൾ ഇത് ഓൾറെഡി ഗ്രൂപ്പാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കോപ്പി എത്ര എണ്ണം വേണമെന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ടൂൾ യൂസ് ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് ഒരു കൺട്രോൾ കീ യൂസ് ചെയ്തു. അപ്പോൾ ഒരു കോപ്പി അവിടെയും വന്നു. എത്ര ഡിസ്റ്റൻസിലാണ് വേണ്ടത്? 50 വേണ്ടെങ്കിൽ 50 ക്ലിക്ക് ചെയ്തു. 50 ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എത്ര കോപ്പി വേണം? സ്റ്റാർ 5 അടിച്ചു കൊടുത്തു. 5 അടിച്ചപ്പോൾ വേണ്ട അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് വന്നു. അതേ മെത്തേഡ് തന്നെ നമുക്ക് വേറെ തരത്തിലും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ആദ്യം ഒരു മൂവ് ടൂൾ യൂസ് ചെയ്യുക. ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. കൺട്രോൾ കീ യൂസ് ചെയ്തു. അതിനുശേഷം അറ്റത്തേക്ക് കൊടുത്തു. അതിനുശേഷം സ്ലാഷ് കൊടുത്തിട്ട് എത്ര എണ്ണം വേണം? 4 5 കൊടുക്കുകയാണെങ്കിൽ 5 കണ്ട. അപ്പം ഇങ്ങനെയും യൂസ് ചെയ്യാം. ഇതാണ് മൾട്ടിപ്പിൾ കോപ്പി ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. ഒന്നെങ്കിൽ സ്ലാഷ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാർ യൂസ് ചെയ്യുക. മൾട്ടിപ്പിൾ കോപ്പി ചെയ്യാൻ വേറൊരു മാർഗം കൂടി ഉണ്ട്.
ആദ്യക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം മൂവ് ടൂൾ യൂസ് ചെയ്യുക. മൂവ് ടൂൾ യൂസ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇന്ന ഡിസ്റ്റൻസ് ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൺട്രോൾ യൂസ് ചെയ്തിട്ട് എത്ര ഡിസ്റ്റൻസിനാണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരത്തെ നമ്മൾ കാൽക്കുലേറ്ററിൻ്റെ അവിടുത്തെ മൾട്ടിപ്പിളിൻ്റെ സ്റ്റാർ ചിഹ്നം പോലത്തെ അതാണ് ക്ലിക്ക് ചെയ്തത്. അതിന് പകരം ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ 5 കോപ്പിയാണ് വേണ്ടെങ്കിൽ 5x അടിക്കുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ കണ്ട അതിൻ്റെ ഇടയിലല്ല കേട്ടോ, മറ്റേ ടൈപ്പ് ഞാൻ അടിച്ചത്. അതായത് അങ്ങനത്തെ കോപ്പി വേണമെങ്കിൽ 5x എന്ന് അടിക്കുക. അപ്പം അങ്ങനെയും നമുക്ക് മൾട്ടിപ്പിൾ കോപ്പി ക്രിയേറ്റ് ചെയ്യാം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുഷ് ടൂൾ അഥവാ പുൾ ടൂൾ. അതിൻ്റെ ഷോർട്ട് കീ P ആണ്. നമ്മളൊരു ഫേസ് സെലക്ട് ചെയ്തു, പുഷ് പുൾ P അടിച്ചു. അതിനുശേഷം നമുക്കത് 3D ഒബ്ജക്റ്റ് ആക്കാൻ പുഷ് ചെയ്യാവുന്നതാണ്. കണ്ടാ പുഷ് അടിക്കാക്കണമെങ്കിൽ വീണ്ടും അതിൻ്റെ അടിക്കാക്കാം. പുഷ് നമ്മൾ ആ ഫേസ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡോട്ട് വരുന്നത് കാണാം. കണ്ട ആ ഡോട്ട് വന്നതിന് ശേഷം പുഷ് പുൾ ടൂൾ എടുക്കുക. ആ ഫേസിന് കുറച്ച് ഡോട്ട് വന്നത് കണ്ട അതിന് ശേഷം പുഷ് പുൾ ടൂൾ എടുക്കുക, പുഷ് ചെയ്യുക. നമുക്കൊരു എമൗണ്ടിൽ പുഷ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ ഫേസ് ഒരു 100 സെൻറ്റിമീറ്ററാണ്, എത്ര ഒരു 200 സെൻറ്റിമീറ്റർ പുഷ് മേലേക്ക് ചെയ്യണമെങ്കിൽ പുഷ് പുൾ ടൂള് ആദ്യം ഫേസ് സെലക്ട് ചെയ്യുക, പുഷ് പുൾ ടൂൾ എടുക്കുക. മേപ്പട്ടിക്ക് എത്രയാണോ വേണ്ടത് അടിയിൽ കണ്ട ലെഫ്റ്റ് സൈഡിൽ മെഷർമെൻറ്റ് 85.4 200 വേണ്ടത്. അപ്പോൾ 200 എൻ്റർ അടിച്ചു. അപ്പോൾ 200 കുറച്ചും കൂടി മേപ്പട്ടിക്ക് പോയി. ഇനി അവിടുന്ന് അടിക്ക് കൊണ്ടുപോകണമെങ്കിൽ അടിക്ക് എത്രയാണോ വേണ്ടത്, ഇപ്പോൾ 300 കുറയ്ക്കണമെങ്കിൽ വിചാരിക്കുക. 300 ഉണ്ടെങ്കിൽ 300 കുറയും. 300 എൻ്റർ അടിച്ചു. ഇപ്പോൾ കണ്ട 300 കുറഞ്ഞു. അപ്പം അങ്ങനെയാണ് നമുക്ക് പുഷ് പുൾ ടൂൾ യൂസ് ചെയ്യാം. ഇപ്പോൾ വേറെ ഫേസ് പുഷ് ചെയ്യണമെങ്കിൽ ഈ ഫേസ് പുഷ് ചെയ്യണമെങ്കിൽ ആ ഫേസ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡോട്ട് വന്നു. പുഷ് പുൾ ടൂൾ എടുത്തു, അവിടേക്ക് ഒരു 200 കൊടുക്കണമെങ്കിൽ 200 എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് എത്ര അളവിലാണോ പുഷ് പുൾ ടൂൾ യൂസ് ചെയ്യേണ്ടത് അങ്ങനെ യൂസ് ചെയ്യാം. ഇനി ഇവിടെ ഒരു ബ്രേക്ക് വന്നിട്ട് ഇനി അടുത്ത പുഷ് ടൂൾ യൂസ് ചെയ്യണമെങ്കിൽ പുഷ് പുൾ ടൂൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കൺട്രോൾ അടിക്കുക. പുഷ് പുൾ ടൂള് കൺട്രോൾ അടിച്ചിട്ട് പുഷ് ചെയ്യുക. കൺട്രോൾ അടിച്ചതിന് ശേഷം പുഷ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് വന്നു. ഇനി നമ്മൾ പുഷ് പുൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കൺട്രോൾ അടിക്കുക, അപ്പോൾ അവിടെ ബ്രേക്ക് വന്നിട്ടുണ്ടാവും. കണ്ട ഇനി നമുക്ക് ഇവിടെ നിന്ന് പുഷ് ചെയ്യണം ഈ ഫേസിൽ നിന്ന്. പക്ഷെ ഇവിടെ ഒരു ബ്രേക്ക് വരണമെങ്കിൽ പുഷ് പുൾ ടൂൾ യൂസ് ചെയ്യുക, എന്നിട്ട് പുഷ് ചെയ്യുക. പുഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കൺട്രോൾ അടിക്കുക, അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടാവും. നമ്മൾ കോപ്പി ചെയ്തതിൻ്റെ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ട് അതേപോലെ ഒരു കൺട്രോൾ അടിച്ചാൽ അവിടെ ഒരു ബ്രേക്ക് ആവും. ബ്രേക്ക് എന്ന് ഉദ്ദേശിച്ചാൽ അവിടെ ഒരു എന്താ എക്സ്ട്രാ അഡ്ജസ്റ്റ് വന്നിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ കീ യൂസ് ചെയ്തിട്ട് പുഷ് ചെയ്താൽ മതി. ഇനി നമുക്കൊരു 250 സെൻറ്റിമീറ്ററുള്ള 250 സെൻറ്റിമീറ്ററുള്ള ഒരു ക്യൂബ് വരയ്ക്കണം വിചാരിക്കുക. അപ്പോൾ ആദ്യം റെക്ടാങ്കിൾ ടൂൾ എടുത്തു, അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു 250, 250 എൻ്റർ. അതിനുശേഷം പുഷ് പുൾ ടൂൾ എടുത്തു, ശേഷം വൺ ഫേസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ കണ്ട ഡോട്ടഡ് വന്നു. അതിനുശേഷം മേലേക്ക് 250 അടിക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ ക്യൂബ് ക്രിയേറ്റ് ആയി. ഇതിന് മേലെ ഇതേ ക്യൂബ്സ് ഒരു 3 കൂടി ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വീണ്ടും പുഷ് പുൾ ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് പുഷ് പുൾ ആവുക ചെയ്യുക. 250 അടിച്ചു എൻ്റർ അടിച്ചാൽ അത് പുഷ് പുൾ ആവുക ചെയ്യുക. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, അവിടെ ഒരു ന്യൂ ഫേസും ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ സെറ്റ് അടിക്കുക, പുഷ് പുൾ ടൂൾ യൂസ് ചെയ്യുക. എന്നിട്ട് ഒരു കൺട്രോൾ അടിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ പുഷ് ചെയ്യുക. കൺട്രോൾ അടിക്കുക, പുഷ് 250 എൻ്റർ. കൺട്രോൾ അടിക്കുക, പുഷ് 250 എൻ്റർ. കൺട്രോൾ അടിക്കുക, പുഷ് 250 എൻ്റർ. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇനി നമ്മൾ വെറുതെ പുഷ് പുൾ ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കണ്ട അവിടുന്ന് പുഷ് പുള്ളായി. അതായത് ഇപ്പോൾ ഇവിടെ നിന്നാണ് പുഷ് പുള്ളാവണം. കണ്ട ആ ഫേസിൽ നിന്ന് പുഷ് പുള്ളായി. ഈ പുഷ് പുൾ ടൂൾ യൂസ് ചെയ്യുമ്പോൾ ഓൾട്ട് കീ പ്രസ് ചെയ്യാണ് വിചാരിക്കുക. ഓൾട്ട് കീ പ്രസ് ചെയ്തിട്ട് പുഷ് ചെയ്യുമ്പോൾ കണ്ട അടിയത്തെ വരയും കൂടി സ്ട്രെച്ച് ആവുന്നുണ്ട്. അതാണ് ഓൾട്ട് കീ യൂസ് ചെയ്തിട്ട് പുഷ് ചെയ്യുമ്പോഴുള്ള ഗുണം. കണ്ട അതിനെ ടച്ച് ചെയ്തിട്ടുള്ള ഈ ലൈനില്ലേ അതും കൂടി പുഷായി. വെറുതെ പുഷ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആവില്ല. വെറുതെ പുഷ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഫേസ് മാത്രമേ പുഷ് ആവുള്ളൂ. ഇനി കൺട്രോൾ കീ യൂസ് ചെയ്ത് പുഷ് ആവുകയാണെങ്കിൽ അവിടെ ഒരു ഫേസ് ക്രിയേറ്റ് ആവും. വീണ്ടും കൺട്രോൾ കീ യൂസ് ചെയ്ത് പുഷ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫേസ് ക്രിയേറ്റ് ആവും. അപ്പോൾ കൺട്രോൾ കീ യൂസ് ചെയ്യുക, ഓൾട്ട് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഫേസിൻ്റെ അതേ ഹൈറ്റിൽ പുഷ് ചെയ്യണം വിചാരിക്കുക. അപ്പോൾ ഈ ഫേസ് ഇങ്ങനെ മാപ്പട്ടിക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ഇവിടേക്ക് എത്തുമ്പോൾ കണ്ട എൻഡ് പോയിന്റ് എത്തി. ഇനി ഈ ഫേസിൻ്റെ അത്രയും പുഷ് ചെയ്യണമെങ്കിൽ ഈ ഫേസ് പുഷ് ചെയ്യുക. പുഷ് ചെയ്തതിന് ശേഷം ഇവിടേക്ക് കൊണ്ടുപോവുക. ഈ കോർണറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു എൻഡ് പോയിന്റ് കാണിക്കും.
അപ്പോൾ പുഷ് ടൂൾ വിടുക. അപ്പോൾ കണ്ട ഈ ഫേസിൻ്റെ അതേ ഹൈറ്റിൽ പുഷ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വേറൊരു റെക്ടാങ്കിൾ വരച്ചു വിചാരിക്കുക. വേറെ റെക്ടാങ്കിൾ വരച്ചു. നമ്മൾ ആ ഉള്ളിലത്തെ റെക്ടാങ്കിൾ മാത്രം സെപ്പറേറ്റ് പുഷ് ചെയ്യുക. കണ്ട. പക്ഷെ ഇനി മൂവ് ചെയ്യുമ്പോൾ ഇത് മൊത്തം ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഇനി മൂവ് ചെയ്യുകയാണെങ്കിൽ കണ്ട, ഇപ്പം നമ്മൾ വരച്ച ബോക്സ് വേറെ സെപ്പറേറ്റ്, അതിൻ്റെ അടിയത്തെ ബോക്സ് വേറെ സെപ്പറേറ്റ് ആയിരിക്കില്ല, എല്ലാം കൂടി ഒറ്റ ഒബ്ജക്റ്റ് ആയിരിക്കും. 3D Maxൽ നമ്മൾ ഈ ബോക്സ് വേറെ സെപ്പറേറ്റ് ആയിരിക്കും, ഈ ബോക്സ് വേറെ സെപ്പറേറ്റ് ആയിരിക്കും. സ്കെച്ചപ്പിൽ അങ്ങനെ ആവില്ല. സ്കെച്ചപ്പിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഈ ഒരു വോളിൽ നമുക്ക് ഹോൾസ് ക്രിയേറ്റ് ചെയ്യണം വിചാരിക്കുക. ഹോൾസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പുഷ് ടൂൾ തന്നെ യൂസ് ചെയ്യുക. ആദ്യം ഏത് ഷേപ്പിലാണ് ഹോൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഷേപ്പിൽ നമ്മളൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക ഒരു ഫേസിൽ. അതിനുശേഷം പുഷ് ടൂൾ യൂസ് ചെയ്യുക. ഈ ഫേസ് ക്ലിക്ക് ചെയ്യുക. ഈ ഫേസ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോവുക. എന്നിട്ട് കണ്ട ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ കണ്ട ഓൺ എഡ്ജ് കൊണ്ട് കാണിക്കണം. ഈ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഓൺ എഡ്ജ് കാണിക്കുമ്പോൾ അപ്പം നിർത്തിയാൽ അവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. കണ്ട. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യുക. ഷേപ്പ് വരച്ചു കൊടുക്കുക. പുഷ് ടൂള് ഉള്ളിലേക്ക് കൊണ്ടുപോകും. ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ വേണ്ട ഓൺ ഫേസ് കൊണ്ടുകൂടെ കാണിക്കണം. അപ്പോഴും വിട്ടു കൊടുക്കുക. അപ്പോൾ അവിടെ കാണിച്ചിട്ടുണ്ടാവും. കണ്ട. അങ്ങനെയും ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ വേറെ സർക്കിൾ ഷേപ്പിലാണ് നമുക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യക്ക് C എൻ്റർ അടിച്ചിട്ട് സർക്കിൾ ഒരു ഫേസിൽ വരച്ചു കൊടുക്കുക. പുഷ് ടൂൾ യൂസ് ചെയ്യുക. പുഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ആ ഫേസ് സെലക്ട് ചെയ്യുക. ഇത് കണ്ട ഈ എഡ്ജിക്ക് എത്തിക്കുക. അതിൻ്റെ പുറകിലത്തെ എഡ്ജിക്ക് എത്തുമ്പോൾ ഓൺ എഡ്ജ് എന്ന് കാണിക്കും. അല്ലെങ്കിൽ ഉള്ളിൽ കൂടെ തന്നെ പോയാൽ ഓൺ ഫേസ് എന്നും കാണിക്കും. ഇവിടെ ഓൺ എഡ്ജ് എടുത്തിട്ട് നമ്മൾ പുഷ് ചെയ്തു. അല്ലെങ്കിൽ ഉള്ളിൽ കൂടെ എടുക്കുക. ഉള്ളിൽ കൂടെ എടുത്തിട്ട് അവിടേക്ക് എത്തുമ്പോൾ ഓൺ ഫേസ് എന്ന് കാണിക്കും. അങ്ങനെയും പുഷ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് നമുക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്യുക. ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഹോൾ ക്രിയേറ്റ് ചെയ്യാനും പുഷ് ടൂൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഒരേ ഷേപ്പുള്ള 3 ബോക്സാണ് ഇട്ടത്. ഈ ഒരു ബോക്സിൻ്റെ പുറകിൽ എക്സ്ട്രാ ലൈൻസ് ഒന്നുമില്ല. പക്ഷേ ഈ ബോക്സിൻ്റെ പുറകിൽ ഒരു എക്സ്ട്രാ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ ബോക്സിൻ്റെ ഈ ഒരു എഡ്ജ് മാത്രം ഞാൻ ഇത്തിരി മൂവ് ചെയ്യട്ടോ. ഈ ബോക്സിന് ഞാൻ പുറത്തൊരു ഫേസിലൊരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ പുഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ഹോൾ ക്രിയേറ്റ് ചെയ്യാണ്. പുഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ഹോൾ ക്രിയേറ്റ് ചെയ്തു. ഓൺ എഡ്ജ് കണ്ട ഇവിടെ ഹോൾ ക്രിയേറ്റ് ആയി. അവിടെ പുറകിൽ വേറെ എഡ്ജൊന്നുമില്ല. ഈ 2 ലൈനും പാരലലാണ്. അതുകൊണ്ട് അവിടെ ഹോൾ ക്രിയേറ്റ് ആയി. ഇനി ഇവിടെ ഞാൻ ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. കണ്ട ഓൺ എഡ്ജ് കൊണ്ടുവരികയാണ്. ഓൺ എഡ്ജ് പോയിന്റ് എത്തി. ഓൺ എഡ്ജ് കൊടുത്തു. പക്ഷെ ഇവിടെ ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പോൾ പുറകിൽ എക്സ്ട്രാ ലൈൻസ് ഉള്ളപ്പോൾ നമുക്ക് പുഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പാരൽ ലൈൻസ് അല്ല. ഇവിടെ പാരലല്ല. ഈ ടൂള് ഇവിടെ മാത്രം ഞാൻ മൂവ് ചെയ്ത് വെച്ചു കുറച്ച്. അപ്പോൾ ഞാൻ ഇവിടെ പുഷ് ടൂൾ യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ കണ്ട ഓൺ എഡ്ജ് എത്തി. പക്ഷെ ഹോൾ ക്രിയേറ്റ് ആയില്ല. കാരണം ഇവിടുത്തെ ഇതേ പാരലല്ല. ഇവിടെ ഈ 2 ലൈനും വ്യത്യാസമുണ്ട്. കണ്ട ഇവിടെ മൊത്തം 2 ലൈനും പാരൽ ലൈൻസാണ്. അപ്പോൾ ഹോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പാരൽ ലൈൻസ് ആയിരിക്കണം. ഇവിടെ പുഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ എക്സ്ട്രാ അപ്പുറത്തെ ഫേസിൽ നമുക്ക് ലൈൻസ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ പുഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പുഷ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫേസും പാരലായിരിക്കണം. ലൈനല്ല, ഫേസാണ് പാരലാവേണ്ടത്. അതായത് ഈ ഫേസും പാരലായിരിക്കണം. ഇവിടെ നമുക്കപ്പോൾ പുഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ഹോൾ ക്രിയേറ്റ് ചെയ്താൽ ആദ്യം ഫേസ് സെലക്ട് ചെയ്യുക. ഫേസ് സെലക്ട് ചെയ്തു. പുഷ് ടൂൾ യൂസ് ചെയ്തു. കണ്ട ഹോൾ ക്രിയേറ്റ് ആയി. ഇവിടെ ഫേസ് തമ്മിൽ പാരലല്ല. ഈ ഫേസും പാരലല്ല. കണ്ട ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടും ഈ ലൈന് കുറച്ച് ചെരിവാണ്. അതുകൊണ്ട് ഇവിടെ പുഷ് ടൂൾ യൂസ് ചെയ്താൽ നമുക്ക് ഹോൾ കിട്ടില്ല. കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഫേസുകൾ തമ്മിൽ പാരലായിരിക്കണം പുഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ഹോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. ഇനി നമുക്ക് പുഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ഒരേ എമൗണ്ട് എങ്ങനെ പുഷ് ചെയ്യാൻ നോക്കി നോക്കാം. അതായത് പുഷ് ടൂൾ യൂസ് ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ 50 പുഷ് ചെയ്തു. 50. ഇനി ഇതേ എമൗണ്ടാണ് നമുക്ക് പുഷ് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അതായത് 50 തന്നെ പുഷ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു. കണ്ട അത് അടിക്കായെന്ന് മാത്രം. ഈ പെട്ടി അതും അടിക്കാണ്. അപ്പോൾ പുഷ് ടൂൾ ഒന്നെങ്കിൽ അടിക്കായിരിക്കും അല്ലെങ്കിൽ മേലേക്കായിരിക്കും. സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും. കണ്ട ഇപ്പോൾ 50 അത് 100 ഉണ്ടാവും. ഇവിടെ നിൽക്കുക. കണ്ട അതേ അളവ് ഒന്നെങ്കിൽ മേലേക്കായി ഉണ്ടാവും അല്ലെങ്കിൽ അടിക്കായി ഉണ്ടാവും. കണ്ട ഇത് സെയിം അളവ്. കണ്ട ഇതിൻ്റെ മേലേക്ക് പുഷ് ടൂൾ സെയിം അളവ്. ഇപ്പോൾ ഞാൻ
ഇങ്ങോട്ട് ഇപ്പോൾ 100 പുഷ് ചെയ്ത് വിചാരിക്കുക, 100 അതേ അളവ് തന്നെ ഇവിടെ പുഷ് ചെയ്യണമെങ്കിൽ ഇവിടെ 100 അടിച്ചു. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്താൽ തൊട്ട് പ്രീവിയസ് ആയിട്ട് ഏത് എമൗണ്ട് ആണോ പുഷ് ചെയ്തത് അതേ എമൗണ്ട് പുഷ് ആവും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൊട്ടേറ്റ് ടൂളാണ്. റൊട്ടേറ്റ് ടൂളിൻ്റെ ഐക്കൺ ഇതാണ്. അതിൻ്റെ ഷോർട്ട് കീ ക്യൂ ആണ്. കണ്ട ക്യൂ, ഇതാണ് റൊട്ടേറ്റ് ടൂൾ. നമ്മളൊരു ഓരോ പ്ലെയിനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓരോ കളർ കാണിക്കുന്നത് കാണാം. കണ്ട ബ്ലൂ കളറ്, അതേപോലെ റെഡ് കളറ്, ഗ്രീൻ കളറ്. ഇപ്പോൾ ഏത് ആക്സസിൽ വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് കീബോർഡിലെ കീസ് യൂസ് ചെയ്തിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാം. കണ്ട റൈറ്റ് കീ നോക്കിയപ്പോൾ റെഡ് ആക്സസ്, ലെഫ്റ്റ് നോക്കിയപ്പോൾ ഗ്രീൻ കളർ, ഫ്രണ്ട് കീ നോക്കിയപ്പോൾ ബ്ലൂ കളർ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. അതിനുശേഷം ഒരു ഫേസിൽ ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊട്രാക്ടറിൽ ഡിഗ്രി അളക്കില്ലേ, അത് ആദ്യം ഒരു 0 ഡിഗ്രി അളക്കാൻ ഒരു പോയിന്റ് വേണ്ടേ. അപ്പോൾ ആ ലൈനാണ് നമ്മൾ ആദ്യം റെഫറൻസ് ലൈന്, അതായത് ഒരു ഹാൻഡിൽ പോലെ. അപ്പോൾ അത് നമ്മൾ ആദ്യം പിക്ക് ചെയ്തു. അതിനുശേഷം അവിടുന്ന് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് കണ്ട. ഇത് ഇപ്പോൾ ഞാൻ ആ ഫേസ് മാത്രം റൊട്ടേറ്റ് ആവുന്നത്, അതുകൊണ്ടാണ് ഇത് ഞാൻ ഗ്രൂപ്പ് ആക്കിയിട്ടില്ല, അതുകൊണ്ട് ആ ഫേസ് മാത്രം റൊട്ടേറ്റ് ചെയ്തു. ഇപ്പോൾ 30 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ആവുന്നുണ്ടെങ്കിൽ 30 അടിച്ചു കൊടുത്താൽ 30 ഡിഗ്രിയിൽ ആ ഫേസ് റൊട്ടേറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഡിസ്റ്റോർട്ടഡ് ഷേപ്പാണ് കിട്ടിയുള്ളത്. അതിന് പകരം ഞാനിപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഞാൻ ഗ്രൂപ്പാക്കി, റൈറ്റ് ക്ലിക്ക് മേക്ക് ഗ്രൂപ്പ്, അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യുന്ന വിചാരിക്കുക. റൊട്ടേറ്റ് ടൂൾ ക്ലിക്ക് ചെയ്തു. ഈ ഒരു ആക്സസിൽ, അതായത് ആദ്യം നമ്മൾ ഗ്രീൻ ആക്സസ് ആണ് ഇപ്പോൾ എടുത്തുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം 0 ഡിഗ്രി റെഫറൻസ് ലൈനും മാർക്ക് ചെയ്തു. ഫസ്റ്റ് പോയിന്റിൽ ക്ലിക്ക് ചെയ്തു, റെഫറൻസ് ലൈനും മാർക്ക് ചെയ്തു. ഇനി അവിടെ നിന്നാണ് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 30 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടെങ്കിൽ 30 അടിച്ചു. ഇപ്പോൾ കണ്ട 30 ഡിഗ്രി റൊട്ടേറ്റ് ആയി. കൺട്രോൾ സെറ്റ് അടിച്ചു. ഇനി ഞാൻ റൊട്ടേറ്റ് ചെയ്യേണ്ടത് മേലെന്ന് വിചാരിക്കുക, അതായത് ബ്ലൂ കളർ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റെഫറൻസ് ലൈന്, അതായത് ഹാൻഡിൽ പോലെ 0 ഡിഗ്രി ലൈനാണിത്, അത് മാർക്ക് ചെയ്തു. ഇനി എത്ര ഡിഗ്രിയാണ് അത് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, ആ ആംഗിൾ അത് ടോപ്പ് വ്യൂവിലാണ് കാണാൻ പറ്റുക എത്ര ഡിഗ്രിയാണെന്ന്. അതിപ്പോൾ 45 ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടെങ്കിൽ 45 അടിക്കുക. അപ്പോൾ 45 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് റെഡ് ആക്സസും ഇനി ഗ്രീൻ ആക്സസിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പോയിന്റിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം 0 ഡിഗ്രി, അതായത് റെഫറൻസ് ലൈൻ മാർക്ക് ചെയ്തു. ഫസ്റ്റ് ലൈന്, അതായത് 0 ഡിഗ്രി ഏത് ലൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മാർക്ക് ചെയ്തു. എത്ര ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് കണ്ട, അത് സൈഡ് വ്യൂവിലാണ് കാണുക. അപ്പോൾ 45 മാർക്ക് ചെയ്താൽ 45 ഡിഗ്രിയിൽ സൈഡ് വ്യൂവിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ആക്സസിന് സെപ്പറേറ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. എത്ര ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കും. ആദ്യം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് 0 ഡിഗ്രിയുടെ ആ റെഫറൻസ് ലൈൻ മാർക്ക് ചെയ്യുക. എത്രയിലാണ് റൊട്ടേറ്റ് ആവേണ്ടത്, ആ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രി കൊടുത്തപ്പോൾ നേരെ റിവേഴ്സ് ആയിട്ട് റൊട്ടേറ്റ് ആയി. ഇങ്ങനെയാണ് റൊട്ടേറ്റ് ടൂൾ യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ ആദ്യം ഞാൻ ഇതിനെ ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പാക്കിയതിന് ശേഷം ഇത് സെലക്ട് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് ടൂൾ എടുത്തു. റൊട്ടേറ്റ് ടൂൾ എടുത്തിട്ട് ശേഷം റൈറ്റ് ആക്സിസ്, അതായത് റെഡ് കളറുള്ളതിൽ ഞാൻ എടുത്തു. അതിനുശേഷം ആക്സിസ് പോയിന്റ് വരച്ചു. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞു, 20 ഡിഗ്രി. എൻ്റർ അടിച്ചു. എൻ്റർ അടിക്കുന്നതിന് മുമ്പ് ഒരു കൺട്രോൾ കീ നോക്കിയിട്ട് നമ്മൾ എൻ്റർ അടിക്കുകയാണെങ്കിൽ കണ്ട ഒരു കോപ്പി വന്നു, ഒരു കോപ്പി അവിടെ നിൽക്കും. ഇനി എത്ര ഡിഗ്രിയിലാണ് വേണ്ടത്, ഇപ്പോൾ 45 ഡിഗ്രിയിലാണ് വേണ്ടതെങ്കിൽ 45 എൻ്റർ അടിച്ചു. അപ്പോൾ 45 ഡിഗ്രിയിൽ ഒരു കോപ്പി വന്നു. ഇനി എത്ര എണ്ണം വേണം, ഒരു 4 എണ്ണം വേണമെങ്കിൽ കാൽക്കുലേറ്ററിൻ്റെ അവിടുത്തെ സ്റ്റാർ ചിഹ്നമില്ലേ അതടിക്കുക, 4 എൻ്റർ അടിച്ചു. കണ്ട 4 കോപ്പി വന്നു. ഇതും കൂട്ടിയിട്ട് 1 2 3 4 ഒരു കോപ്പി ഇവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്, അത് ഇവിടെ തന്നെ ജോയിൻ ചെയ്തേക്കുക. മനസ്സിലായോ? ഒന്നുകൂടി കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ ഒബ്ജക്റ്റ് മൊത്തം സെലക്ട് ചെയ്തു. ഇപ്പോൾ ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ആയതിനു ശേഷം റൊട്ടേറ്റ് ടൂൾ എടുത്തു. റൊട്ടേറ്റ് ടൂൾ എടുത്തതിന് ശേഷം റൈറ്റ് ആക്സിസിൽ വരച്ചു. നമ്മൾ ആദ്യം റെഫറൻസ് ലൈന് 0 ഡിഗ്രി കിട്ടാനുള്ള ലൈന് വരച്ചു കൊടുത്തു. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, വരച്ചു. ഇനി നമുക്ക് എത്ര ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ 60 ഡിഗ്രിയിലാണ് വേണ്ടതായിരിക്കുക. 60 ഡിഗ്രിയിലാണെങ്കിൽ 60 ഡിഗ്രി അടിച്ചു, എൻ്റർ അടിച്ചു. ഇപ്പോൾ 60 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ആയി. പക്ഷെ നമുക്ക് കോപ്പി കിട്ടിയില്ല. അപ്പോൾ നമുക്ക് കോപ്പിയും കൂടി കിട്ടണമെങ്കിൽ ആദ്യം നമ്മളെ റെഫറൻസ് ലൈൻ വരച്ചു കൊടുത്തു. അതിനുശേഷം കൺട്രോൾ കീ അമർത്തി. അതിനുശേഷം എത്ര ഡിഗ്രിയിലാണോ റൊട്ടേറ്റ് ആവുന്നത്, ഇപ്പോൾ 42 ഡിഗ്രിയാണ് കൊടുത്തുള്ളത്, 30 ഡിഗ്രി കൊടുത്ത് നോക്കി നോക്കാം. 30 ഡിഗ്രി എൻ്റർ അടിച്ചു. ഇപ്പോൾ ഒരു കോപ്പി വന്നു.
ഇനി മൾട്ടിപ്പിൾ കോപ്പി കിട്ടാൻ നേരത്തെ ഞാൻ കാൽക്കുലേറ്ററിൻ്റെ അടുത്തുള്ള സ്റ്റാർ ചിഹ്നമാണ് യൂസ് ചെയ്തത്. അതിന് പകരം ഇപ്പോൾ 5 കോപ്പി കിട്ടണമെങ്കിൽ 5 ഇംഗ്ലീഷ് അക്ഷരമാലത്തെ എക്സ് അടിക്കുക, 5x എൻ്റർ അടിച്ചു, കണ്ട 5 കോപ്പി കിട്ടി. അപ്പം ഇങ്ങനെയും നമുക്ക് കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മൾട്ടിപ്പിൾ കോപ്പി വേറൊരു തരത്തിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, റൊട്ടേറ്റ് ടൂൾ ക്ലിക്ക് ചെയ്തു, റെഡ് ആക്സിസിന് റൈറ്റ് ആരോ നിൽക്കി, ആദ്യക്ക് 0 ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ടുള്ള റെഫറൻസ് ലൈൻ വരച്ചു. റെഫറൻസ് ലൈൻ വരച്ചതിന് ശേഷം കൺട്രോൾ കീ നിൽക്കി. അപ്പോൾ ഒരു കോപ്പി അവിടെ ഓൾറെഡി നിന്നു. ഇനി എത്ര ഡിഗ്രിയിലാണോ വേണ്ടത്, നമുക്കിപ്പോൾ ഇതിപ്പോൾ എത്ര 120 ഡിഗ്രിയിലാണ് ഒരെണ്ണം കിടക്കുന്നത്, 120 ഡിഗ്രി എൻ്റർ അടിച്ചു. ഇനിയിപ്പോൾ ഉള്ളതിൻ്റെയും ആദ്യത്തേൻ്റെ ഇടയിലാണ് വേണ്ടതെങ്കിൽ സ്ലാഷ് നിൽക്കുക. ഇപ്പോൾ എത്ര എണ്ണം വേണം, ഇപ്പോൾ 3 എണ്ണം വേണമെങ്കിൽ 3 നിൽക്കി എൻ്റർ അടിച്ചു, കണ്ട അതിൻ്റെ ഇടയിലാണ് വന്നുള്ളത്. നേരത്തെ നമ്മൾ മൾട്ടിപ്പിൾ കോപ്പി നിൽക്കുന്നില്ലേ ഈ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട്, അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഇവിടെയും കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഈ ഫേസിന് പകരം ഈ കോർണർ പോയിന്റ് ഇല്ലേ, വെർട്ടെക്സ് പോയിന്റ്, അവിടെ നിന്ന് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് കോപ്പി ചെയ്യേണ്ടത്. ഇപ്പോൾ റൈറ്റ് ആക്സിസ് കൊടുത്തു, റൈറ്റ് ആരോ നിൽക്കി, ഇവിടെ നിന്നാണ് കോപ്പി നിൽക്കേണ്ടത്. ആദ്യക്ക് റെഫറൻസ് ലൈൻ വരച്ചു കൊടുത്തു, കണ്ട എത്ര ഡിഗ്രിയിലാണ് വേണ്ടത്, 60 ഡിഗ്രി ആണെങ്കിൽ 60 ഡിഗ്രി വരച്ചു കൊടുത്തു, അതിനനുസരിച്ച് കോപ്പി ആവും. ഇനി നമുക്ക് റൈറ്റ് ആരോ നിൽക്കി ഈ പോയിന്റിന് പകരം നമുക്ക് റൈറ്റ് ആരോ നിൽക്കിയിട്ട് ഈ പോയിന്റിന് പകരം ആ ഗ്രീൻ കളർ പോണ അനുസരിച്ച് നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്നാണ് കോപ്പി വേണ്ടെങ്കിൽ ഇവിടെ നിൽക്കി. അതിനുശേഷം എത്ര ഡിഗ്രിയിലാണ് വേണ്ടത്, കൺട്രോൾ നിൽക്കിയതിന് ശേഷം എത്ര ഡിഗ്രിയിലാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഒരു 30 ഡിഗ്രിയിലാണ് വേണ്ടതെങ്കിൽ 30 അടിച്ചു കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പി വേണമെങ്കിൽ സ്റ്റാർ 10 അടിച്ചാൽ കണ്ട. അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ഈ ബേസ് ലൈൻ, ഇതിൻ്റെ ബോട്ടം ലൈന് ഈ ലൈനിൻ്റെ നേരേക്ക് വരണം. അത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതായത് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് ടൂൾ എടുത്തു. അതിനുശേഷം ഇതിപ്പോൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത് ഗ്രീൻ ആക്സിസിലാണ്. അങ്ങനെ നമുക്ക് അത്തരത്തിൽ കറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് നിൽക്കുക, അല്ലെങ്കിൽ ആ ഫേസിൽ കൊണ്ടുവന്നിട്ട് ഗ്രീൻ വരുമ്പോൾ നിർത്തുക. എന്നിട്ട് എങ്ങനെയാണോ ആദ്യക്ക് റെഫറൻസ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ട നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ ഓൺ ആക്കിയിട്ട് കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ലൈൻ കൃത്യം അതിനനുസരിച്ചല്ല. അപ്പോൾ ഏതാണ്ട് ആ ഡയറക്ഷനിൽ കിട്ടണമെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കുക. എത്ര ഡിഗ്രി, 36 അടിച്ചു കൊടുത്താൽ വൃത്തിയിൽ ഈ ലൈനും ഒരേപോലെ കിട്ടി. അങ്ങനത്തെ പോലെ കണ്ടീഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഈ റൊട്ടേഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കെയിൽ ടൂൾ. സ്കെയിൽ ടൂളിൻ്റെ ഷോർട്ട് കീ S ആണ്. സ്കെയിൽ ടൂൾ ഇതാണ് അതിൻ്റെ സിമ്പിൾ. അപ്പോൾ ആദ്യം നമ്മൾ ഏത് ഒബ്ജക്റ്റാണോ സ്കെയിൽ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം സ്കെയിൽ എടുക്കുക. അപ്പോൾ നമുക്ക് കുറേ ഗ്രിപ്പ് പോയിന്റുകൾ കിട്ടും, കൺട്രോൾ പോയിന്റ്സ് എങ്ങനെ സ്കെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് കോർണർ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് വെച്ചിട്ട് സ്കെയിൽ ചെയ്യാണ്. കണ്ട ആ പോയിന്റ് വെച്ചിട്ട് കോർണർ ടു കോർണറാണ് സ്കെയിൽ ആവുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണെങ്കിൽ ലെങ്ത് വൈസ് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് വൈസ് സ്കെയിൽ ചെയ്യാൻ പറ്റും. കണ്ട കോർണർ വെച്ചാണെങ്കിൽ അത് മൊത്തത്തിലാണ് സ്കെയിൽ ആവും ആ ഒബ്ജക്റ്റ്. അപ്പം അങ്ങനെയാണ് അത് സ്കെയിൽ ആവുന്നത്. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റാണ് സ്കെയിൽ ചെയ്യേണ്ടി വിചാരിക്കുക. മൊത്തത്തിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, സ്കെയിൽ നിൽക്കി. അപ്പോൾ ഇതിലും കണ്ട ഇപ്പോൾ വിഡ്ത്ത് വൈസ് ലെങ്ത് ആണ് സ്കെയിൽ ചെയ്യേണ്ടതെങ്കിൽ കണ്ട ഈ ടോപ്പിലത്തെ ഈ സെൻറ്റർ പോയിന്റും ബോട്ടം പോയിന്റും കണ്ട ലെങ്ത് മാത്രം സ്കെയിലായി. ഇനി അതേപോലെ വിഡ്ത്താണ് സ്കെയിൽ ചെയ്യേണ്ടെങ്കിൽ കണ്ട ഈ വിഡ്ത്തും അപ്പുറത്തെ സെൻറ്റർ പോയിന്റും വെച്ച് സ്കെയിലായി. കണ്ട അപ്പോൾ ലെങ്ത് വൈസ് വിഡ്ത്ത് വൈസ് എങ്ങനെയാണ് സ്കെയിലായ. പിന്നെ ഈ പോയിന്റ് ആണെങ്കിൽ കോർണർ വൈസ് ആ ഒബ്ജക്റ്റ് മൊത്തത്തിൽ സ്കെയിലാവും. കണ്ട മൊത്തത്തിൽ സ്കെയിലായി. നമ്മളിപ്പോൾ ഈ ഫേസാണ് സ്കെയിൽ വിചാരിക്കുക. അപ്പോൾ സ്കെയിൽ എടുത്തു, ഈ ഫേസ് സ്കെയിൽ ചെയ്യുമ്പോൾ കണ്ട ഇപ്പോൾ കോർണർ ടു കോർണറാണ് സ്കെയിൽ ആവുന്നത്. കണ്ട അതായത് ഈ കോർണറിലേക്കാണ് സ്കെയിൽ ആവുന്നത്. പകരം നമ്മൾ കൺട്രോൾ കീ നെക്കിയിട്ട് സ്കെയിൽ ചെയ്യുമ്പോൾ കണ്ട സെൻട്രിക്കാണ് സ്കെയിൽ ആവുന്നത്. കണ്ട കൺട്രോൾ കീ നെക്കിയിട്ട് സ്കെയിൽ ചെയ്യുമ്പോൾ സെൻട്രിക്കാണ് സ്കെയിൽ ആവുന്നത്. കൺട്രോൾ കീ വിട്ടപ്പോൾ കണ്ട ആ ബോട്ടത്തിലത്തെ കോർണർക്ക് വ്യത്യാസം വരുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുക ചെയ്യണം. ഇനി കൺട്രോൾ നെക്കി വിചാരിക്കുക, ബോട്ടം കോർണറും ടോപ്പ് കോർണറും ഒരുമിച്ച് സ്കെയിൽ ആവുന്നുണ്ട്. അത് തന്നെ നമുക്ക് 3D മൊത്തത്തിലുള്ള നോക്കി നോക്കാം. അതായത് ഇത് മൊത്തം ഞാൻ സെലക്ട് ചെയ്തു, മേക്ക് ഗ്രൂപ്പ് ആക്കി, സ്കെയിൽ എടുത്തു. സ്കെയിലാണ് സ്കെയിൽ എടുത്തു. നമ്മൾ വെറുതെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ട ആ ബോട്ടത്തിലത്തെ ഫേസ് ഈ ഒരു ഫേസ് മാത്രമാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ കൺട്രോൾ കീ നിൽക്കുക ചെയ്യുകയാണെങ്കിൽ കണ്ട രണ്ട് സൈഡിലേക്ക് ഒരേപോലെ ലെങ്ത്ത് മൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ലെങ്ത്താണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ട രണ്ട് സൈഡിലേക്ക് മൂവ് ആവുന്നുണ്ട്. ഞാൻ കൺട്രോൾ കീ നിൽക്കി കണ്ട ഒരു സൈഡിലേക്ക് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അതേപോലെ ഇനിയിപ്പോൾ ടോപ്പിക്കാണ് മൂവ് ചെയ്യേണ്ടിയിരിക്കുക. ഇത് കണ്ട അപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. ഞാൻ കൺട്രോൾ കീ നിൽക്കിപ്പോൾ കണ്ട രണ്ട് സൈഡിലേക്ക് ഒരേപോലെ മൂവ് ആവുന്നുണ്ട്. ഇപ്പോൾ കൺട്രോൾ കീ ഞാൻ വിട്ടു. കണ്ട ടോപ്പിക്ക് മാത്രമാണ് മൂവ് ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത്? ഇത് നമുക്ക് വാല്യൂ കൊടുത്തിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഇവിടുത്ത് 50 സെൻറ്റിമീറ്റർ, ഇത് 100 സെൻറ്റിമീറ്റർ, 150 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ ആദ്യം ഇത് ബോക്സ് സെലക്ട് ചെയ്തു. അതിനുശേഷം സ്കെയിൽ ടൂൾ യൂസ് ചെയ്തു. ഈ സ്കെയിൽ ചെയ്യുമ്പോൾ കണ്ട ഏറ്റവും ബോട്ടത്തിൻ്റെ മെഷർമെൻറ്റിൽ ഇപ്പോൾ 1.22 പറഞ്ഞാൽ 122% ആണ്. അപ്പോൾ ഞാൻ 2 അടിച്ചു കൊടുത്താൽ ഡബിളായി ഉണ്ടാവും. കണ്ട 2 അടിച്ചു കൊടുത്തു. ഇവിടെ 50 100 ആയി, ഇവിടെ 300 ആയി, ഇവിടെ 200 ആയി. ഇനി നമുക്ക് 2ൻ്റെ അവിടെ നമ്മൾ തിരിച്ച് സ്കെയിൽ വിചാരിക്കുക. കണ്ട തിരിച്ചിപ്പോൾ 2 ആണ്. ഇനി 1 അടിച്ചു കൊടുത്ത് വിചാരിക്കുക. 1 അടിച്ചു കൊടുത്താൽ കണ്ട അത് ഇപ്പോൾ ഉള്ളതിൻ്റെ 1 ആയിരിക്കും. അതായത് 100, 300, 200. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതി ആക്കണമെങ്കിൽ 0.5 അടിക്കുക. 0.5 അടിച്ചാൽ ആദ്യത്തെ അളവ് തന്നെ കിട്ടും. കണ്ട ആദ്യത്തെ അളവിന് കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ വിടുത്ത് മാത്രം ഇപ്പോൾ 50 ഉള്ളത് 100 ആക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്കെയിൽ ചെയ്യുമ്പോൾ ഈ അളവ് 50 100 ആക്കണമെങ്കിൽ പെർസെൻറ്റേജ് ആകുമ്പോൾ 200%. അതായത് അപ്പോൾ 2 കൊടുക്കുക. 2 കൊടുത്താൽ ആ ഒരു ഏരിയ മാത്രം, ആ ഒരു വശം മാത്രം 100 ആയി. അതേപോലെ നമുക്ക് ഈ 150 മാത്രം 300 ആക്കണമെങ്കിൽ ഈ പോയിന്റില്ലേ അവിടെ പോയിട്ട് നോക്കുക, എന്നിട്ട് 2 നിൽക്കുക. ഇപ്പോൾ കണ്ട അവിടെ 300 ആയി, ഇവിടെ 100, 50. ഇപ്പം ഇങ്ങനെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ ഇവിടേക്ക് എത്രയാണ് സ്കെയിൽ ചെയ്യേണ്ടത് ആ അളവും കൊടുത്തിട്ട് സ്കെയിൽ ആവുക. അതായത് ഇപ്പോൾ ഇവിടെ 50 സെൻറ്റിമീറ്റർ ആണ്, അവിടെ പോയിക്ക് ഇപ്പോൾ 120 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, സ്കെയിൽ ടൂൾ നിൽക്കുക. ഇവിടേക്ക് 120 അല്ല വേണ്ടത്. അപ്പോൾ ഈ ടൂൾ നിൽക്കിയതിന് ശേഷം റൈറ്റിലേക്ക് നിൽക്കുക. അതിനുശേഷം 120 അടിക്കുക. 120 സെൻറ്റിമീറ്റർ അല്ലേ, 120 സെൻറ്റിമീറ്റർ അടിക്കുക. കണ്ട എക്സാക്റ്റ് 120 കിട്ടി. ഇവിടത്തെ മാറുക. ഇനി നമുക്കിപ്പോൾ ഇവിടുത്തെ 300 മാറിയിട്ട് ഇപ്പോൾ 100 ആണ് വേണ്ടത് വിചാരിക്കുക. അപ്പോൾ സ്കെയിൽ ടൂൾ നിൽക്കി ഓൾറെഡി സ്കെയിലായിട്ട് കിടക്കണം. അപ്പോൾ ഈ ടൂള് 100 ആണ് വേണ്ടത്, 300. അപ്പോൾ നിൽക്കിയിട്ട് അടിക്ക് കൊടുക്കുക. 100 ആണ് വേണ്ടത്. അപ്പോൾ 100 സെൻറ്റിമീറ്റർ എൻ്റർ അടിക്കുക. അപ്പോൾ അവിടേക്ക് 100 ആയി. അപ്പോൾ നമുക്ക് അങ്ങനെയും സ്കെയിൽ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ സ്കെയിൽ ചെയ്യുന്നത് ഇങ്ങനെ വിചാരിക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് സ്കെയിൽ എടുത്തു. അതിനുശേഷം ഇപ്പോൾ കോർണർ ടു കോർണർ സ്കെയിൽ ചെയ്യുന്ന വിചാരിക്കുക. അപ്പോൾ കോർണർ ടു കോർണർ ആദ്യം ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ആണ്. ഇത് രണ്ടും ഒരേ ഒബ്ജക്റ്റ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ് 187.1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ ഈ കോർണറിലേക്കുള്ള ഡിസ്റ്റൻസ് 200 വരുന്ന തരത്തിൽ സ്കെയിൽ ചെയ്യാൻ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, സ്കെയിൽ എടുത്തു. കണ്ട ഇങ്ങനെ സ്കെയിൽ ചെയ്തു, 200 സെൻറ്റിമീറ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ആ ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഇതും ഡിലീറ്റ് ചെയ്ത് വിചാരിക്കുക. ഒരു ലൈൻ വരയ്ക്കുക. നമുക്ക് എത്ര വരുന്നു ചെക്ക് ചെയ്യണമെങ്കിൽ ലൈൻ എടുത്തു. ഞാൻ അതിൻ്റെ ഇൻഫർമേഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ കണ്ട 200 സെൻറ്റിമീറ്റർ എക്സായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്കെയിൽ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൂൾ ഓഫ്സെറ്റ് ടൂളാണ്. ഓഫ്സെറ്റ് ടൂളിൻ്റെ ഷോർട്ട് കീ F ആണ്. അതായത് F നിൽക്കി അതിനുശേഷം ഏതെങ്കിലും എഡ്ജ് പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സർഫസ് സെലക്ട് ആവുകയും ചെയ്തു. ഞാൻ എഡ്ജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അകത്തേക്കാണ് ഓഫ്സെറ്റ് വേണ്ടെങ്കിൽ അകത്തേക്ക് കൊടുക്കുക, പുറത്തേക്കാണ് വേണ്ടെങ്കിൽ പുറത്തേക്ക് ഓഫ്സെറ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് ചെയ്താൽ ഓഫ്സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി പുഷ് പുൾ ടൂൾ യൂസ് ചെയ്തിട്ട് ഇന്നറിയത്തെ ഫേസ് വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അഗെയിൻ നമുക്ക് ഓഫ്സെറ്റ് എടുത്തിട്ട് എഡ്ജ് സെലക്ട് ചെയ്യുക, എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആവശ്യാനുസരണം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ട അപ്പോൾ അവിടെ ഹോളും ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് വാല്യൂ കൊടുത്തിട്ട് ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ ഓഫ്സെറ്റ് ടൂൾ എടുക്കുക, എഡ്ജ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഉള്ളിലേക്ക് ഇപ്പോൾ 20 സെൻറ്റിമീറ്റർ ആണ് ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ 20 എൻ്റർ അടിക്കുക. ഈ പുറത്തേക്കാണ് വേണ്ടെങ്കിൽ 20 മതിയെങ്കിൽ 20 എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് വാല്യൂ വെച്ചിട്ട് വാല്യൂ കൊടുത്തിട്ട് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ കോപ്പി സെയിം വാല്യൂ എങ്ങനെ കൊടുക്കുക നോക്കുക. ആദ്യം നമ്മൾ ഓഫ്സെറ്റ് എടുത്തു. ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ ഉള്ളിലേക്കാണ് ഓഫ്സെറ്റ് വേണ്ടെങ്കിൽ 10 അടിച്ചു, എൻ്റർ അടിച്ചു. ഇനി ഉള്ളിലേക്ക് വീണ്ടും വേണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 10ൻ്റെ സെയിം വാല്യൂ നമുക്ക് കണ്ട എത്രമാത്രം വരുമോ അതുവരെ കിട്ടും. ഡബിൾ ക്ലിക്ക് അടിച്ചു പോകണം. ഇനി നമുക്ക് 10ന് പകരം പുറത്തേക്കാണ് വേണ്ടി വിചാരിക്കുക. അപ്പോൾ ഓഫ്സെറ്റിന് F അടിച്ചു, 15 വേണം വിചാരിക്കുക. 15 അടിച്ചു, കണ്ട 15 പുറത്തേക്ക് വന്നു. അപ്പം അങ്ങനെ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് 15ൻ്റെ ഓഫ്സെറ്റ് മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കണമെങ്കിൽ ഓഫ്സെറ്റ് എടുക്കുക. അപ്പോൾ 15ൻ്റെ അല്ലേ വേണ്ടത്, 15ൻ്റെ
പുറത്തേക്ക് അടിച്ചു, എൻ്റർ അടിച്ചു. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക പുറത്ത് കണ്ട ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോറും 15ൻ്റെ ഓഫ്സെറ്റ് പുറത്തേക്ക് വരും. അപ്പം അങ്ങനെ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓഫ്സെറ്റ് എടുത്തിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഓഫ്സെറ്റ് എടുത്തിട്ട് നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുമ്പോൾ 4 വശം കൂടിയിട്ട് ഒരുമിച്ചാണ് ഓഫ്സെറ്റ് ആവുന്നത്. അതിന് പകരം നമുക്കിപ്പോൾ ഈ ഒരു 2 എഡ്ജ് മാത്രം ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 2 എഡ്ജ് സെലക്ട് ചെയ്യുക, കൺട്രോൾ കീ യൂസ് ചെയ്യുക, അടുത്ത എഡ്ജും സെലക്ട് ചെയ്യുക, ഓഫ്സെറ്റ് എടുക്കുക, എന്നിട്ട് ആ എഡ്ജ് സെലക്ട് ചെയ്തതിനു ശേഷം ഉള്ളിലേക്ക് എത്രയാണ് വേണ്ടത്, വാല്യൂ ടൈപ്പ് ചെയ്യണമെങ്കിൽ 20 ആണ് വേണ്ടെങ്കിൽ 20 ഓഫ്സെറ്റ് ചെയ്യുക. കണ്ട അപ്പോൾ ഈ 2 എഡ്ജ് മാത്രം ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെയും നമുക്ക് ആവശ്യാനുസരണം ഓഫ്സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇനി ഈ ഒരു 3 ഫേസ് മാത്രമാണ് ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ ഓഫ്സെറ്റ് എടുക്കുക. അതിന് മുമ്പ് നമ്മൾ ആദ്യം ഏതൊക്കെ എഡ്ജാണ് വേണ്ടത് ആ എഡ്ജുകൾ മൊത്തം ക്ലിക്ക് ചെയ്യുക. കണ്ട ആ എഡ്ജ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ കീ യൂസ് ചെയ്തിട്ട് ആ 3 എഡ്ജ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഓഫ്സെറ്റ് ടൂൾ എടുക്കുക. ഉള്ളിലേക്ക് ഇപ്പോൾ 10 ആണ് വേണ്ടെങ്കിൽ 10 എടുത്തു. നമുക്കിനി ഈ ഫേസ് വേണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ പുഷ് പുൾ ടൂൾ എടുക്കുക. പുറത്തേക്ക് ഇപ്പോൾ എത്ര വേണ്ടത് 10 വേണമെങ്കിൽ 10 കൊടുക്കുക. എന്നിട്ട് ഈ ലൈൻ വേണ്ടെങ്കിൽ ഈ ലൈൻ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇഷ്ടാനുസരണം എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടൂളാണ് ഫോളോ മീ ടൂൾ. അതിൻ്റെ ഐക്കൺ ഇതാണ്, ഫോളോ മീ. നമുക്ക് 2 തരത്തിൽ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ആദ്യം ഫോളോ മീ എടുക്കുക. അതിനുശേഷം ഏത് സർഫസ് ആണോ ഒരു പാത്തിലൂടെ പോകേണ്ടത് ആ സർഫസ് ക്ലിക്ക് ചെയ്യുക. കണ്ട അപ്പോൾ അവിടേക്ക് എത്തി. ആ എൻഡ് പോയിന്റിലേക്ക് എത്തി കഴിഞ്ഞാൽ അടുത്ത എൻഡ് പോയിന്റിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒരു റെഡ് ലൈൻ പോണ ഡയറക്ഷൻ കാണാം. അടുത്ത എൻഡ് പോയിന്റ്, ഒന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് ഫോളോ മീ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഏത് പാത്തിലൂടെയാണ് പോകേണ്ടത്, അതായത് ഇതാണ് പാത്ത്, ഇത് ഫേസ്, അത്തരത്തിൽ ഇവിടെ നമ്മുടെ പാത്ത് ഇതാണ്. അപ്പോൾ ആദ്യക്ക് ഏത് പാത്തിലൂടെയാണോ പോകേണ്ടത് ആ പാത്ത് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോളോ മീ ടൂൾ യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പോകേണ്ട ഫേസിൽ ക്ലിക്ക് ചെയ്താൽ ഒറ്റയടിക്ക് നമുക്ക് ഫോളോ മീ ടൂൾ വർക്ക് ചെയ്യും. ഇവിടെ നമുക്ക് പാത്തും സർഫസും ടച്ചാണ്, അതായത് പാത്തിൻ്റെ തെറ്റത്താണ് സർഫസ് ടച്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ എപ്പോഴും ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. പാത്തും ഫേസും ടച്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഇവിടെ വേണമെങ്കിൽ നോക്കാം. കണ്ട ഇവിടെ ഞാൻ പാത്ത് മൊത്തം സെലക്ട് ചെയ്തു. അതിനുശേഷം ഫോളോ മീ ടൂൾ യൂസ് ചെയ്തു. ഏത് ഫേസാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്തു. കണ്ട ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാത്തും ഫേസും ടച്ച് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി നമുക്കൊരു പൈപ്പിൻ്റെ സെക്ഷൻ വരയ്ക്കണമെങ്കിൽ, ഒരു സർക്കുലർ പൈപ്പാണെങ്കിൽ നമുക്ക് പാത്ത് ആദ്യം സെലക്ട് ചെയ്യുക. ഏത് സർഫസ് ആണോ ഫേസ് ആണോ ഫോളോ മീ ചെയ്ത് പോകേണ്ടത് അത് നമ്മൾ ഫോളോ മീ ടൂൾ എടുത്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. കണ്ട അപ്പോൾ ആ പാത്തിലൂടെ പോയിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ആ ആക്സിസും കാണിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് റെക്റ്റാങ്കുലർ പൈപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആദ്യക്ക് പാത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോളോ മീ ടൂൾ യൂസ് ചെയ്തു, ഫേസിൽ ക്ലിക്ക് ചെയ്തു. കണ്ട പണ്ടത്തെ ഒരു 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ എന്തൊരു എക്സ്പെരിമെൻ്റ് ഇല്ലേ, ഇതുവഴി നോക്കിയതിന് ശേഷം ഇതുവഴി കാണുക, അങ്ങനത്തെ ഒരു ഇതായിട്ടുള്ളത് അതേപോലത്തെ സാധനമാണ് ഇത്. അപ്പോൾ നമുക്ക് അങ്ങനെയും ഫോളോ മീ ടൂൾ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. പെരിമീറ്റർ കൂടെ മൊത്തത്തിൽ ഫോളോ മീ ടൂൾ യൂസ് പോകണമെങ്കിൽ നമുക്ക് ഫോളോ മീ ടൂൾ നേരെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇതാണ് ഈ ഒരു റെക്റ്റാങ്കിളുടെ 4 പെരിമീറ്റർ കൂടെ പോകണമെങ്കിൽ കുറച്ച് കണ്ട് മൂവ് ചെയ്തതിനു ശേഷം ഓൾട്ട് കീ നിൽക്കുക. ഓൾട്ട് കീ കൺട്രോൾ ആയിട്ട് നിൽക്കിയതിനു ശേഷം കണ്ട അപ്പോൾ മൊത്തത്തിൽ ഒറ്റയടിക്ക് വരും. ഓൾട്ട് കീ പ്രസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് പാത്ത് എപ്പോഴും ലൈൻ ആവണമെന്നില്ല. കണ്ട ഇവിടെ 2 സർഫസ് ആണ്, ഇതും സർഫസ്. നമുക്ക് ഇതാണ് അപ്പോൾ പാത്ത്, ഈ 4 എഡ്ജ് കൂടെ പോകേണ്ടത്, അതാണ് പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ 4 പാത്ത് 4 ഈ എഡ്ജ് വെച്ചിട്ട് കൺട്രോൾ കീ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. 1 2 3 4. അതിനുശേഷം ഫോളോ മീ ടൂൾ യൂസ് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് ഈ ഫേസ് ആണ് സെലക്ട് ചെയ്യുക. ഈ ഫേസ് സെലക്ട് ചെയ്താൽ 4 എഡ്ജ് സെലക്ട് ചെയ്തതിന് തുല്യം. നേരെ ഫോളോ മീ ടൂൾ യൂസ് ചെയ്യുക, പോവേണ്ട ഇത് ക്ലിക്ക് ചെയ്യുക, ഫേസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒറ്റയടിക്ക് നമുക്കത് കിട്ടും. ഇനി നമുക്ക് 2 ഫേസും മാറി മാറി ചെയ്താലുണ്ടാവുന്ന വ്യത്യാസം നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് പാത്ത് നമ്മൾ ആദ്യം എടുക്കുന്നത്, അതായത് ഇതാണ് സർഫസ്. അപ്പോൾ നമുക്ക് ആദ്യം പാത്ത് സെലക്ട് ചെയ്തു, അതായത് ഈ 4 അടിച്ച്. അതിനുശേഷം ഫോളോ മീ ടൂൾ യൂസ് ചെയ്തു. എന്നിട്ട് ഇതാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷേപ്പ് കിട്ടി. പക്ഷെ നേരെ റിവേഴ്സാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, അതായത് ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത പാത്ത് ഈ പാത്തിന് പകരം ഈ പാത്താണ് സെലക്ട് ചെയ്ത്. അപ്പോൾ ഇതിന് ചുറ്റും ഇതാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അപ്പോൾ നമുക്ക് ഫോളോ മീ ടൂൾ യൂസ് ചെയ്തിട്ട് ഇത് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് വ്യത്യാസം വരും. ഇനി നമുക്ക് സ്പിയറാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക.
എന്നിട്ട് ആ സർക്കിൾ നമ്മൾ റൊട്ടേഷൻ ടൂൾ ചെയ്തിട്ട് ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തിട്ട് 2 സർക്കിൾ 90 ഡിഗ്രി വരുന്ന നേരത്തിൽ കണ്ട കൃത്യം പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു സർക്കിൾ സെലക്ട് ചെയ്യുക, ഫോളോ മീ ടൂൾ യൂസ് ചെയ്യുക, അടുത്ത സർക്കിൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്പിയർ കിട്ടും. ഇനി നമുക്ക് പടികൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഒറ്റയടിക്ക് ചവിട്ടുപടി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യക്ക് ഏത് വഴിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതായത് ഇത് പാത്ത് ഒന്നെങ്കിൽ നമുക്ക് 4 അടിച്ച് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഫേസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോളോ മീ ടൂൾ എടുക്കുക, പാത്ത് കൊണ്ട് സെലക്ട് ചെയ്തു. കണ്ട അപ്പോൾ എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ക്രിയേറ്റ് ആയി. അപ്പോൾ ആദ്യക്ക് നമ്മൾ പാത്തും ഫേസും വരച്ചു കൊടുക്കുക. അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. അവിടെ 2 വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യക്ക് ഇത് സെലക്ട് ചെയ്തു, ഫോളോ മീ ടൂൾ എടുത്തു, സെലക്ട് ചെയ്തത് ഒരു പമ്പരം പോലത്തെ ഷേപ്പ് കിട്ടി. ഇനി ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി നോക്കാം. അതായത് ഈ ഫേസ് സെലക്ട് ചെയ്തു, അതായത് പാത്ത് ഈ സർക്കിളാണ് പാത്ത്. എന്നിട്ട് ഫോളോ മീ ടൂൾ എടുത്തു, ഇതാണ് പോകേണ്ട ഒബ്ജക്റ്റ്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. കണ്ട ഒരു ബൾബ് പോലത്തെ ഒരു ഷേപ്പ് കിട്ടി. ഇനി നമുക്ക് ഡിഫറെൻറ്റ് നല്ല ഷേപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ഫോളോ മീ ടൂൾ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ പാരപ്പറ്റും അങ്ങനെ ഓരോ ഡിസൈൻ ഷേപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഫോളോ മീ ടൂൾ നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഫേസ് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ 4 അടിച്ച് സെപ്പറേറ്റ് സെലക്ട് ചെയ്യുക. ഫേസ് സെലക്ട് ചെയ്തു ഞാനിവിടെ. അതിനുശേഷം ഫോളോ മീ ടൂൾ എടുത്തു. ഈ ഷേപ്പാണ് ആ 4 അടിച്ച് കൂടെ പാത്തായിട്ട് പോകേണ്ടത്. അപ്പോൾ ഒറ്റയടിക്ക് പാത്തായിട്ട് കിട്ടി. കണ്ടോ? ഇനി നമുക്ക് അതേപോലെ കട്ട് ചെയ്ത് പോകാനും പറ്റും. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. നമുക്ക് ഇപ്പോൾ ഈ ഷേപ്പ് കട്ട് ചെയ്ത് പോകണമെങ്കിൽ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫേസ് കൂടെ സെലക്ട് ചെയ്തു, ഒന്നെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്താലും മതി. അതായത് ഈ ഫേസ് സെലക്ട് ചെയ്തു, അതിനുശേഷം ഫോളോ മീ ടൂൾ കൊടുത്തു. അതിനുശേഷം ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് പോകണം. കണ്ടോ? അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോയി ഈ ഷേപ്പ്. അപ്പോൾ നമുക്ക് ഫോളോ മീ ടൂൾ വളരെ ഡിഫറെൻറ്റ് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പല രീതിയിൽ യൂസ് ചെയ്ത് പഠിച്ചാൽ നല്ല രീതിയിൽ മനസ്സിലാവും. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാമെന്നുള്ളതാണ്. ഗ്രൂപ്പിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഗ്രൂപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യാണ്ട് ഇതിനെ ഞാൻ മൂവ് ചെയ്തു. മൂവ് ചെയ്തിട്ട് ഈ പോയിന്റിലേക്ക് വെച്ചു. ശേഷം ഇനി ഞാൻ മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. ഇനി മൂവ് ചെയ്യുമ്പോൾ കണ്ട ആ ബോക്സ് ഈ ബോക്സും സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. രണ്ടും കൂടിയിട്ട് ഒന്നായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ഗ്രൂപ്പ് ചെയ്യാണ്ട് മൂവ് ചെയ്താലുള്ള വ്യത്യാസം. ഇത് ഗ്രൂപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യാത്തത് ഇപ്പോൾ ഞാൻ മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ചു, ഈ കോർണറിലേക്ക് വെച്ചു. ഞാൻ ഈ ബോക്സും സെപ്പറേറ്റ് ടാഗിലാണ് വരച്ചിട്ടുള്ളത്. ടാഗ് എന്ന് പറഞ്ഞാൽ ഓട്ടോക്കാർഡിൽ ലെയർ പോലെ. അപ്പോൾ ഇത് ഹൈഡ് ചെയ്ത് വിചാരിക്കുക. നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ബോക്സ് ഞാൻ ഹൈഡ് ചെയ്ത് വിചാരിക്കുക. കണ്ട ആ ബോക്സ് ഹൈഡ് ചെയ്തപ്പോൾ അവിടെ ഒരു ഹോളാണ് ക്രിയേറ്റ് ആവുന്നത്. അതെന്താണെന്ന് കാരണം വെച്ചാൽ ഈ ബോക്സിനും കൂടിയിട്ട് ഒരു കോമൺ ഫേസ് ഉണ്ട് ഇവിടെ. ഈ ഒരു ചെറിയൊരു ഫേസ്, അതാണ് നമുക്ക് അവിടെ ഒരു റെക്ടാങ്കിളായിട്ട് കണ്ടത്. അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഇതിൽ നിന്ന് കളയുമ്പോൾ ആ ബോക്സിൻ്റെ ഒരു ചെറിയ ഫേസ്, അതായത് ഇത് തമ്മിൽ കോമൺ ആയിട്ടുള്ള ഫേസും കൂടി പോവുകയാണ്. അപ്പോൾ ഇവിടെ ഹോൾ ക്രിയേറ്റ് ആവുകയാണ്. അതാണ് ഗ്രൂപ്പ് ചെയ്യാണ്ട് ചെയ്താലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഗ്രൂപ്പ് ചെയ്താൽ എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഞാനിവിടെ 2 ബോക്സ് വരച്ചിട്ടുണ്ട്. ആദ്യം ഈ ബോക്സ് ഞാൻ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മൊത്തത്തിൽ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് മേക്ക് ഗ്രൂപ്പ്. അതേപോലെ ഈ ബോക്സും ഗ്രൂപ്പ് ചെയ്യാൻ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്ക് മേക്ക് ഗ്രൂപ്പ്. ഗ്രൂപ്പ് ചെയ്താൽ നമുക്ക് ഒറ്റ സെലക്ഷനിലായി കംപ്ലീറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഗ്രൂപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഒറ്റ സെലക്ഷനിലായി കംപ്ലീറ്റ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഞാനിത് മൂവ് ചെയ്യാൻ പോവുകയാണ്. മൂവ് ടൂൾ എടുത്തു, മൂവ് ചെയ്തിട്ട് ഈ കോർണർ പോയിന്റിലേക്ക് കൊടുത്തു. ഇനി ഞാൻ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ട ആ ബോക്സുകൾ സെപ്പറേറ്റ് മൂവ് ചെയ്യാൻ പറ്റും. അതായത് ഇവ തമ്മിൽ ബന്ധമില്ല, രണ്ടും ഡിറ്റാച്ച്ഡ് ആണ്. ഇനി അഥവാ ഞാൻ ഈ ബോക്സ് ഹൈഡ് ചെയ്താലും അവിടെ ഹോളൊന്നും ക്രിയേറ്റ് ആവില്ല. അതാണ് ഗ്രൂപ്പ് ചെയ്താലുള്ള ഗുണം. ഇനി ഗ്രൂപ്പ് ചെയ്ത ഒബ്ജക്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഗ്രൂപ്പ്. അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം പുഷ് പുള്ളോ എങ്ങനെ വെച്ച് എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നേരെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഗ്രൂപ്പ് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഗ്രൂപ്പിനുള്ളിൽ തന്നെ വേറെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലൊരു റെക്ടാങ്കിൾ വരച്ചു. ആ റെക്ടാങ്കിളിനെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം മേക്ക് ഗ്രൂപ്പ് കൊടുത്തു. എന്നിട്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പ് സെപ്പറേറ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. കണ്ട പുഷ് പുള്ള് എടുത്തു. ഞാൻ എസ്കേപ്പ് ചെയ്യാൻ പുറത്ത് ക്ലിക്ക് ചെയ്തു 2 തവണ. അതായത് ആദ്യമൊക്കെ ഒരു തവണ നോക്കിയപ്പോൾ ഫസ്റ്റത്തെ ഗ്രൂപ്പിന് പുറത്തേക്ക് പോയി, പിന്നെ ഒരു തവണ നോക്കിയപ്പോൾ ഒന്നുകൂടിയും പോയി. അപ്പോൾ കണ്ട ഇതൊരു ഗ്രൂപ്പ്,
മൊത്തത്തിലൊരു ഗ്രൂപ്പ്, അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതൊരു ഗ്രൂപ്പ്. ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഗ്രൂപ്പ് എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഒരു ഗ്രൂപ്പിനുള്ളിൽ വേറെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയിട്ട് മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രൂപ്പ് ഓപ്പൺ ആക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഗ്രൂപ്പ് നിൽക്കുക. ഇനി ഗ്രൂപ്പ് ചെയ്തത് നമുക്ക് കളയണമെങ്കിൽ ആ ഗ്രൂപ്പ് നിൽക്കുക, റൈറ്റ് ക്ലിക്ക് എക്സ്പ്ലോർഡ് നിൽക്കുക. അപ്പോൾ അത് ഗ്രൂപ്പിൽ നിന്ന് പോയി, കണ്ട ഓരോന്നും സെപ്പറേറ്റ് സെലക്ട് ചെയ്യും. പക്ഷേ ഈ ഗ്രൂപ്പ് പോയിട്ടില്ല. അപ്പോൾ ഈ ഗ്രൂപ്പും കൂടി കളയണമെങ്കിൽ ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് നിൽക്കുക, എക്സ്പ്ലോർഡ് നിൽക്കുക. എങ്കിൽ മാത്രമേ മൊത്തത്തിലായി പോവുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് കളയണമെങ്കിൽ എക്സ്പ്ലോർഡ്, ഇനി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മേക്ക് ഗ്രൂപ്പ്. അങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുക. ഇനി നമുക്ക് കമ്പോണൻ്റ് എന്താണെന്ന് നോക്കി നോക്കാം. കമ്പോണൻ്റ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് പോലെ തന്നെ ആദ്യം കമ്പോണൻ്റ് ചെയ്യേണ്ടത് മൊത്തം ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം റൈറ്റ് ക്ലിക്ക് മേക്ക് കമ്പോണൻ്റ്. അപ്പോൾ ഒരു ബോക്സ് വരും. ആ കമ്പോണൻ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വല്ല പേരോ ഡിസ്ക്രിപ്ഷനോ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇപ്പോൾ കമ്പോണൻ്റ് 1, അതിനുശേഷം ക്രിയേറ്റ് നിൽക്കുക. അപ്പോൾ കമ്പോണൻ്റ് ക്രിയേറ്റ് ആയി ഉണ്ടാവും. ഞാൻ കമ്പോണൻ്റ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ കമ്പോണൻ്റ് എഡിറ്റ് ചെയ്യാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ കമ്പോണൻ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം റൈറ്റ് ക്ലിക്ക് നിൽക്കുക, അതിനുശേഷം എഡിറ്റ് കമ്പോണൻ്റ്, ശേഷം ഗ്രൂപ്പിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഗ്രൂപ്പും കമ്പോണൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കി നോക്കാം. ഞാനിവിടെ 2 ബോക്സ് വരച്ചിട്ടുണ്ട്. ആദ്യത്തെ ബോക്സ് ഞാൻ സെലക്ട് ചെയ്ത് അതിനെ ഗ്രൂപ്പാക്കി മേക്ക് ഗ്രൂപ്പ് കൊടുത്തു. രണ്ടാമത്തെ ബോക്സ് കംപ്ലീറ്റ് സെലക്ട് ചെയ്ത് അതിനെ മേക്ക് കമ്പോണൻ്റ് ആക്കി, കമ്പോണൻ്റ് 2 ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ആദ്യത്തെ ബോക്സ്, അതായത് ഗ്രൂപ്പ് ചെയ്ത ബോക്സിൻ്റെ ഒരു കോപ്പി എടുത്തു. കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് മൂവ് ടൂൾ യൂസ് ചെയ്തു. അതിനുശേഷം മൂവ് ചെയ്യുമ്പോൾ ഒരു കൺട്രോൾ കീ നെക്കി ഒരു കോപ്പി കൊടുത്തു. അതിനുശേഷം ഞാൻ നമ്പർ അടിച്ചിട്ട് ഒരു 5 അടിച്ചു. 5 കോപ്പി വന്നു. അതിനുശേഷം ഞാൻ ഈ കോപ്പി ചെയ്തതിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് അതിനെ പുഷ് ടൂൾ എടുത്തിട്ട് കുറച്ച് ഹൈറ്റ് കൊടുത്തു. അപ്പോൾ ഒരെണ്ണത്തിന് വ്യത്യാസം വരുത്തി. ആ വ്യത്യാസം ഇതിൽ വരുന്നില്ല. പക്ഷെ നമ്മൾ കമ്പോണൻറ്റിലാണെങ്കിൽ കമ്പോണൻറ്റിൻ്റെ മൂവ് ടൂൾ കൊടുത്തു, എന്നിട്ട് കോപ്പി ക്രിയേറ്റ് ചെയ്തു. അതായത് കൺട്രോൾ കീ നെക്കി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു, സ്റ്റാർ 5 എൻ്റർ. അപ്പോൾ നമുക്ക് 5 ക്രിയേറ്റ് ആയത്. ക്രിയേറ്റ് ആയ ആ കോപ്പികളുടെ ഒരെണ്ണം ക്ലിക്ക് ചെയ്തു, അതായത് ഒരെണ്ണം ഓപ്പൺ ആക്കി, ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് നിൽക്കി എഡിറ്റ് കമ്പോണൻ്റ് കൊടുക്കുക. ആദ്യത്തെ ഒരെണ്ണം പുഷ് ടൂൾ യൂസ് ചെയ്ത് കണ്ട ഒരെണ്ണത്തിൽ വരുന്ന വ്യത്യാസം വരുത്തിയ എല്ലാത്തിനും വ്യത്യാസം വരും. അതാണ് കമ്പോണൻ്റ് ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ കോപ്പിയിൽ ഒരെണ്ണത്തിന് വ്യത്യാസം വരുത്തിയ എല്ലാത്തിനും നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും. അതാണ് കമ്പോണൻ്റ് ചെയ്താലുള്ള ഗുണം. പക്ഷെ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പിയിൽ ഒരെണ്ണത്തിൽ വ്യത്യാസം വരുത്തിയ എല്ലാത്തിനും വ്യത്യാസം വരില്ല. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ കമ്പോണൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൂവ് ടൂൾ യൂസ് ചെയ്യുമ്പോൾ കണ്ട ഒരു 4 പ്ലസ് ഐക്കൺ വരുന്നത് കാണാം. ഗ്രൂപ്പും കമ്പോണൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 പ്ലസ് ഐക്കൺ വരുന്നതാണ്. ഒന്നെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് മൂവ് ചെയ്യാം ഏതെങ്കിലും കോർണർ പോയിന്റ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഫേസ് 4 പ്ലസ് സൈൻ ഇല്ലേ അതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ കണ്ട റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഇപ്പോൾ ഇവിടുത്തെ ബ്ലൂ ആക്സിസ് ആണ്. അപ്പോൾ ബ്ലൂ ആക്സിസിലാണ് റൊട്ടേറ്റ് ആവുക. ഇനി ഇവിടുത്തെ നിൽക്കുമ്പോൾ നമുക്ക് കണ്ട ആക്സിസ് മാറി, കണ്ട ഇവിടുത്തെ നിൽക്കുമ്പോൾ ഗ്രീൻ ആക്സിസ് ആണ്. അപ്പോൾ ഗ്രീൻ ആക്സിസിൽ റൊട്ടേറ്റ് ആവും. ഇപ്പോൾ 90 ഡിഗ്രി 45 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ആവണമെങ്കിൽ 45 എൻ്റർ കണ്ട 45 റൊട്ടേറ്റ് ആയി. ഇനി വേറെ ആക്സിസ് ഈ ഫേസിൽ പ്ലസ് സെലക്ട് ചെയ്യുമ്പോൾ റെഡ് ആക്സിസ് കിട്ടും. അതിൽ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ 45 റൊട്ടേറ്റ് ചെയ്യും. അത് ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ കാണാം. അപ്പോൾ അതേപോലെ കമ്പോണൻറ്റിലും ഓപ്ഷൻ കാണാം. അതായത് മൂവ് ടൂൾ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് റൊട്ടേഷൻ കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഈ പ്ലസിൻ്റെ ഐക്കണിലേക്ക് കൊണ്ടുപോകുമ്പോൾ റൊട്ടേഷൻ്റെ സൈൻ കിട്ടും. ഇനി നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത കമ്പോണൻറ്റ് കാണണമെങ്കിൽ നമ്മുടെ ഡീഫോൾട്ട് ട്രൈ ഇല്ലേ, ആ ഡീഫോൾട്ട് ട്രൈ എടുക്കുക, വിൻഡോസ് ഡീഫോൾട്ട് ട്രൈ, അതിൽ കമ്പോണൻറ്റ് ഓഫ് ആണെങ്കിൽ ഓൺ കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ കിട്ടും. കണ്ട കമ്പോണൻറ്റ് 1 കണ്ട കമ്പോണൻറ്റ് 1 ഇത് ചൂസ് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കമ്പോണൻറ്റ് 2 കണ്ട നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പോണൻറ്റ് ഇത് നേരത്തെ ക്രിയേറ്റ് ചെയ്ത കമ്പോണൻറ്റും. ഇപ്പോൾ കമ്പോണൻറ്റ് നമുക്ക് ഓട്ടോക്കാരത്തെ പോലെ ഇൻസേർട്ട് ചെയ്യണ പോലെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് കമ്പോണൻറ്റ് ചെയ്താലുള്ള ഗുണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ്. മെറ്റീരിയൽസിൽ ഡീഫോൾട്ട് ട്രയലാണ് കാണുക. ഡീഫോൾട്ട് ട്രയൽ കാണുന്നില്ലെങ്കിൽ വിൻഡോസിൽ ഡീഫോൾട്ട് ട്രയൽ മെറ്റീരിയൽസ് ടിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് വന്നത് കാണാം. മെറ്റീരിയൽസ് വന്നതിൽ ഇവിടെ ഒരു ഹോം ചിഹ്നം കാണാം. ഈ ഹോം ചിഹ്നം അതിലുള്ളത്
ഓൾറെഡി ഈ സ്ക്രീനിൽ ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിരുന്നു. അത് ഇവിടെ ഈ ലേഡിയെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കളേഴ്സ് ഇല്ലേ, അതാണ് അവർ ഉദ്ദേശിച്ചത്. ആദ്യത്തെ മെറ്റീരിയൽസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എക്സ്ട്രാ വല്ല മെറ്റീരിയൽസ് എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് വല്ല മെറ്റീരിയൽസ് എടുക്കുക, അതും നമ്മുടെ ഇവിടെ കാണിക്കും. കണ്ടോ, ഈ മെറ്റീരിയൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ടുണ്ടോ അതാണ് ഈ ഹോമിൽ കാണിക്കുക. ഇനി പുറകോട്ട് പോകണമെങ്കിൽ ഈ ബാക്ക് ആരോ നിൽക്കുക. മെറ്റീരിയൽ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ പെയിൻറ് ബക്കറ്റ്. ഒന്നെങ്കിൽ പെയിൻറ് ബക്കറ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നേരെ ഇവിടെ പോയിട്ട് വല്ല മെറ്റീരിയൽ സെലക്ട് ചെയ്താൽ നേരെ പെയിൻറ് ബക്കറ്റ് ടൂളിലേക്ക് കൺവേർട്ട് ആവുന്നത് കാണാം. അതിനുശേഷം എവിടെയെല്ലാം ആണോ ആ മെറ്റീരിയൽ ആഡ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ആ ഫേസുകൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടേക്കൊക്കെ മെറ്റീരിയൽ ആഡ് ആവും. ഇത് ഗ്രൂപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഓരോ സർഫസും നമ്മൾ സെപ്പറേറ്റ് മെറ്റീരിയൽ ആഡ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ചെയ്താൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ കോണി മൊത്തം, ഈ സ്റ്റെയർ മൊത്തം ഗ്രൂപ്പ് ചെയ്തു. ഓൾറെഡി ഗ്രൂപ്പാണ്. അപ്പോൾ അതിന് ഞാൻ മെറ്റീരിയൽ കൊടുക്കുമ്പോൾ ഒറ്റ ക്ലിക്കിൽ കണ്ട അത് കംപ്ലീറ്റ് കണ്ട ഗ്രൂപ്പായി. നേരെ മെറ്റീരിയൽ കൊടുക്കുമ്പോൾ കണ്ട ഒറ്റയടിക്ക് കംപ്ലീറ്റ് കിട്ടി. ഇനി ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് മെറ്റീരിയൽ കൊടുക്കണമെങ്കിൽ ഗ്രൂപ്പ് ആദ്യം ഓപ്പൺ ചെയ്യുക. ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഗ്രൂപ്പ് നിൽക്കുക. അതിനുശേഷം സെപ്പറേറ്റ് നമുക്ക് കളർ കൊടുക്കണമെങ്കിൽ ആ ഫേസുകളിൽ മെറ്റീരിയൽ ആഡ് ചെയ്യുക. നമുക്ക് ഒരേ സമയം തന്നെ 3-4 ഫേസിൽ മെറ്റീരിയൽ ആഡ് ചെയ്യണമെങ്കിൽ കൺട്രോൾ യൂസ് ചെയ്ത് ആദ്യം ഫേസ് സെലക്ട് ചെയ്യുക. എവിടേക്കാണ് വേണ്ടത്, 1, 2, 3, 4, 5 അവിടെ ഏത് മെറ്റീരിയൽ ആണോ വേണ്ടത് ആ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ ഒറ്റയടിക്ക് അവിടേക്ക് ആ മെറ്റീരിയൽ വന്നത് കാണാം. ഈ പെയിൻറ് ബക്കറ്റിൻ്റെ ഷോർട്ട് കീ ബി ആണ് പെയിൻറ് ബക്കറ്റിൻ്റെ ഷോർട്ട് കീ. ഇനി നമുക്ക് ഒരേ മെറ്റീരിയൽ കൊടുത്ത പ്ലേസ്, അതായത് ഇപ്പോൾ ഈ കളർ കൊടുത്ത മെറ്റീരിയൽസ് എവിടെയൊക്കെ ഉണ്ടോ, ഇവിടെ ഈ 3 സ്ഥലത്തുണ്ട്, ഇവിടെ ഈ 3 സ്ഥലത്തുണ്ട്. അപ്പോൾ അത് ഒറ്റയടിക്ക് നമുക്ക് വേറൊരു മെറ്റീരിയൽ ആക്കി ചേഞ്ച് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ ഈ മെറ്റീരിയലാണ് ഇവിടെ ഉള്ളിടത്തൊക്കെ കൊടുക്കണമെങ്കിൽ ഷിഫ്റ്റ് നിൽക്കിയിട്ട് ഇവിടെ കൊടുത്താൽ ആ മെറ്റീരിയൽ ആയിട്ടും. ഇനി ആ മെറ്റീരിയൽ ആഡ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഫേസിൽ കൊടുക്കുമ്പോൾ കൺട്രോളോ അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ ആ ഫേസുമായി അറ്റാച്ച് ചെയ്ത എല്ലാ ഫേസുകൾക്കും ആ മെറ്റീരിയൽ വരുന്നത് കാണാം. ഇനി നമുക്ക് മെറ്റീരിയൽ പിക്ക് ചെയ്യാൻ, മെറ്റീരിയൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത നമ്മുടെ മെറ്റീരിയൽ ഇതാണ്. ഇനി ആ മെറ്റീരിയൽ മാറ്റിയിട്ട് നമുക്ക് ഈ മെറ്റീരിയൽ കൊടുക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ ഈ മെറ്റീരിയൽ ഇവിടെ കൊടുക്കണമെങ്കിൽ നമുക്ക് കുറേ കളർ ഇവിടെ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ നമുക്കത് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഏത് മെറ്റീരിയലാണ് എടുക്കാൻ വേണ്ടിയിട്ട്. കുറേ മെറ്റീരിയൽ പിന്നെ സെർച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ സ്ക്രീനിലുള്ള ഒരു മെറ്റീരിയലിനെ എവിടേക്ക് കൊടുക്കണമെങ്കിൽ ആ സ്ക്രീനിലുള്ള മെറ്റീരിയലിൻ്റെ അവിടെ പോയിട്ട് ഓൾട്ട് കീ നിൽക്കിയിട്ട് പ്രസ് ചെയ്യും. ഓൾട്ട് കീ നിൽക്കുമ്പോൾ ഒരു മൗസിൻ്റെ പോയിന്റിൻ്റെ ചിഹ്നം മാറുന്നത് കാണാം. അപ്പോൾ അതിന് പ്രസ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇവിടുത്തെ ആ മെറ്റീരിയലായി. ഞാൻ മെറ്റീരിയൽ എവിടെയാണോ വേണ്ടത് അവിടെ പോയി ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഇനി ഈ മെറ്റീരിയൽ വേണ്ടത് വെച്ചാൽ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മെറ്റീരിയൽ അതായി. ഇനി അത് എവിടെയാണോ വേണ്ടത് അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ അത് കിട്ടും. ഇനി നമുക്ക് ഒരു പുതിയ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ തന്നെ ഒരു കളർ ഇത്തിരി വ്യത്യാസമുള്ള ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് മെറ്റീരിയൽ എടുക്കുക. അതായത് ഇവിടെ കാണുന്നത് ക്രിയേറ്റ് മെറ്റീരിയൽ എടുത്തിട്ട് ആ മെറ്റീരിയലിന് ആദ്യം നെയിം കൊടുക്കുക. ഒരു കളർ വ്യത്യാസം വരുത്തിയിട്ട് ഞാൻ ഓക്കെ കൊടുത്തു വിചാരിക്കുക. ഇപ്പോൾ കണ്ട ആ പുതിയ മെറ്റീരിയൽ ക്രിയേറ്റ് ആയി. ഞാൻ മെറ്റീരിയൽ നമുക്ക് വേണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. സേവ് ചെയ്യണമെങ്കിൽ സേവ് ആസ് കൊടുത്തിട്ട് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ സേവ് ചെയ്യുക. നമുക്ക് ഒരു മെറ്റീരിയൽ എങ്ങനെ എഡിറ്റ് ചെയ്യുന്ന നോക്കി നോക്കാം. നമുക്കിപ്പോൾ ഈ മെറ്റീരിയലാണ് എഡിറ്റ് ചെയ്യേണ്ടത് വിചാരിക്കുക, അതിൻ്റെ സ്പേസിങ്. അപ്പോൾ ആദ്യം എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം. കണ്ട കളർ ഏത് കളറാണോ വേണ്ടത് വെച്ചാൽ കളർ വീല് വെച്ചിട്ട് മാറ്റാം. പിന്നെ ഇപ്പോൾ തമ്മിലുള്ള സ്പേസ് ഇല്ലേ, ഓരോ വരകൾ തമ്മിലുള്ള അത് മാറ്റണമെങ്കിൽ കണ്ട അപ്പോൾ 25.4 അവിടെ ഞാൻ ഒരു 60 കൊടുത്ത് വിചാരിക്കുക. അപ്പോൾ കണ്ട അവിടെ സ്പേസിങ് മാറി. അപ്പോൾ അങ്ങനെ നമുക്ക് മാറ്റാം. ഇവിടെ ഇപ്പോൾ 17 ടൈപ്പ് ചെയ്തു. 17 ടൈപ്പ് ചെയ്തപ്പോൾ കണ്ട രണ്ടും ഒരേപോലെ മാറുന്നത്, അതായത് മേലത്തേനനുസരിച്ച് അടിയത്തെയും പ്രൊപ്പോർഷനായിട്ട് മാറുന്നത്. അത് ഇവിടെ ലോക്കായിട്ട് കിടക്കുന്നതുകൊണ്ടാണ്. ഞാൻ ലോക്ക് പൊട്ടിച്ചു. ഇനി ഞാൻ മേലത്തെ 100 കൊടുത്തു. 100 കണ്ട മേലത്തെ 100, അടിയത്തെ മാറുന്നില്ല. 150 ഒരു വാല്യൂ മാത്രമേ മാറുന്നുള്ളൂ. അത് ഇപ്പോൾ വേറെ ഒരെണ്ണം മനസ്സിലാവും. ഇവിടെ വേറൊരു മെറ്റീരിയൽ സെലക്ട് ചെയ്യാണ്. ഇൻ മോഡലിൽ കണ്ട ഇൻ മോഡലിൽ ഈ ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുക്കാം. അതിലിപ്പോൾ സ്റ്റോൺ എടുത്തു. സ്റ്റോൺ വേണ്ട, ബ്രിക്ക് എടുത്തു. അതിനുശേഷം ഈ ബ്രിക്ക് എടുത്തു, ഇവിടെ ആഡ് ചെയ്തു. കണ്ട ഇവ തമ്മിലുള്ളത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ എടുത്തു. ഈ 91.4 അത് മാറ്റുമ്പോൾ 150 കൊടുത്തു വിചാരിക്കുക. കണ്ട അവിടെ മാറി. ഇപ്പോൾ
മേലത്ത് മാറുമ്പോൾ അടിയത്തെ മാറുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലോക്കാണ്, അതായത് മേലത്ത് മാറുമ്പോൾ അടിയത്തും പ്രൊപ്പോർഷനായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ 150/75 ഞാൻ 200 കൊടുത്ത് വിചാരിക്കുക, 150 അല്ല 300 കൊടുത്ത് വിചാരിക്കുക, 300 കണ്ട 300 കൊടുത്തപ്പോൾ 150, അതായത് ഇവിടെ 2 ഇവിടെ 1 ആ ഒരു റേഷ്യോയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറേണ്ട ആവശ്യമില്ലെങ്കിൽ ആ ലോക്ക് പൊട്ടിക്കുക. ഇനി ഒരു സൈഡിൽ കൊടുക്കുന്ന വാല്യൂ അതേപോലെ മാറില്ല. ഇവിടെ 300 മാറ്റി 450 കൊടുത്താൽ കണ്ട അവിടെ മാത്രമേ മാറുള്ളൂ. അപ്പോൾ എപ്പോഴും ലോക്ക് ഇട്ട് ചെയ്യണം നല്ലത്, കാരണം 2 വാല്യൂം പ്രൊപ്പോർഷനായിട്ട് പോകുമ്പോഴാണ് മെറ്റീരിയലിന് ഒരു ഭംഗി ഉണ്ടാവുക. ഇനി നമുക്കിപ്പോൾ ചെയ്ത മെറ്റീരിയലിൻ്റെ കളർ മാറ്റണമെങ്കിൽ കണ്ട ഒബ്ജക്റ്റിലുള്ള ഒരു കളർ കൊടുക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ ഉള്ള കളർ കണ്ട അത് ഞാൻ ഒബ്ജക്റ്റിലുള്ള ഒരു കളർ കൊടുക്കണമെങ്കിൽ ഇതിപ്പോൾ കീയാതിക്ക് ഏത് കളറാണ് കൊടുക്കേണ്ടത്. ഞാൻ ഇപ്പോൾ ഇത് വിൽക്കുകയാണെങ്കിൽ കണ്ട ഒരു വൈറ്റ് കളറാണ് വരുന്നത്. ഇനി നമുക്ക് അത് റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് അടിച്ചാൽ മതി, അതായത് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ വരും. ഇനി വേറൊരെണ്ണം കൊടുക്കണമെങ്കിൽ ഇത് കൊടുത്തു, അതിനുശേഷം ഞാൻ ഇപ്പോൾ ഈ കളറാണ് കൊടുക്കണമായിരിക്കുക. കണ്ട ആ കളർ കൊടുത്തപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരു മിക്സഡായിട്ട് വരുന്നത്, ഒരു മിക്സ് എല്ലാം കൂടി കലർന്നിട്ട് വരുന്നത്. അപ്പം അങ്ങനെ അല്ലാണ്ട് ഒരു സെയിം രീതിയിൽ വരണമെങ്കിൽ ആദ്യം റീസെറ്റ് കൊടുക്കുക, റീസെറ്റ് കളർ കൊടുത്തു. ഇനി കളറൈസ് എന്ന ഓപ്ഷൻ കൊടുക്കുക. കളറൈസ് എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഏത് കളറാണ് വേണ്ടത് ഈ കളർ കൊടുത്തു. കണ്ട അപ്പം എല്ലായിടത്തും ഒരേ കളറാണ് വരുന്നത്, അതായത് നേരത്തെ എല്ലാം കൂടിയിട്ട് ഒരു മിക്സ്ഡ് ആയിട്ടാണ് വന്നത്. അപ്പം ഈ കളറൈസ് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം കൊടുത്തപ്പോൾ കണ്ട ഒരു ഒരേപോലെയാണ് എല്ലായിടത്തും വരുന്നത്. ഇനി റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ചെയ്യുക. ഇത് വീണ്ടും നമുക്ക് കളറൈസ് ആ ടിക്ക് ഓൺ ആണ്. ഇനി അത് കൊടുത്തതിന് ശേഷം ഞാൻ അപ്പോൾ ഈ കളർ ഈ കളർ കൊടുത്ത് വിചാരിക്കുക. കണ്ട ആ കളർ ഓട്ടോമാറ്റിക്കലി എല്ലാത്തിനും സെയിം ആയിട്ട് വരുന്നത്. ഇനി ആ ടിക്ക് ഓഫ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് വിചാരിക്കുക. കണ്ട അപ്പോൾ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് കൊടുക്കുക. ഇനി നമുക്ക് സ്ക്രീനിലുള്ള ഒരു കളറാണ് കൊടുക്കേണ്ടതെങ്കിൽ, അതായത് ഈ ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു കളറാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇവിടേക്ക് ഇപ്പോൾ കണ്ട സ്ക്രീനിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രീനിലുള്ള ഏത് കളറാണ് വേണ്ടത്, ഇപ്പോൾ റെഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ട ഇത് റെഡായി. ഇത് റീസെറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും റീസെറ്റ് ചെയ്യുക. ഇത് വീണ്ടും വേറെ കളർ കൊടുക്കണമെങ്കിൽ ഒരു നീലുണ്ട്, നീല കൊടുത്തു കണ്ട അപ്പോൾ നീലായി. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്ക്രീനിൽ നിന്ന് കളർ പിക്ക് ചെയ്യാം. ഇനി നമ്മൾ കൊടുത്ത മെറ്റീരിയൽസിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കണമെങ്കിൽ കണ്ട അവിടെ ഒപ്പാസിറ്റി കൊണ്ടൊരു ഇതുണ്ട്, അതിപ്പോൾ 100ലാണ് കിടക്കുന്നത്. അത് കുറയ്ക്കുമ്പോൾ കണ്ട ഒപ്പാസിറ്റി വാല്യൂ കുറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒപ്പാസിറ്റിയുടെ വാല്യൂ കൺട്രോൾ ചെയ്യാം. ഇനി നമുക്ക് വേറൊരു മെറ്റീരിയൽ കൊടുക്കണമെങ്കിൽ ഈ എഡിറ്റിൽ നിന്ന് വീണ്ടും സെലക്ട് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് പോവുക. ഏത് മെറ്റീരിയലാണ് കൊടുക്കേണ്ടത് അത് ഓപ്ഷൻസ് നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പം ഇനി ഗ്ലാസ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ ഗ്ലാസ് എടുത്തു, ഏതെങ്കിലും ടൈപ്പ് ഗ്ലാസ് കൊടുത്തു, വേണ്ട സ്ഥലത്ത് പ്ലേസ് ചെയ്ത് കണ്ട അപ്പോൾ അവിടെ ഗ്ലാസ് വന്നു. കണ്ട ആ 2 ഫേസിൽ ഗ്ലാസ് വന്നു, അതിൻ്റെ ഉള്ളിലത്തെ ഫേസുകൾ കാണാണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും മെറ്റീരിയൽ കൊടുക്കാം നമുക്ക്. ഇനി ഇവിടെ നമുക്ക് മെറ്റീരിയൽസ് കാണാവുന്നില്ലേ, അതിൻ്റെ വലിപ്പം കൺട്രോൾ ചെയ്യണമെങ്കിൽ കണ്ട ഇവിടെ സ്മോൾ തമ്പനയിലായിട്ട് കാണണമെങ്കിൽ വളരെ ചെറുതായിട്ട് കാണും. പിന്നെ മീഡിയം തമ്പനയിലാണെങ്കിൽ കുറച്ചുകൂടി വലുപ്പത്തിൽ. അങ്ങനെ നമുക്ക് ഇഷ്ടാനുസരണം ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി പുറകോട്ട് പോകണമെങ്കിൽ വീണ്ടും ഈ ആരോ ക്ലിക്ക് ചെയ്ത് പുറകോട്ട് പോവാം. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു ഇമേജ് മെറ്റീരിയലായിട്ട് കൊണ്ടുവരണമെങ്കിൽ കണ്ട ഇവിടെ ക്രിയേറ്റ് മെറ്റീരിയൽ ഇല്ലേ അത് ഓപ്പൺ ചെയ്യുക, യൂസ് ടെക്സ്ചർ ഇമേജ് നിൽക്കുക. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിലുള്ള ഏത് ഇമേജാണോ വേണ്ടത് അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പെയിൻറ്റ് ബക്കറ്റ് യൂസ് ചെയ്യുക, എവിടെ ഓക്ക് കൊടുക്കുക. അതിലേക്ക് മെറ്റീരിയലിൽ നെയിം കൊടുക്കുക, കളർ കൊടുക്കുക, പിന്നെ ബാക്കിയുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം എവിടെയാണോ ആ മെറ്റീരിയൽ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ട ഞാൻ അത് വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ നിൽക്കുക. എഡിറ്റ് ഓപ്ഷൻ നിൽക്കിയിട്ട് ഇപ്പോൾ 10 കിടക്കുന്നത്, 10 മാറ്റിയിട്ട് ഒരു 150 കൊടുത്തു വിചാരിക്കുക. കണ്ട ഇപ്പോൾ 150 കിടക്കുന്നത്. ഈ ഇതിൻ്റെ ഉള്ളിൽ ഈ ടെക്സ്ചർ എഡിറ്റ് ചെയ്യണമെങ്കിൽ കണ്ട ഇവിടെ ഈ ബ്രിക്കിൻ്റെ ഉള്ളിൽ തന്നെ പകുതിയായിട്ടൊക്കെ കിടക്കുന്നത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ടെക്സ്ചർ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ടെക്സ്ചർ, അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. പൊസിഷൻ, ആ പൊസിഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ട എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ട ഈ 4 ആരോ ബട്ടൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച്. അതിനുശേഷം സ്പേസ് ബാർ നിൽക്കുക. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ പറഞ്ഞ സ്കെയില് അതെ ടെക്സ്ചർ അതൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഏത് ഇമേജാണോ വേണ്ടത് ആ ഇമേജ് ഓപ്പൺ ചെയ്തു. ബാക്കിയുള്ളതൊക്കെ ഓക്കെ കൊടുത്ത് ആ ഇമേജ് എന്തൊക്കെ ഓപ്പൺ ആക്കി. ഇപ്പോൾ നമുക്ക് ഇമേജ് കാണാനില്ല, പക്ഷെ വളരെയധികം നന്നായി സൂം ചെയ്താൽ ഇമേജ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ തന്നെ എഡിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് ഒരു 20 വരെ ഒരു 300 കൊടുത്താൽ ഒരു അത്യാവശ്യം കിട്ടും. ഇനി ഒരു 500 കൊടുത്ത് വിചാരിക്കുക കണ്ടോ. പക്ഷെ ഇതിൽ കൃത്യമായിട്ട് ഈ റെക്റ്റാങ്കിളിനുള്ളിൽ ഈ ഇമേജ് വൃത്തിയിൽ വരുന്നില്ല. അപ്പം അത്തരത്തിലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇതിൻ്റെ ടെക്സ്ചർ മാത്രം ക്ലിക്ക് ചെയ്യുക. കണ്ട ടെക്സ്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡോട്ട് വരുന്നത് കാണാം. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടെക്സ്ചറിൽ പൊസിഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ 4 ഏരോ കീസ് കാണാം. അതിലെ ഗ്രീൻ ഏരോ കീ അത് നമുക്ക് കണ്ട മൂവ് ചെയ്യാൻ യൂസ് ചെയ്യാം. കണ്ട മൂവ് ചെയ്യാൻ യൂസ് ചെയ്യാം, അതേപോലെ റൊട്ടേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. കണ്ട ഇനി ഗ്രീൻ അല്ല റെഡ് ഏരോ കീ ഇതേപോലെ മൂവ് ചെയ്യാൻ യൂസ് ചെയ്യാം. ലെഫ്റ്റിക്ക് റൈറ്റിക്ക് മൂവ് ചെയ്യാം, ടോപ്പിക്ക് മൂവ് ചെയ്യാം, ബോട്ടത്തേക്ക് മൂവ് ചെയ്യാം. ഇനി ബ്ലൂ ഏരോ കണ്ട സ്ക്യൂ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണ്ട ഈ പോയിന്റിൽ നിന്ന് കണ്ട ശരിയാണ്. അതേപോലെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. കണ്ട ഇമേജ് സ്കെയിൽ ആവണം. കണ്ട അതേപോലെ തന്നെ യെല്ലോ ഏരോ കീയും സ്ക്യൂ ചെയ്യാൻ പറ്റും. കണ്ട ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് സ്ക്യൂ ചെയ്യാൻ പറ്റും. അതേപോലെ സ്കെയിൽ ചെയ്യാനും പറ്റും. കണ്ട സ്കെയിൽ ആവും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യെല്ലോ ഏരോ കീ സ്കെയിൽ ചെയ്യാൻ പറ്റും, സ്ക്യൂ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഈ 4 ഏരോ കീ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് റെഡ് ഏരോ കീ നോക്കി മൂവ് ചെയ്ത് ഈ ടോപ്പ് പോയിന്റിലേക്ക് എത്തി. റെഡ് അല്ല ഗ്രീനാണ് യൂസ് ചെയ്ത്. ഇനി റെഡ് ഏരോ കീ നോക്കിയിട്ട് മൂവ് ചെയ്തിട്ട് ഈ പോയിന്റിലേക്ക് എത്തിച്ച്, ഇനി ഇത് ഈ പോയിന്റിലേക്ക് എത്തിച്ച്, ഇനി ഇത് ഈ പോയിന്റിലേക്ക് എത്തിച്ച്. കണ്ട ഇനി എസ്കേപ്പ് അടിച്ചു. കണ്ട ആ ഇമേജ് കൃത്യം ഈ പ്ലെയിനിൽ വന്നു. അപ്പോൾ ഇങ്ങനെ ടെക്സ്ചർ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ പൊസിഷൻ യൂസ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ചില സമയങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലത്തെ ടൂൾസ്, അതേപോലെ ടോപ്പിലെ ടൂൾസ്, അതേപോലെ റൈറ്റ് സൈഡിലെ ഡീഫോൾട്ട് മിസ്സായ ടൂൾസ് എടുക്കാൻ വേണ്ടിയിട്ട് വ്യൂ എടുക്കുക, ടൂൾ ബാർ എടുക്കുക. അതിലേതാണ് നമുക്ക് വേണ്ടത് മിസ്സായത് അത് നമ്മൾ ടിക്ക് കൊടുത്ത് അത് കിട്ടും. മിനിമം മെഷർമെൻറ്റ്സ് കൊടുക്കുക, ഓണാക്കി കൊടുക്കുക. ഓൾറെഡി മെഷർമെൻറ്റ്സ് എന്നുള്ള ഒരു ബോക്സ് ഇവിടെ ഉണ്ടാവും, മെഷർമെൻറ്റ് കാണിക്കുക. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ് എത്ര മെഷറിലാണ് വരയ്ക്കേണ്ടത് കാണിക്കാൻ റൈറ്റ് സൈഡിലുണ്ടാവും. നമ്മൾ മെഷർമെൻറ്റ് ടൂൾ എടുക്കുകയാണെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിൽ ഒരു ബോക്സ് കിട്ടും. അപ്പോൾ വ്യൂവിൽ ടൂൾ ബാർസിൽ എടുക്കുക, ആവശ്യമുള്ളത് ഏതൊക്കെയാണ്. ലാർജ് ടൂൾ സെറ്റ് വേണ്ട, ഒരു ഇതെല്ലാ ടൂൾ സെറ്റിൽ കിട്ടി. പിന്നെ മെഷർമെൻറ്റ്സ്, പിന്നെ സ്റ്റൈൽസ് സെക്ഷൻ, സ്റ്റൈൽസ്, ടാഗ്സ്, വ്യൂസ്. മിനിമം നമുക്ക് വരച്ച് തുടങ്ങാൻ എത്രയെങ്കിലും ഓണാക്കി കൊടുക്കുക, ക്ലോസ് കൊടുക്കുക. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി എക്സ്ട്രാ വല്ല ടൂൾസ് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഏതൊക്കെയാണോ വേണ്ടത് അത് ഓണാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഡീഫോൾട്ട് ട്രേ, റൈറ്റ് സൈഡത്തെ ഡീഫോൾട്ട് ട്രേ മിസ്സായ അത് ഓണാക്കാൻ വിൻഡോ എടുക്കുക, ഡീഫോൾട്ട് ട്രേ എടുക്കുക. അതിലേതൊക്കെയാണോ നമുക്ക് വേണ്ടത്. ഇതൊക്കെ ടിക്കാണ്, പക്ഷെ കാണിക്കാത്തത് ഇവിടെ ഷോർട്ട് ട്രേ കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഷോർട്ട് ട്രേ കൊടുത്താൽ നമ്മൾ ടിക്ക് കൊടുത്തതൊക്കെ കാണിക്കും. ഇനി ഇതിൽ ടിക്ക് ഇല്ലാത്തത് കാണിക്കണമെങ്കിൽ ഡീഫോൾട്ട് ട്രേ എടുക്കുക. എന്നിട്ട് ഏത് ട്രേ ആണോ ഇനി വേണ്ടത്, ഫോഗിൻ്റെ ട്രേ വേണമെങ്കിൽ അത് ടിക്ക് കൊടുത്താൽ ഫോഗും കൂടി വന്നിട്ടുണ്ടാവും. കണ്ടാ ഫോഗ് വന്നു. ഇനി നമുക്ക് എന്തെങ്കിലും പുതിയൊരു ട്രേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ ട്രേ കൊടുക്കുക, അതിന് നെയിം കൊടുക്കുക. നമുക്ക് ട്രേ 1 പറഞ്ഞിട്ട് നെയിം കൊടുക്കുകയാണെങ്കിൽ ആഡ് ചെയ്താൽ ട്രേ 1 പറഞ്ഞിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ടാവും. പക്ഷെ അതിൽ വേറെ ഒന്നും കാണാൻ, നമുക്ക് നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതിലൊന്നുമില്ല. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇനി അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കണ്ട വിൻഡോസ് ട്രേ 1 കണ്ട ഡിലീറ്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഡിലീറ്റ് ട്രേ അടിച്ചാൽ അത് പോയിണ്ടാവും. അപ്പോൾ നമുക്ക് ട്രേ മിസ്സായി ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അതേപോലെ ടൂൾസും ഇതേപോലെ ഓപ്പൺ ചെയ്യാം. നമുക്ക് സ്കെച്ചപ്പിൽ എങ്ങനെയാണ് മിറർ ചെയ്യുന്നതെന്ന് നോക്കാം. സ്കെച്ചപ്പിൽ നമുക്ക് ഇതേപോലെ ഒരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം നമുക്ക് മിറർ ചെയ്യേണ്ടത് മൊത്തം സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വയ്ക്കുക. ഒന്നെങ്കിൽ Ctrl+C Ctrl+V അടിച്ച് കോപ്പി നിൽക്കുക, എവിടെയെങ്കിലും വെക്കുക. അതിനേക്കാൾ നല്ലത് ഇതേ ഡയറക്ഷനിൽ കിട്ടാൻ വേണ്ടിയിട്ട് മൊത്തം സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ടൂൾ യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു കോർണർ പോയിന്റ് പിക്ക് ചെയ്തു. അതിനുശേഷം മൂവ് ചെയ്യുന്നതിനൊപ്പം കൺട്രോൾ കീ പ്രസ് ചെയ്തു. അപ്പോൾ കോപ്പിയും കിട്ടി. റെഡ് ഡയറക്ഷനിൽ എക്സാക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക, ഒരു കോപ്പി അവിടെ വയ്ക്കുക. അതിനുശേഷം ആ സെലക്ഷൻ കളയാണ്ട് തന്നെ റൈറ്റ് ക്ലിക്ക് നിൽക്കുക. ഇനി അഥവാ സെലക്ഷൻ പോവുകയാണെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്താൽ മതി. വീണ്ടും സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് നിൽക്കുക. ഫ്ലിപ്പ് അലോങ്ങിൽ ഗ്രൂപ്പ് റെഡ്, അതായത് റെഡ് ഡയറക്ഷൻ അലോങ്ങിനെ അത് ഫ്ലിപ്പ് ചെയ്യും. കണ്ട ഇനി അതിനെ മൂവ് ടൂൾ വീണ്ടും യൂസ് ചെയ്യുക. എന്നിട്ട് മൂവ് ചെയ്തിട്ട് കൃത്യം എക്സാക്റ്റ് പൊസിഷൻ വയ്ക്കുക. ഇങ്ങനെയാണ് നമുക്ക് സ്കെച്ചപ്പിൽ മിറർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് മിറർ ടൂൾ ഓരോ ആക്സിസിന് അനുസരിച്ച് മിറർ യൂസ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കി നോക്കാം. അതിന് ആദ്യം ഞാൻ ഈ ഒബ്ജക്റ്റിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യണം. മൂവ് ടൂൾ യൂസ് ചെയ്തു, ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ഒരു കോപ്പിയും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തു.
അതിനുശേഷം ഫസ്റ്റത്തേന് ഞാൻ മിറർ ടൂൾ യൂസ് ചെയ്യുന്നത് റെഡ് ഡയറക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ആയി. രണ്ടാമത്തേന് ഞാൻ മിറർ ടൂൾ യൂസ് ചെയ്യുന്നത് ഫ്ലിപ്പ് അലോങ്ങിൽ ഗ്രീൻ ഡയറക്ഷനാണ്. ഇനി നമുക്ക് റെഡ് ഡയറക്ഷനിൽ ഫ്ലിപ്പ് ചെയ്തതിൻ്റെ, അതായത് മിറർ ചെയ്തതിൻ്റെ നമുക്ക് നോക്കി നോക്കാം. ഫ്രണ്ട് വ്യൂ അല്ല, സൈഡ് വ്യൂ ആണ് വേണ്ടത്. കണ്ട, സൈഡ് വ്യൂ ഓണാക്കി വെക്കുക. ഇപ്പോൾ റെഡ് ഡയറക്ഷനിൽ ഫ്ലിപ്പ് ചെയ്തതിൻ്റെ കണ്ട മൂവ് ടൂൾ യൂസ് ചെയ്തു. ഇത് റെഡ് ഡയറക്ഷൻ കണ്ട, റെഡ് ഡയറക്ഷനിലാണ് ഫ്ലിപ്പ് ആയിട്ടുള്ളത്. അതായത് ഇതിനെ മൂവ് ചെയ്ത് വെക്കുക, മൂവ് ചെയ്ത് വെച്ച് കണ്ട, ഇതാണ് റെഡ് ഡയറക്ഷനിൽ ഫ്ലിപ്പ് ചെയ്താലുള്ള വ്യത്യാസം. നമുക്കിത് ഗ്രീൻ ഡയറക്ഷനിൽ ഫ്ലിപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇതിനെ മൂവ് ചെയ്തിട്ട് ഗ്രീൻ ഡയറക്ഷനിൽ വയ്ക്കുമ്പോൾ ഇതാണ് ഗ്രീൻ ഡയറക്ഷനിൽ ഫ്ലിപ്പ് ചെയ്താലുള്ള വ്യത്യാസം. അപ്പോൾ ഇതാണ് ഓരോ ആക്സിസിൽ ഫ്ലിപ്പ് ചെയ്താൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാഗ്സിനെ കുറിച്ചിട്ടാണ്. ഓട്ടോകാഡിൽ ലെയർ പോലെ സ്കെച്ചപ്പിൽ യൂസ് ചെയ്യുന്നതാണ് ടാഗ്സ്. മുൻ വേർഷനുകളിലൊക്കെ ലെയേഴ്സ് തന്നെയായിരുന്നു നെയിം. ഇപ്പോഴുള്ള കറൻറ്റ് വേർഷൻസിൽ ടാഗ്സ് എന്നാണ് നെയിം. ഈ ടാഗ്സ് ഡീഫോൾട്ട് ട്രേയിലാണ് കാണുവാൻ സാധിക്കുക. അഥവാ ഡീഫോൾട്ട് ട്രേയിൽ കാണുന്നില്ലെങ്കിൽ വിൻഡോസ് ഓപ്പൺ ചെയ്ത് ഡീഫോൾട്ട് ട്രേയിൽ ടാഗ്സ് എന്നത് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടാഗ്സ് വന്നത് കാണാം. ഇവിടെ ഞാൻ 3 ടാഗ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അൺടാഗ്ഡ്, ബോക്സ് 1, ബോക്സ് 2. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടാഗിനെ കാണിക്കാനാണ് ഇവിടെ പെൻസിൽ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ടാഗ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അഥവാ ഹൈഡ് കൊടുത്താൽ യു ക്യാൻ നോട്ട് ഹൈഡ് ദി കറൻറ്റ് ടാഗ്, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാഗ് ഹൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടാഗ് മനസ്സിലാക്കാൻ ഇവിടെ കണ്ട ഈ ബോക്സിൽ നമ്മൾ എത്ര ടാഗ് കൊടുത്തിട്ടുണ്ടോ ആ ടാഗുകളെല്ലാം ഇവിടെ കാണിക്കുന്നതാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് അവിടുത്തെ ബോക്സിനുള്ളിൽ കാണിക്കുന്നതായിരിക്കും. ഈ ബോക്സ് ഇവിടെ കാണുന്നില്ലെങ്കിൽ ടൂൾ ബാറിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടാഗ്സ് എന്നത് ടിക്ക് ഓൺ ചെയ്യുക. അഥവാ വ്യൂവിൽ ടൂൾ ബാറിൽ പോയിട്ട് ഇവിടെ നിന്നായാലും ടാഗ്സ് ടിക്ക് ഓൺ ചെയ്യുക. ഇനി നമുക്ക് എക്സ്ട്രാ ടാഗുകൾ ഇനിയും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ ഉള്ളതിൽ അതിൽ ആഡ് ടാഗ്സ് കൊടുക്കുക. ഈ ബോക്സ് 3 ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബോക്സ് 3 ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം റീനെയിം കൊടുത്ത് ആഡ് ചെയ്യുക. ഇനി നമുക്കൊരു ടാഗ് ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആഡ് ടാഗ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിനൊരു നെയിം നമ്മൾ ബോക്സ് എന്ന് കൊടുത്തു വിചാരിക്കുക. ബോക്സ് എന്ന് കൊടുത്തു. ഇനി അതിന് താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയണമെങ്കിൽ ഈ ആരോ കീ നെക്കിയാൽ മതി. പക്ഷെ അതിന് താഴെ ഒന്നുമില്ല. അപ്പോൾ ഈ 3 ബോക്സ് ഞാൻ ആ ഫോൾഡറിലേക്ക് മാറ്റണമെങ്കിൽ ആദ്യക്ക് ബോക്സ് 1 സെലക്ട് ചെയ്യുക. അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ബോക്സ് എന്ന ടാഗിൻ്റെ ഫോൾഡറിലേക്ക് മാറ്റുക. അതേപോലെ ബോക്സ് 2 സെലക്ട് ചെയ്തു, ഡ്രാഗ് ചെയ്തു ബോക്സ് 3 സെലക്ട് ചെയ്തു, ഡ്രാഗ് ചെയ്തു ബോക്സ്. നമുക്ക് ഈ ആരോ കീ നെക്കിയാൽ ഇങ്ങനെ കാണിക്കും. ഒന്നുകൂടി നെക്കിയാൽ അതിലുള്ളത് മൊത്തം കാണിക്കും. ഇനി ഞാൻ ബോക്സ് 1 എന്ന ടാഗ് ഓപ്പൺ ചെയ്തു. ബോക്സ് 1 എന്ന ടാഗിലേക്ക് മാറ്റാൻ പെൻസിൽ ചിഹ്നം അതിലേക്ക് മാറ്റുക. കണ്ടാ, അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ പെൻസിൽ ചിഹ്നം അതിലേക്കായി. അപ്പോൾ ആ ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ബോക്സ് എടുത്തു, ഒരു ബോക്സ് വരച്ചു, പുഷ് ചെയ്തു. ഈ ബോക്സ് 1 എന്ന ടാഗിലാണ് കൊടുക്കുന്നത്. ഇനി അഥവാ ഈ ടാഗ് ഇത് നമുക്ക് മാറ്റണമെങ്കിൽ ഈ ബോക്സ് ഞാൻ ബോക്സ് 2 എന്ന ടാഗിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ ആദ്യക്ക് എന്താണോ മാറ്റേണ്ടത് അത് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒന്നെങ്കിൽ ഇവിടെ കണ്ട ഏത് ടാഗൊക്കെയാണോ എടുക്കുന്നത് അവിടെ കാണിക്കുന്നുണ്ടാവും. അതിൽ ബോക്സ് 2 എന്ന ടാഗിലേക്ക് മാറ്റണമെങ്കിൽ ബോക്സ് 2 എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ബോക്സ് 2 എന്ന ടാഗ് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ബോക്സ് ഹൈഡ് ആവുന്നത് കാണാം. കണ്ട, ബോക്സ് 2 എന്ന ടാഗിലാണ് അത് കിടക്കുന്നത്. ഇനി ഇത് ബോക്സ് 3 എന്ന ടാഗിലേക്ക് മാറ്റണമെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്യുക. ഒന്നെങ്കിൽ ഇവിടെ പോയിട്ട് ബോക്സ് 3 എന്ന ടാഗിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഇതിൻ്റെ എൻറ്റിറ്റി ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ ബോക്സ് ഇവിടെ കണ്ട ടാഗ്സ് അതിൽ നമുക്ക് ബോക്സ് 3 എന്ന് കൊടുത്താലും ഇത് ബോക്സ് 3 എന്ന ടാഗിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇനി ഞാൻ ബോക്സ് 3 എന്ന ടാഗ് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ബോക്സ് 3യിലുള്ള വരച്ചത് മൊത്തം ഹൈഡ് ആവുന്നത് കാണാം. നമ്മൾ ഏത് ടാഗാണോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ ടാഗാണ് ഇവിടെ കാണിക്കുക. അതായത് കറൻ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാഗാണ് ഇവിടെ കാണിക്കുക. അഥവാ ഇവിടെ പെൻസിലിൻ്റെ ചിഹ്നം ഏതിലാണോ കിടക്കുന്നത് ആ ടാഗാണ് നമ്മൾ കറൻ്റിൽ യൂസ് ചെയ്യുന്നത്.
അപ്പം നമ്മുടെ ബോക്സ് 3 എന്ന ടാഗ് ഈ ബോക്സ് കിടക്കുന്നത് ബോക്സ് 3 എന്ന ടാഗിലാണ്. അപ്പോൾ നമുക്ക് ബോക്സ് 3ൽ ഇനി വീണ്ടും വരയ്ക്കണമെങ്കിൽ, ആ ടാഗിൽ വരയ്ക്കണമെങ്കിൽ നമ്മൾ പെൻസിൽ ചിഹ്നം അതിലേക്ക് കൊണ്ടുവരാൻ അവിടെ പെൻസിലിൻ്റെ ആ ഡയറക്ഷനിൽ തന്നെ ലെഫ്റ്റ് ബട്ടൺ ഒരു ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബോക്സ് 3 എന്ന ടാഗിലാണ്, കണ്ടോ ഇവിടെയും ബോക്സ് 3 എന്നായി. ഞാൻ ബോക്സ് 3 എന്ന ടാഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ബോക്സിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് മൊത്തം സെലക്ട് ചെയ്തു, മൂവ് ടൂൾ ഓൺ ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ കൺട്രോൾ പ്രസ് ചെയ്തു, ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തു. ഞാൻ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തു, ഇപ്പോൾ കണ്ടോ ഒരു കോപ്പിയായി. ഇനി ഞാൻ ഇപ്പോൾ പുതിയത് കോപ്പി ചെയ്തതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തു, മേക്ക് ഗ്രൂപ്പ്. ഇനി ഞാൻ ബോക്സ് 2 എന്ന ടാഗ് ഓപ്പൺ ചെയ്യാൻ ബോക്സ് 2 എന്ന ടാഗിൻ്റെ അവിടെ പെൻസിൽ ചിഹ്നം കൊണ്ടുപോയി നിൽക്കി. ഇനി അവിടെ പോയി ഞാൻ ഒരു ബോക്സ് വരച്ചു കൊടുക്കുകയാണ്. ബോക്സ് വരച്ചു, പുഷ് പുള്ള് പുഷ്. ഈ രണ്ട് ബോക്സുകൾ ഗ്രൂപ്പല്ല. ഞാൻ ഇവിടെയും ഒരു ബോക്സ് വരയ്ക്കുകയാണ്, അതിനെ പുഷ് പുൾ ചെയ്തു. അതിനെ ഞാൻ ഗ്രൂപ്പ് ചെയ്തു, മേക്ക് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് ഓപ്പൺ ആക്കി ഞാൻ കുറച്ചും കൂടി പുഷ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ബോക്സ് 2-ലുള്ളതാണ്, ബോക്സ് 3-ലുള്ളതാണ് ആദ്യത്തെ 2 ബോക്സുകൾ. ബോക്സ് 2-ലുള്ളതാണ് പിന്നീട് വരച്ച 2 ബോക്സുകൾ. അപ്പോൾ ബോക്സ് 2 ഹൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഞാൻ രണ്ടാമത് വരച്ചത്തെ ഇവിടെ ഹോളൊന്നും ക്രിയേറ്റ് ആയിട്ടില്ല. ആദ്യത്തെ വരച്ചതിൽ ഹോൾ ക്രിയേറ്റ് ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 ബോക്സുകൾ ഞാൻ വരച്ചത് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷമാണ്. ഇവിടെ ഞാൻ ഗ്രൂപ്പ് ചെയ്യാണ്ട് വരച്ചുകൊണ്ടത് ഈ ബോക്സിനും കോമൺ ആയിട്ടുള്ള ഈ സർഫസ് ഡിലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ബോക്സ് 2 ഡിലീറ്റ് ചെയ്യുമ്പോൾ ബോക്സ് 2ൻ്റെ ആ സർഫസും കൂടി ഡിലീറ്റ് ചെയ്ത് ആ സർഫസ് ഈ ബോക്സിനും ആവശ്യമുണ്ട്, കാരണം ഈ സർഫസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യാത്തതുകൊണ്ട് ആ സർഫസ് ഡിലീറ്റ് ആയി. അതുകൊണ്ട് നമ്മൾ സ്കെച്ചപ്പിൽ എന്ത് ചെയ്യുമ്പോഴും ഗ്രൂപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി ഞാൻ ബോക്സ് 1-ലാണ് ഇപ്പോൾ കിടക്കുന്നത്. ബോക്സ് 1-ൽ ഞാൻ ഒന്നും വരച്ചിട്ടില്ല, കാരണം ബോക്സ് 1 ഹൈഡ് ചെയ്താലും ഒന്നും പോവില്ല, കാരണം ഒന്നും വരച്ചിട്ടില്ല. അപ്പോൾ ബോക്സ് 1 എടുത്തതിന് ശേഷം അതിൽ ഞാനൊരു ബോക്സ് വരയ്ക്കാൻ പോവാണ്. റെക്ടാങ്കിൾ എടുത്തു, ബോക്സ് വരച്ചു, അതിനുശേഷം പുഷ് പുൾ എടുത്തു, പുഷ് ചെയ്തു. ഇതേപോലെ തന്നെ ഞാൻ റെക്ടാങ്കിൾ ടൂൾ എടുത്തു, ഇവിടെയും ഒരു ബോക്സ് വരച്ചു. അതിനുശേഷം അത് പുഷ് പുൾ ചെയ്തു, പുഷ് ടൂള് പുഷ്. അതിനുശേഷം അത് ഗ്രൂപ്പ് ചെയ്തു, മേക്ക് ഗ്രൂപ്പ്. ഞാനിവിടെ ബോക്സ് 3 ഹൈഡ് ചെയ്യുകയാണ്. ബോക്സ് 3 ഹൈഡ് ചെയ്തു. ബോക്സ് 3 ഹൈഡ് ചെയ്തപ്പോൾ ബോക്സ് 3 എന്ന ടാഗിലുള്ളതൊക്കെ പോയി. പക്ഷേ ബോക്സ് 3-ലുള്ള ടാഗിൽ ഇത് ഗ്രൂപ്പ് ചെയ്യാത്തതും ഇത് ഗ്രൂപ്പ് ചെയ്ത ബോക്സാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബോക്സ് 3 ഹൈഡ് ചെയ്തതിന് ശേഷം ഈ ബോക്സ് ഞാൻ കുറച്ച് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്തിട്ട് കുറച്ച് സൈഡിക്ക് വെച്ചു. അവരൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, യുവർ റീസെന്റ് ഓപ്പറേഷൻ ഹാസ് കേസ്ഡ് വിസിബിൾ ജോമെട്രി ടു മെർജ് വിത്ത് എക്സിസ്റ്റിംഗ് ജോമെട്രി ദാറ്റ് ഈസ് ഹിഡൻ. അതായത് ബോക്സ് 3 ഓപ്പൺ ചെയ്താൽ അവിടെ മൂവ് ആയത് കാണാൻ പറ്റും. കണ്ടാ, ഈ ബോക്സ് 2 കൂടി മൂവ് ആയതെന്നാണ് കാണിക്കുന്നത്. അത് ഗ്രൂപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. അഥവാ ഞാൻ ഈ ബോക്സാണ് ഞാൻ മൂവ് ചെയ്യുന്നത് വിചാരിക്കുക. ഈ ബോക്സ് മൂവ് ടൂൾ യൂസ് ചെയ്തു, കുറച്ച് മൂവ് ചെയ്തു, പക്ഷെ മൂവ് ആവില്ല. മൂവ് ആവും, പക്ഷെ ഇതേപോലെ കോർണറിന്റെ പ്രശ്നം അവിടെ കാണിക്കില്ല. അതായത് ബോക്സ് 3 ഹൈഡ് ചെയ്താലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതായത് നമ്മൾ സ്കെച്ചപ്പിൽ എന്ത് ചെയ്യുമ്പോഴും ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം വേണം ക്രിയേറ്റ് ചെയ്യാം. അഥവാ അല്ലെങ്കിൽ നമ്മൾ ഓരോ ടാഗിൽ ക്രിയേറ്റ് ചെയ്താലും മറ്റൊരു ടാഗ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ചെയ്യാത്താണെങ്കിൽ അതും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും ഡിഫറൻസ് വരുന്നത് കാണാം. നമുക്കൊരു ടാഗിന് ഡോട്ടർ ലൈൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ടാഗ് ചെയ്യുക. അതിന് ശേഷം തൽക്കാലം ഡോട്ട് ഞാൻ അതിന് കൊടുത്തു. ഡോട്ടർ ലൈനാണ് ആ ടാഗ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡീഫോൾട്ട് ഓപ്ഷനില്ലേ, ആ ഡീഫോൾട്ട് ഓപ്ഷൻ നോക്കി അതിൽ ഡോട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ലൈൻ ഉപയോഗിച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ഈ പെൻസിൽ ചിഹ്നം ഈ ടാഗ് ആക്കണം, എന്നെങ്കിൽ കറന്റ് ടാഗ് ഡോട്ട് ആവുള്ളൂ. അപ്പോൾ ആ ടാഗ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കുകയാണ് വിചാരിക്കുക. കണ്ട, ഡോട്ടറായിട്ട് വരയ്ക്കാൻ പറ്റും. നമുക്ക് ഏത് ടാഗോ അതേപോലെ മാറ്റാൻ പറ്റും. ബോക്സ് 1 എന്ന ടാഗ് ഡോട്ടർ ആക്കണമെങ്കിൽ ഡോട്ടഡ് ആക്കി. കണ്ട, ബോക്സ് 1 എന്ന ടാഗിലുള്ളത് മൊത്തം ഡോട്ടഡായി.
ഇനി ആ ബോക്സ് 2 എന്നുള്ള ടാഗിന്റെ കളർ, ഓരോ ടാഗിനും ഓരോ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കളേഴ്സിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റാത്തത് അത് ടിക്ക് ഓൺ ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പോൾ കളർ ബൈ ടാഗിന് കൊടുത്ത കണ്ട, ഓരോ ടാഗിൽ ഏത് കളറിലാണ് കൊടുത്തത് ആ ടാഗിനനുസരിച്ച് കാണാൻ പറ്റും. ഇപ്പോൾ കുറേ മെറ്റീരിയൽ ഓരോ ടാഗിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം സെയിം ടാഗിലുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അത് മാറ്റണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കളർ ബൈ ടാഗ് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെയുള്ള എല്ലാ ടാഗ്സും ഓപ്പൺ ചെയ്യാൻ, അതായത് ഇവിടെ ഇപ്പോൾ ഈ ബോക്സ് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ അല്ലാതെ ഓപ്പൺ ചെയ്യണമെങ്കിൽ എക്സ്പെൻഡ് ഓൾ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഇതേപോലെ വേറെ ടാഗ് ഫോൾഡർ ഉണ്ടെങ്കിൽ അതും എക്സ്പെൻഡ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് കൊളാപ്സ് ചെയ്യണമെങ്കിൽ കൊളാപ്സ് ഓൾ കൊടുത്താൽ മതി. എല്ലാ ടാഗ്സും സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ഓൾ നിൽക്കുക, എല്ലാ ടാഗ്സും സെലക്ട് ആവും. ഇനി കളർ ബൈ ടാഗ് ഓഫ് ചെയ്താൽ കളറും പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ടാഗ് ഫോൾഡർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ടാഗ് നിൽക്കിയതിന് ശേഷം ഡിലീറ്റ് ടാഗ് ഫോൾഡർ കൊടുത്താൽ അത് മൊത്തം ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ടാഗ് ഫോൾഡർ ഡിലീറ്റ് ആയിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ ഉള്ളിലത്തെ ടാഗ്സ് ഡിലീറ്റ് ആയിട്ടുണ്ടാവില്ല. നമുക്കൊരു ടാഗ് നിൽക്കി അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ടാഗ് നിൽക്കുക. ഡിലീറ്റ് ടാഗ് നിൽക്കുമ്പോൾ ഒന്നെങ്കിൽ ആ ടാഗ് പോയിട്ട് അസൈൻ വേറെ ടാഗ്, അതായത് നമുക്ക് ആ ടാഗിലുള്ളത് ബോക്സ് 1 എന്ന ടാഗിലുള്ളത് നമുക്കിപ്പോൾ ബോക്സ് 2, ബോക്സ് 3 അല്ലെങ്കിൽ ടാഗ് 1 വേറൊരു ടാഗിലേക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ബോക്സ് 3ലേക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആ ടാഗിലുള്ളത് മൊത്തം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ദി എൻറ്റിറ്റീസ് കൊടുക്കുക. ടോക്കെ കൊടുത്താൽ ആ ടാഗിലുള്ളത് നമ്മൾ ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ഈ ബോക്സ് 3 ആണ് ഡിലീറ്റ് ചെയ്യേണ്ടി വിചാരിക്കുക. ബോക്സ് 3 കൊടുത്തു, ഡിലീറ്റ് ടാഗ് കൊടുത്തു, അതിലുള്ള ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ദി എൻറ്റിറ്റീസ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്താൽ ആ ടാഗിലൊക്കെ എന്തൊക്കെയാണ് വരച്ചിട്ടുള്ളത് അത് മൊത്തം ഡിലീറ്റ് ആവും. ഇനി നമുക്ക് ഇവിടെ കളർ കൊടുക്കുന്നതിന് പകരം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കളർ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ഏത് കളറാണോ വേണ്ടത് വെച്ചാൽ കളർ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ടെക്സ്ചർ ഇമേജ് ആണ് കൊടുക്കണമെങ്കിൽ ഇവിടെ ടിക്ക് ഓൺ ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഈ ഇതാ കൊടുക്കണ വിചാരിക്കുക, ഓക്കെ കൊടുത്തു. അതിൻ്റെ ഒപ്പാസിറ്റി മാറ്റണമെങ്കിൽ ഒപ്പാസിറ്റി മാറ്റാം, ഓക്കെ കൊടുത്തു. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്തു. ഞാൻ റെക്ടാങ്കിൾ വരച്ചു. പുഷ് പുൾ യൂസ് ചെയ്തു, പുഷ് ചെയ്തു. ഇപ്പോൾ കാണാത്തത് ഇവിടെ റൈറ്റിലേക്ക് ഇത് കളർ ബൈ ടാഗ് കൊടുക്കാത്തതുകൊണ്ടാണ്. കളർ ബൈ ടാഗ് കൊടുത്തു, കണ്ട. ഇപ്പോൾ സൂം ചെയ്യുമ്പോൾ കണ്ട നമ്മൾ കൊടുത്ത ഏത് ഇതാണോ അതിനനുസരിച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് കുറച്ച് വലുതായിട്ട് കാണണമെങ്കിൽ അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അത് ഇവിടെ റൈറ്റ് ക്ലിക്ക് അല്ല ലെഫ്റ്റ് ക്ലിക്ക് തന്നെ ചെയ്യുക. അതിൻ്റെ സ്കെയിൽ വാല്യൂ 10 പകരം ഇപ്പോൾ 1000 100 കൊടുത്തപ്പോൾ കണ്ട. അപ്പോൾ നമുക്ക് സ്കെയിൽ വാല്യൂ മാറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒന്നെങ്കിൽ കളർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വല്ല ഇമേജ് ഉണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഇത് നമുക്കിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യം കഴിഞ്ഞു വിചാരിക്കുക. അതിനുശേഷം നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കളർ ബൈ ടാഗ് ഓഫ് ചെയ്താൽ സാധാരണ പോലെ ആവും. ഇവിടെ ഞാൻ സ്കെച്ചപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും വരച്ചിട്ടില്ല, അതായത് അൺടാഗഡ് ആയിട്ട് ഒറ്റ ടാഗ് ഉണ്ട്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്തു, ടാഗ് 1. വീണ്ടും ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്തു, ടാഗ് 2. ഇനി ആ ടാഗ് 2 ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു സർക്കിൾ വരച്ച് വിചാരിക്കുക. അപ്പോൾ ടാഗ് 2ൽ സർക്കിൾ ഉണ്ട്. ഇനി വീണ്ടും ടാഗ് ഓപ്പൺ ചെയ്തു, അതിന് ഞാൻ എന്ന് കൊടുത്തു. ഇപ്പോൾ ഇയിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു റെക്ടാങ്കിളും വരച്ചു വിചാരിക്കുക. അപ്പോൾ ടാഗ് 1ൽ ഒന്നുമില്ല, കണ്ട. ടാഗ് 1 ഹൈഡ് ചെയ്താലും ഒന്നും ഉണ്ടാവില്ല. ഈ ടാഗ് 2ൽ ഒരു സർക്കിൾ ഉണ്ട്. ടാഗ് ഇയിൽ ഒരു റെക്ടാങ്കിളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുമില്ലാത്ത ടാഗുകൾ, അതായത് ഇപ്പോൾ ഒന്നുമില്ലാത്ത ടാഗ് 1 അപ്പോൾ ഒന്നുമില്ലാത്ത ടാഗുകൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ആരോഗ്യം ഉണ്ടല്ലോ ഡീറ്റെയിൽസ്, അതിൽ പർജ് നിൽക്കുക, ഒന്നുമില്ലാത്ത ടാഗുകൾ ഡിലീറ്റ് ആവുന്ന കാണാം. അതായത് ടാഗ് 1 ഡിലീറ്റ് ആയി. ഇനി നമ്മളുള്ള ടാഗുകളിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സെർച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നിൽക്കിയാൽ മതി, ഉണ്ടാ. അപ്പോൾ ഏത് ടാഗാണോ വേണ്ടത് ആ ടാഗ് സെർച്ച് ചെയ്താൽ ഇവിടെ നിന്ന് ആ ടാഗ് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ടൂൾസ് ആണ്. ഫസ്റ്റത്തെ കൺസ്ട്രക്ഷൻ ടൂൾ ടാപ്പ് മെഷർ ടൂൾ. അതിന്റെ ഷോർട്ട് കട്ട് കീബോർഡിലെ T ആണ്. ടാപ്പ് മെഷർ ടൂൾ എടുത്ത് അഥവാ T നിൽക്കുക. നമുക്ക് ടാപ്പ് മെഷർ ടൂൾ 2 ലെവലിൽ യൂസ് ചെയ്യാം. വല്ല എഡ്ജ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഗൈഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എഡ്ജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എത്ര ഡിസ്റ്റൻസിന് അപ്പുറത്താണോ ആ ഗൈഡ് ലൈൻസ് വേണ്ടത് അത് അടിച്ചു കൊടുക്കുക. അപ്പോൾ 40 അടിച്ചു കൊടുത്തു, എൻ്റർ അടിച്ച് അതിനനുസരിച്ച് വരും. അതിന്റെ ലെങ്ത് ഇൻഫിനിറ്റ് ലെങ്ത് ആയിരിക്കും. നമ്മൾ ഓട്ടോകാർഡിൽ പ്ലാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ ലൈൻസ് ഉണ്ട്, എക്സൽ ലൈൻ. അതിന് പകരം സ്കെച്ചപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ലൈനാണ് ടാപ്പ് മെഷർ ടൂൾ. ഇനി ഇതിന് പകരം ഞാനൊരു പോയിന്റിൽ നിന്നാണ് ക്ലിക്ക് ചെയ്യുന്നത് വിചാരിക്കുക. പോയിന്റിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷൻ ലൈൻ ക്രിയേറ്റ് ആവും, പക്ഷെ അതിന് ഇൻഫിനിറ്റ് ലെങ്ത് ഉണ്ടാവില്ല. അതിന് നമ്മൾ എത്രയാണ് അടിച്ചു കൊടുക്കുന്നത് ആ ഒരു ഫൈനൈറ്റ് ലെങ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എഡ്ജിൽ നിന്നാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് ഇൻഫിനിറ്റ് ലെങ്ത് ആയിരിക്കും.
ഇതിന്റെ യൂസേജ് ഒക്കെ നമുക്ക് പ്ലാൻ വരയ്ക്കുകയാണെങ്കിൽ ആവശ്യം വരും. നമ്മൾ സ്കെച്ചപ്പ് തന്നെ പ്ലാൻ ചെയ്ത് മോഡൽ ചെയ്യുകയാണെങ്കിലും, അതേപോലെ വിൻഡോ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ ഡോർ ക്രിയേറ്റ് ചെയ്യുക, ഓരോ പൊസിഷൻസിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ടാപ്പ് മെഷർ ടൂൾ. ഇത് ഞാൻ ഇവിടെ ഒരു പ്ലാൻ വരച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ബോൾസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ പ്ലാൻ അല്ല, ഞാൻ ഫ്ലോറാണ് വരച്ചിട്ടുള്ളത്. അതിന്റെ ഈ ഫ്ലോറിന്റെ മേലെ നമുക്ക് വോൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഇവിടെ ഞാൻ പ്ലാൻ ഗ്രൂപ്പ് ചെയ്തിട്ടൊക്കെ, അപ്പൊ വോൾ വരയ്ക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഓഫ്സെറ്റ് ടൂൾ എടുത്തതിനു ശേഷം നമുക്ക് 24ന്റെ ഓഫ്സെറ്റ് ഉള്ളിലേക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ അതിന് പകരം അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രൂപ്പും വോളും ഫ്ലോറും കൂടിയിട്ട് ഒറ്റ ഗ്രൂപ്പ് ആവും. അപ്പൊ അതല്ലാണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ ടാപ്പ് മെഷർ ടൂൾ കൊടുക്കുക, കീ അടിക്കുക, 24ൽ ഒരു ഓഫ്സെറ്റ് കൊടുക്കുക. 24 നീ ലൈൻ ക്രിയേറ്റ് ചെയ്തു, 24 എൻറ്റർ. നീ ലൈൻ ക്രിയേറ്റ് ചെയ്തു, 24 എൻറ്റർ. ഈ ലൈനിൽ നിന്ന് ഓഫ്സെറ്റ് 24 എൻറ്റർ. ഇനി ഇവിടെ ഡോർ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഡോറിന്റെ വിടുത്ത് 90 സെന്റിമീറ്റർ ആണെങ്കിൽ 90ൽ ഒരു ഓഫ്സെറ്റ് എൻറ്റർ. ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് റെക്ടാങ്കിൾ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം ഇതുവരെ ഞാൻ ഒരെണ്ണം ഫിനിഷ് ചെയ്തു. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുവരെ ഇവിടെ ഡോറിന്റെ ഹോളാണ്. ഇനി ഈ പോയിന്റിൽ നിന്ന് ഇതുവരെ ഫിനിഷ് ചെയ്തു. ഈ ഡോർ പോയിന്റിൽ നിന്ന് ഇതുവരെ ഫിനിഷ് ചെയ്തു. ഇനി നമ്മളിപ്പോ വരച്ച ഗൈഡ് ലൈൻസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഗൈഡ് ലൈൻസ് സെലക്ട് ചെയ്യുക, കീബോർഡിൽ ഡിലീറ്റ് അമർത്തുക, അല്ലെങ്കിൽ നമ്മൾ ഇറേസർ ടൂൾ നോക്കി വെറുതെ ഇങ്ങനെ കളയുക. അല്ലെങ്കിൽ ഒറ്റയടിക്ക് എല്ലാ ഗൈഡ് ലൈൻസും കളയണമെങ്കിൽ എഡിറ്റിന് ഡിലീറ്റ് ഗൈഡ്സ് കൊടുത്ത എല്ലാ ഗൈഡ്സും പോകുന്നുണ്ട്. ഇനി നമുക്ക് വോൾ ഒറ്റയടിക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇത് സെപ്പറേറ്റ് പുഷ് ചെയ്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഉള്ളിലെ എക്സ്ട്രാ ചെറിയ ലൈൻസ് ഉണ്ട്, അത് പ്രിന്റ് യൂസ് ചെയ്ത് കളയുന്ന പോലെ, ഓട്ടോകാർഡിൽ കളയുന്ന പോലെ നമുക്ക് ഇറേസർ യൂസ് ചെയ്തിട്ട് കളയുക. ഇനി ഒറ്റയടിക്ക് നമുക്ക് പുഷ് ചെയ്യുക. പുഷ് ചെയ്യേണ്ട ഹൈറ്റ് 300 സെന്റിമീറ്റർ, വോൾ ഹൈറ്റ് 300 കൊടുത്തു. ഇനി നമുക്ക് വോളിന്റെ ഹൈറ്റ് 90 സെന്റിമീറ്റർ വേണ്ടോ. അപ്പൊ നമ്മൾ ടാപ്പ് മെഷർ ടൂൾ കൊടുത്തു. ഇവിടെ നിന്ന് വോളിന്റെ ഹൈറ്റ് അല്ല, വാതിലിന്റെ ഹൈറ്റ്, ഡോറിന്റെ ഹൈറ്റ് 210 സെന്റിമീറ്റർ, 210. അപ്പൊ 210 അടിച്ചു, എൻറ്റർ അടിച്ചു. ഇനി അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ലൈൻ വരച്ചു കൊടുത്തു. ഇനി വീണ്ടും ലൈൻ എടുത്ത് ഈ പോയിന്റിൽ നിന്ന് കൃത്യം റെഡ് ഡയറക്ഷനിൽ ഒരെണ്ണം വരയ്ക്കുക. ഇനി റെക്ടാങ്കിൾ ടൂൾ കൊടുത്ത് രണ്ട് ഓപ്പോസിറ്റ് കോർണർ കിട്ടി. ഈ പോയിന്റും യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫേസ് കിട്ടും. ഇനി പുഷ് പുൾ ടൂൾ കൊടുത്ത് ഈ ഫേസ് ഇതുവരെ എക്സ്റ്റെൻഡ് ചെയ്യുക. കണ്ടാ, ഇനി റേസർ ടൂൾ കൊടുക്കുക, ഈ ലൈൻ കളയുക, ഈ ലൈൻസ് കളയുക, ഇതും കളയുക. ഇനി ഈ ഗൈഡ് ലൈൻസും കളയുക. അപ്പൊ നമുക്ക് ഡോർ ക്രിയേറ്റ് ആയി. ഇതിന്റെ പുറകു വശത്ത് നമുക്കൊരു വിൻഡോ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. വിൻഡോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ആദ്യം ഈ ലൈനിന്റെ മിഡിൽ ലൈൻ ആവശ്യം വിചാരിക്കുക. അത് ഒന്നെങ്കിൽ ആദ്യം ടാപ്പ് മെഷർ ടൂൾ കൊടുക്കുക, എന്നിട്ട് ഇതിന്റെ മിഡ് ലൈൻ അല്ലേ അപ്പൊ ആദ്യം ഒരു ലൈൻസ് വരച്ചു കൊടുക്കുക ഇതേപോലെ. അപ്പൊ നമുക്കൊരു കൺസ്ട്രക്ഷൻ ലൈൻ കിട്ടി. ഇനി ഇതിൽ നിന്ന് രണ്ട് സൈഡിക്കും വിൻഡോയുടെ ലെങ്ത് വിടുത്ത് 150 ആയിരിക്കുക. അപ്പൊ ഒരു 75 ലെഫ്റ്റിക്കും ഒരു 75 റൈറ്റിക്കും ഓഫ്സെറ്റ് കൊടുത്തു. ഇനി വിൻഡോ ഒരു 60 സെന്റിമീറ്റർ ഹൈറ്റിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ 60 പ്ലിന്റ് ലൈനിൽ നിന്ന് 60ക്ക് ഒരു ഓഫ്സെറ്റ് കൊടുക്കുക. അതായത് ഈ അഡ്ജ് ക്ലിക്ക് ചെയ്തു, ഒരു 60 ഒരു കൺസ്ട്രക്ഷൻ ലൈൻ വരച്ചു. ഇനി ഒരു 150 അടുത്ത കൺസ്ട്രക്ഷൻ ലൈൻ, വിൻഡോയുടെ ഹൈറ്റ് 150, അപ്പൊ 150 അടിച്ചു. നമുക്ക് കൺസ്ട്രക്ഷൻ ലൈൻസ് മൊത്തം വന്നിട്ടുണ്ടാവും. ഇനി റെക്ടാങ്കിൾ എടുക്കുക, ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തു, കണ്ട. ഇനി നമ്മൾ പുഷ് പുൾ ടൂൾ യൂസ് ചെയ്യുക. ഈ അഡ്ജിക്ക് എത്തുമ്പോൾ ഡിലീറ്റ് ചെയ്യുക. കണ്ട, ഇവിടെ ഓൺ ഫേസ് വരും, അല്ലെങ്കിൽ ഈ അഡ്ജിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ലൈൻസ് ഒക്കെ ഇറേസർ ടൂൾ യൂസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റയടിക്ക് എഡിറ്റിൽ പോയി ഡിലീറ്റ് ഗൈഡ്സ് കൊടുക്കുക. നമുക്ക് ടാപ്പ് മെഷർ ടൂൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷർമെന്റും മനസ്സിലാക്കാൻ പറ്റും. അതായത് ടാപ്പ് മെഷർ ടൂൾ യൂസ് ചെയ്തു. ഇപ്പോൾ ഡോറിന്റെ വിടുത്ത് അറിയണമെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യാണ്ട് ആ അറ്റത്തേക്ക് കോർണറിലേക്ക് എത്തിക്കുക. അപ്പൊ കണ്ട 90 സെന്റിമീറ്റർ. അതേപോലെ എസ്കേപ്പ് അടിച്ചതിനു ശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, ഈ ഡോറിന്റെ ടോപ്പിൽ കൊണ്ടുവരുമ്പോൾ 210 സെന്റിമീറ്റർ. അതേപോലെ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് വോളിന്റെ അറ്റത്തേക്ക് കൊണ്ടുവരുമ്പോൾ 300 സെന്റിമീറ്റർ. നമ്മളിപ്പോ വരച്ച പുറകിലത്തെ വിൻഡോ നോക്കണമെങ്കിൽ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തു, ഈ പോയിന്റിലേക്ക് എത്തുമ്പോൾ 150. ഈ ടോപ്പ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, ബോട്ടം പോയിന്റ് എത്തുമ്പോൾ 150. അതേപോലെ പ്രിന്റ് ടോപ്പ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, ബോട്ടം പോയിന്റ് എത്തിക്കുമ്പോൾ 45. ഇങ്ങനെ നമുക്ക് മെഷർമെന്റ് ക്വിക്കായിട്ടും മനസ്സിലാക്കാനും ടാപ്പ് മെഷർ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും.
ഇനി നമുക്ക് ടാപ്പ് മെഷർ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ ഈ പോയിന്റിൽ ഈ അടിച്ച് നിന്ന് ഇപ്പോൾ റെഡ് ഡയറക്ഷനിലാണ്, ഞാൻ ഈ ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ട ഗ്രീൻ ഡയറക്ഷനാണ്, ഈ റൈറ്റ് ഡയറക്ഷൻ നോക്കിയാൽ വീണ്ടും റെഡ് ഡയറക്ഷൻ, ഫ്രണ്ട് ഡയറക്ഷൻ നോക്കിയാൽ കണ്ട ബ്ലൂ ഡയറക്ഷൻ. നമുക്ക് ഏത് ഡയറക്ഷനാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് കീബോർഡത്തെ ആരോ കീസ് യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു 50 സെന്റിമീറ്റർ വിടുത്തും 100 സെന്റിമീറ്റർ ലെങ്ത്തുമുള്ള ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിന്റെ വിടുത്ത് 50 സെന്റിമീറ്റർ പകരം 150 സെന്റിമീറ്റർ ആയിട്ട് സ്കെയിൽ ചെയ്യണമെങ്കിൽ, അതായത് 3 മടങ്ങായിട്ട് സ്കെയിൽ ചെയ്യണമെങ്കിൽ അതിനും നമുക്ക് ടാപ്പ് മെഷർ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ടാപ്പ് മെഷർ ടൂൾ യൂസ് ചെയ്ത് ഏതിന്റെ ലെങ്ത് ആണ് മാറ്റുന്നത് അപ്പൊ അതിന്റെ ഫസ്റ്റ് പോയിന്റും അതിന്റെ സെക്കൻഡ് പോയിന്റും ക്ലിക്ക് ചെയ്തതിനു ശേഷം 50 എന്നുള്ളത് 150 ആക്കണം. 150 അടിച്ചു, എൻ്റർ അടിച്ചു. അപ്പൊ നമുക്ക് ഡു യു വാണ്ട് ടു റീസൈസ് ദി മോർ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ് എന്ന് അടിച്ചു. അപ്പൊ വേണ്ട 150 ആയി അതിന്റെ ലെങ്ത്. അതിനനുസരിച്ച് തന്നെ ഇവിടെ അത്ര 100 സെന്റിമീറ്റർ ആയിരുന്നു, അതും 300 സെന്റിമീറ്റർ ആയിട്ട് സ്കെയിലായി. അപ്പോൾ സ്കെയിൽ ചെയ്യാനും ടാപ്പ് മെഷർ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ 2 റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. ഒന്ന് 150 സെന്റിമീറ്ററും 300 സെന്റിമീറ്ററും, ഒന്ന് 100 സെന്റിമീറ്ററും 300 സെന്റിമീറ്ററും. ഇനി ഞാൻ ഈ റെക്ടാങ്കിൾ സ്കെയിൽ ചെയ്യാണ്. അതായത് ഇപ്പോൾ ഇതിന്റെ 300 എന്നുള്ളത് 450 സെന്റിമീറ്റർ ആക്കാൻ പോവുകയാണ്. ടാപ്പ് മെഷർ ടൂൾ എടുത്തു, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, 450 എൻ്റർ. ഡു യു വാണ്ട് ടു റീസൈസ് ദി മോഡൽ. ഇവിടെ 2 റെക്ടാങ്കിളും റീസൈസ് ആയി. കാരണം നമ്മൾ ഈ മോഡലിൽ മൊത്തം റീസൈസ് ആവണം. നമുക്ക് ഈ റെക്ടാങ്കിൾ മാത്രം റീസൈസ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ റെക്ടാങ്കിൾ ഗ്രൂപ്പ് ആക്കുക, മേക്ക് ഗ്രൂപ്പ്. ഈ 450 റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് 300 ആക്കണമെങ്കിൽ ഈ ഗ്രൂപ്പ് സെലക്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ടാപ്പ് മെഷർ ടൂൾ യൂസ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക്, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക്, 300 എൻ്റർ. ഡു യു വാണ്ട് ടു റീസൈസ് ദി ആക്റ്റീവ് ഗ്രൂപ്പ് ഓർ കമ്പോണന്റ്. ആ ഗ്രൂപ്പിനകത്തുള്ളതോ കമ്പോണന്റിനകത്തുള്ളതോ മാത്രം റീസൈസ് ആക്കണമെങ്കിൽ യെസ് അടിക്കുക. ഇപ്പൊ കണ്ട അപ്പൊ അത് മാത്രമായിട്ട് ഗ്രൂപ്പ് ചെയ്തു. അപ്പൊ ഗ്രൂപ്പിനകത്ത് മാത്രം സ്കെയിൽ ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് ആക്കിയിട്ട് സ്കെയിൽ ചെയ്യുക. ഞാനിവിടെ ഒരു 150 സെന്റിമീറ്റർ ഹൈറ്റും 50 സെന്റിമീറ്റർ കൊടുത്തുള്ള ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ട് വ്യൂ കണ്ട. ഞാൻ ഇതിനെ ടാപ്പ് മെഷർ ടൂൾ യൂസ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുക. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. ആ ലെങ്ത്ത് 50 സെന്റിമീറ്റർ ആണ്. ആ 50 സെന്റിമീറ്റർ എനിക്ക് ഒരു 150 സെന്റിമീറ്റർ ആക്കണം വിചാരിക്കുക. അപ്പോൾ 150 എൻ്റർ അടിച്ചു. അപ്പോൾ കണ്ട കമ്പോണൻസ് വിത്തിൻ ദി മോഡലാണ് സ്കെയിൽ ആവുക. എക്സ്റ്റേണൽ ഫയൽസ് നോട്ട് റീസൈസ്ഡ്. അപ്പോൾ യെസ് എന്ന് അടിച്ചു. കണ്ടോ അപ്പോൾ അത് സ്കെയിലായി. പക്ഷേ ഇത് സ്കെയിലായിട്ടില്ല. കണ്ട ഈ ലേഡി എക്സ്റ്റേണലാണ്. അപ്പോൾ ഇതിലുള്ളത് മാത്രമേ സ്കെയിലാവുള്ളൂ. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു വിൻഡോ ക്രിയേഷൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ക്രിയേഷൻ ചെയ്യുമ്പോൾ ക്യാമറ വ്യൂ പാരലൽ പ്രൊജക്ഷൻ ഓൺ ആക്കിയിടുക. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ ഒക്കെ ഓൺ ആക്കിയിടുമ്പോൾ കൃത്യം എക്സാക്റ്റ് ഫ്രണ്ട് വ്യൂ കിട്ടില്ല. എക്സാക്റ്റ് ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ഇതിപ്പോൾ ഗ്രീൻ ലൈൻ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ക്യാമറ വ്യൂ പാരലാക്കി ഇട്ടു. അപ്പോൾ ഫ്രണ്ട് വ്യൂ കൃത്യം പെർഫെക്റ്റ് ആണ്. ഇനി ആദ്യം ഞാൻ റെക്ടാങ്കിൾ ടൂൾ എടുത്തു, വിൻഡോയുടെ ഡയമെൻഷൻ വരച്ചു കൊടുത്തു. 150, 150 എൻ്റർ. അതിനുശേഷം ഫില്ലറ്റ് ടൂൾ എടുത്തു. ഈ ഔട്ടർ പോർഷത്തെ ഒരു 7 ഓഫ്സെറ്റ് ഉള്ളിലേക്ക് എടുത്തു. 7 ഉള്ളിലേക്ക് എടുത്തു, ഇൻസൈഡിലേക്ക് ഓഫ്സെറ്റ് എടുത്തു. അതിനുശേഷം ഈ ലൈൻ ഡിവൈഡ് ചെയ്തു. 3 പാനലുള്ള വിൻഡോ ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ആ ലൈൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. റൈറ്റിലേക്ക് വെക്കുക, ഡിവൈഡ് നിൽക്കി ഒന്നെങ്കിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ മൗസിൻ്റെ ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക. 3 ആകുമ്പോൾ നിർത്തുക. അതിനുശേഷം വീണ്ടും ലൈൻ ടൂൾ എടുത്തു. ഡിവൈഡ് ചെയ്തതിന് അവിടെ നമുക്കൊരു കണ്ട എൻഡ് പോയിന്റ് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റ് എടുത്തു ഇവിടേക്ക് വരച്ചു. വീണ്ടും അതേപോലെ അടുത്ത ഡിവൈഡ് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്ക് വരച്ചു. അപ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്കൊരു 7 സെന്റിമീറ്ററിൻ്റെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 3.5 സെന്റിമീറ്റർ ലെഫ്റ്റിലേക്കും 3.5 സെന്റിമീറ്റർ റൈറ്റിലേക്കും ഈ ലൈനിൻ്റെ 2 സൈഡിലേക്ക് ലൈൻ വരയ്ക്കണം. അപ്പോൾ എളുപ്പത്തിൽ വരയ്ക്കാനായി ഈ 2 ലൈനും സെലക്ട് ചെയ്തു. അതിനുശേഷം മൂവ് ചെയ്തു. ഒരു കൺട്രോൾ നിൽക്കി, ഒരു കോപ്പി അവിടെ ഉണ്ടാവാം. ഈ 2 സൈഡിലേക്ക് ഈക്വൽ ആയിട്ട്, അതായത് 3.5 എൻ്റർ. ഒരെണ്ണം ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് ആയി. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ക്രിയേറ്റ് ആവണമെങ്കിൽ മൂവ് എടുത്തിട്ട് 7 സെന്റിമീറ്റർ അടിച്ചാൽ മതി. അപ്പോൾ 7 എൻ്റർ ആയി. ഈ നടുവീത്ത് ലൈൻ ഡിലീറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഈ നടുവീത്ത് ലൈൻ ഇറേസർ ടൂൾ യൂസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ഇനി ഈ എക്സ്ട്രാ ലൈൻസും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അല്ലാതും ഡിലീറ്റ് ചെയ്തു. ഇനി ഉള്ളിലത്തെ ഫേസ് 3ഉം കൺട്രോൾ കീ യൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പുഷ് പുൾ ടൂൾ യൂസ് ചെയ്ത് ഒരു 7 സെന്റിമീറ്റർ പുഷ് ചെയ്യുക. ഇതുവരെ ചെയ്തത് നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കുക. മൊത്തം സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആക്കുക. മേക്ക് ഗ്രൂപ്പ്.
ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഇതിന്റെ ഉള്ളിലത്തെ പോർഷനാണ്. അപ്പൊ അതിനൊരു റെക്ടാങ്കിൾ ടൂൾ എടുത്തു. ആദ്യത്തെ പാനൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു റെക്ടാങ്കിൾ ടൂൾ എടുത്തു, ഒരു റെക്ടാങ്കിൾ വരച്ചു. ഇപ്പൊ വരച്ച റെക്ടാങ്കിളിനെ ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പൊ മൊത്തം സെലക്ട് ആയി. എന്നിട്ട് ഗ്രൂപ്പ് ചെയ്തു, മേക്ക് ഗ്രൂപ്പ് കൊടുത്തു. ഇനി ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നതിനായി ഡബിൾ ക്ലിക്ക് ചെയ്തു, ഗ്രൂപ്പ് ഓപ്പൺ ആക്കി. ഇനി ഓഫ്സെറ്റ് എടുത്തു, അതായത് F. ഇനി ഉള്ളിലേക്ക് ഒരു 5ന്റെ ഓഫ്സെറ്റ് കൊടുത്തു. ഇനി നമ്മൾ ഈ പുറമത്തെ പോർഷനിലെ ഈ ഔട്ടർ പോർഷന് പുഷ് പുൾ ചെയ്യുക, 1 സെന്റിമീറ്റർ പുഷ് ചെയ്തു. ഇനി നമ്മൾ ഉള്ളിലത്തെ പോർഷനിലെ അത് വീണ്ടും ഗ്രൂപ്പ് ആക്കുക. അത് മിറർ പോർഷനാണ്, ജനാലയുടെ പോർഷനിലെ ആ പോർഷനാണ്. അപ്പൊ അത് സെപ്പറേറ്റ് ഗ്രൂപ്പ് ചെയ്തു. ഇനി നമ്മൾ അപ്പുറത്തെ പോർഷൻ നോക്കി നോക്കുക. അപ്പുറത്തും കുറച്ച് ഈ പോർഷൻ കുറച്ച് അകത്തേക്കായിട്ടായിരിക്കും, ഈ മരത്തിന്റെ പോർഷൻ കുറച്ച് അകത്തേക്ക് ഉണ്ടാവും. അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് പുഷ് പുൾ കൊടുത്തിട്ട് 1 സെന്റിമീറ്റർ അകത്തേക്കും കൊടുക്കുക. അതിനുശേഷം ഇവിടെ കൃത്യം എക്സാക്ട് മൂവ് ചെയ്ത് വെക്കുക. അതായത് ഇത് മൊത്തം സെലക്ട് ചെയ്യുക, അതിനുശേഷം മൂവ് ടൂൾ യൂസ് ചെയ്ത് ഈ അറ്റത്തെ പോയിന്റിൽ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സാക്ട് ആയിട്ട് ഈ പോയിന്റിലേക്ക് എത്തുമ്പോൾ വേണ്ട എൻഡ് പോയിന്റ് ഇൻ ഗ്രൂപ്പ് കൊടുക്കുക. അപ്പൊ കൃത്യം എക്സാക്ട് ആ പോയിന്റിലേക്ക് വന്നു. അതിനുശേഷം നമ്മൾ ഇപ്പൊ ചെയ്തത് മൊത്തം ക്രിയേറ്റ് ആയ ആ പാനലിനെ കോപ്പി ക്രിയേറ്റ് ചെയ്യുക. ആ കോപ്പി ക്രിയേറ്റ് ചെയ്യാനായി അത് മൊത്തം സെലക്ട് ചെയ്തതിനു ശേഷം മൂവ് നിൽക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റ്, കോർണറത്തെ പോയിന്റ് ഉണ്ടെങ്കിൽ ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ പോയിന്റ്, ഞാൻ ഇവിടെ ഇപ്പോൾ ഈ പോയിന്റ് പിക്ക് ചെയ്തു. ഒരു കോപ്പി അവിടെ നിന്ന് ക്രിയേറ്റ് ആവാൻ കൺട്രോൾ കീ നിൽക്കി. അതിനുശേഷം ഇവിടേക്ക് ഒരു കോപ്പിയായി. അതിനുശേഷം അടുത്ത കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ നിൽക്കി, ഒരു കൺട്രോൾ കീ നിൽക്കി, ഇവിടേക്കും നിൽക്കി. ഇപ്പൊ ക്രിയേറ്റ് ആയതിൽ ആദ്യത്തെ ഈ പാനലും കറക്റ്റ് അളവിനനുസരിച്ചാണ്. പക്ഷെ നടുവിത്തിൽ ഇത്തിരി അളവ് കൂടുതലായിരിക്കും. അത് നമ്മൾ എക്സാക്ട് ഡിവൈഡ് ചെയ്തത് കൃത്യമായിക്കല്ലാത്തതുകൊണ്ടാണ് ഇവിടെ. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കെയിൽ ചെയ്താൽ മതി. ദൂരം നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, കണ്ട. അപ്പൊ അത് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് S നിൽക്കി ഈ പോർഷൻ ഈ ലൈനിലേക്ക് വരുന്നത്. അപ്പൊ അവിടേക്ക് കൃത്യം എക്സാക്ട് ആക്കി. ഇപ്പൊ കണ്ട കൃത്യം റെഡി ആയി. ഇത് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും, പക്ഷെ ദൂരം നോക്കുമ്പോൾ ഏതാണ്ട് സെയിം ആയിരിക്കും. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡും മൊത്തത്തിൽ നോക്കി നോക്കുക, എല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി ഇതുവരെ നമ്മൾ ചെയ്തതിന് മൊത്തം മെറ്റീരിയൽ കൊടുക്കുക. അപ്പോൾ മെറ്റീരിയൽ വുഡാണ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത്. അപ്പോൾ വുഡ് സെലക്ട് ചെയ്ത് ഇവിടേക്ക് കൊടുത്തു. ഇനി ഓരോ ഗ്രൂപ്പിനും ഓപ്പൺ ചെയ്യുക, B നിൽക്കുക, കൊടുക്കുക. ഈ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, B എൻ്റർ കൊടുക്കുക. ഈ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, B എൻ്റർ. അപ്പം മരത്തിന്റെ വുഡിന്റെ കൊടുത്തു. ഇനി നമുക്ക് ഗ്ലാസ് അല്ലെങ്കിൽ മിറർ, ഗ്ലാസിന്റെ മിററിൽ ഇതാണ് ഞാൻ കൊടുക്കുന്ന ഗ്ലാസ്. ഇത് കൊടുത്തു. ഇനി ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു, B എൻ്റർ, ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു, B എൻ്റർ, ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു, B, പിന്നെ മൗസായിട്ട് കൊടുക്കുക. അപ്പം അത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതേപോലെ നമുക്ക് സ്റ്റീൽ ബാർസ് നമുക്ക് ഇതിലും വരയ്ക്കണം. അതിനു മുമ്പ് ഇവിടേക്ക് മെറ്റീരിയൽ അസൈൻ ആയിട്ടില്ല. അപ്പം അതും കൂടി അസൈൻ ചെയ്യാനായിട്ട് വുഡ് ക്രിയേറ്റ് ചെയ്തു, മെറ്റീരിയൽ എടുത്തു, ഗ്രൂപ്പ് ഓപ്പൺ ആക്കി, B എൻ്റർ. ഇത് മൊത്തത്തിലൊരു ഗ്രൂപ്പാണ്. അപ്പൊ അത് മൊത്തത്തിൽ ക്ലിക്ക് ചെയ്ത് B കൊടുക്കണം നല്ലത്, ഒറ്റയടിക്കാവും. ഇത് മൊത്തം സെലക്ട് ചെയ്തു, B കൊടുത്തു, അതാണ് ഏറ്റവും നല്ലത്. ഇത് മൊത്തം സെലക്ട് ചെയ്തു, B കൊടുത്തു. ഇനി എവിടെയെങ്കിലും ആവാത്തുണ്ടോ നോക്കി നോക്കുക. ഇപ്പൊ മൊത്തത്തിലായിട്ടുണ്ട്, പെർഫെക്റ്റ് ഓക്കെ ആണ്. ഇനി നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഈ മെറ്റീരിയൽ കാണണ്ട, മെറ്റീരിയൽ കൊടുത്ത് കാണണ്ടെങ്കിൽ നമുക്ക് കണ്ട മോണോക്രോം കൊടുക്കാം. അതായത് അല്ലാതെ ഒരേ കളറിൽ കാണും. ഡേറ്റ അവസാനം എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് മാറ്റിയാൽ മതി. അതായത് ഷെയ്ഡ് വിത്ത് ടെക്സ്ചർ, നമ്മൾ കൊടുത്ത ടെക്സ്ചറും അല്ലാതും കാണാൻ തരത്തിൽ. തൽക്കാലം ഇപ്പൊ ഞാൻ മോണോക്രോം ആക്കി. ഇനി നമുക്ക് 3 ബാർ ഇവിടെ കൊടുക്കണം. അതിനാദ്യം നമ്മൾ ഈ ഗ്രൂപ്പ് ഓപ്പൺ ആക്കി. എക്സാക്ട് അളവായിട്ട് കൊടുക്കണമെങ്കിൽ ഈ ലൈൻ ഞാൻ ഡിവൈഡ് ചെയ്യുക. ലൈൻ സെലക്ട് ചെയ്തതിനു ശേഷം ഡിവൈഡ് കൊടുത്തു. ഡിവൈഡ് 3, ഒരെണ്ണം കൂടി വേണം. യെസ്. അതിനുശേഷം ടാപ്പ് ടൂൾ എടുക്കുക. ടാപ്പ് ടൂൾ എടുക്കുന്നതിന് മുമ്പ് ഒരു ലൈൻ ചെറിയതായിട്ടൊരു ലൈൻ കൂടെ വരച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ടാപ്പ് ടൂൾ എടുത്തിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടാപ്പ് ടൂൾ എടുത്തു. ഫസ്റ്റത്തെ പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരെണ്ണം വരച്ചു. പിന്നെ ഇവിടെ, അതായത് ഡിവൈഡ് ചെയ്ത പോയിന്റുകളിൽ നിന്ന് എക്സാക്ട് ആയിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഒരെണ്ണം വരയ്ക്കുക. അതായത് ഇത് ഇവിടെ നിന്ന് പിക്ക് ചെയ്യുക. ഇതിന്റെ സെന്റർ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് എഡ്ജിൽ നിന്ന് പിക്ക് ചെയ്ത് ഇതിന്റെ സെന്റർ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഒരെണ്ണം കൊടുക്കുക. അപ്പൊ നമുക്ക് 3 ക്രോസ് ആയിട്ടുള്ള പോയിന്റ് കിട്ടി. അപ്പൊ ഒരു സർക്കിൾ എടുക്കുക. ഇതിൽ നിന്ന് ഈ സെന്റർ പോയിന്റിൽ നിന്ന് ഒരു 1 സെന്റിമീറ്ററിൽ കൊടുക്കുക.
എൻ്റർ. ഇപ്പോൾ കൊടുത്തതിന് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്തു. ഗ്രൂപ്പല്ല, കമ്പോണന്റ് ചെയ്യുന്നത് നല്ലത്. കമ്പോണന്റ് ആകുമ്പോൾ ഒന്നിൽ വരുത്തുന്ന മാറ്റം അതിന്റെ എല്ലാ കോപ്പിയിലും മാറ്റം വരും. അപ്പൊ കമ്പോണന്റ് കൊടുത്തു, അപ്പൊ ഓക്കെ കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ ഇതിനെ വീണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം മൂവ് ടൂൾ യൂസ് ചെയ്ത് ഇതിന്റെ കോപ്പി എല്ലായിടത്തും കൃത്യമായിട്ട് എക്സാക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടേക്കും കൊടുക്കുക, കൺട്രോൾ കീ നോക്കി ഒരു കോപ്പി ഇവിടേക്കും കൊടുത്തു. ഇനി ഇതിന്റെ ഒരെണ്ണം ഡബിൾ ക്ലിക്ക് ചെയ്യുക, പുഷ് ടൂൾ യൂസ് ചെയ്യുക. ഇപ്പൊ കണ്ടോ, ഒരെണ്ണത്തിൽ വരുന്ന മാറ്റം എല്ലാത്തിനും വരുന്നുണ്ട്. ഇനി ഈ എഡ്ജ് ഇവിടേക്ക് കൊണ്ടുപോവുക, കണ്ട ഓൺ എഡ്ജ് കൊടുത്തു, കണ്ട അപ്പൊ എക്സാക്ട് അങ്ങോട്ട് എത്തി. ഇനി ഇപ്പൊ വരച്ച ഈ മൂന്നെണ്ണം കൃത്യം മൂന്നെണ്ണം സെലക്ട് ചെയ്യുക. അതിനുശേഷം മൂവ് ടൂൾ യൂസ് ചെയ്ത് കൃത്യം എക്സാക്ട് കോർണർ പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഒരു കൺട്രോൾ നിൽക്കുക. അപ്പൊ അവിടെ കോപ്പി ഉണ്ടാവും, ഒറിജിനൽ കോപ്പി അവിടെ നിൽക്കും. ഇവിടെ നിൽക്കുക, ഇവിടേക്കുമായി. ഈ ഗൈഡ് ലൈൻസ് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യാൻ എഡിറ്റ് പോവുക, അതിൽ ഡിലീറ്റ് ഗൈഡ്സ് കൊടുത്താൽ എല്ലാ ഗൈഡ്സും പോകും. ഇനി ഈ 3 ലൈൻസ് ഇവിടേക്കും കോപ്പി കൊടുക്കുക. അപ്പോൾ 3 ലൈൻസ് അല്ല, 3 സ്റ്റീൽ റോഡ്സ്. അപ്പം ഒന്ന് ആദ്യം ഓപ്പൺ ചെയ്യുക, ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കൺട്രോൾ കീ നോക്കി 3 സെലക്ട് ചെയ്യുക. അതിനുശേഷം മൂവ് ടൂൾ യൂസ് ചെയ്ത് കോപ്പി കൊടുക്കുക. ഇത് നമുക്ക് ഇതിന്റെ ബാക്ക് വ്യൂ ഇട്ട് നോക്കുമ്പോൾ അറിയാം, ഈ 3 കൃത്യം എക്സാക്ട് മിഡിൽ പോർഷനിലല്ല വെക്കുന്നത്. അപ്പൊ അത് നമുക്ക് മൂവ് ചെയ്യുക. മൂവ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് നോക്കിയിട്ട് ഏകദേശം ഒരു മിഡിൽ ആവണ തരത്തിൽ നോക്കിയിട്ട് അവിടെ ക്ലിക്ക് കൊടുക്കുക, എസ്കേപ്പ് നിൽക്കുക, സ്പേസ് ബാർ പുറത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ ഏകദേശം സെയിം ആയിരിക്കും. നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ബാറും ക്രിയേറ്റ് ചെയ്യണം. ഓപ്പോസിറ്റ് ബാർ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ അളവെടുത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലൈൻ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ബാർ ഏകദേശം ആദ്യക്ക് ഈ ബാറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു കോപ്പി ആദ്യക്ക് ഗ്രീൻ ആക്സിസിൽ കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ട ഹാൻഡ്, അതായത് 0 ഡിഗ്രി മാർക്ക് ചെയ്യണ ആ ലൈൻ മാർക്ക് ചെയ്തു. അതായത് 0 ഡിഗ്രി എവിടേക്കാണോ വേണ്ടത്, പ്രൊട്ടാക്റ്റിൽ നമ്മൾ അളക്കില്ലേ, അപ്പൊ 0 ഡിഗ്രി അളക്കണ ആ പോയിന്റ് ആ ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മാർക്ക് ചെയ്തത്. ഇനി അവിടെ നിന്ന് എത്ര ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, അതിന് 90 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പൊ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യും വേണം, ഈ ഒറിജിനൽ കോപ്പി ഇവിടെ നിൽക്കും വേണം. അപ്പൊ കൺട്രോൾ നിൽക്കി, അപ്പൊ ഒറിജിനൽ കോപ്പി അവിടെ നിൽക്കുകയും ചെയ്തു. ഇനി 90 ഡിഗ്രിയിൽ ഒരെണ്ണം അടിച്ചാൽ അവിടേക്ക് ഒരു കോപ്പി വന്നിട്ടുണ്ടാവും. ഈ കോപ്പിനെ മൂവ് ചെയ്യുക, എം നിൽക്കുക, എങ്ങടേലും മൂവ് ചെയ്ത് വെക്കുക. മൂവ് തൽക്കാലം ഇവിടേക്ക് മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂവ് ചെയ്ത് വെക്കാനായിട്ട് ഇതിന്റെ സെന്റർ പൊസിഷൻ മാർക്ക് ചെയ്യണം. അതിനായിട്ട് വീണ്ടും ടാപ്പ് ടൂൾ എടുക്കുക, ഇത് ഓപ്പൺ ചെയ്തിട്ട് ടാപ്പ് ടൂൾ എടുത്തിട്ട് ഇവിടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ആദ്യക്ക് ഒരു ലൈൻ വരയ്ക്കുക, ലൈൻ എടുത്തു, ഒരു ലൈൻ വരച്ചു. ഇനി ടാപ്പ് ടൂൾ എടുത്തിട്ട് നമുക്ക് വരയ്ക്കുമ്പോൾ ഇതിന്റെ മിഡിൽ പോയിന്റിലേക്ക് പിക്ക് ചെയ്യാൻ പറ്റും. കണ്ട നമ്മൾ വരച്ചു. ഇത് ഏകദേശം എവിടേക്ക് വേണ്ടി നോക്കി നോക്കുക. ഇത് ക്ലിക്ക് ചെയ്തു, ഗ്രൂപ്പ് ഓപ്പൺ ആക്കി അത് പിക്ക് ചെയ്തതിനു ശേഷം അത് മൂവ് ചെയ്തു. മൂവ് ചെയ്തിട്ട് എവിടേക്കാണോ വേണ്ടത് അവിടേക്ക് കൊടുക്കുക. ഉണ്ടോ, കുറച്ചുകൂടി മൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ പിക്ക് ചെയ്തു, ഇങ്ങോട്ട് കൊടുത്തു. ഇപ്പൊ ഓക്കെയാണ്. ഇനി നമ്മൾ ബാക്ക് വ്യൂ ഓൺ ആക്കി വെക്കുക. ബാക്ക് വ്യൂ ഓൺ ആക്കി ഇപ്പൊ കൊടുത്ത് കണ്ട. അപ്പൊ അതിന്റെ ഒരു കോപ്പി ഒരെണ്ണം കൂടി കൊടുക്കുക. ഗ്രൂപ്പ് ഓപ്പൺ ആക്കി അതിന്റെ മൂവ് കൊടുത്തു, ഒരു കോപ്പി കൂടി മാപ്പട്ടിക്ക് കൃത്യം എക്സാക്ട് മാപ്പട്ടിക്ക് കൊടുക്കുക. ചരിക്കാണ്ട് കൃത്യം ഡയറക്ഷനിൽ, അതായത് ആരൊക്കെ യൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു എത്ര അളവ് വേണ്ടത്, ഒരു 10 കൊടുത്താൽ 10 വന്നുണ്ടാവും. ഇനിയിപ്പോ കൊടുത്ത ഈ അതേ 2 കോപ്പി നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, ഈ 2 കോപ്പി സെലക്ട് ചെയ്യുക, മൂവ് ടൂൾ എടുക്കുക, ഏകദേശം വേണ്ട അതേ സൈഡിൽ കൊടുക്കുക. ഇപ്പൊ കണ്ട നമ്മൾ ചെയ്ത വിൻഡോ ക്രിയേഷനായി. നമുക്ക് ഇവിടെ മോണോക്രോം കൊടുത്തത് മാറ്റിയിട്ടാൽ നമ്മൾ കൊടുത്തത് മൊത്തം വരും. ഇനി നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ മാറ്റാം. ഒരെണ്ണത്തിന്റെ മെറ്റീരിയൽ മാറ്റിയാൽ മതി. അപ്പൊ എല്ലാ സ്റ്റീൽ റോഡിന്റെയും വ്യത്യാസം വരും. അതിൽ നമ്മൾ മാറ്റാൻ ഇതിന് മെറ്റൽ എടുത്തു, മെറ്റലിൽ ഏതെങ്കിലും കൊടുത്താൽ മതി. അപ്പൊ എല്ലാത്തിനും വന്നിട്ടുണ്ടാവും. ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുക, മെറ്റീരിയലിൽ കൊടുക്കുക. കണ്ട
അതായത് നമ്മൾ കമ്പോണന്റ് ആക്കി ചെയ്തുള്ളത്. അപ്പോൾ ഒരെണ്ണത്തിന് മാറ്റം വരുത്തി എല്ലാത്തിനും വരും. കമ്പോണന്റ് ഓപ്പൺ ചെയ്തിട്ട്, അതായത് കമ്പോണന്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് മെറ്റീരിയൽ കൊടുത്താൽ ഒരെണ്ണത്തിന് വരുന്ന വ്യത്യാസം എല്ലാത്തിനും വരും. കണ്ട, അപ്പൊ എല്ലാത്തിനും വ്യത്യാസം വന്നു. ഇതാണ് നമ്മുടെ വിൻഡോ ക്രിയേഷൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയമെൻഷൻ ടൂളാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. 297.06 ആണ് അതിൻ്റെ ഡയമെൻഷൻ. അത് നമുക്ക് കണ്ട ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ ശരിക്കാണ്, അതായത് വ്യൂ ചരിക്കുമ്പോഴും 297.06 കൃത്യമായിട്ട് കാണാനുണ്ട്. അപ്പോൾ സ്ക്രീൻ അനുസരിച്ചാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റാവുന്ന വിധത്തിലാണ് കാണുന്നത്. നമുക്ക് എങ്ങനെ ഡയമെൻഷൻ കൊടുക്കാം എന്ന് നോക്കി നോക്കാം. ആദ്യം ഡയമെൻഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഏത് ഡയറക്ഷനിലാണ് അത് മാർക്ക് ചെയ്യേണ്ടത്, ഔട്ട് സൈഡിൽ മാർക്ക് ചെയ്യണോ എന്നാൽ അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസൈഡിൽ മാർക്ക് ചെയ്യണോ, എങ്ങനെ വെച്ച് നമുക്ക് ഇഷ്ടാനുസരണം ഡയമെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി അഥവാ നമുക്ക് ഒരു എഡ്ജ് സെലക്ട് ചെയ്തിട്ടും ഡയമെൻഷൻ മാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ എഡ്ജ് സെലക്ട് ചെയ്തു, അതായത് ഈ എഡ്ജ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഒന്ന് വലിച്ചാൽ മതി, മൗസ് വലിച്ചാൽ അത് കിട്ടും. അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ഡയമെൻഷൻ കാണിക്കുക, അങ്ങനെയും കാണിക്കുക. അല്ലെങ്കിൽ എഡ്ജ് സെലക്ട് ആയി നീല നിറം കാണിച്ചു, അപ്പോൾ നമ്മളൊന്ന് വലിച്ചാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ എഡ്ജ് സെലക്ട് ചെയ്യാൻ നോക്കുകയാണ്, പക്ഷേ ആവില്ല, കാരണം അത് ഗ്രൂപ്പ് ചെയ്ത ഒരു ഒബ്ജക്റ്റാണ് കണ്ട. അപ്പോൾ ഗ്രൂപ്പ് ചെയ്തതിന് നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഗ്രൂപ്പ് നോക്കി വീണ്ടും ഡയമെൻഷൻ ടൂൾ എടുത്തു. ഒന്നെങ്കിൽ ഇവിടെ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, അങ്ങനെ ഡയമെൻഷൻ മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ എഡ്ജ് കണ്ട, എഡ്ജ് സെലക്ട് ആയി ബ്ലൂ കളർ കാണിച്ചു, നമുക്ക് മൗസിൽ നിന്ന് വലിച്ചാൽ കൃത്യം ഡയമെൻഷൻ കിട്ടും. ഇനി നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ എസ്കേപ്പ് അടിച്ചു, പുറത്തേക്ക് പോയി. നമുക്ക് സർക്കിളിൻ്റെ ഡയമെൻഷൻ കിട്ടണമെങ്കിൽ ഡയമെൻഷൻ അടിച്ചു, സർക്കിളിൻ്റെ എഡ്ജ് സെലക്ട് ചെയ്തു വലിക്കുക, അപ്പോൾ ഡയാമീറ്റർ കാണിക്കുന്നുണ്ട്. ഇനി ഒരു ആർക്കിൻ്റെ ആണെങ്കിൽ ആർക്ക് സെലക്ട് ചെയ്തു വലിക്കുക. ഈ ആർക്കിൻ്റെ രണ്ട് എൻഡിത്തെ ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, കണ്ട വലിച്ചു, അപ്പോൾ ആ ഡിസ്റ്റൻസും കിട്ടി. അപ്പം എങ്ങനെ വെച്ചാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഈ ഒരു ഹോളിൻ്റെ ആണ് ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ അവിടെ നമുക്ക് ഇത് സെലക്ട് ചെയ്തു, അതിനുശേഷം വലിക്കുക, അപ്പോൾ ഡയാമീറ്റർ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഡയമെൻഷൻ മാർക്ക് ചെയ്യുക. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ വിൻഡോസിൽ മോഡൽ ഇൻഫർമേഷനിൽ ഡയമെൻഷൻസ് നോക്കുക. ഇപ്പോൾ അല്ലാതെ നമുക്ക് അലൈൻ ടു സ്ക്രീനാണ്. അപ്പോൾ നമുക്കിവിടെ സ്ക്രീനിലുള്ള എല്ലാ ഡയമെൻഷനും സെലക്ട് ചെയ്യാൻ സെലക്ട് ഓൾ ഡയമെൻഷൻ കൊടുത്താൽ ഇവിടെ ഉള്ള എല്ലാ ഡയമെൻഷനും സെലക്ട് ആവും. സെലക്ട് ഓൾ ഡയമെൻഷൻസ്. ഇനി നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ അലൈൻ ടു സ്ക്രീനാണ്, നമുക്ക് അലൈൻ ടു ഡയമെൻഷൻ ലൈൻ ആണെങ്കിൽ അലൈൻ ടു ഡയമെൻഷൻ ലൈൻ അപ്ഡേറ്റ് സെലക്റ്റഡ് ഡയമെൻഷൻസ്. ഇപ്പോൾ എല്ലാതും അപ്ഡേറ്റ് ആയി. അതായത് ഇനി ഞാൻ സ്ക്രീൻ ചരിക്കാമെന്ന് വിചാരിക്കുക. സ്ക്രീൻ ചരിക്കുമ്പോൾ നമുക്ക് വൃത്തിയിൽ വായിക്കാൻ പറ്റില്ല എല്ലാ വാല്യൂ. അത് കണ്ട ഈ 200 നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല, അതായത് സ്ക്രീനനുസരിച്ച് ചെരിയുന്നില്ല. അതായത് ഡയമെൻഷൻ അനുസരിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് 100ൻ്റെ ഡയമെൻഷൻ ഈ ലെങ്ത്തിനനുസരിച്ച് എപ്പോഴും നിൽക്കുന്നുണ്ടാവുക, ആ ഒരിക്കലും മാറില്ല. അതേപോലെ 200ൻ്റെ ലെങ്ത്ത് ഈ ഡയമെൻഷൻ അനുസരിച്ച്, അതായത് ഡയമെൻഷൻ ലൈന് പാരലായിട്ടാണ് നിൽക്കുക. ഇനി ഞാൻ വീണ്ടും വിൻഡോസ് മോഡൽ ഇൻഫർമേഷൻ എടുത്തു. ഇപ്പോൾ കണ്ട ഇപ്പോൾ ഡയമെൻഷൻസ് എബോവ് ലൈനാണ് കിടക്കുന്നത്. അതായത് കണ്ട ഡയമെൻഷൻസ് മാർക്ക് ചെയ്തത് ആ ലൈനിന് എബോവ് ആണ്. അതിന് സെൻറ്ററായിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ സെൻറ്റേർഡ് കൊടുത്തു, അതിനുശേഷം സെലക്ട് ഓൾ ഡയമെൻഷൻസ് കൊടുത്തു. ഞാനിവിടെ സെൻറ്റേർഡ് കൊടുത്തപ്പോൾ സെലക്ട് ഓൾ ഡയമെൻഷൻ കൊടുത്തപ്പോൾ ഗ്രൂപ്പിനുള്ളിലത്തെ സെലക്ട് ആയിട്ടില്ല. അപ്പോൾ ഗ്രൂപ്പിന് പുറകുള്ളത് മാത്രമാണ് സെലക്ട് ആവുന്നത്. ഇനി അപ്ഡേറ്റ് കൊടുത്താൽ കണ്ട എല്ലാ വാല്യൂസും സെൻറ്ററിക്കായി. ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് മാറ്റണമെങ്കിൽ ആദ്യം ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം വിൻഡോസ് ഓപ്പൺ ആക്കുക, മോഡൽ ഇൻഫർമേഷൻ, ഡയമെൻഷൻസ്. ഈ സെൻറ്റേർഡ് മാറ്റി നമുക്ക് ഇപ്പോൾ സെൻറ്റേർഡാണ് ഓൾറെഡി, അതിന് എബോവ് ആക്കണമെങ്കിൽ എബോവ്, സെലക്ട് ഓൾ ഡയമെൻഷൻസ്, ഗ്രൂപ്പിനുള്ളിലത്തെ എല്ലാ ഡയമെൻഷനും സെലക്ട് ആയി. ഇനി അപ്ഡേറ്റ് സെലക്ട് ഡയമെൻഷൻസ്, ഇപ്പോൾ അല്ലാതും കിട്ടി. ഇനി വീണ്ടും വിൻഡോസ് മോഡൽ ഇൻഫർമേഷൻ എടുത്തു. ഇപ്പോൾ ഈ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് അലൈൻ ടു ഡയമെൻഷൻ ലൈൻ എന്ന ഓപ്ഷൻ ആകുമ്പോൾ മാത്രമാണ്. ഇനി അലൈൻ ടു സ്ക്രീനാണ് കൊടുക്കുന്നത് വിചാരിക്കുക. സെലക്ട് ഓൾ ഡയമെൻഷൻസ്, അപ്ഡേറ്റ് സെലക്റ്റഡ് ഡയമെൻഷൻസ് കൊടുത്താൽ ഇനി നമുക്ക് സ്ക്രീൻ ചരിക്കുന്നതനുസരിച്ച് ഇവിടെ മാറാൻ പറ്റും. ഇനി ഇവിടുത്തെ മാറില്ല, ഇവിടെ മറ്റേതാണ് കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ മാറ്റണമെങ്കിൽ വിൻഡോസ് മോഡൽ ഇൻഫർമേഷൻ, അലൈൻ ടു സ്ക്രീൻ, സെലക്ട് ഓൾ ഡയമെൻഷൻസ്, അപ്ഡേറ്റ്. ഇപ്പോൾ കണ്ട അപ്പോൾ അതും മാറി. ഇനി നമുക്ക് ഫോണ്ട് മാറ്റണമെങ്കിൽ ഫോണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ഫോണ്ടാണോ വേണ്ടത് കണ്ട ഇഷ്ടപ്രകാരം ഫോണ്ട് ഉണ്ട്. അതിന് തന്നെ റെഗുലർ വേണോ ബോൾഡ്, ഫോണ്ട് സ്റ്റൈൽ മാറ്റണമെങ്കിൽ സ്റ്റൈൽ മാറ്റുക. അതിൻ്റെ വാല്യൂസ് കുറച്ചുകൂടി വാല്യൂ, അതേപോലെ ഹൈറ്റ് എന്ത് വേണമെങ്കിലും മാറ്റുക. ടോക്കി കൊടുക്കുക, സെലക്ട് ഓൾ ഡയമെൻഷൻസ്, അപ്ഡേറ്റ് കൊടുത്താൽ കണ്ട വാല്യൂസ് മാറി.
ഇനി നമുക്കിപ്പോൾ ഇവിടെ കണ്ട ഡൈമെൻഷൻ മാർക്ക് ചെയ്തിട്ടുള്ളത് സ്ലാഷ് ആണ്. അറ്റത്തെ 2 പോയിന്റ് ഉണ്ട് സ്ലാഷ്. അത് മാറ്റണമെങ്കിൽ സ്ലാഷ് മാറ്റി ഡോട്ട് കൊടുത്തു, സെലക്ട് ഓൾ ഡൈമെൻഷൻസ് അപ്ഡേറ്റ് കണ്ടോ, അപ്പോൾ ഡോട്ടഡായി. ഇനി ഡോട്ട് മാറ്റി ക്ലോസ്ഡ് ആരോ കൊടുത്തു, സെലക്ട് ഓൾ ഡൈമെൻഷൻസ്, എല്ലാ ഡൈമെൻഷനും സെലക്ട് ആയി. അതെല്ലാം അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് സെലക്ട് ഡൈമെൻഷൻസ് ആരോ ആയി. ഇനി ക്ലോസ്ഡ് ആരോ മാറ്റി ഓപ്പൺ ആരോ ആക്കണമെങ്കിൽ ഓപ്പൺ ആരോ കൊടുത്തു, സെലക്ട് ഓൾ ഡൈമെൻഷൻസ് അപ്ഡേറ്റ് സെലക്ട് ഡൈമെൻഷൻസ്, ഓപ്പൺ ആരോ ആയി. കണ്ട എല്ലാ വാല്യൂസും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വെറും ലൈൻ മാത്രം കാണിച്ചാൽ മതിയെങ്കിൽ ഓപ്പൺ ആരോ മാറ്റി നണ്ണ് കൊടുത്തു, സെലക്ട് ഓൾ ഡൈമെൻഷൻസ് അപ്ഡേറ്റ് സെലക്ട് ഡൈമെൻഷൻ അങ്ങനെ കൊടുത്താൽ കണ്ട ഒന്നും കാണിക്കില്ല. അപ്പോൾ അതിന് വരെ നമ്മൾ സ്ലാഷിന് കൊടുത്തു, സെലക്ട് ഓൾ ഡൈമെൻഷൻസ് അപ്ഡേറ്റ് സെലക്ട് ഡൈമെൻഷൻ കൊടുത്തു, നമുക്ക് പഴയ പോലെ കിട്ടി. ഇനി എക്സ്പേർട്ട് ഡൈമെൻഷൻ സെറ്റിംഗ് കൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ട ഷോ റേഡിയസ് ആൻഡ് ഡയമീറ്റർ പ്രിഫിക്സ്, അതായത് കണ്ട ഇവിടെ റേഡിയസും ഡയമീറ്ററിന് മുന്നിൽ 6 കാണിച്ചിട്ടുണ്ട്, ഡയമീറ്റർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടെങ്കിൽ അത് ടിക്ക് ഓഫ് ചെയ്യുക. ടിക്ക് ഓഫ് ചെയ്തപ്പോൾ അത് പോയി. ഇനി വേണമെങ്കിൽ ടിക്ക് ഓൺ ചെയ്യുക. ഇനി ഹൈഡ് വെൻ ഫോർ ഷൂട്ടഡ്, അതായത് ചില സ്പെസിഫിക് വ്യൂവിൽ മാത്രമേ നമുക്ക് മൊത്തം ഡയമെൻഷൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓണാക്കി വിട്ട് കൊടുത്താൽ നമുക്ക് എല്ലാത്തിലും കൊണ്ട് വ്യൂ കാണാൻ പറ്റില്ല. കണ്ട ഇപ്പോൾ ഈ ഡയമീറ്റർ 200 പോകുന്നുണ്ട് കേട്ടോ, അപ്പോൾ അത് കാണാൻ പറ്റില്ല. കണ്ട ചില വ്യൂവിൽ മാത്രമേ അല്ലാതെ കാണാൻ പറ്റില്ല. ഇനി നമുക്ക് ഹൈഡ് വെൻ ടു സ്മോൾ, അതായത് ഇപ്പോൾ എല്ലാ ഡയമെൻഷനും കാണാനുണ്ട്, വളരെ സ്മൂം ചെയ്തുകൊണ്ട് കാണാനുണ്ട്. ഇനി ഞാൻ വളരെ സൂം ഔട്ട് ചെയ്യണം, കണ്ട വളരെ ദൂരത്തേക്ക് പോയിരിക്കും. ഇപ്പോൾ കണ്ട അപ്പോൾ ഒറ്റ ഡയമെൻഷനും കാണാനില്ല. ഇനി ഞാൻ വീണ്ടും അതിൻ്റെ സൂം ചെയ്ത് അടുത്തേക്ക് എത്തുമ്പോൾ കണ്ട ഡയമെൻഷൻസ് പ്രത്യക്ഷമാവും. അപ്പം അങ്ങനെ കിട്ടണമെങ്കിൽ ഹൈഡ് വെൻ ടു സ്മോൾ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്നും വേണ്ടെങ്കിൽ ടിക്ക് ഓഫ് ചെയ്യുക. അതേപോലെ ഇതും ചില വ്യൂവിൽ മാത്രം കാണണമെങ്കിൽ ടിക്ക് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ അതും ടിക്ക് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതും ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ഡയമെൻഷൻ്റെ കളർ ഇപ്പോൾ ബ്ലാക്ക് കളറാണ്, അത് മാറ്റണമെങ്കിൽ കണ്ട ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് കളറാണോ വേണ്ടത് അവിടേക്ക് ഈ സർക്കിളിൻ്റെ വാല്യൂസ് മാറ്റുക. അതേപോലെ കുറച്ചുകൂടി ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുത്താൽ സെലക്ട് ഓൾ ഡൈമെൻഷൻസ് അപ്ഡേറ്റ് സെലക്റ്റഡ് ഡൈമെൻഷൻ കൊടുത്താൽ നമുക്ക് ആ കളറിലായിരിക്കും ഇനി കാണുക. കണ്ട പച്ച കളർ, പച്ച തീരെ കാണാനില്ല. അപ്പോൾ അത് മാറ്റണമെങ്കിൽ നീല കൊടുക്കണമെങ്കിൽ നീല കൊടുക്കാം. ഓക്കെ കൊടുക്കുക, സെലക്ട് ഓൾ ഡൈമെൻഷൻ അപ്ഡേറ്റ് സെലക്റ്റഡ് ഡൈമെൻഷൻ. കണ്ട അപ്പോൾ നീല കളറിൽ തന്നെ കാണിക്കും. അപ്പോൾ സെലക്ട് ഓൾ ഡൈമെൻഷൻ ചെയ്താലും നീല നിറം കാണിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം അത് കൊടുക്കാം. ഞാൻ ഈ ബ്ലാക്കിലേക്ക് തന്നെ കൊടുക്കാം. ബ്ലാക്ക് കൊടുത്തു, ഓക്കെ കൊടുത്തു, സെലക്ട് ഓൾ ഡൈമെൻഷൻ അപ്ഡേറ്റ് സെലക്റ്റഡ് ഡൈമെൻഷൻ. അപ്പോൾ പഴയ പോലെ കുറച്ചുകൂടി കട്ടിയുള്ള ബ്ലാക്ക് പോലത്തെ ഉണ്ട്, എന്തായാലും വേണ്ടില്ല. ഇനി നമുക്ക് ഇവിടെ കണ്ട 297.06 193.713, അതായത് പോയിന്റിന് ശേഷം 3 വാല്യൂ വരെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട എന്നുണ്ടെങ്കിൽ വിൻഡോസിൽ പോയി മോഡൽ ഇൻഫർമേഷനിൽ മോഡൽ ഇൻഫർമേഷൻ എടുക്കുക, അതിൽ യൂണിറ്റ്സ് എടുക്കുക. ആ യൂണിറ്റ്സിൽ കണ്ട 0.00 3 വാല്യൂ വരെ പ്രിസിഷൻ ഉണ്ട്. അത് 0.00 കൊടുക്കുകയാണെങ്കിൽ കണ്ട 0.1 വാല്യൂ വരെ ഉണ്ടാവുമല്ലോ. 2 വാല്യൂ വരെ വേണമെങ്കിൽ 2 വാല്യൂ വരെ ഉണ്ടാവും. പിന്നെ 3 വാല്യൂ വരെ ആണെങ്കിൽ 3 വാല്യൂ വരെ. അപ്പോൾ അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ കണ്ട വാല്യൂവിൻ്റെ തൊട്ടപ്പുറത്ത് CM എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റ് ഫോർമാറ്റ് ഓഫാക്കി കൊടുക്കുക. അത് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റ് ഫോർമാറ്റ് ഓണാക്കി കൊടുക്കുക. ഇത്രയാണ് നമുക്ക് ഡയമെൻഷനിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊട്രാക്ടർ എങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അതിക്ക് പ്രൊട്രാക്ടർ എടുത്തു. ഈ ലൈന് റെക്ടാങ്കിളിൻ്റെ ഈ അഡ്ജ് ഈ ലൈനുമായിട്ട് അല്ലെങ്കിൽ ഈ റെഡ് ആക്സിസുമായി എത്ര ഡിഗ്രി ആംഗിളിലാണ് മേക്ക് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ആദ്യക്ക് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ആംഗിൾ എവിടെ നിന്നാണോ മെഷർ ചെയ്ത് തുടങ്ങേണ്ടത്, അതായത് ഒരു പ്രൊട്രാക്ടറിൽ 0 ഡിഗ്രി അല്ലേ ആദ്യക്ക് ഉണ്ടാവുക, അത് ആ പോയിന്റ് ആ ലൈന് അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ റെഫറൻസ് കിട്ടി. ഇനി അവിടെ നിന്ന് എത്ര ആംഗിളിലാണ് ഈ ലൈൻ കിടക്കണമെങ്കിൽ നമുക്ക് വരച്ചിട്ട് ഈ ലൈനിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ 45 ഡിഗ്രിയിലാണ് ആ ലൈൻ മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ലൈനും റെക്ടാങ്കിളിന്റെ ഈ അഡ്ജും തമ്മിലുള്ള ആംഗിൾ 45 ഡിഗ്രിയാണ്. ഈ ട്രയാങ്കിളിലെ 3 ആംഗിൾസ് എത്രയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രൊട്രാക്ടർ എടുക്കുക, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, ആക്സിസ് എടുത്തു, അതിനുശേഷം ഈ ആംഗിൾ 60 ഡിഗ്രി, അതായത് ഈ ആംഗിൾ 60 ഡിഗ്രി. ഇനി വീണ്ടും പ്രൊട്രാക്ടർ എടുത്തു, ഇതെടുത്തു, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം അതായത് ഈ ആംഗിൾ 35 ഡിഗ്രി, ഇത് 35, ഇത് 60. അപ്പോൾ ഇത് എന്തായാലും 85 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ഗൈഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പ്രൊട്രാക്ടർ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നിന്നൊരു ഈ എഡ്ജിൽ നിന്നൊരു 30 ഡിഗ്രി ആംഗിളിലും ഈ എഡ്ജിൽ നിന്നൊരു 45 ഡിഗ്രി ആംഗിളിലും
ഒരു ലൈൻ വരച്ച് അത് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ പ്രൊട്രാക്ടർ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. പ്രൊട്രാക്ടർ ടൂൾ യൂസ് ചെയ്തു ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ കണ്ട ഈ ഫേസിന്റെ ഗ്രീൻ ഡയറക്ഷൻ, ഈ ഫേസിന്റെ ബ്ലൂ, ഈ ഫേസിന്റെ റെഡ്. അത് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രൊട്രാക്ടർ അവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത്, അതിനാണ് ആ ഡയറക്ഷൻ കാണിക്കുന്നത്. അത് ഫിക്സ് ചെയ്യാൻ കീബോർഡിലെ ആരോ കീസ് യൂസ് ചെയ്യാവുന്നതാണ്. ലെഫ്റ്റ്, റൈറ്റ്, കണ്ട ഗ്രീൻ റെഡ് കളർ ടോപ്പ്, അങ്ങനെ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നത് 0 ഡിഗ്രി ആംഗിൾ. അതായത് പ്രൊട്രാക്ടറിൽ നമ്മൾ ആംഗിൾ അളക്കുമ്പോൾ റെഫറൻസ് ലൈൻ ഉണ്ട്, അതായത് 0 ഡിഗ്രി എവിടെ നിന്ന് മെഷർ ചെയ്യും. അതാണ് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് റെഫറൻസ് ലൈൻ. അതും നമുക്ക് കീബോർഡിലെ 3 ആരോ കീസ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാം. കണ്ട, അപ്പൊ ഞാനിവിടെ റെഡ് ഡയറക്ഷനാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു ക്ലിക്ക് കൊടുത്തു. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, അപ്പൊ റെഫറൻസ് ലൈൻ കിട്ടി. 30 ഡിഗ്രി ആംഗിൾ കിട്ടാൻ 30 ഡിഗ്രി ആംഗിൾ അടിച്ചു കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പൊ ഒരു ഗൈഡ് ലൈൻ കിട്ടി, കൺസ്ട്രക്ഷൻ ലൈൻ. അതേപോലെ 45 ഡിഗ്രി കിട്ടാൻ ഫസ്റ്റ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, അതായത് എവിടെ നിന്നാണ് കിട്ടേണ്ടത്, അപ്പൊ ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം 0 ഡിഗ്രിയുടെ ലൈൻ കിട്ടാൻ, റെഫറൻസ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് റെഫറൻസ് ലൈൻ മാർക്ക് ചെയ്തു. ഈ 45 ഡിഗ്രി കിട്ടാൻ 45 എൻ്റർ അടിച്ചു. കണ്ടോ, അപ്പൊ ഈ ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് ലൈൻ എടുക്കുക, ഇത് കോയിൻസൈഡ് ചെയ്യുക, ഇത് കോയിൻസൈഡ് ചെയ്യുക. ഇനി വേണമെങ്കിൽ നമുക്ക് പുഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ഇത് പുഷ് ചെയ്യുക. വേണമെങ്കിൽ അത് ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യല്ല, ആ ഹോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ പുറകോട്ട് പോയിട്ട് അങ്ങനെയും ചെയ്യാം. നമുക്ക് ഈ ഗൈഡ് ലൈൻസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇറേസർ ടൂൾ യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് എല്ലാ ഗൈഡ്സും കൂടി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റിൽ പോയിട്ട് ഡിലീറ്റ് ഗൈഡ്സ് കൊടുത്താൽ മതി. ഇത്രയാണ് നമുക്ക് പ്രൊട്രാക്ടർ ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പ്രൊട്രാക്ടർ ടൂൾ യൂസ് ചെയ്തിട്ട് സൺഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ലൈൻ യൂസ് ചെയ്തിട്ട് ഒരു 60 സെന്റിമീറ്റർ ആണ് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ 60 ഒരു ലൈൻ വരച്ചു. അതിനുശേഷം പ്രൊട്രാക്ടർ ടൂൾ യൂസ് ചെയ്തു. അതിനുശേഷം ഗ്രീൻ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ആരോ നോക്കി. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് റെഫറൻസ് ആക്സിസ് മാർക്ക് ചെയ്തു. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം 30 ഡിഗ്രിയിൽ എൻ്റർ അടിച്ചു. അതിനുശേഷം ലൈൻ ടൂൾ യൂസ് ചെയ്തു, അടിക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം ഫ്രണ്ട് വ്യൂ ഓപ്പൺ ആക്കി ഈ ലൈൻ സെലക്ട് ചെയ്തു, മൂവ് ടൂൾ യൂസ് ചെയ്തു, അടിക്ക് ഒരെണ്ണം കൺട്രോൾ നോക്കി, അപ്പൊ ഒരു കോപ്പി 10 സെന്റിമീറ്ററിന്റെ ഒരെണ്ണം കൊടുത്തു. ലൈൻ ടൂൾ യൂസ് ചെയ്തു, ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. ഇറേസറിന് എടുത്തതിനു ശേഷം ഇതെല്ലാം കളഞ്ഞു. നമ്മൾ ഈ ഫേസ് ക്ലിക്ക് ചെയ്തു, ഫോളോ മീ ടൂൾ യൂസ് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടൂള് ടെസ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്ക്രീനിൽ എവിടെയാണോ ടെസ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ബോക്സിന് പുറത്ത് ഔട്ട്സൈഡിൽ ഒരു ക്ലിക്ക് ചെയ്യുക. നമ്മൾ ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാകും. ഞാൻ ഇവിടെ ഒരു 100 സെന്റിമീറ്ററുള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിന്റെ ലെങ്ത് ഞാൻ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അഥവാ നമുക്കറിയില്ല ഒരു ലൈനിന്റെ ലെങ്ത്, അങ്ങനെയാണെങ്കിൽ ആ ലൈൻ ടെസ്റ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ ആ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് അവിടെ മാർക്ക് ചെയ്യുക. ഈ എഡ്ജിന്റെ ആണ് ലെങ്ത് അറിയേണ്ടതെങ്കിൽ ഇപ്പൊ ഇവിടെ മാർക്ക് ആയിട്ടുണ്ട്. ഇനി അത് ടെസ്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഔട്ട്സൈഡ് ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഈ ലൈനിന്റെ ലെങ്ത് അറിയണമെങ്കിൽ എഡ്ജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എവിടെയാണോ മാർക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ബോക്സിന് പുറത്ത് ക്ലിക്ക് ചെയ്യുക. വേണമെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ടൂൾ ടൈം മെഷീൻ ടൂൾ എടുക്കുക. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് കണ്ട 101 സെന്റിമീറ്റർ. നമ്മൾ ടെസ്റ്റ് ടൂൾ എടുത്ത് ഒരു കോർണർ പോയിന്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു വെർട്ടെക്സ് പോയിന്റ്, ഇതൊരു വെർട്ടെക്സ് പോയിന്റ് ആണ്. ആ വെർട്ടെക്സ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എവിടെയാണോ വേണ്ടത് അവിടേക്ക് നമ്മൾ മാർക്ക് ചെയ്തു. പുറത്തൊരു ഔട്ട് സൈഡിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ കണ്ട 3 പോയിന്റ് കാണിക്കുന്നുണ്ട്, 3 വാല്യൂസ്. അതായത് ഓരോ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടേക്ക് കാണിക്കുന്നത്. അതായത് ഞാൻ ഇപ്പോ ഡൈമെൻഷൻ ടൂൾ എടുത്തു, ഈ പോയിന്റും ക്ലിക്ക് ചെയ്തു. കണ്ട 210 സെന്റിമീറ്റർ. അതേപോലെ 3 ആക്സിസിൽ നിന്നുള്ളത് 210, 108, 221. 3 ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് XYZ പോലെ കാണിച്ചിട്ടുള്ളത്. ഓരോ വെർട്ടെക്സ് പോയിന്റ് ക്ലിക്ക് ചെയ്താൽ അങ്ങനെയാണ് കാണിക്കുക. അതായത്
ടെസ്റ്റ് ടൂൾ എടുത്തു, ഈ വെർട്ടെക്സ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം കാണിച്ചു കണ്ട പുറത്ത് ഔട്ട് സൈഡ് ബോക്സിന് ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്യുക. കണ്ട 504 108 0 സെന്റിമീറ്റർ. അതായത് ഇവിടെ ഞാൻ ഈ റെക്ടാംഗിൾ വരച്ചുള്ളത് ഈ പ്ലെയിൻ തന്നെയാണ്. അപ്പൊ ഈ പ്ലെയിനിൽ നിന്ന് മേലേക്ക് ഡിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ടാണ് ഇവിടുത്തെ മൂന്നാമത്തെ വാല്യൂ 0 ആയിട്ട് ഇരിക്കുന്നത്. ഇനി ഞാൻ ടെസ്റ്റ് ടൂളിന് എടുത്തിട്ട് ഓരോ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഓരോ വരച്ചിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ കണ്ട പില്ലോ കോപ്പി അതിന്റെ പേര് കാണിക്കും. ഇപ്പോൾ ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ അതേപോലെ ഇവിടെ ഉള്ള ഈ ലേഡി ക്ലിക്ക് ചെയ്താൽ കണ്ട അതെന്താണെന്ന് കാണിക്കും. ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്യുക, അവിടെ വരാം ബോക്സിന് പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഡയമെൻഷൻ നമ്മൾ ലീഡർ ലൈൻ പോലെ മാർക്ക് ചെയ്തത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഡയമെൻഷൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ലീഡർ ലൈന് കുറച്ചുകൂടി എഡിറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ലീഡർ ലൈനിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു ബ്ലൂ നിറം കാണിക്കും. അപ്പോൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് എങ്ങോട്ടാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ടെസ്റ്റ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ 200 സെന്റിമീറ്ററും 100 സെന്റിമീറ്ററും ലെങ്ത്തും വിടുത്തും ഉള്ള ഒരു റെക്ടാങ്കിൾ ആണ് വരച്ചിട്ടുള്ളത്. ഇതിന്റെ ഏരിയ അറിയണമെങ്കിൽ ടെസ്റ്റ് ടൂൾ എടുക്കുക, എന്റെ ഫേസിൽ ക്ലിക്ക് ചെയ്യുക, എവിടേക്കെങ്കിലും ഡ്രാഗ് ചെയ്ത് വെക്കുക. അപ്പൊ കണ്ട അതിന്റെ ഏരിയ 2 മീറ്റർ സ്ക്വയർ. അതുപോലെ ഓരോ ഫേസിന്റെ ഏരിയ കിട്ടണമെങ്കിൽ നമുക്ക് ഫേസിൽ ക്ലിക്ക് ചെയ്യുക, അപ്പൊ അവിടേക്ക് കാണിക്കുക അതിന്റെ ഏരിയ എത്രയാണ് വേണ്ടത്. എന്നിട്ട് ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ഏരിയയും മനസ്സിലാക്കാൻ ടെസ്റ്റ് ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും കുറച്ച് ടെസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യണമെങ്കിൽ വിൻഡോസ് മോഡൽ ഇൻഫർമേഷൻ എടുക്കുക, അതിൽ ടെസ്റ്റ് ടൂൾ എടുക്കുക. 2 ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്. സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട്. സ്ക്രീൻ ടെസ്റ്റ് പറഞ്ഞാൽ നമ്മൾ വേറെ ടൈപ്പ് ചെയ്തുള്ളൂ, GRG ABCD കണ്ട. സെലക്ട് ഓൾ സ്ക്രീൻ ടെസ്റ്റ് കണ്ട. ഇത് 2 മാത്രമേ ഞാൻ സ്ക്രീൻ സെലക്ട് ആയിട്ടുള്ളത് ചെയ്തിട്ടുള്ളൂ കണ്ട. അപ്പോ സ്ക്രീൻ അങ്ങനത്തെ സെലക്ട് ആവും. ഇനി ലീഡർ ടെസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ആരൊക്കെ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്ന പോലത്തെ അത് സെലക്ട് ഓൾ ലീഡർ ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത കണ്ട എല്ലാതും സെലക്ട് ആയി. ഇങ്ങനത്തെ 2 തരത്തിലുള്ള നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സ്ക്രീൻ ടെസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ ഫോൺസിൽ നമുക്ക് കുറെ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അതിന്റെ ഫോണ്ട് ഏതാണോ വേണ്ടത്, അതിന്റെ ഫോണ്ട് സ്റ്റൈൽ റെഗുലർ ആണോ, ബോൾഡ് ആണോ, ചെരിഞ്ഞിട്ട് വേണോ, അതേപോലെ അതിന്റെ സൈസ് 12, 14, 18, 20 കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എന്ത് വേണമെങ്കിലും മാറ്റിയ ശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം സെലക്ട് ഓൾ സ്ക്രീൻ ടെസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് സെലക്ടഡ് ടെസ്റ്റ് കണ്ട GRG വലിപ്പം വലുതായി. അതേപോലെ നമുക്കിപ്പോ അതിന്റെ കളർ ബ്ലാക്ക് ആണ്. ആ ബ്ലാക്ക് കളർ മാറ്റണമെങ്കിൽ കളർ വീലിൽ നമുക്ക് വല്ല ഓപ്ഷൻ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ സർക്കിളിൽ നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ കണ്ട ഈ ആരോസ് മാർക്ക് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ സെലക്ട് ഓൾ സ്ക്രീൻ ടെസ്റ്റ് കൊടുത്തു. അതിനുശേഷം അപ്ഡേറ്റ് സെലക്ട് ടെസ്റ്റ് കൊടുത്തു. കണ്ട അവിടെ വന്നിട്ട് കളർ മാറി. ഇനി അതേപോലെ നമുക്ക് ലീഡർ ടെസ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ അവിടെയും ഫോൺസ് ഉണ്ട്. ഫോൺസ് മാറ്റി അവിടെയും ഏതാണോ വേണ്ടത്, റെഗുലർ ആണോ, അതേപോലെ ഫോണ്ട് സ്റ്റൈല് ഫോണ്ട് എങ്ങനെ വേണമെങ്കിൽ മാറ്റുക. ഇപ്പൊ സൈസ് മാറ്റിയിട്ട് ഒരു 36 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പോ ഓൾറെഡി വരച്ചത് മാറ്റം വരുത്തണമെങ്കിൽ ഓൾ സെലക്ട് ലീഡർ ടെസ്റ്റ് ദെൻ അപ്ഡേറ്റ് സെലക്ട് ടെസ്റ്റ് കണ്ട വലിപ്പം മാറി. ഇനി അതിന്റെയും കളർ മാറ്റണമെങ്കിൽ ഇതേപോലെ കളർ മാറ്റാം, ഏതാ വെച്ചാൽ മാറ്റാം. ഇപ്പൊ പച്ച കൊടുക്കണമെങ്കിൽ പച്ച കൊടുത്തു, ബ്ലൂ കൊടുക്കണമെങ്കിൽ ബ്ലൂ ഓർഡർ ഇടുക. ഇപ്പൊ പച്ച കൊടുക്കണമെങ്കിൽ പച്ച കൊടുത്തു. അതിന്റെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക, ഏത് കളറാണോ വേണ്ടോ ഓക്കെ കൊടുക്കുക. എല്ലാതും മാറണമെങ്കിൽ സെലക്ട് ഓൾ ലീഡർ ടെസ്റ്റ് അപ്ഡേറ്റ് സെലക്ട് ടെസ്റ്റ് കണ്ട ഇപ്പൊ പച്ച കളറായി. അപ്പൊ അങ്ങനെ നമുക്ക് കളർ മാറ്റാവുന്നതാണ്. ഇവിടെ കുറച്ച് കളർ മാറാത്തതുണ്ട്. അത് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളതല്ല, അത് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്തിട്ട് ഡയമെൻഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്തതാണ്. അതുകൊണ്ടാണ് അതിന്റെ കളർ മാറാത്തത്. നമുക്ക് എൻഡ് പോയിന്റ്സ് ഉണ്ട്. എൻഡ് പോയിന്റ്സ് ക്ലോസ്ഡ് ആരോ ആയിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത് കണ്ട. ക്ലോസ്ഡ് ആരോ ആണ് എൻഡ് പോയിന്റ്. അത് നമുക്ക് ക്ലോസ്ഡ് ആരോ മാറ്റി ഡോട്ടഡ് ആക്കണമെങ്കിൽ ഡോട്ട് കൊടുത്തു. സെലക്ട് അപ്ഡേറ്റ് സെലക്ടഡ് ടെസ്റ്റ്, അതായത് സെലക്ട് ഓൾ ലീഡർ ടെസ്റ്റ് അപ്ഡേറ്റ് സെലക്ടഡ് ടെസ്റ്റ് കണ്ട. അപ്പൊ ഡോട്ടഡ് ആയി. ഈ ഡോട്ട് മാറ്റി നമുക്ക് ഓപ്പൺ ആരോ ആക്കണമെങ്കിൽ ഓപ്പൺ ആരോ ആക്കി സെലക്ട് അപ്ഡേറ്റ് സെലക്ടഡ് ടെസ്റ്റ് കണ്ടോ ഓപ്പൺ ആരോ ആയി. ഒന്നും വേണ്ട, വെറുതെ ലൈൻ മാത്രം കാണിച്ചാൽ മതി. ഞാൻ കൊടുത്തു അപ്ഡേറ്റ് സെലക്ട് ടെസ്റ്റ്, അവിടെ ഒന്നും കാണിക്കില്ല. നമുക്ക് ക്ലോസ് ചെയ്യാൻ മതി. അപ്പൊ അപ്ഡേറ്റ് സെലക്ട് ടെസ്റ്റ് കൊടുത്തു. നമുക്ക് ലീഡർ ലൈനിൽ തന്നെ പുഷ്പിനും ഉണ്ട്, വ്യൂ ബേസിലും ഉണ്ട്. പുഷ്പിനാണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ കുറച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലീഡർ ലൈൻ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന വരില്ല. പക്ഷെ അഥവാ വ്യൂ ബേസിലാണെങ്കിൽ, അഥവാ ഞാനിപ്പോ ഇവിടെ ടെസ്റ്റ് എടുത്തു, വ്യൂ ബേസിലാക്കാണിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്തു, പുഷ്പിന് മാറ്റി വ്യൂ ബേസിലാക്കി. സെലക്ട് ഓൾ ലീഡർ ടെസ്റ്റ് അപ്ഡേറ്റ് സെലക്ട് ടെസ്റ്റ് ഇത് കണ്ട
വ്യൂ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലീഡർ ലൈൻ മൊത്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ലീഡർ ലൈൻ മൊത്തമായിട്ട് കാണാൻ പറ്റും വ്യൂ റൊട്ടേറ്റിംഗ് അനുസരിച്ച്. ഇതാണ് വ്യൂ ബേസ്. ഇപ്പൊ അവിടെ കണ്ട ഓരോന്റെ 142 സെന്റിമീറ്റർ, 89 സെന്റിമീറ്റർ, 55 സെന്റിമീറ്റർ അങ്ങനെ ഓരോ യൂണിറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ യൂണിറ്റില് ഡിസ്പ്ലേ യൂണിറ്റ് ഫോർമാറ്റ് ടിക്ക് ഓൺ ആക്കി കൊടുത്തുകൊണ്ടാണ്. ഇനി അഥവാ നമ്മൾ ടിക്ക് ഓഫ് ആക്കി കൊടുത്തിരിക്കുക, ടിക്ക് ഓഫ് ആക്കി കൊടുത്തു, അതിനുശേഷം ടെസ്റ്റ് റൂൾ കൊടുത്തു. ടെസ്റ്റ് റൂളിന് അപ്പൊ വേറെ ഒരു വെർട്ടെക്സ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ കണ്ട ഇവിടെ ഡയമെൻഷൻ കാണിക്കുന്നില്ല. അതുപോലെ യൂണിറ്റ്സില് ഡിസ്പ്ലേ യൂണിറ്റ് ഫോർമാറ്റ് ഓഫ് ആക്കി കൊടുത്തുകൊണ്ടാണ്. ഇത്രയാണ് നമ്മുടെ ടെസ്റ്റില് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. എന്ത് ചെയ്യുമ്പോഴും സെലക്ട് ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് സെലക്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്ത എഡിറ്റ് വരുത്തിയതൊക്കെ നമ്മൾ ചെയ്ത സെലക്ടില് വരുന്നതായിരിക്കും. ഇനി നമുക്ക് 3D ടെസ്റ്റ് എന്താണെന്ന് നോക്കി നോക്കാം. 3D ടെസ്റ്റ് കണ്ട ഇവിടെ ആഡ് ചെയ്യുന്നുള്ളത് അതാണ് 3D ടെസ്റ്റ്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ ഒരു ബോക്സ് അവിടെ എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ ഏത് ഫോണ്ടാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന്റെ സ്റ്റൈല് റെഗുലറാ ബോൾഡോ വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അലൈൻ ലെഫ്റ്റ്, സെന്റർ, റൈറ്റ് ഏത് ടൈപ്പിലാണ് അലൈൻ ചെയ്യേണ്ടതെന്ന് അതും സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ടെസ്റ്റിന്റെ ഹൈറ്റ് എത്രയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാൻ ആദ്യം ഇതിന്റെ ഫില്ലിഡും എക്സ്ട്രൂഡും ഓഫാക്കി അതിനുശേഷം ഞാൻ പ്ലേസ് ചെയ്യുകയാണ്. കണ്ടോ, അപ്പോൾ പ്ലേസ് ചെയ്തു, എസ്കേപ്പ് അടിച്ചു, പുറത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ നമുക്ക് ആ അക്ഷരം മാത്രമേ വന്നിട്ടുള്ളൂ, സ്ട്രോക്ക് മാത്രം, ഫില്ല് വന്നിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് പോലെ വരില്ല ഫില്ല്, അത് വന്നിട്ടില്ല. ഞാൻ വീണ്ടും ടെസ്റ്റ് ടൂൾ സെലക്ട് ചെയ്തു, അതിനുശേഷം ഫില്ലിഡ് കൊടുത്തു, എക്സ്ട്രൂഡ് ഓഫാക്കി, ഇനി പ്ലേസ് ചെയ്യണം. കണ്ടോ, ഇപ്പോൾ പ്ലേസ് ചെയ്തപ്പോൾ കണ്ടോ നമുക്ക് അവിടെ അക്ഷരവും വന്നു, അതിൻ്റെ ഉള്ളിലത്തെ ഷെയ്ഡ് ഫില്ലും വന്നു. പക്ഷെ ഇതിന് എക്സ്ട്രൂഡ് വന്നിട്ടില്ല, അതായത് തിക്നെസ് വന്നിട്ടില്ല. ഇനി ഞാൻ ടെസ്റ്റ് ടൂൾ എടുത്തു, 3D ടെസ്റ്റ് എടുത്തു, ആ ബോക്സിൽ ഫില്ലഡും കൊടുത്തു, എക്സ്ട്രൂഡറും കൊടുത്തു. എക്സ്ട്രൂഡറിന്റെ തിക്നെസ് ആണ് ഇവിടെ കാണിക്കുന്നത് 3 സെന്റിമീറ്റർ. അതിനുശേഷം ഞാൻ പ്ലേസ് ചെയ്തു. ഇപ്പോൾ കണ്ട പ്ലേസ് ചെയ്തപ്പോൾ തിക്നെസ്സും കൂടി വന്നു. തിക്നെസ് 3 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് മെഷർ ചെയ്യുകയാണെങ്കിൽ ഡയമെൻഷൻ എടുത്തു, കണ്ട 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇതിന്റെ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഹൈറ്റ് അതാണ് 25 സെന്റിമീറ്റർ. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യില്ലേ, സെലക്ട് ചെയ്യുമ്പോൾ കണ്ട ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ആ ഹൈറ്റ് അതാണ് ടെസ്റ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ 3D ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ടെസ്റ്റ് ഹൈറ്റും കൊടുക്കാൻ പറ്റും, അതേപോലെ എക്സ്ട്രൂഡർ എമൗണ്ട് എത്ര വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. പിന്നെ ഫില്ല് ചെയ്തിട്ട് വേണമെങ്കിൽ ഫില്ല് ചെയ്തിട്ടും വരാം. പിന്നെ അലൈൻ ലെഫ്റ്റ് അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ വരുത്തിയത് തന്നെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം നമുക്ക് ഗ്രൂപ്പായിട്ടാണ് വരിക. 3D ടെസ്റ്റ് ഇത് ഗ്രൂപ്പായിരിക്കും, ഇതും ഗ്രൂപ്പായിരിക്കും, ഇത് ഗ്രൂപ്പായിരിക്കും. അപ്പൊ വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ എഡിറ്റ് കമ്പോണന്റ് ആയിട്ടാണ് വരിക, എഡിറ്റ് കമ്പോണന്റ് കൊടുക്കുക. വീണ്ടും സെപ്പറേറ്റ് പുഷ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് പുഷ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇത് മൊത്തം സെലക്ട് ചെയ്യുക, അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ആക്സിസിലാണോ വേണ്ടത് അതിനനുസരിച്ച് ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ 90 ഡിഗ്രി കൊടുത്തു. ഇപ്പോൾ കണ്ട നമുക്ക് ഫ്രണ്ടിലേക്ക് എത്തി. നമുക്ക് ബാക്കിയുള്ള ടൂൾസ് ഒക്കെ ഇതിൽ യൂസ് ചെയ്ത് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൂളാണ് ആക്സിസ് ടൂൾ. ഓൾറെഡി നമുക്ക് 3 ആക്സിസ് ഡീഫോൾട്ട് ആയിട്ടുണ്ട്, ഗ്രീന്, ബ്ലൂ, റെഡ്. നമുക്കിപ്പോൾ റെക്ടാങ്കിൾ ടൂൾ എടുത്ത് വരയ്ക്കുകയായിരിക്കും. നമ്മൾ എന്ത് ക്രിയേഷൻ വരയ്ക്കുകയാണെങ്കിലും ഇതിന് പാരലായിട്ടാവും കിട്ടുക. അപ്പോൾ റെക്ടാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഈ അടിച്ച് ഗ്രീൻ ആക്സിസിന് പാരലില്ല, ഈ അടിച്ച് റെഡ് ആക്സിസിന് പാരലില്ല. അപ്പോൾ എങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഏതെങ്കിലും ആക്സിസിന് പാരലായിട്ടാവും കിട്ടുക. ഞാനിവിടെ ഒരു റോഡ് ക്രിയേഷൻ വരയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ക്രിയേഷൻ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഈ അടിച്ചിന് പാരലായിട്ട് എനിക്ക് റെക്ടാങ്കിൾ വരയ്ക്കണം വിചാരിക്കുക. അപ്പോൾ റെക്ടാങ്കിൾ വരച്ചു, അതിനുശേഷം റൊട്ടേഷൻ ടൂൾ എടുത്തിട്ടൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. അതല്ലാണ്ട് നമുക്ക് വരയ്ക്കണമെങ്കിൽ ആക്സിസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ ഉള്ള 3 ആക്സിസ് നമുക്ക് വേറെ സൈഡിലേക്ക് മാറ്റാൻ പറ്റും. അതായത് ആക്സിസ് ടൂൾ എടുത്തു, എവിടേക്കാണോ മാറ്റേണ്ടത് ആ പോയിന്റ് എടുത്ത് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ റെഡ് ആക്സിസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത്, അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓൾട്ട് കീ നിൽക്കാൻ പറ്റും. ഓൾട്ട് കീ നിൽക്കിയപ്പോൾ ഗ്രീൻ ഡയറക്ഷനായി, വീണ്ടും ഓൾട്ട് നിൽക്കിയപ്പോൾ ബ്ലൂ ഡയറക്ഷനായി. അപ്പോൾ ഓൾട്ട് കീ നിൽക്കിയിട്ട് നമുക്ക് ആക്സിസിന്റെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ആക്സിസ് അവിടേക്ക് കൊടുത്തു, ഇനി അടുത്ത ആക്സിസ് അടുത്ത 90 ഡിഗ്രിയിൽ അടുത്ത് കൊടുക്കുക. അപ്പോൾ അവിടേക്ക് ആക്സിസ് ഓറിയന്റേഷനായി. ഞാൻ അവിടെ റെക്ടാങ്കിൾ വരയ്ക്കണമെങ്കിൽ റെക്ടാങ്കിൾ വരയ്ക്കാവുന്നതാണ്. ഉണ്ടോ, റെക്ടാങ്കിൾ വരച്ചു. നമ്മൾ ആദ്യക്ക് ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടായിരുന്ന ആക്സിസിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീസെറ്റ് നിൽക്കുക. കണ്ട, അപ്പോൾ ആദ്യക്ക് പോയടത്തേക്ക് കിട്ടി. നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്രിയേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ, ആക്സിസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഓരോ തവണ സീൻ ആഡ് ചെയ്യാവുന്നതാണ്.
അതായത് ഇപ്പോൾ ഒരു സീന് ആഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ വ്യൂവില് ആനിമേഷൻ പറഞ്ഞിട്ടുണ്ടാവും, ആനിമേഷന്റെ ആഡ് സീൻ കൊടുക്കുക, അപ്പോൾ സീൻ ആഡ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഈ സീൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ആക്കാം, ഡിലീറ്റ് നിൽക്കി. അല്ലെങ്കിൽ സീൻ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഉണ്ടാവും ഡീഫോൾട്ട് ട്രയല് സീൻ പറഞ്ഞിട്ടുണ്ടാവും. അഥവാ ഇല്ലെങ്കിൽ വിൻഡോസിൽ ഡീഫോൾട്ട് ട്രയല് സീൻസിൽ ടിക്ക് ഓൺ ചെയ്താൽ മതി. അപ്പോൾ സീൻസ് ഓൺ ആക്കി കൊടുത്തു. ആഡ് സീൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് സീൻ, ഇപ്പോൾ ഉള്ളത് സീൻ ആഡ് ചെയ്തു, ഇപ്പോൾ ഒരു സീനായി. നമുക്ക് ഇവിടെ റീസെറ്റ് ചെയ്തിട്ട് ഓൾറെഡി ഉള്ളിടത്തേക്ക് പോകണമെങ്കിൽ റീസെറ്റ് കൊടുത്തു. ഞാൻ അവിടെ സീൻ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും സീൻ ആഡ് ആയി. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നിടയിൽ ഇപ്പോ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സീൻ 2ലാണ് ചെയ്യുന്നത് കേട്ടോ. സീൻ 2 നോക്കിയപ്പോൾ അങ്ങോട്ടായി. നമുക്ക് ഇവിടെ ഉള്ള ആക്സസ് ഉള്ള സീൻ കിട്ടണമെങ്കിൽ സീൻ 1 നോക്കി കണ്ട. അപ്പൊ അവിടെ ആക്സസ് ഇതിലുള്ള കിട്ടി. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറെ തവണ ഇങ്ങനെ ആക്സസ് മാറ്റുകയാണെങ്കിൽ റീസെറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഏത് സീനിലാണ് മാറ്റിയുള്ളത് അതനുസരിച്ച് ചെയ്യാം. അപ്പൊ ഇവിടെയാണ് ആക്സസ് ഉള്ളത് സീൻ 1-ൽ. സീൻ 2-ൽ നമ്മളതിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ആക്സസ്, അങ്ങനെ നമുക്ക് സീനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിവിടെ ഒരു പുഷ് പുൾ ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയാണ് ഇവിടെയാണ് ഒരു ആക്സസ് വരുന്നത്. അതായത് ഈ 3 എഡ്ജുകൾ കൂട്ടിമുട്ടുന്ന ഇവിടേക്ക് ആക്സസ് വരണമെങ്കിൽ ഈ എഡ്ജ് സെലക്ട് ചെയ്തു, അല്ല ഫേസ് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്കിൽ അലൈൻ ആക്സസ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിൽക്കുകയാണെങ്കിൽ കണ്ട ആ 3 പോയിന്റ് കൂടി നിൽക്കുന്നിടത്തേക്ക് നമുക്കൊരു ആക്സസ് കിട്ടി. ഇനി അതും സ്ക്രീനിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് സ്ക്രീൻ നിൽക്കുക, അപ്പൊ സ്ക്രീൻ ആഡ് ആയി. അഥവാ സ്ക്രീൻ ആഡ് ചെയ്യണമെങ്കിൽ വ്യൂവിലെ ആനിമേഷനിൽ ആഡ് സീൻ നിൽക്കിയാലും മതി. നമുക്കിവിടെ ഫേസിൽ അലൈൻ ആക്സസിന് പകരം അലൈൻ വ്യൂ ഉണ്ട്. അലൈൻ വ്യൂ നിൽക്കുക, ഇവിടെ അതിൽ ഏത് വ്യൂവിന്, അതായത് ടോപ്പ് വ്യൂ സൈഡ് വ്യൂ ഏതായിട്ടാണോ കറസ്പോണ്ടിങ് അവിടേക്ക് പോകും. അലൈൻ വ്യൂ വെറുതെ കണ്ട. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ, അത് ഫ്രണ്ട് വ്യൂക്ക് പോയി. ഞാൻ സൈഡിൽ നിന്നാണ് ഫേസ് സെലക്ട് ചെയ്തിട്ട് അലൈൻ കൊടുക്കണമെങ്കിൽ അലൈൻ വ്യൂ കൊടുക്കുകയാണെങ്കിൽ സൈഡിൽ നിന്നുള്ള വ്യൂ ആവും കണ്ട, സൈഡ് വ്യൂ. അപ്പോൾ അലൈൻ വ്യൂ ഉണ്ട്, അലൈൻ ആക്സസ് ഉണ്ട്. അലൈൻ ആക്സസ് കൊടുത്താൽ നമുക്ക് അതിനനുസരിച്ച് കിട്ടും. റീസെറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീസെറ്റ് നിൽക്കുക. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന പോലെ നമുക്ക് ആക്സസ് കിട്ടും. ഇതിനാണ് ആക്സസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടൂൾസ് ആണ് സോളിഡ് ടൂൾസ്. ഔട്ടർ ഷെല്ല്, ഇന്റർസെക്റ്റ്, യൂണിയൻ, സബ്സ്ട്രാക്ട്, ട്രിം, സ്പ്ലിറ്റ്. ഈ 6 ടൂൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ ഇവിടെ ഉണ്ടാവും, അഥവാ അവിടെ ഇല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് നിൽക്കുക, അതിൽ നിന്ന് സോളിഡ് ടൂൾസ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അതും അല്ലെങ്കിൽ വ്യൂവിൽ ടൂൾ ബാറിൽ പോയി അതിൽ നിന്ന് സോളിഡ് ടൂൾസ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അതും അല്ലെങ്കിൽ ടൂൾസിൽ നിന്ന് സോളിഡ് ടൂൾസിൽ നമുക്ക് ആവശ്യമായ സോളിഡ് ടൂൾസ് സെലക്ട് ചെയ്യാവുന്നതാണ്. സോളിഡ് ടൂൾസ് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം അത് സോളിഡ് ആയിരിക്കണം. പിന്നെ നമ്മൾ ചെയ്ത സോളിഡ് എല്ലാം ഗ്രൂപ്പ് ആക്കിയിരിക്കണം. ഇവിടെ ഞാൻ 3 സോളിഡ്സ് വരച്ചിട്ടുണ്ട്, 3 ഗ്രൂപ്പാണ്. അപ്പൊ ഞാൻ പുതിയത്തെ 1 അൺഗ്രൂപ്പ് ആക്കി, അതായത് എക്സ്പോർട്ട് ചെയ്തു, ഗ്രൂപ്പ് കളയാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഇതിലിപ്പോ ഈ 2 സോളിഡ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൽ ഏതെങ്കിലും കൊടുക്കുക. അപ്പൊ ഔട്ടർ ഷെഡ് കൊടുക്കുകയാണെങ്കിൽ വർക്ക് ചെയ്യില്ല, കാരണം നമ്മൾ ഗ്രൂപ്പ് എക്സ്പോർട്ട് ചെയ്തു. ഇനി ഗ്രൂപ്പ് ഞാൻ വീണ്ടും ഗ്രൂപ്പ് ആക്കി, മേക്ക് ഗ്രൂപ്പ് കൊടുത്തു. ഇനി നമ്മൾ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഒരു സോളിഡിന്റെ ഒരു സർഫസ് ഡിലീറ്റ് ചെയ്തു. ഇനി ഞാൻ വീണ്ടും ഈ സോളിഡ് ടൂൾസ് വർക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യണം. ഔട്ടർ ഷെഡ് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യാണ്. അപ്പോഴും മെസ്സേജ് വരും, നോട്ട് എ സോളിഡ് ഓർ ലോക്ക്ഡ് പറഞ്ഞിട്ട്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞാൽ സോളിഡിന്റെ ഉള്ളിലത്തെ എല്ലാ സർഫസും ഫിനിഷ്ഡ് ആയിരിക്കണം. വല്ല സർഫസ് ഒക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ആവില്ല. ഇനി നമ്മുടെ സോളിഡിന്റെ ഉള്ളിൽ അൺവാണ്ടഡ് ലൈൻ സെഗ്മെന്റ്സ് വിചാരിക്കുക, അപ്പോഴും നമ്മുടെ സോളിഡ് വർക്ക് ആവില്ല, സോളിഡ് ടൂൾസ് വർക്ക് ആവില്ല. അപ്പൊ ഈ 2 സോളിഡ് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഔട്ടർ ഷെല്ല് വർക്ക് ചെയ്യാൻ നോക്കി, അപ്പോഴും വർക്ക് ആവില്ല, കാരണം അൺവാണ്ടഡ് ലൈൻ സെഗ്മെന്റ്സ് ഉണ്ട്, അപ്പോഴും വർക്ക് ആവില്ല. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു സോളിഡ് ലോക്ക്ഡ് ആണെന്ന് വിചാരിക്കുക, അതായത് ഇപ്പോൾ ഒരു സോളിഡ് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, അതിനുശേഷം ഞാൻ ലോക്ക് ആക്കി വെച്ചെന്ന് വിചാരിക്കുക, അപ്പോഴും ഇത് വർക്ക് ആവില്ല. അപ്പൊ ഈ 2 സോളിഡ് ഞാൻ സെലക്ട് ചെയ്തു, അതിനുശേഷം ഔട്ടർ ഷെല്ല് കൊടുത്തു, അപ്പോഴും വർക്ക് ആവില്ല. അപ്പൊ ഇതിന്റെ ലോക്ക് കളയാൻ ഇത് വീണ്ടും സെലക്ട് ചെയ്തു, അതിനുശേഷം റൈറ്റ് ക്ലിക്കിൽ അൺലോക്ക് കൊടുത്തു. അപ്പൊ ഒന്നാമത് സോളിഡ് ആയിരിക്കണം, ആ സോളിഡ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കണം. പിന്നെ ആ ഗ്രൂപ്പിന്റെ ഉള്ളിലത്തെ സർഫസുകളൊക്കെ ഫിനിഷ്ഡ് ആയിരിക്കണം, വല്ല സർഫസ് ഡിലീറ്റ് ആവുക അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ സർഫസിന്റെ ഉള്ളിൽ അൺവാണ്ടഡ് ലൈൻ സെഗ്മെന്റ്സ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ സോളിഡ് ലോക്ക് ആയിരിക്കാൻ പാടില്ല, എന്നെങ്കിൽ മാത്രമേ നമുക്ക് സോളിഡ് ടൂൾസ് വർക്ക് ചെയ്യുകയുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്സ്ട്രാക്ഷൻ ടൂൾ ആണ്, സബ്സ്ട്രാക്ട്. അപ്പൊ ആദ്യം സബ്സ്ട്രാക്ട് എടുത്തു, ഏത് സോളിഡ് ആണോ സബ്സ്ട്രാക്ട് ആയി പോകേണ്ടത് ആ സോളിഡിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഏത് സോളിഡിൽ നിന്നാണ് സബ്സ്ട്രാക്ട് ആവേണ്ടത് അതും സെലക്ട് ചെയ്തു. കണ്ട, ആ സോളിഡ്
ആ പോർഷൻ ഡിലീറ്റ് ആയി. അതായത് രണ്ടും കൂടിയിട്ടുള്ള ആ പോർഷൻ ഡിലീറ്റ് ചെയ്താൽ ഇനി കൺട്രോൾ സെറ്റ് അടിച്ചു. അതായത് ഈ സോൾഡ് മൊത്തം അത് അവിടെ നിന്ന് ഡിലീറ്റ് ആയി. അതാണ് സബ്സ്ട്രാക്ഷൻ ടൂൾ യൂസ് ചെയ്ത വ്യത്യാസം. ഞാൻ അതിന് പകരം ഞാൻ സബ്സ്ട്രാക്ഷൻ ടൂൾ എടുത്തിട്ട് ആദ്യക്ക് ഈ സോൾഡാണ് സെലക്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഇതാണ് ഡിലീറ്റ് ആയി പോകേണ്ടതെന്ന് വിചാരിച്ചാൽ ഇത് സെലക്ട് ചെയ്തു, അതിനുശേഷം ഇത് സെലക്ട് ചെയ്തു. കണ്ട, അപ്പൊ ആ പോർഷനാണ് സബ്സ്ട്രാക്ട് ആയിട്ട് പോയത്. ആ സോൾഡിന്റെ പോർഷൻ സബ്സ്ട്രാക്ട് ആയി പോകും. ആദ്യക്ക് സെലക്ട് ചെയ്യുന്ന സോൾഡ് അതിൽ നിന്ന് ഡിലീറ്റ് ആവും. അതാണ് സബ്സ്ട്രാക്ഷൻ ടൂൾ. ഇനി നമ്മൾ സബ്സ്ട്രാക്ഷന് പകരം ട്രിം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ട്രിം ടൂൾ യൂസ് ചെയ്തു. ട്രിം ടൂൾ യൂസ് ചെയ്താൽ ഇത് ഞാൻ മൾട്ടിപ്പിൾ കോപ്പി എടുത്ത ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തു, അതിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ആണ് ഇത്. ഇതേ സാധനം തന്നെ ട്രിം യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ സബ്സ്ട്രാക്ഷൻ പോലെ പക്ഷെ ഡിലീറ്റ് ആവില്ല. ആദ്യം ഞാൻ ഫസ്റ്റ് സോൾഡ് സെലക്ട് ചെയ്തു, അതിനുശേഷം അടുത്ത സോൾഡ് സെലക്ട് ചെയ്തു. ഇപ്പൊ കണ്ട ഇവിടെ ഒരു കറുത്ത നിറം വന്നു. ഇവിടെ കണ്ട ഇവിടെ ഒരു കറുത്ത നിറം എക്സ്ട്രാ വന്ന് കാണാം, ഇവിടെയും ഇവിടെയൊക്കെ. പക്ഷെ ഇവിടെ ഒന്നും കറുത്ത നിറം ഉണ്ടാവില്ല. അത് സെലക്ട് ചെയ്തതിന്റെ വ്യത്യാസമാണ്. ഇവിടെ കണ്ട ഇവിടെ ഒന്നും കറുത്ത നിറം ഇല്ല, ഇവിടെ ഒന്നും. ഇപ്പൊ അടുത്ത സോൾഡ് സെലക്ട് ചെയ്തു, ഇപ്പൊ ഇവിടെയും കറുത്ത നിറം വന്നു. ഇനി അങ്ങനെ അടുത്ത എല്ലാ സോൾഡും സെലക്ട് ചെയ്തു. അതായത് മൾട്ടിപ്പിൾ കോപ്പീസ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ട്രിം ചെയ്ത് കളയാൻ പറ്റും. ഞാൻ ടൂളിൽ നിന്ന് എസ്കേപ്പ് ബാർ അടിച്ചു, പുറത്തൊരു ക്ലിക്കും ചെയ്തു. ഇനി നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഇതെടുക്കാൻ പറ്റും. മൂവ് ടൂൾ യൂസ് ചെയ്തു, ആ സോൾഡ് ഞാൻ സെപ്പറേറ്റ് മൂവ് ചെയ്തു. കണ്ട, ഇത് സബ്സ്ട്രാക്ട് ആയില്ല. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാണ് ഇത്. ഇവിടെ സബ്സ്ട്രാക്ഷൻ ടൂൾ യൂസ് ചെയ്തപ്പോൾ സബ്സ്ട്രാക്ട് ആവാണ് ചെയ്തത്. അതാണ് സബ്സ്ട്രാക്റ്റും ട്രിമ്മും തമ്മിലുള്ള വ്യത്യാസം. ട്രിം യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ ഞാൻ എക്സ്റേ മോഡൽ ഓൺ ഇടുകയാണ്. എക്സ്റേ മോഡൽ ഇട്ടു. ഞാൻ ട്രിം ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവും നോക്കണമെങ്കിൽ ട്രിം ടൂൾ യൂസ് ചെയ്തു. ആദ്യം ഈ സോളിഡിനെ സെലക്ട് ചെയ്തു, അതിനുശേഷം മറ്റുള്ള സോളിഡ് സെലക്ട് ചെയ്യുമ്പോൾ ട്രിം ചെയ്ത് പോകുന്നത് കാണാം. കണ്ട, ഇപ്പോൾ ഇങ്ങനെ ട്രിമ്മായി. ഇങ്ങനെയാണ് ട്രിം ആവുന്നത് ട്രിം ടൂൾ യൂസ് ചെയ്യുമ്പോൾ. ഞാൻ എക്സ്റേ മോഡ് ഓഫ് ആക്കി. കണ്ട, അപ്പൊ ആദ്യം ഉണ്ടാകുന്നത് ഈ സോൾഡ് ഈ അറ്റം വരെ ഉണ്ടാകും. ട്രിം ചെയ്തപ്പോ കണ്ട ഈ സോൾഡ് നിന്ന് ഈ സോൾഡ് ട്രിം ആയി പോയി. അതാണ് ട്രിം ടൂൾ യൂസ് ചെയ്താലുള്ള വ്യത്യാസം. ട്രിം ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സോളിഡ്സ് നമുക്ക് സെപ്പറേറ്റ് മൂവ് ചെയ്യാൻ പറ്റും. അതായത് സെപ്പറേറ്റ് മൂവ് ചെയ്യാനും നമുക്ക് മാറ്റി വെക്കാനും പറ്റും. അതാണ് ട്രിം ചെയ്താലുള്ള വ്യത്യാസം. നമുക്ക് രണ്ട് സോൾഡിന്റെ ഇന്റർസെക്ട് ആയ പോർഷൻ മാത്രം കിട്ടണമെങ്കിൽ ഞാൻ ഈ സോൾഡ് മൂവ് ചെയ്ത് വെക്കുകയാണ്. സോൾഡ് സെലക്ട് ചെയ്തു, മൂവ്. രണ്ട് സോളിന്റെ ഇന്റർസെക്ട് പോർഷൻ ഇവിടെ ഇപ്പൊ ഇന്റർസെക്ട് ഒന്നും ഇല്ല. അപ്പൊ ഇന്റർസെക്ട് ഇല്ലാണ്ട് നമ്മളിപ്പോ ഇന്റർസെക്ടിന്റെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് സോളിന്റെ ഇന്റർസെക്ട് ആയിട്ട് ഒന്നുമില്ല. അപ്പൊ മൊത്തത്തിൽ പോയി. ഇന്റർസെക്ട് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മൊത്തമായിട്ട് പോകും. ഞാൻ ഈ സോൾഡ് സെലക്ട് ചെയ്തു, അത് ഓൾറെഡി ഗ്രൂപ്പാണ്, അതിനെ മൂവ് ചെയ്തു, എങ്ങനെ വെച്ചു. ഈ രണ്ട് സോളിന്റെയും ഇന്റർസെക്ട് പോർഷൻ ഈ ഒരു റെക്ടാങ്കിൾ പോർഷൻ ആണ്, ഈ ഒരു ചെറിയ പോർഷൻ. അത് മാത്രമായിട്ട് കിട്ടണമെങ്കിൽ ഇന്റർസെക്ട് ഓപ്ഷൻ എടുത്തു, ഫസ്റ്റ് സോൾഡ് സെലക്ട്, സെക്കൻഡ് സോൾഡ് സെലക്ട്, രണ്ടിന്റെയും ഇന്റർസെക്ട് ആയിട്ടുള്ള പോർഷൻ നമുക്ക് കിട്ടും. ഇതാണ് ഇന്റർസെക്ട് പോർഷൻ. ഇന്റർസെക്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അത് എക്സ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്റർസെക്ട് എടുത്തു, ഫസ്റ്റ് സോൾഡ്, സെക്കൻഡ് സോൾഡ്. കണ്ട, അതാണ് ഉണ്ടാവുന്നത്. ഞാനിപ്പോ രണ്ട് സോൾഡ് എക്സ്റേ മോഡ് ഓൺ ആക്കിയാണ്. രണ്ട് സോൾഡ് കണ്ട, ഒരു റെക്ടാങ്കിൾ പീസും ഒരു സിലിണ്ടർ പീസും, രണ്ട് സോൾഡും കൂടെ കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് രണ്ടും കൂടിയിട്ട് സെലക്ട് ചെയ്തതിനു ശേഷം ഇന്റർസെക്ട് കൊടുത്തു. രണ്ടിന്റെ കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോർഷനാണ് കിട്ടുന്നത്. ഇന്റർസെക്ട് യൂസ് ചെയ്ത രണ്ടിനും കോമൺ ആയിട്ടുള്ളത് ഏത് പോർഷനാണോ ആ പോർഷൻ നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ഔട്ടർ ഷെല്ലും യൂണിയനും തമ്മിലുള്ള വ്യത്യാസം നോക്കി നോക്കാം. അതിന് ആദ്യം എക്സ്റേ ഇട്ടു. ഇപ്പൊ കണ്ട, ഈ ഒരു ക്യൂബും ഇതും രണ്ടും രണ്ട് സോൾഡാണ്. അപ്പൊ അതിന്റെ ഔട്ടർ ഷെല്ല് കൊടുത്തു വിചാരിക്കുക. ഔട്ടർ ഷെല്ല് കൊടുത്തു, ഫസ്റ്റ് ഒബ്ജക്ട് സെലക്ട് ചെയ്തു, സെക്കൻഡ് ഒബ്ജക്ട് സെലക്ട് ചെയ്തു. കണ്ട, അത് രണ്ടും കൂടിയിട്ട് ഒറ്റ ഒബ്ജക്റ്റ് ആയി, അതായത് ഒറ്റ സിംഗിൾ സോൾഡ് ആയി. അതിന്റെ ഉള്ളിലത്തെ പോർഷൻ പോവുകയും ചെയ്തു. കണ്ട, അതിന്റെ ഉള്ളിലത്തെ എൻറ്റിറ്റീസ് ഒക്കെ പോവുകയും ചെയ്തു. അതേപോലെ ഇപ്പൊ ഇവിടെ ഈ രണ്ട് സോൾഡും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്തു, അതിനുശേഷം ഔട്ടർ ഷെല്ല് കൊടുത്തു വിചാരിക്കുക. കണ്ട, അതിന്റെ ഉള്ളിലത്തെ പോർഷൻ പോയി, അതായത് ഔട്ടർ പോർഷൻ മാത്രമേ ഉള്ളൂ. കമ്പൈൻ ഓൾ സെലക്ടഡ് സോളിഡ്സ് ഇൻടു സിംഗിൾ സോൾഡ് ആൻഡ് റിമൂവ് ഓൾ ഇന്റീരിയർ എൻറ്റിറ്റീസ്. ഇന്റീരിയർ പോർഷൻ ഒക്കെ പോയി. അതാണ് ഇവിടെ ഉണ്ടായത്. ഇത് തന്നെ ഞാൻ ഇത് മൊത്തം സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ യൂണിയൻ കൊടുത്തു. അപ്പൊ അവിടെയും നമുക്ക് വലിയ വ്യത്യാസം മനസ്സിലാവില്ല. അതേപോലെ ഇവിടെയും സെലക്ട് ചെയ്ത് യൂണിയൻ കൊടുത്തു. ഇവിടെയും അതേപോലെ ക്രിയേറ്റ് ആവണം. യൂണിയൻ വൃത്തിയിൽ മനസ്സിലാവണമെങ്കിൽ
ഇപ്പം ഞാൻ ഇവിടെ 2 ഷേപ്പ് വരച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളിൽ വോയിഡ് ഉള്ള ഷേപ്പ്, അതായത് ഇപ്പോൾ ഫുള്ളി സോൾഡ് അല്ല, സോൾഡ് തന്നെയാണ് പക്ഷെ ഉള്ളിൽ വോയിഡ് ഉണ്ട്. കണ്ടാ, യൂണിയൻ പറഞ്ഞ കമ്പൈൻ ഓൾ സെലക്ടഡ് സോളിഡ്സ് ഇൻ ടു സിംഗിൾ സോൾഡ് ബട്ട് കീപ്പ് ഇന്റീരിയർ വോയിഡ്സ്. അത് ഉള്ളിലുള്ള വോയിഡ്സ് അതേപോലെ കീപ്പ് ചെയ്യും. അപ്പൊ അതിനാണ് ഈ ഉള്ളിൽ വോയിഡ്സ് ആയിട്ടുള്ള 2 സോൾഡ് വരച്ചു വെച്ചു. അതിനുശേഷം ഇതിനെ മൂവ് ചെയ്തു ആദ്യം റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം റെഡ് ആക്സിസിൽ വെച്ചു, ഒരു 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തു. അതിനുശേഷം മൂവ് ചെയ്തിട്ട് ഇത് ഈ പോയിന്റിലേക്ക് വെച്ചു. നമുക്ക് എക്സ്റേയിൽ ഓൺ ആക്കിയിട്ട് നോക്കാം. അപ്പോൾ കണ്ട, ഇങ്ങനെയാണ് ഈ ഒബ്ജക്റ്റ് ഉള്ളിൽ ഇരിക്കുന്നത്. ഇത് മൊത്തത്തിൽ ഞാൻ സെലക്ട് ചെയ്തതിനു ശേഷം ഔട്ടർ ഷെല്ല് കൊടുത്തപ്പോൾ കണ്ട, ഔട്ടറിത്തെ മാത്രമല്ലോ ബാക്കിയുള്ള ഇന്നർ പോർഷൻ മൊത്തം പോയി. ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ചു. ഇനി ഞാൻ യൂണിയൻ കൊടുക്കട്ടെ, അത് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം യൂണിയൻ കൊടുത്തപ്പോൾ കണ്ട, അതിൻ്റെ ഉള്ളിലത്തെ ആ വോയിഡ് പോർഷൻ പോയിട്ടില്ല. വോയിഡ് അവിടെ നിർത്തും. അതാണ് കമ്പൈൻ ഓൺ സെലക്ടഡ് സോളിഡ്സ് ഇൻ ടു സിംഗിൾ സോൾഡ് ഇന്റീരിയർ വോയിഡ്സ് അതേപോലെ നിലനിർത്തും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഓൺ ആക്കിയിട്ട് ഈ ഫേസ് ഞാൻ ഡിലീറ്റ് ചെയ്തു. കേട്ടാ, ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കാണുക. ആ വോയിഡ്സിന്റെ ആ സ്പേസ് നിലനിർത്തും. മറ്റേതിൽ അങ്ങനെയല്ല, മറ്റേതിൽ മൊത്തമായിട്ട് പോകും. അതാണ് ഔട്ടർ ഷെല്ലും യൂണിയനും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടൂള് സ്പ്ലിറ്റ് ടൂളാണ്. ഇതിപ്പോ ഇതൊരു സോൾഡ് മൊത്തത്തിൽ സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ സ്പ്ലിറ്റ് കൊടുത്തു. ഇനി കണ്ട, ഇത് സെപ്പറേറ്റ് മൂവ് ചെയ്യാൻ, ഇത് സെപ്പറേറ്റ് മൂവ് ചെയ്യാം, ഇത് സെപ്പറേറ്റ് മൂവ് ചെയ്യാം, ഇത് സെപ്പറേറ്റ് മൂവ് ചെയ്യാം. അതായത് 3 സെപ്പറേറ്റ് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് സ്പ്ലിറ്റ് ടൂളിന്റെ ഗുണം. സ്പ്ലിറ്റ് ടൂൾ യൂസ് ചെയ്താൽ 3 നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് സ്പ്ലിറ്റ് ടൂൾ. സ്പ്ലിറ്റ് ആ ടൂളിന്റെ നെയിം തന്നെ, സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്പ്ലിറ്റ് ടൂൾ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ 2 സോഫ കാണിച്ചിട്ടുണ്ട്. ഈ സോഫ ഞാൻ 3D വെയർ ഹൗസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഈ സോഫയിൽ ഈ ജോമെട്രി ഒക്കെ ഹിഡൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സോഫയിൽ കണ്ട ജോമെട്രി ഒന്നും ഹിഡൻ ആയിട്ടില്ല, മൊത്തം കാണിക്കുന്നുണ്ട്. എഡ്ജസ് ഒക്കെ, അതായത് ജോമെട്രിയുടെ എഡ്ജസ് മൊത്തം കാണിക്കുന്നുണ്ട്. അവിടെയും കാണിക്കുന്നുണ്ട്, അപ്പം ഇവിടെ സൂം ചെയ്താൽ ഇവിടെയും കാണിക്കുന്നുണ്ട്. അപ്പം അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സോഫ്റ്റ് എഡ്ജസ്. സോഫ്റ്റ് എഡ്ജസ് ഇവിടെ കാണുന്നില്ലെങ്കിൽ വിൻഡോ പോയി ഡീഫോൾട്ട് ട്രേയിൽ സോഫ്റ്റ് എഡ്ജസ് ടിക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ സോഫ പോലെ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ഈ സോഫ 3D വെയർ ഹൗസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കമ്പോണന്റ് ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ ആദ്യം ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് കമ്പോണന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ ഈ തലയണ, ഈ പില്ലോ കുഷനാണ് നമ്മൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സോഫ്റ്റ് എഡ്ജസിൽ സ്മൂത്ത് നോർമൽസ് കൊടുത്തപ്പോൾ തന്നെ അത്യാവശ്യം ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അളവ് കുറയും തോറും അതിന്റെ ജോമെട്രി മൊത്തം വരും. അപ്പൊ അതിന്റെ വാല്യൂ റൈറ്റിലേക്ക് പോകുന്തോറും അതിന് ജോമെട്രി മൊത്തം ഹിഡൻ ആയി പോകും. മൊത്തം ഹിഡൻ ആവില്ല, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നടുവിത്ത് ഉണ്ടായി പോണില്ല. അപ്പൊ ലെഫ്റ്റിലേക്ക് പോയി കണ്ടോ, ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. റൈറ്റിലേക്ക് പോകുമ്പോൾ ഹിഡൻ ആവുന്നുണ്ട്, പക്ഷെ നടുവിത്ത് മൊത്തം ഹിഡൻ ആവില്ല, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഹിഡൻ ആവില്ല. അപ്പൊ മൊത്തത്തിൽ ഹിഡൻ ആവണമെങ്കിൽ സോഫ്റ്റിന് കോപ്ലാനർ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ കണ്ട, ആ ഫേസ് മൊത്തം കോപ്ലാനറായി. ഷേപ്പ് ജോമെട്രി മൊത്തം ഹിഡൻ ആവും ചെയ്യും. കണ്ട, സ്മൂത്ത് നോർമൽസ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ടോ? ഇവിടെ കണ്ട സ്മൂത്ത് ആയിട്ട്, ഈ ഏരിയ സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മൂത്ത് നോർമൽസ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ടിക്ക് ഓഫ് ആണെങ്കിൽ നമ്മളുടെ ആ എഡ്ജസ് പോയടുത്തൊരു സ്മൂത്ത് ഉണ്ടാവില്ല, ഒരു ഫേസ് പോലെ ഒരു കാണാൻ പറ്റും. അപ്പൊ അതിനാണ് നമ്മൾ സ്മൂത്ത് നോർമൽസ് ടിക്ക് ഓൺ കൊടുക്കുന്നത്. ഇപ്പൊ കണ്ട, സ്മൂത്ത് ആയിട്ട് കിട്ടി. സോഫ്റ്റിന് കോപ്ലാനർ കൊടുത്തപ്പോൾ നമുക്ക് ഹിഡൻ ആവാത്ത ജോമെട്രിയും കൂടി ഹിഡനായി കിട്ടി. ഇനി അതേപോലെ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു തലയണ മാത്രമായിട്ട് ചെയ്തത്, ഇപ്പൊ ഞാൻ കൺട്രോൾ ആയി അടിച്ചു, അപ്പൊ അത് മൊത്തം സെലക്ട് ആയി. ഇനി നമ്മൾക്ക് ഒറ്റയടിക്ക് ചെയ്യണമെങ്കിൽ ഈ വാല്യൂ റൈറ്റിലേക്ക് കൂട്ടി കൊടുത്തു കേട്ടാ, ഇതും കൂടി പോയിട്ട് ഇവിടെ മറ്റേത് കുറവായിരുന്നു കണ്ടാ. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതിത്ത് മറ്റടിക്ക് മാറ്റാം. ഡബിൾ ക്ലിക്ക് ചെയ്തു, കൺട്രോൾ ആയ മൊത്തം സെലക്ട് ചെയ്തതിനു ശേഷം സ്മൂത്ത് നോർമലും സോഫ്റ്റ് കോപ്ലാനറും ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ട റൈറ്റിലേക്ക് പോകുമ്പോൾ മൊത്തം പോകുമ്പോൾ നിർത്തുക, എല്ലാതും പോയി. ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സോഫ്റ്റ് എഡ്ജ് അതുപോലെ ഹിഡൻ ജോമെട്രി അവ എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ്. ഞാൻ അതിന് സർക്കിൾ ടൂൾ കൊടുത്ത് ഇവിടെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്.
അതിന് സൈഡുകളുടെ എണ്ണം കൂട്ടുവാൻ കൺട്രോൾ പ്ലസ്, അതുപോലെ കുറയ്ക്കാൻ കൺട്രോൾ മൈനസ്. ഞാൻ ഇവിടെ ഒരു 15 സൈഡുകളുള്ള ഒരു സർക്കിൾ വരച്ചു. അതിനുശേഷം ഞാൻ പുഷ് പുൾ ടൂൾ യൂസ് ചെയ്തു, പുഷ് ചെയ്തു. ഇപ്പോൾ കണ്ട ഇതിൻ്റെ എഡ്ജസ് ഒക്കെ വളരെ സോഫ്റ്റ് ആണ്, സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഞാൻ ഒരു പോളിഗൺ ടൂൾ എടുത്തു, അതേപോലെ അതിൻ്റെയും വശങ്ങൾ 15 വശമുള്ള ഒരു പോളിഗൺ വരച്ചു. അതിനെ ഞാൻ പുഷ് ചെയ്തു. കണ്ട അതിൻ്റെ എഡ്ജസ് കണ്ട സ്ട്രെയിറ്റ് ലൈൻസ് ആണ് അതിൻ്റെ എഡ്ജസ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇതൊക്കെ ഫ്ലാറ്റ് സർഫസുകളാണ്. ഇതിന് നമുക്ക് സെപ്പറേറ്റ് പുഷ് ചെയ്യാൻ പറ്റും, ഫ്ലാറ്റ് സർഫസുകൾ. പക്ഷേ നമുക്ക് ഇവിടെ സർക്കിളിനെ പുഷ് ചെയ്യാൻ പറ്റില്ല. കർവ്ഡ് ഓർ സ്മൂത്ത് ഒരു സർഫസിന് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ ഇത് സ്മൂത്താണ്, സോഫ്റ്റ് ആയിട്ട്. ഇവിടെ നമുക്ക് പോളികളിൽ സ്മൂത്ത് അല്ല. അപ്പോൾ ഇവിടെ സ്മൂത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഹിഡൻ ജോമെട്രിയിലായിരിക്കും കാണുക. അപ്പോൾ ഹിഡൻ ജോമെട്രി ഇവിടെ നമുക്ക് വിസിബിൾ അല്ല. അപ്പോൾ ഹിഡൻ ജോമെട്രി കാണുവാൻ വ്യൂവിൽ ഹിഡൻ ജോമെട്രി ഓൺ ആക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ട നമുക്ക് ഹിഡൻ ജോമെട്രി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹിഡൻ ജോമെട്രി റെപ്രസെന്റ് ചെയ്യാനാണ് ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ നമുക്കിത് സർക്കിളിന്റെ ടൂൾ വെച്ച് വരച്ചാലും പോളികളിൽ വരച്ചാലും രണ്ടിലും നമുക്ക് ഷേപ്പ് ഏകദേശം കാണിക്കുന്നുണ്ട്. പക്ഷേ സർക്കിളിലാണെങ്കിൽ സ്മൂത്ത് ആയിരിക്കും, പോളികളിലായിരുന്നെങ്കിൽ കൃത്യ എക്സാക്ട് ഫ്ലാറ്റ് സർഫസ് സെപ്പറേറ്റ് ഓരോ വശങ്ങൾക്കനുസരിച്ച് രൂപപ്പെട്ടിട്ടുണ്ടാവും. ഇനി ഹിഡൻ ജോമെട്രി ഓൺ ആക്കി കൊടുത്താൽ നമുക്ക് ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് പുഷ് ചെയ്യാൻ കിട്ടാം. പക്ഷേ ഹിഡൻ ജോമെട്രി ഓഫ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഹിഡൻ ജോമെട്രി ഓഫ് ആണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഹിഡൻ ജോമെട്രി ഓൺ ആക്കി കൊടുത്തു. ഇനി നമുക്ക് ഈ ഓരോ സ്മൂത്ത് ആയിട്ടുള്ള ഈ എഡ്ജുകൾ നമുക്ക് അൺസോഫ്റ്റൻ ചെയ്യാം. അതായത് ഈ സോഫ്റ്റൻ എഡ്ജിനെ നമുക്ക് അൺസോഫ്റ്റൻ ചെയ്യാൻ പറ്റും. അതിന് ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺസോഫ്റ്റൻ കൊടുക്കുക. അപ്പോൾ ആ എഡ്ജ് നമുക്ക് അൺസോഫ്റ്റൻ ഉണ്ടാവും. അതേപോലെ അടുത്ത എഡ്ജ് സെലക്ട് ചെയ്തു, അതിനുശേഷം അതിനെയും അൺസോഫ്റ്റൻ ചെയ്തു. ഈ 2 എഡ്ജ് നമുക്ക് പോളികളിൽ ക്രിയേറ്റ് ചെയ്ത പോലെ ഒരു ഫ്ലാറ്റ് സർഫസ് ആണ്. നമുക്ക് വ്യൂ അതേപോലെ നമുക്ക് ഈ സ്ട്രെയിറ്റ് എഡ്ജ്, അതായത് ഫ്ലാറ്റ് സർഫസിലുള്ള ഈ സ്ട്രെയിറ്റ് എഡ്ജിനെ നമുക്ക് സോഫ്റ്റൻ ചെയ്യാനും പറ്റും. ഈ എഡ്ജിനെ സോഫ്റ്റൻ ചെയ്യാൻ ഇത് റൈറ്റ് സെലക്ട് ചെയ്യുക. അതിലേക്ക് ആ ലൈൻ സെലക്ട് ചെയ്തതിനു ശേഷം അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം സോഫ്റ്റൻ കൊടുക്കുക. അതേപോലെ ഈ എഡ്ജ് സോഫ്റ്റൻ ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, അതിനുശേഷം സോഫ്റ്റൻ കൊടുക്കുക. ഇനി നമ്മൾ വ്യൂവില് ഹിഡൻ ജോമെട്രി ടിക്ക് ഓഫ് ചെയ്ത് കൊടുത്താൽ ഈ സർഫസ് നമുക്ക് സ്മൂത്ത് ആയിട്ടുണ്ടാവും. അതിന് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും, അതായത് സ്മൂത്ത്നെസ് പോയിണ്ടാവും. ഇതിന് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്മൂത്ത് എഡ്ജും സോഫ്റ്റ് എഡ്ജും സോഫ്റ്റ് അല്ലാത്തതും. സർക്കിളിൽ വെച്ച് വരച്ചിട്ട് പുഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റിനായിരിക്കും കിട്ടുക. പക്ഷെ പോളിഗണും വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആവില്ല കിട്ടുക. അതാണ് വ്യത്യാസം. അതേപോലെ നമുക്ക് സോഫ്റ്റിൻ എഡ്ജിനെ അൺസോഫ്റ്റൻ ചെയ്യാനും അൺസോഫ്റ്റൻ എഡ്ജിനെ സോഫ്റ്റൻ ചെയ്യാനും സ്കെച്ചബിൾ പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ പ്ലെയിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ സെക്ഷൻ പ്ലെയിന് ഒന്നെങ്കിൽ നമുക്ക് ലാർജ് ടൂൾ സെറ്റിൽ ഈ ഏരോ ഉണ്ടാകും. ഇതാണ് സെക്ഷൻ പ്ലെയിൻ. ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ടൂൾസിൽ സെക്ഷൻ പ്ലെയിൻ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. കണ്ടോ, ടൂൾസിൽ സെക്ഷൻ പ്ലെയിൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ടൂൾ ബാറിൻ്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെക്ഷൻ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് ഒരു 4-5 ഓപ്ഷനായിട്ട് കിട്ടും. കണ്ടോ, ഇതാണ് സെക്ഷൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. നമുക്ക് ഇങ്ങനെയും സെക്ഷൻ പ്ലെയിൻ്റെ ഓപ്ഷൻസ് എടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് സെക്ഷൻ പ്ലെയിൻ അതിൻ്റെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള 3 ഓപ്ഷൻസും കൂടി നമുക്ക് കിട്ടും. ഇതേ 3 ഓപ്ഷൻ തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നതായിരിക്കും. സെക്ഷൻ കട്ട്, സെക്ഷൻ ഫിൽ, സെക്ഷൻ പ്ലെയിൻ, 3 അതേ ഓപ്ഷൻ വ്യൂവിലും കിട്ടും, ഇവിടെയും കിട്ടും. നമുക്ക് സെക്ഷനെ കുറിച്ച് പഠിക്കാനായിട്ട് ആദ്യം ഞാൻ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. റെക്ടാങ്കിൾ ടൂൾ എടുത്തു, ഒരു റെക്ടാങ്കിൾ വരച്ചു, അതിനെ ഞാൻ പുഷ് ചെയ്തു. അതിനുശേഷം ഒരു ഓഫ്സെറ്റ് എടുത്തതിന് ശേഷം ഉള്ളിലൊരു ഹോൾ ക്രിയേറ്റ് ചെയ്തു. അതിന് പുഷ് പുൾ ടൂൾ യൂസ് ചെയ്തു. ഉള്ളിലേക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ പുഷ് പുൾ യൂസ് ചെയ്തിട്ട് ഈ പോയിന്റിൽ ഓൺ എഡ്ജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഹോളായി. ഞാൻ വീണ്ടും റെക്ടാങ്കിൾ ടൂൾ എടുത്തു, വീണ്ടും അതിനെ പുഷ് ചെയ്തു. ഇനി ഞാൻ സെക്ഷൻ എടുത്തു. സെക്ഷൻ ആദ്യം എടുക്കുമ്പോൾ ഇങ്ങനെ വരില്ല. ഞാനിതിൽ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷനാണ് വരിക. ആദ്യം ഈ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും, നെയിം സെക്ഷൻ പ്ലെയിൻ പറഞ്ഞിട്ടൊരു ബോക്സ് വരും. അതിൽ നെയിം കൊടുക്കാൻ പറഞ്ഞാൽ സെക്ഷന് കൊടുക്കേണ്ട നെയിം ഏതാണോ അത് കൊടുക്കുക. സിമ്പിൾ പറഞ്ഞാൽ ഇവിടെ ഓരോ തെറ്റത്ത് വരും സിമ്പിൾ, അതേതാണോ വരേണ്ടത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ കൊടുക്കുക. അപ്പോൾ 2 പേര് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്ന് ആ സെക്ഷൻ്റെ നെയിം, പിന്നെ അതിൻ്റെ സിമ്പിൾ ഏതാ വെച്ചാൽ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്ലീസ് ഡോണ്ട് ഷോ ദിസ് അഗെയിൻ, ഐ വിൽ യൂസ് ദി ഡീഫോൾട്ട് നെയിംസ് ആൻഡ് സിമ്പിൾസ്. ഈ ഓപ്ഷൻ ഞാൻ ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സെക്ഷൻ എടുക്കുമ്പോൾ എനിക്ക് ഈ ബോക്സ് കിട്ടാറില്ല. ഒരിക്കൽ ഈ ടിക്കോ കൊടുത്താൽ പിന്നെ ഈ ബോക്സ് കിട്ടാനുള്ള വഴി ഉണ്ടാകുന്ന അറിയില്ല, കിട്ടാറില്ല സാധാരണ.
അപ്പോൾ ഞാൻ അത് ഈ ബോക്സ് ടിക്ക് ഇട്ട് കൊടുത്തോണ്ട് എനിക്കിപ്പോൾ ആ ഓപ്ഷൻ കിട്ടുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് അതിന് നെയിമും സിമ്പിളും കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഞാനിപ്പോൾ അത് ഓൾറെഡി കൊടുത്തു, കാരണം എനിക്ക് ഏറ്റവും ആദ്യം തന്നെ സെക്ഷൻ പ്ലെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സെക്ഷൻ പ്ലെയിൻ വരച്ചു. അവരുദ്ദേശിച്ചത് ഇതാണ് 1, നേരത്തെ കാണിച്ചില്ലേ അതിൽ ഏടെ അവിടെ 1, ഇതാണ് 1 നെയിം കാണിക്കുക. ഇതാണ് സെക്ഷൻ പ്ലെയിൻ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ എൻറ്റിറ്റി ഇൻഫർമേഷൻ എടുത്താൽ മതി. കണ്ട അതിൻ്റെ നെയിം സെക്ഷൻ 1, സിമ്പിൾ 1, അതായത് സിമ്പിൾ 1, ഇവിടെ 1 കണ്ട, ഇവിടെയും 1. ഔട്ട്ലൈനറിലും കാണിക്കും നമ്മുടെ സെക്ഷനെ കുറിച്ചിട്ട്. ഇനി നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഔട്ട്ലൈനറിൽ എഡിറ്റ് ചെയ്യാം. ഔട്ട്ലൈനറിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം സെലക്ട് ചെയ്യുക, പിന്നെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാം. കണ്ടാ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുക. അതേപോലെ ഇവിടെയും എഡിറ്റ് ചെയ്യുക. എൻറ്റിറ്റി ഇൻഫർമേഷനിലും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ സെക്ഷൻ പ്ലെയിൻ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് സെക്ഷൻ പ്ലെയിൻ ആവശ്യമില്ല, കാണിക്കേണ്ടെന്നെങ്കിൽ ഇവിടുത്തെ ടിക്ക് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടാ ഡിസ്പ്ലേ സെക്ഷൻ പ്ലെയിൻ, അത് നമുക്ക് ഒന്നെങ്കിൽ വ്യൂവിൽ പോയിട്ടും ചെയ്യാം, സെക്ഷൻ പ്ലെയിൻ ഓഫ് ചെയ്യാം. കണ്ടാ ഇവിടെയും ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഡിസ്പ്ലേ സെക്ഷൻ കട്ട്സ്, അതായത് സെക്ഷൻ കട്ട് ചെയ്ത പോർഷൻ നമുക്ക് കാണണമെങ്കിൽ അത് ഓഫ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക, കാണണമെങ്കിൽ വീണ്ടും ഡിസ്പ്ലേ സെക്ഷൻ കട്ട്സ് ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം ഡിസ്പ്ലേ സെക്ഷൻ ഫില്ല്, അതായത് ഇവിടെ സെക്ഷൻ കട്ട് ചെയ്തതിൻ്റെ ഇതാണ് സെക്ഷൻ കട്ട് ചെയ്ത ലൈൻസ്. പിന്നെ സെക്ഷൻ ഫില്ല് ചെയ്ത് കാണിക്കണമെങ്കിൽ ഇവിടെ ഓൺ ആക്കി കൊടുക്കണം. അങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. അത് 3 ടിക്ക് ഓണും ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഈ സെക്ഷൻ പ്ലെയിൻ്റെ അതേ ഡയറക്ഷനിൽ വേറൊരു ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ വരച്ചു വിചാരിക്കുക. അപ്പോൾ ഈ സെക്ഷൻ പ്ലെയിൻ എക്സ്റ്റെൻഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇവിടെ റെക്ടാങ്കിൾ കൊടുത്തു വരച്ചു, കണ്ടാ ഈ സെക്ഷൻ പ്ലെയിൻ അതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ആയി. ഞാൻ വേറൊരു റെക്ടാങ്കിൾ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സെക്ഷൻ പ്ലെയിൻ എക്സ്റ്റെൻഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സെക്ഷൻ പ്ലെയിൻ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ടൂൾ യൂസ് ചെയ്തു, കണ്ടാ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സെക്ഷൻ പ്ലെയിൻ്റെ വ്യത്യാസം വരുന്നുണ്ട. ഇപ്പോൾ കണ്ട ഇവിടെ കണ്ട ഇനി ഒരു പുറത്ത് ക്ലിക്ക് ചെയ്തു, എസ്കേപ്പ് ബാർ അടിച്ചു, കണ്ട ഇതാണ് സെക്ഷൻ ഫില്ല്. വൃത്തിയിൽ മനസ്സിലാവുന്നുണ്ട് സെക്ഷൻ ഫില്ല്. അതായത് നമ്മളിപ്പോൾ ഒരു ക്യാരറ്റാ ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും മുറിക്കുകയാണെങ്കിൽ വൃത്തിയിൽ ഷേപ്പിൽ കാണാൻ പറ്റും. നമുക്ക് അതിൻ്റെ എഡ്ജ് മാത്രം കാണണമെങ്കിൽ സെക്ഷൻ ഫില്ല് ഓഫ് ആക്കിയിടുക. കണ്ടാ ഈ ലൈൻസ് മാത്രം കാണണമെങ്കിൽ സെക്ഷൻ ഫില്ല് ഓഫ് ആക്കിയിടുക. അതായത് ഇപ്പോൾ സ്ലൈസ് ചെയ്യുന്ന പോലെ നമുക്ക് സോളിഡ് ആയിട്ട് വൃത്തിയിൽ കിട്ടണമെങ്കിൽ അപ്പം നമുക്ക് സെക്ഷൻ ഫില്ല് ഓൺ ആക്കിയിടുക. അത്രയല്ലോ അവിടെ. നമുക്ക് വേറെ സെക്ഷൻ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും സെക്ഷൻ പ്ലെയിൻ എടുക്കുക, എന്നിട്ട് എവിടെയാണോ വേണ്ടതനുസരിച്ച് സെക്ഷൻ പ്ലെയിൻ വരയ്ക്കുക. സെക്ഷൻ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഫേസിലേക്ക് പോകുമ്പോൾ ഓരോ ഡയറക്ഷൻ കളറിൽ കാണിക്കുന്നത് കാണാം. ബ്ലൂ കളറ്, ഗ്രീൻ കളറ്, റെഡ് കളറ്. ഒരു ഡയറക്ഷനിൽ തന്നെ ഈ 3 കളറും കാണിക്കണമെങ്കിൽ കീബോർഡിലത്തെ ആരോ കീസ് യൂസ് ചെയ്യുക. ലെഫ്റ്റ് ആരോ, ഫ്രണ്ട് ആരോ, റൈറ്റ് ആരോ. ഏത് ആരോ വെച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു സെക്ഷൻ പ്ലെയിൻ വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനൊരു നെയിം ഒന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ കണ്ട ഇത് ബ്ലൂ കളറാണ്, അത് സെലക്ട് ചെയ്തു. കണ്ട സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മൂവ് ചെയ്യണം. മൂവിനനുസരിച്ച് കണ്ട ഇപ്പോൾ ഇതാണ് നമ്മുടെ ആക്റ്റീവ്. അതായത് ഇപ്പോൾ ഈ ഓറഞ്ച് കളർ കാണിക്കുന്നില്ലേ, ഈ ഓറഞ്ച് കളർ കാണിക്കുന്നതാണ് ആക്റ്റീവ് സെക്ഷൻ പ്ലെയിൻ. അതായത് ഇപ്പോൾ 2 സെക്ഷൻ പ്ലെയിൻ ഒരുമിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഡീഫൾട്ടായിട്ട് ഒരു സെക്ഷൻ പ്ലെയിനെ നമുക്ക് കാണിക്കില്ല. പിന്നെ ഈ സെക്ഷൻ പ്ലെയിനെ കാണിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ആ സെക്ഷൻ പ്ലെയിനായി. ഇനി വീണ്ടും ഇരിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആക്റ്റീവ് കട്ട് കൊടുത്താൽ നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ കണ്ട ഇതാണ് നമ്മുടെ സെക്ഷൻ പ്ലെയിൻ്റെ. അതായത് ഇവിടെ നിന്ന് നോക്കിയിട്ട് നമുക്ക് ഈ പോർഷനാണ് കാണാൻ പറ്റുക. ഇതിൻ്റെ റിവേഴ്സ്, അതായത് അവിടെ നിന്ന് നോക്കിയിട്ട് ഈ പോർഷൻ കാണണമെങ്കിൽ ഇതിൻ്റെ റൈറ്റിലേക്ക് നോക്കുക, അതിനുശേഷം റിവേഴ്സ് അടിച്ചു കൊടുത്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിട്ടും. അതേപോലെ നമുക്ക് ഇതിൻ്റെയും റിവേഴ്സ് കിട്ടണമെങ്കിൽ ഇത് ഓപ്പൺ ആക്കിയതിനു ശേഷം ഇതിൻ്റെ റൈറ്റിലേക്ക് നോക്കിയിട്ട് റിവേഴ്സ് നിൽക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് കിട്ടും. ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ വീണ്ടും ഇതിൻ്റെ കണ്ട സെക്ഷൻ 2 അതിൻ്റെ നെയിം സെക്ഷൻ 2 സിമ്പിൾ 2. ഇനി വീണ്ടും അടുത്ത സെക്ഷൻ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നെയിം സെക്ഷൻ 3 സിമ്പിൾ 3. അങ്ങനെ ഡീഫോൾട്ട് ആയിട്ട് വരും. അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്യാം, നെയിമും സിമ്പിളും. പക്ഷെ ഔട്ട്ലൈനറിൽ നെയിം മാത്രം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലു, സിമ്പിൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനില്ല. അതായത് ഇപ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് വെക്കുക, ഒരു കൂടി സെക്ഷൻ 1 അങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കാണാനൂ. പക്ഷെ ഇവിടെ നെയിമും സിമ്പിൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നുണ്ട് ഡീഫോൾട്ട് റൈൽ. നമുക്ക് ഇപ്പോൾ കൊടുത്ത സെക്ഷൻ പ്ലെയിൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ സെലക്ട് ചെയ്യുക, കീബോർഡിലത്തെ ഡിലീറ്റ് നിൽക്കുക,
അല്ലെങ്കിൽ ഇത് വീണ്ടും സെലക്ട് ചെയ്യുക, ഇറേസർ ടൂൾ എടുക്കുക, ഇറേസർ ടൂൾ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്യുക, റൈറ്റിലേക്ക് നിൽക്കിയിട്ട് ഇറേസ് നിൽക്കുക, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഡബിൾക്ക് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നത് കാണാം. കണ്ട, ഡബിൾക്ക് ഇതിപ്പം സെക്ഷൻ കാണിക്കുന്നുണ്ട്, വീണ്ടും ഡബിൾക്ക് ഇതിപ്പോൾ സെക്ഷൻ പ്ലെയിൻ എന്താ ആ ഒബ്ജക്റ്റ് മൊത്തമായിട്ട് കാണിക്കുകയാണ്. വീണ്ടും ഡബിൾക്ക് ചെയ്തപ്പോൾ സെക്ഷൻ വീണ്ടും കാണിക്കുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ ആ സെക്ഷൻ പ്ലെയിനിൽ ഡബിൾക്ക് ചെയ്താലുള്ള വ്യത്യാസം. അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്ത് ക്ലിക്ക് ചെയ്തു, ഈ വീണ്ടും ഡബിൾക്ക് ചെയ്തു, കണ്ട ആ ഒബ്ജക്റ്റ് മൊത്തമായിട്ട് കാണിക്കുക. വീണ്ടും ഡബിൾക്ക് ചെയ്തപ്പോൾ ആ സെക്ഷൻ പ്ലെയിൻ മാത്രമായിട്ട് കാണിക്കുക. ഇനി നമുക്ക് ഇത് തന്നെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റും ചെയ്യാം കേട്ടോ. റൊട്ടേറ്റ് ടൂൾ എടുത്തു, അതിനുശേഷം റൊട്ടേറ്റ് എടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് വേണ്ടെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു, അതിനെ മൂവ് ചെയ്തു. കണ്ട, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കിപ്പോൾ ഞാൻ വെറുതെ ഇവിടെ ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. ഇവിടെ ഞാൻ വെറുതെ ഒരു ഒബ്ജക്റ്റ് വരച്ചു, റെക്ടാങ്കിൾ ടൂൾ എടുത്തു, അതിനുശേഷം പുഷ് ചെയ്തു. ഇവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്, നമ്മൾ ഫ്രണ്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഫേസ് സെലക്ട് ചെയ്തിട്ട് അതിൽ റൈറ്റിലേക്ക് നീക്കിയിട്ട് അലൈൻ വ്യൂ നോക്കിയാൽ കണ്ട ക്യാമറയിൽ പാരലൽ പ്രൊജക്ഷൻ എടുത്ത എക്സാക്ട് ഫ്രണ്ട് വ്യൂ കിട്ടും. അതേപോലെ ഇപ്പോൾ ഈ വ്യൂ എടുത്തിട്ട് ഞാൻ അലൈൻ വ്യൂ നോക്കി, കണ്ട ഇപ്പോൾ സൈഡ് വ്യൂ എക്സാക്റ്റ് ആയിട്ട് കിട്ടി. അതേപോലെ നമുക്ക് സെക്ഷൻ പ്ലെയിനിൽ അലൈൻ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നിൽക്കുക, അതിനുശേഷം റൈറ്റിലേക്ക് നിൽക്കുക, അലൈൻ വ്യൂ കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സെക്ഷൻ പ്ലെയിന് നേരയ്ക്ക് അങ്ങനെ നമുക്ക് അലൈൻ വ്യൂ കിട്ടും. കണ്ട, സെക്ഷൻ പ്ലെയിൻ നേരയ്ക്കായിട്ട് കിട്ടണമെങ്കിൽ അലൈൻ വ്യൂ നിൽക്കിയാൽ മതി. കണ്ട, അപ്പം അങ്ങനെ കിട്ടണമെങ്കിൽ സെക്ഷൻ പ്ലെയിൻ സെലക്ട് ചെയ്യുക, റൈറ്റിലേക്ക് നിൽക്കുക, അലൈൻ വ്യൂ നിൽക്കുക. അപ്പോൾ നമുക്ക് സെക്ഷൻ പ്ലെയിൻ നേരയ്ക്കുള്ള വ്യൂ കിട്ടും. എന്നിട്ട് നമുക്ക് വല്ലതും വരയ്ക്കണമെങ്കിൽ സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഞാൻ സെക്ഷൻ ഫില്ല് എടുത്ത് കളഞ്ഞാൽ നമുക്ക് കണ്ട എഡ്ജസ് മാത്രമായിട്ട് കാണാൻ പറ്റും. കണ്ട, ഈ എഡ്ജസിന് കണ്ട സെക്ഷൻ പ്ലെയിൻ്റെ എഡ്ജസിന് കുറച്ചുകൂടി തിക്നെസ് കൂടുതൽ കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് ലെയറിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ലെയറിലല്ല, സ്റ്റൈൽസിൽ പോയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ സെക്ഷൻ പ്ലെയിൻ മാത്രമായിട്ട് ഹൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഔട്ട്ലൈനറിൽ സെക്ഷൻ ഉണ്ട്, സെക്ഷൻ അവിടെ കണ്ണിൻ്റെ ചിഹ്നോർത്ത് ഹൈഡ് നിൽക്കുക, സെക്ഷൻ പ്ലെയിൻ ഹൈഡ് ആവും. അത് വീണ്ടും കിട്ടണമെങ്കിൽ സെക്ഷൻ പ്ലെയിൻ ഓൺ ആക്കാൻ പറ്റും. ഇവിടെ ഔട്ട്ലൈനറിൽ നമുക്ക് സെക്ഷനും ഗ്രൂപ്പും കമ്പോണന്റും മാത്രമേ ഇവിടെ കാണുകയുള്ളൂ. ഫില്ല് കൊടുത്തു. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യണം വിചാരിക്കുക. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ട സ്റ്റൈൽസ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. സ്റ്റൈൽസ് ഞാൻ മൂന്നാമത്തേക്ക് ഓപ്ഷൻ ഉണ്ട്, സ്റ്റൈൽസ് എടുത്തു, അതിൽ എഡിറ്റ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. എഡിറ്റിൽ 5ാമത്തെ ഓപ്ഷൻ കണ്ട മോഡലിംഗ് സെറ്റിംഗ്, അതെടുത്തതിന് ശേഷം നമുക്ക് കണ്ട ഇപ്പം ഞാൻ സെക്ഷൻ ഫില്ല് ഓഫ് ആക്കിയിട്ടു. അതിനുശേഷം ഈ ലൈനിന്റെ തിക്നെസ് കണ്ട 3 mm ആണ്, അത് ഞാൻ മാറ്റിയിട്ട് 15 mm ആക്കി. കണ്ട, അപ്പം അതിന്റെ തിക്നെസ് കൂടി കണ്ട 15 mm ആയി. അപ്പം 3 mm മതിയെങ്കിൽ 3 mm ആക്കി. ഇപ്പം എൻ്റർ കൊടുത്തു. ഇനി അതിന്റെ കളർ മാറ്റണമെങ്കിൽ, സെക്ഷൻ ലൈൻ വിഡ്ത്തിന്റെ കളർ മാറ്റണമെങ്കിൽ ഈ ബ്ലാക്ക് കളർ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ പച്ച ആക്കണമെങ്കിൽ പച്ചയാക്കി, ഇവിടുന്ന് ആക്കി ഓക്കെ കൊടുത്തു. വേണ്ട, അപ്പോൾ പച്ച കളറായി. ഇനി സെക്ഷൻ ഫില്ലിന്റെ കളർ ഇപ്പോൾ ഓൺ ആക്കി കൊടുത്തു, ഇവിടെ ഓൺ ആക്കി കൊടുത്തു, അപ്പോൾ ബ്ലാക്ക് കളറാണ്. ഈ മാറ്റണമെങ്കിൽ ഇവിടെ കൊടുക്കുക, വീണ്ടും കളറിന്റെ അവിടെ കളർ വീലിൽ ഇപ്പോൾ ഞാൻ റോസ് കൊടുക്കുകയാണെങ്കിൽ റോസ് കൊടുക്കുക, ഓക്കെ കൊടുത്തു. കണ്ട, സെക്ഷൻ ഫില്ല് അങ്ങനെ കളർ കിട്ടും. ഇനി നമുക്ക് ആക്റ്റീവ് സെക്ഷൻ, അതായത് ഇപ്പോൾ 2 സെക്ഷൻ യൂസ് ചെയ്യേണ്ടി വരിക. ഞാൻ വേറൊരു സെക്ഷൻ എടുത്തു, ഇവിടെ ഒരു സെക്ഷൻ വരച്ചു. അപ്പൊ ഇതിൽ നമ്മൾ കറന്റിൽ ഏത് സെക്ഷനാണോ യൂസ് ചെയ്യുന്നത് അത് കാണിക്കാനാണ് ഈ ആക്റ്റീവ് സെക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. കണ്ട, ഇപ്പൊ ഒറ്റ ഈ സെക്ഷൻ പ്ലെയിനിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് മാറ്റണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ ഇതിന്റെ ഈ സെക്ഷൻ പ്ലെയിൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അപ്പൊ നമുക്ക് ഇത് കിട്ടും. ഇത് കിട്ടണമെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് റൈറ്റിലേക്ക് ചെയ്തിട്ട് ആക്റ്റീവ് കട്ട് കൊടുത്താലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ സെക്ഷൻ ഫില്ലിന്റെ ആക്റ്റീവ് സെക്ഷൻ അത് ഏതാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ കളർ. ഇൻആക്റ്റീവ് സെക്ഷന്റെ കളർ ആണ് ഒരു ഡാർക്ക് ആയിട്ടുള്ള കളർ, അതാണ് ഇത് കാണിക്കുന്നത്. ഞാൻ അതിന്റെ കളർ മാറ്റണമെങ്കിൽ ഇപ്പൊ ഒരു മഞ്ഞ കൊടുത്തു വിചാരിക്കുക, ഓക്കെ കൊടുത്തു. കണ്ട, ഇപ്പൊ ഇൻആക്റ്റീവ് സെക്ഷൻ മഞ്ഞ കളറിൽ. അപ്പൊ അതൊക്കെ മാറ്റണമെങ്കിൽ ഇൻആക്റ്റീവ് സെക്ഷൻ കളർ, അതേപോലെ ആക്റ്റീവ് സെക്ഷന്റെ കളർ, സെക്ഷൻ ഫില്ല്, സെക്ഷൻ ലൈന്, അതായത് സെക്ഷൻ ലൈന് പച്ച കളർ കണ്ടില്ലേ, ഗ്രീൻ കളർ, അതിന്റെ സെക്ഷൻ ലൈനിന്റെ വിടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് ഇവിടെ നിന്നും നമുക്ക് സെക്ഷൻ കട്ട്സ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കട്ട്സ് ഡിലീറ്റ് ചെയ്യുക. കണ്ട, സെക്ഷൻ കട്ട്സ് പോയി. ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കുക. സെക്ഷൻ ഫിൽസ് ഇവിടുന്ന് ഓഫ് ആക്കാൻ പറ്റും. അതേപോലെ സെക്ഷൻ പെയിന്റ്സ് ഓഫ് ആക്കണമെങ്കിൽ സെക്ഷൻ പെയിന്റ്സ് ഓഫ് ആക്കാൻ പറ്റും. അതും നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എൻറ്റിന്റെ ഇൻഫർമേഷനിൽ നിന്ന് സെക്ഷന്റെ ഇൻഫർമേഷൻ കിട്ടും, അതേപോലെ ഔട്ട്ലൈനറിൽ നിന്നും കിട്ടും,
പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ സ്റ്റൈലിൽ എഡിറ്റിൽ 5ാമത്തെ ഓപ്ഷൻ യൂസ് ചെയ്യുക, മോഡലിംഗ് സെറ്റിംഗ്. അതിലേതാണോ വേണ്ടത് ഈ 5 ഇനാക്റ്റീവ് സെക്ഷൻ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ 2-3 ആക്റ്റീവ് പ്ലെയിൻസ് ഉണ്ടെങ്കിൽ, സെക്ഷൻ പ്ലെയിൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം മാത്രമേ കറന്റിൽ അറ്റ് എ ടൈം ഡീഫോൾട്ടായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ സെക്ഷൻ പ്ലെയിനെ കുറിച്ചിട്ട് ഇപ്പോൾ നോക്കുന്നത്. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡീഫോൾട്ട് ട്രൈയിലെ ഔട്ട്ലൈനറിനെ കുറിച്ചിട്ടാണ്. അഥവാ ഡീഫോൾട്ട് ട്രൈയിലെ ഔട്ട്ലൈനർ കൂടെ ഇല്ലെങ്കിൽ വിൻഡോയിൽ പോയി ഡീഫോൾട്ട് ട്രൈയിൽ ഔട്ട്ലൈനറിൽ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഔട്ട്ലൈനറിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ കമ്പോണൻസ്, അതായത് ഇപ്പോൾ ഇവിടെ ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ ആ കമ്പോണൻറ്റിൻ്റെ കമ്പോണൻറ്റ് 1 മോഡൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണും. പിന്നെ ഗ്രൂപ്പായിട്ടുള്ള വല്ല ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണും. പിന്നെ വല്ല സെക്ഷൻ പ്ലെയിൻസ് അതുണ്ടെങ്കിലും കാണും. ഇത് 3 നമ്മുടെ ഔട്ട്ലൈനറിൽ കാണും. ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ എടുത്തു, അതിനെ പുഷ് ചെയ്തു, അതിനെ ഗ്രൂപ്പാക്കി, മേക്ക് ഗ്രൂപ്പ്. അപ്പോൾ കണ്ട ഗ്രൂപ്പ് ആക്കിയപ്പോൾ ഗ്രൂപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളറിൽ ഫുള്ളി സോളിഡ് കളറായിട്ട് കാണിച്ചേക്കുന്ന ഗ്രൂപ്പ്. കമ്പോണൻ്റ് ആയപ്പോൾ 4 റെക്റ്റാങ്കിൾ സ്മോൾ ബോക്സസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിന് ഞാൻ വീണ്ടും മൂവ് ടൂൾ യൂസ് ചെയ്ത് ഒരു കൺട്രോൾ നീക്കി ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ കണ്ട 2 ഗ്രൂപ്പായി, ഒന്ന് ഇത്. ഇനിയിപ്പോൾ ഈ ഗ്രൂപ്പ് എഡിറ്റ് ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ ഗ്രൂപ്പ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഗ്രൂപ്പ് നിൽക്കും. അതിന് പകരം നമുക്ക് വേഗത്തിൽ ഗ്രൂപ്പ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഏതാണ് നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഗ്രൂപ്പിന് ഞാൻ നെയിം കൊടുക്കുകയാണ്. അപ്പോൾ നെയിം കൊടുക്കാൻ ആദ്യം സെലക്ട് ചെയ്തു, പിന്നെ ഒരു ക്ലിക്ക് കൂടിയും ചെയ്യുക, ബോക്സ് 1 എന്ന് കൊടുത്തു. ഈ ഗ്രൂപ്പിന് ബോക്സ് 2. അങ്ങനെ നമുക്ക് നെയിം അസൈൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഗ്രൂപ്പ് ഒറ്റയടിക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ബോക്സ് 1 ഡബിൾ ക്ലിക്ക് ചെയ്യുക, ബോക്സ് 2 ആണ് വേണമെങ്കിൽ ബോക്സ് 2 ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ 2 ബോക്സും കൂടിയിട്ട് മൂവ് ചെയ്തിട്ട് വീണ്ടും ഒരു കോപ്പി കൂടി ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ കണ്ട 4 വന്നു. ബോക്സ് 1ഉം ബോക്സ് 2ഉം നമ്മൾ നെയിം കൊടുത്തതിനനുസരിച്ച് കണ്ട 2 ബോക്സ് 1 2 ബോക്സ് 2. ബോക്സ് 1 അതായത് ഒരു ബോക്സ് 1 ഇതായിരിക്കും കണ്ട. അപ്പോൾ അതിനനുസരിച്ച് കോപ്പി അതിനനുസരിച്ച്. അപ്പോൾ ഞാൻ ഈ 4 കൂടി ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു മേക്ക് ഗ്രൂപ്പ് കൊടുത്തു. ഇപ്പോൾ കണ്ട ആദ്യമൊരു മെയിൻ ഗ്രൂപ്പ്, അതായത് മെയിൻ ഗ്രൂപ്പ് നിൽക്കുക കണ്ട ഈ 4. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പ് കിട്ടണമെങ്കിൽ ഗ്രൂപ്പ് 1 ബോക്സ് 1 കൊടുത്തു. ഇനി ബോക്സ് 2 കിട്ടണമെങ്കിൽ ബോക്സ് 2 കൊടുത്തു. അപ്പം അങ്ങനെ നമുക്ക് ഇപ്പോൾ കിട്ടാനാണ് ഗ്രൂപ്പ് ചെയ്തത്. ഈ 4 കോപ്പി ഞാൻ വീണ്ടും ക്രിയേറ്റ് ചെയ്ത് വിചാരിക്കുക. എന്നിട്ട് ഇതിന് മൊത്തത്തിലൊരു വീണ്ടും ഗ്രൂപ്പാക്കി വിചാരിക്കുക. അപ്പോൾ കണ്ട ആദ്യമൊരു മെയിൻ ഗ്രൂപ്പ്, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഗ്രൂപ്പ്, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഗ്രൂപ്പ് കണ്ട. ഒരു ഗ്രൂപ്പ് ഇവിടെ, ഒരു ഗ്രൂപ്പ് ഇവിടെ. ഇപ്പോൾ ഈ ഗ്രൂപ്പ് നിൽക്കണമെങ്കിൽ ഈ ഗ്രൂപ്പ് കണ്ട, ഈ ഗ്രൂപ്പാണെങ്കിൽ ഈ ഗ്രൂപ്പ് കണ്ട. ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ 4 ബോക്സ് സെപ്പറേറ്റ് കിട്ടണമെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് വേഗത്തിൽ ക്ലിക്ക് ചെയ്യാനാണ്. അല്ലാണ്ട് നമുക്കിപ്പോൾ ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഗ്രൂപ്പ് ഓൺ ആക്കണം, എന്നിട്ട് ഈ ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയാലേ ഈ ബോക്സ് കിട്ടുള്ളൂ. പിന്നെ ഗ്രൂപ്പ് ഓപ്പൺ ആക്കണം. അവിടെ 3 തവണ നമ്മൾ ഗ്രൂപ്പ് ഓപ്പൺ ആക്കണം. ഇനി അതിൽ നിന്ന് എക്സിറ്റ് ആവണമെങ്കിൽ ഒരു തവണ പുറത്ത് ക്ലിക്ക് ചെയ്തു, വീണ്ടും ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്തു, വീണ്ടും ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്തു. അതിന് പകരം നമുക്ക് ഒറ്റയടിക്ക് വല്ല ക്രിയേഷൻ്റെ സമയത്ത് ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് സെലക്ട് ചെയ്താൽ മതി ഏത് ബോക്സാണ് വേണ്ടത്. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിനെ പുഷ് ചെയ്തു ഒരു സിലിണ്ടർ ആക്കി അതിനെ കമ്പോണൻ്റ് ആക്കണം. മേക്ക് കമ്പോണൻറ്റ് നെയിം കൊടുത്തു, ഡെഫിനേഷൻ കമ്പോണൻറ്റ് 1 ദെൻ ക്രിയേറ്റ്. അതിനെ ഞാൻ മൂവ് ചെയ്തിട്ട് ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ കണ്ട ഔട്ട്ലൈനറിൽ കമ്പോണൻറ്റ് 1, ഇത് കമ്പോണൻറ്റ് 1, ഇത് കമ്പോണൻറ്റ് 2. ഇത് രണ്ടിനും വീണ്ടും നേരത്തെ പോലെ തന്നെ വീണ്ടും കോപ്പി ചെയ്യുകയാണെങ്കിൽ മേക്ക് കമ്പോണൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതൊരു മെയിൻ കമ്പോണൻറ്റ്, അതായത് മെയിൻ കമ്പോണൻറ്റ് ഇത്, അതിൻ്റെ ഉള്ളിലത്തെ കമ്പോണൻറ്റ് ഇത് രണ്ടും. അപ്പോൾ അതേപോലെ കമ്പോണൻസും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ ഒരു എണ്ണം എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം എഡിറ്റ് ചെയ്താൽ മതി. ഇത് നോക്കിയിട്ട് ഇതിൽ എഡിറ്റ് ചെയ്താൽ ഇതിലും വ്യത്യാസം വരും. കാരണം കമ്പോണൻറ്റ് ഒരെണ്ണത്തിൽ എഡിറ്റ് ചെയ്താൽ അതിൻ്റെ കോപ്പിയിലും വ്യത്യാസം വരും. അപ്പോൾ കമ്പോണൻറ്റ് ഇതേപോലെ നമുക്ക് ഗ്രൂപ്പാക്കി വെക്കാൻ പറ്റും. അതാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. കമ്പോണൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 4 ചെറിയ റെക്ടാങ്കിൾ പീസ് കണ്ട ബോക്സ്, അതാണ് കമ്പോണൻറ്റ്. ഗ്രൂപ്പ് ആണെങ്കിൽ ചെറിയ സോൾഡ് ബോക്സ്. ഞാനൊരു സെക്ഷൻ പ്ലെയിൻ എടുക്കുകയാണ്. സെക്ഷൻ പ്ലെയിൻ എടുത്തിട്ട് ഇപ്പോൾ റെഡ് ആക്സിസിൽ ഒരെണ്ണം ക്രിയേറ്റ് ആക്കി വിചാരിക്കുക കണ്ട. അപ്പോൾ സെക്ഷൻ പ്ലെയിനും കാണിക്കുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ പ്ലെയിനും നമ്മുടെ ഔട്ട്ലൈനറിൽ കാണിക്കും. ഞാനത് സെക്ഷൻ പ്ലെയിൻ ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യുക. ഞാനത് മൂവ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വേണമെങ്കിൽ മൂവ് ചെയ്ത് വെക്കുക.
ഇനി ആവശ്യം വന്നതാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിലിപ്പോൾ വല്ലതും നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ബോക്സ് പറഞ്ഞിട്ട് വല്ലതും നെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ബോക്സ് കൊണ്ട് സെർച്ച് ചെയ്തപ്പോൾ നമുക്കിപ്പോൾ കാണാനില്ല, എൻ്റർ അടിച്ചു, കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് എക്സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്. എക്സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽസിൽ നമ്മൾ എക്സ്പെൻഡ് ഓൾ കൊടുത്താൽ കണ്ടാം റെഡ് ലൈൻസിൽ റെഡ് കളറിൽ നമുക്ക് കാണിക്കും സെർച്ച് ചെയ്ത് എന്തൊക്കെയാണ്. ബോക്സ് കൊണ്ട് നെയിം മൊത്തം കാണിക്കും. ഇനി നമുക്ക് കൊളാപ്സ് ചെയ്യണമെങ്കിൽ കൊളാപ്സ് ഓൾ കൊടുക്കുക. പിന്നെ സോർട്ട് ബൈ നെയിം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സോർട്ട് ബൈ നെയിം വെച്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സോർട്ട് ബൈ നെയിം കൊടുക്കാൻ പറ്റും. നമുക്ക് എക്സ്പെൻഡ് ഓൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മൊത്തം കാണിക്കും. അതായത് നമ്മുടെ ഔട്ട്ലൈനറിൽ ഗ്രൂപ്പായിട്ട് വല്ലതും ക്രിയേറ്റ് ചെയ്തതിൻ്റെ കാണിക്കും. അതേപോലെ കമ്പോണൻറ്റ് കാണിക്കും. ഗ്രൂപ്പ് കമ്പോണൻറ്റ് ഇതിപ്പോൾ സെർച്ച് ചെയ്തത് കളയാണ് കണ്ടാ. അതായത് നമ്മുടെ ഔട്ട്ലൈനറിൽ ഗ്രൂപ്പ് കാണിക്കും, കമ്പോണൻറ്റ് കാണിക്കും, സെക്ഷൻസ് കാണിക്കും. ഇത് മൂന്നാണ് കാണിക്കുക. ഇപ്പം നമുക്ക് വേഗത്തിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതിലേതെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ യൂസ്. നമുക്കത് സെർച്ച് ചെയ്യണമെങ്കിൽ ഫിൽറ്റർ യൂസ് ചെയ്യാം. എക്സ്പെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പെൻഡ്, കൊളാപ്സ്, സോർട്ട് ബൈ നെയിം എല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യൂസ്. സ്റ്റാൻഡേർഡ് വ്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കുക. സ്റ്റാൻഡേർഡ് വ്യൂസ് ക്യാമറയിൽ നമുക്ക് സ്റ്റാൻഡേർഡ് വ്യൂസ് എന്ന ഓപ്ഷനിൽ കാണാവുന്നതാണ്. ടോപ്പ് വ്യൂ, ബോട്ടം വ്യൂ, ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, ലെഫ്റ്റ് വ്യൂ, റൈറ്റ് വ്യൂ, ഐസോമെട്രിക് വ്യൂ. ഇങ്ങനെ 7 വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ടോപ്പ് വ്യൂ നിൽക്കുകയാണെങ്കിൽ ടോപ്പ് വ്യൂ കിട്ടും. അതേപോലെ നമുക്കിപ്പോൾ ഫ്രണ്ട് വ്യൂ ആണ് കിട്ടണമെങ്കിൽ ക്യാമറ സ്റ്റാൻഡേർഡ് വ്യൂസിൽ ഫ്രണ്ട് വ്യൂ നിൽക്കുക, ഫ്രണ്ട് വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ക്യാമറയിൽ പോയിട്ട് വ്യൂസ് എടുക്കാൻ പറ്റും. സ്റ്റാൻഡേർഡ് വ്യൂസിൽ 7 കിട്ടും. അതല്ലാണ്ട് നമുക്ക് ടൂൾ ബാർസിൽ നിന്ന് യൂസ് ചെയ്യാവുന്നതാണ്. ടൂൾ ബാർസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വ്യൂസ് കൊണ്ടൊരു ഓപ്ഷൻ കാണാം. ആ വ്യൂസിന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 ഓപ്ഷൻ കിട്ടും. 7 ഓപ്ഷൻ നമ്മുടെ സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരുന്നു. ഇതിൽ ബോട്ടം എന്ന ഓപ്ഷൻ ഇല്ല. ഐസോമെട്രിക് എന്ന ഓപ്ഷൻ ഉണ്ട്. ടോപ്പ് വ്യൂ ഉണ്ട്, ഫ്രണ്ട് വ്യൂ ഉണ്ട്, റൈറ്റ് സൈഡ് വ്യൂ ഉണ്ട്, ബാക്ക് വ്യൂ ഉണ്ട്, ലെഫ്റ്റ് സൈഡ് വ്യൂ ഉണ്ട്. പക്ഷേ ബോട്ടം വ്യൂ ഇല്ല. അതായത് ബോട്ടം വ്യൂ ഈ വ്യൂ ഇല്ല. ബോട്ടം വ്യൂ കിട്ടണമെങ്കിൽ ക്യാമറയിൽ പാരലൽ പ്രൊജക്ഷൻ എന്താ സ്റ്റാൻഡേർഡ് വ്യൂസിൽ ബോട്ടം അതെടുക്കുക. എന്നെങ്കിൽ മാത്രമേ ബോട്ടം വ്യൂസ് കിട്ടുള്ളൂ. അല്ലാണ്ട് നമുക്ക് ബോട്ടം വ്യൂസ് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകേണ്ടി വരും. മൗസ് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് എക്സാക്ട് ഫ്രണ്ട് വ്യൂ കിട്ടണമെങ്കിൽ ഇപ്പോൾ കണ്ട ഫ്രണ്ട് വ്യൂ അടിച്ചു. ഇനി വീണ്ടും നമ്മൾ കുറച്ച് ഞാൻ സൂം ചെയ്തു. വീണ്ടും ഫ്രണ്ട് വ്യൂ അടിച്ചാൽ മാറില്ല. ഇപ്പോഴുള്ള പൊസിഷൻ തന്നെ ആയിരിക്കും. കണ്ട ഫ്രണ്ട് വ്യൂവിൽ തന്നെ കിടക്കുന്നത്. നമ്മൾ കുറച്ച് റൊട്ടേറ്റ് ചെയ്യുക, എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ട് ഫ്രണ്ട് വ്യൂ അടിക്കുകയാണെങ്കിലാണ് ഇനി കൃത്യം ഫ്രണ്ട് വ്യൂ എടുക്കുക. ഫ്രണ്ട് വ്യൂ എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സൂം ഔട്ട്, സൂമിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയാലും പിന്നെയും ഫ്രണ്ട് വ്യൂ അടിക്കുകയാണെങ്കിൽ വ്യത്യാസം വരില്ല. അതേ വ്യൂ തന്നെ കിടക്കും. ഇപ്പോൾ ഞാൻ സൈഡ് വ്യൂ അടിച്ചു വരയ്ക്കുക. സൈഡ് വ്യൂ അടിച്ചപ്പോൾ കണ്ട സൈഡിൽ നിന്ന് വ്യൂ കിട്ടി. ഇനി ബാക്ക് വ്യൂ അടിച്ചപ്പോൾ ബാക്കിൽ നിന്ന് വ്യൂസ് കിട്ടി. ഇവിടെ ഞാൻ ഓൾറെഡി വീടിൻ്റെ ഹൗസിൻ്റെ ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് വ്യൂവിൽ തന്നെ വരച്ചത്. ശരിക്കും ഇവിടെ ഫ്രണ്ട് വ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഫ്രണ്ട് വ്യൂ അടിക്കുമ്പോൾ ബ്ലൂ ആക്സിസും റെഡ് ആക്സിസും അതിനനുസരിച്ചുള്ള വ്യൂസാണ് കിട്ടുക. അതായത് ഈ പ്ലെയിനുള്ളത് ബ്ലൂ ലൈനിനും റെഡ് ലൈനിനുള്ള പ്ലെയിനുള്ളതാണ് നമുക്ക് കിട്ടുക. ഞാൻ ഈ വീട് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് വെച്ച് വിചാരിക്കുക. റൊട്ടേറ്റ് ചെയ്തിട്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ ഹൗസിൻ്റെ ഫ്രണ്ട് വ്യൂ ഈ സൈഡിലാണ്. പക്ഷെ നമ്മുടെ സ്കെച്ചപ്പിൻ്റെ ശരിക്കുള്ള ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ അടിച്ചാൽ അതാണ് കിട്ടുക. സ്കെച്ചപ്പിൻ്റെ ഫ്രണ്ട് വ്യൂ പറഞ്ഞാൽ ബ്ലൂ ലൈനും റെഡ് ലൈനിനുള്ള പ്ലെയിനുള്ളത് എന്താണോ അതാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബാക്ക് വ്യൂ അടിച്ചെന്ന് അതേപോലെ തന്നെ ബ്ലൂ ലൈനിലും റെഡ് ലൈനിലുള്ളത് എന്താണോ അത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ വീട് ഫ്രണ്ടിലേക്ക് തന്നെ വെച്ചു. ഇനി സൈഡ് വ്യൂ അടിക്കാണ് വിചാരിക്കുക. റൈറ്റ് സൈഡ് വ്യൂ അടിക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ ആയിരിക്കും കിട്ടുക. റൈറ്റ് സൈഡ് വ്യൂവിൽ ബ്ലൂ ലൈനിലും ഗ്രീൻ ലൈനിലും എന്താണോ കാണുക അതാണ് കിട്ടുക. ഇവിടെ റെഡ് ലൈൻ കാണാൻ കാരണം നമ്മുടെ ക്യാമറയിൽ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആയതുകൊണ്ടാണ്. പാരലൽ പ്രൊജക്ഷൻ ആണെങ്കിൽ എക്സാക്ട് സൈഡ് വ്യൂ ആയിരിക്കും. നമ്മുടെ റെഡ് ലൈൻ കാണില്ല. ഇപ്പം ഞാൻ പാരലൽ പ്രൊജക്ഷൻ കൊടുത്തു. കണ്ട ഇതാണ് ശരിക്കുള്ള ഇത്. അതായത് ബ്ലൂ ലൈനിലും ഗ്രീൻ ലൈനിലുള്ള പ്ലെയിന് ഈ പ്ലെയിനിൽ എന്താണോ കാണുന്നത് അതാണ് സൈഡ് വ്യൂവിൽ കാണുക. ഈ ഫ്രണ്ട് വ്യൂ അടിച്ചാൽ ബ്ലൂ ലൈനിലും റെഡ് ലൈനിലും എന്താണോ കാണുക അതാണ് കാണുക. ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂവും പറഞ്ഞാൽ ബ്ലൂ ലൈനിലും റെഡ് ലൈനിലും, ടോപ്പ് വ്യൂ പറഞ്ഞാൽ ഗ്രീൻ ലൈനും റെഡ് ലൈനും. അപ്പോൾ ബോട്ടം വ്യൂ പറഞ്ഞാൽ ക്യാമറയിൽ സ്റ്റാൻഡേർഡ് വ്യൂസിൽ ബോട്ടം വ്യൂ അടിച്ചു. അതും നമ്മുടെ ഗ്രീൻ ലൈനും റെഡ് ലൈനിലാണ് കാണുക. അപ്പം 3 ആക്സിസത്തെ 2 ആക്സിസത്തെ യോജിക്കുന്ന പ്ലെയിനിൽ എന്താണ് കാണുന്നത് അതാണ് നമ്മുടെ വ്യൂസിൽ കാണുക. നമുക്ക് വ്യൂസ് എക്സാക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ക്രിയേഷൻ ചെയ്യണമെങ്കിൽ ആ പ്ലെയിനിൽ തന്നെ കൃത്യമായിട്ട് വരും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
അതുപോലെ പെട്ടെന്ന് നമുക്ക് ഒരു വ്യൂവിൽ നിന്ന് വേറൊരു വ്യൂക്ക് ജമ്പ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമുക്ക് വേറൊരു വ്യൂസ് ജമ്പ് ചെയ്യണമെങ്കിൽ അടുത്ത വ്യൂസിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ വ്യൂവിൽ ക്യാമറയിൽ പാരലൽ പ്രൊജക്ഷൻ ആണെങ്കിൽ നമുക്ക് ഏത് വ്യൂ ഓൺ ആക്കിയാലും അല്ലാതും വർക്ക് ചെയ്യും. അതായത് ഐസോമെട്രിക് ആയാലും ടോപ്പ് ആയാലും ഫ്രണ്ട് ആയാലും റൈറ്റ് ആയാലും എല്ലാം പാരലൽ പ്രൊജക്ഷൻ ആയാലും വർക്ക് ചെയ്യും. അതേപോലെ നമ്മുടെ ക്യാമറയിൽ പേഴ്സ്പെക്റ്റീവ് ആണെങ്കിലും വർക്ക് ചെയ്യും. പേഴ്സ്പെക്റ്റീവ് ആണെങ്കിൽ 3 ആക്സിസും കൂടി കാണിക്കും, പകരം പാരലാണെങ്കിൽ എക്സാക്ട് ആ വ്യൂ അത്ര വ്യത്യാസമുണ്ട്. നമ്മൾ രണ്ടിലാണെങ്കിലും പാരലൽ പ്രൊജക്ഷൻ ആണെങ്കിലും പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആണെങ്കിലും നമ്മൾ വ്യൂ സെപ്പറേറ്റ് ഓൺ ആക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യൂ നമുക്ക് വരുന്നതായിരിക്കും. നമ്മൾ ഏത് പൊസിഷനിൽ വെച്ചാലും നമുക്ക് ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ ഒക്കെ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടും. അത് ഏത് പൊസിഷനിൽ വെച്ചാലും നമുക്കിപ്പോൾ ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഓറിയന്റേഷനിൽ ഐസോമെട്രിക് വ്യൂസ് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഐസോമെട്രിക് വ്യൂ കിട്ടും. ഞാനിപ്പോൾ അത് കുറച്ച് ചരിച്ചിട്ട് ഇവിടുന്ന് ഐസോമെട്രിക് വ്യൂ കൊടുക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷനിൽ ഐസോമെട്രിക് വ്യൂ കിട്ടും. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഐസോമെട്രിക് വ്യൂ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഐസോമെട്രിക് വ്യൂ കിട്ടും. ഞാൻ ഇപ്പോൾ ബോട്ടത്തിൽ നിന്ന് ഞാൻ ഐസോമെട്രിക് വ്യൂ കൊടുക്കുന്നു വിചാരിക്കുക, അപ്പോൾ ബോട്ടത്തിൽ നിന്നുള്ള ഐസോമെട്രിക് വ്യൂ കിട്ടും. ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്നുള്ള ഐസോമെട്രിക് വ്യൂ കിട്ടും. അപ്പോൾ ഐസോമെട്രിക് വ്യൂ നമ്മൾ കൊടുക്കുമ്പോൾ എവിടുന്നുള്ള ഐസോമെട്രിക് വ്യൂ ആണോ വേണ്ടത് ആ ഒരു ഡയറക്ഷൻ ആദ്യം ഓൺ ആക്കി വെക്കുക. അതിനുശേഷം ഐസോമെട്രിക് വ്യൂ കൊടുത്താൽ നമുക്ക് അതിനനുസരിച്ച് കിട്ടും. നമുക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ വീണ്ടും ഓരോ വ്യൂസ് നോക്കി നമുക്ക് ജമ്പ് ചെയ്യാവുന്നതാണ്. ഇതിന് ഷോർട്ട് കീസ് ഒന്നുമില്ല. ഷോർട്ട് കീസ് വേണമെങ്കിൽ അസൈൻ ചെയ്യണമെങ്കിൽ വിൻഡോസിൽ പ്രിഫറൻസിൽ പോയി നമ്മൾ ഷോർട്ട് കട്ട്സിൽ വ്യൂസ് എന്ന ഓപ്ഷൻ നിൽക്കുക. അപ്പോൾ നമുക്ക് കുറേ വ്യൂസ് കിട്ടും. ക്യാമറ, സ്റ്റാൻഡേർഡ് വ്യൂ, ബാക്ക്, ബോട്ടം, ഫ്രണ്ട്, ഐസോ, ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്. ഇതിനൊന്നിനും ഷോർട്ട് കീസ് ഇല്ല. ഷോർട്ട് കീ വേണമെങ്കിൽ അസൈൻ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് നമുക്ക് വ്യൂസിൽ പഠിക്കാനുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ്. ഓൾറെഡി ടൂൾ ബാറിൽ സ്റ്റൈൽസ് ഉണ്ടാവും, അത് നമ്മൾ ഓഫാക്കി കൊടുത്താൽ ഇവിടുന്ന് പോയിണ്ടാവും. വീണ്ടും ഓൺ ആക്കണമെങ്കിൽ സ്റ്റൈൽസ് ഓൺ ആക്കി കൊടുത്താൽ സ്റ്റൈൽസ് കിട്ടും. അതേപോലെ തന്നെ ഡീഫോൾട്ട് ട്രയലും സ്റ്റൈൽസ് ഉണ്ടാവും. സ്റ്റൈൽസ് ടൂൾ ബാറിലും ഡീഫോൾട്ട് ട്രയലും സ്റ്റൈൽസ് ഉണ്ടാവും. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ഡീഫോൾട്ട് ട്രയലിലെ സ്റ്റൈൽസ് ആണ് യൂസ് ചെയ്യുക. അഥവാ ഡീഫോൾട്ട് ട്രയലിലെ സ്റ്റൈൽസ് മിസ്സിംഗ് ആണെങ്കിൽ വിൻഡോയിൽ ഡീഫോൾട്ട് ട്രയൽ സ്റ്റൈൽസ് ടിക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ കിട്ടുന്നതായിരിക്കും. നമുക്ക് ആദ്യം ഈ 6 ഓപ്ഷൻ എന്താണെന്ന് നോക്കി നോക്കാം. ഞാനിവിടെ 3 എണ്ണം വരച്ചിട്ടുണ്ട്, 2 ബോക്സും ഒരു സിലിണ്ടറും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞാൽ എക്സ്റേ മോഡ്. എക്സ്റേ പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അതായത് അതിൻ്റെ പുറകിലത്തെ എഡ്ജുകളൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ ബോഡിത്തെ. അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേ മോഡ് ഓൺ ആക്കിയിരുന്നത്. അടുത്തതാണ് ബാക്ക് എഡ്ജസ്. അതായത് ബാക്ക് എഡ്ജസ് ഒരു ഹിഡൻ ലൈൻസിൽ കാണിക്കും, അതാണ് ബാക്ക് എഡ്ജസ്. പിന്നെ വയർ ഫ്രെയിം, അതായത് നമുക്ക് വയർ ഫ്രെയിം മാത്രമായിട്ട് കാണിക്കും. അതായത് സോൾഡ് ആണെങ്കിലും എന്താണെങ്കിലും മൊത്തം വയർ ഫ്രെയിം മാത്രമായിട്ട് കാണിക്കും. പിന്നെ ഫേസിന്റെ മൊത്തം കളർ മോഡലിൽ ഏത് കളറാണോ അതേ കളറായിട്ടാണ് ഫേസിന്റെ കളർ കാണിക്കുക. അപ്പോൾ വയർ ഫ്രെയിം ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് രണ്ടും ഓൺ ആക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ഈ ഹിഡൻ ലൈന്, ഷെയ്ഡ് വിത്ത് ടെക്സ്ചർ, മോണോക്രോം, ഈ ഓപ്ഷനൊക്കെ ഓൺ ആക്കുമ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺ ആക്കാവുന്നതാണ്. ഇനി അടുത്തത് ഹിഡൻ ലൈൻസ് ഓൺ ആക്കിയിട്ടു. ഹിഡൻ ലൈൻ ഓൺ ആക്കിയിടുമ്പോൾ നമുക്ക് എക്സ്റേ വേണമെങ്കിൽ എക്സ്റേ ഓൺ ആക്കിയിടാം, ബാക്ക് എഡ്ജ് വേണമെങ്കിൽ ബാക്ക് എഡ്ജ് ഓൺ ആക്കിയിടാം. ഹിഡൻ ലൈനിലും ഫേസിന്റെ കളർ മോഡലത്തെ അതേ കളർ തന്നെയാണ്. പിന്നെ ഉള്ളതാണ് ഷെയ്ഡ്. ഷെയ്ഡ് പറയുമ്പോൾ നമ്മളിവിടെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ മെറ്റീരിയലൊക്കെ ഒരു ഷെയ്ഡായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. എക്സാക്ട് ടെക്സ്ചറും കൂടി കാണിക്കുന്നില്ല. ഇനി ഷെയ്ഡ് വിത്ത് ടെക്സ്ചർ, അതായത് ഇവിടെ ഞാൻ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്, അത് എക്സാക്ട് ആയിട്ട് കാണിക്കുന്നത്. അതായത് നമ്മുടെ മോഡലിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ് ഷെയ്ഡ് വിത്ത് ടെക്സ്ചർ. അപ്പൊ നമുക്ക് അധികം ലോഡ് വരാണ്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഷെയ്ഡ് ഇട്ട് വരച്ച് നോക്കി ഡാറ്റ അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഷെയ്ഡ് വിത്ത് ടെക്സ്ചർ ഇട്ടാലും മതി. പിന്നെ ഉള്ളത് മോണോക്രോം, അതായത് നമുക്ക് നമ്മുടെ വരയ്ക്കുന്നത് മൊത്തം എല്ലാം ഒരേ കളറിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മോണോക്രോം. ഇപ്പൊ ഇവിടെ ഞാൻ ഷെയ്ഡ് വിത്ത് ടെക്സ്ചർ കൊടുത്തു. ഇതാണ് ഈ 6 സെറ്റിംഗ്. ഈ 5 സെറ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതും കൂടി കൊടുക്കാൻ പറ്റും. ഇതും കൊടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇത് കൊടുക്കാം, ഏത് വേണമെങ്കിൽ നമുക്ക് ഓൺ ആക്കിയിടാം. ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കുകയും ചെയ്യാം. ഈ ഓപ്ഷൻസ് വയർ ഫ്രെയിം ഒഴികെ ബാക്കിയുള്ളതിലൊക്കെ ഈ 2 ഓപ്ഷനും കൂടി വർക്ക് ചെയ്യും. നമുക്ക് ഇവിടുത്തെ സ്റ്റൈൽസ് എന്താണെന്ന് നോക്കി നോക്കാം. സ്റ്റൈൽസ് ടിക്ക് ഓൺ കൊടുത്തു. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റൈൽ സിമ്പിൾ സ്റ്റൈലാണ്. അതായത് ഡീഫോൾട്ട് ഫേസ് കളേഴ്സ് ബ്ലൂ സ്കൈ, അതായത് എന്താ സ്കൈന്റെ കളർ ബ്ലൂ. പിന്നെ ഗ്രേ ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് ബാക്ക്ഗ്രൗണ്ട്, ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ. അത് ഇൻഫിനിറ്റി ആണ്, അതായത് ഈ പ്ലെയിൻ ഇൻഫിനിറ്റി ആണ്. നമ്മൾ മൗസ് സൂം ചെയ്താൽ അവസാനിക്കില്ല, അത്രയധികം ഉണ്ട്. അപ്പൊ ആ കളറാണ്
ഗ്രേ കളർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ വലുതും വേണമെങ്കിൽ, അതായത് ഇപ്പൊ ഡീഫോൾട്ട് സ്റ്റൈൽ ഇതല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ഓപ്ഷൻ ഉണ്ടാവും. സെലക്ട്, എഡിറ്റ്, മിക്സ് 3 ഓപ്ഷൻസ് ഉണ്ടാവും ഇവിടെ. അപ്പൊ സെലക്ട് ഓപ്ഷനിൽ ഡീഫോൾട്ട് സ്റ്റൈൽസ് ആദ്യം ഇവിടെ എടുക്കുന്നുണ്ട്. ഇവിടെ കണ്ട കുറച്ച് ഓപ്ഷൻസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹോം എടുക്കുന്നുണ്ട്. ഹോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന മോഡൽസ് കണ്ട. ഇതൊക്കെ ഞാൻ മുന്നേ ഓൾറെഡി യൂസ് ചെയ്ത സ്റ്റൈൽസ് ആണ്. നിങ്ങളിപ്പോ വേറെ സ്റ്റൈൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ സിമ്പിൾ സ്റ്റൈൽ മാത്രമായിരിക്കും. അപ്പൊ ഏതൊക്കെ സ്റ്റൈൽസ് ആണ് ഈ മോഡലിൽ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഇവിടെ കാണിക്കും. അതാണ് ഈ ഹോമിൽ കാണിക്കുന്നത്. പിന്നെ ബാക്കോട്ട് പോകണമെങ്കിൽ ഈ ആരോ നോക്കിയാൽ മതി. ഡീഫോൾട്ട് സ്റ്റൈൽ ചിലപ്പോൾ ആദ്യം ഓൺ ആക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന് മോഡൽ നമുക്ക് എടുക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഡീഫോൾട്ട് സ്റ്റൈൽ, അതായത് സാധാരണ യൂസ് ചെയ്യുന്ന സ്റ്റൈൽസ് കൊടുക്കണമെങ്കിൽ ഡീഫോൾട്ട് സ്റ്റൈൽ, അതിൽ ഈ സ്റ്റൈലാണ് സിമ്പിൾ സ്റ്റൈൽ. ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള സ്റ്റൈൽ. പിന്നെ ക്ലോക്കിന്റെ ചിഹ്നമുള്ള കുറെ സ്റ്റൈൽസ് കാണിക്കും. ആ സ്റ്റൈൽസ് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് സ്പീഡിൽ മോഡൽ ചെയ്യാൻ പറ്റുന്നത്, അതായത് ഫാസ്റ്റ് മോഡലിംഗ് സ്റ്റൈൽ. അതായത് നമ്മളിപ്പോ ഇതിന് ഞാൻ മൗസ് ഓർബിറ്റ് ചെയ്യാട്ടാ, കണ്ടാ വ്യത്യാസം കണ്ട. ഞാൻ ഈ ക്ലോക്കിന്റെ ചിഹ്നമുള്ളത് എടുത്തിട്ട് ഓർബിറ്റ് ചെയ്യണം, കണ്ടാ കുറച്ചുകൂടി സ്പീഡ് കണ്ട. അപ്പൊ കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലോക്കിന്റെ ചിഹ്നത്തിലുള്ളത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് സിമ്പിൾ സ്റ്റൈല്. നമുക്കിവിടെ മോഡലില്, അതായത് ഈ ഹോമിന്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത സ്റ്റൈൽസ് ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് നിൽക്കുക, ഡിലീറ്റ് നിൽക്കുക. ഏതാണോ വേണ്ടാത്തത് അത് റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ് വെക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത സ്റ്റൈൽസ് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് വ്യൂസ് കണ്ട. ഈ വ്യൂസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ആരോ കീ കണ്ട. ഡീറ്റെയിൽസിൽ നമുക്ക് സ്മോൾ തമ്പനെയിൽ, ലാർജ് തമ്പനെയിൽ, ലിസ്റ്റ് ഓഫ് വ്യൂ, അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിന് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തായിട്ടുള്ള ഓപ്ഷനാണ് എഡിറ്റ്. എഡിറ്റ് എന്ന ഓപ്ഷനിൽ കണ്ട എഡ്ജ് സെറ്റിംഗ് ഉണ്ട്, ഫേസ് സെറ്റിംഗ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്, വാട്ടർമാർക്ക് സെറ്റിംഗ്, മോഡലിംഗ് സെറ്റിംഗ്. ശരിക്കും സ്റ്റൈൽസ് എന്ന് ഉദ്ദേശിച്ചത് ഡീഫോൾട്ട് ട്രയൽ സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് സ്ക്രീനിലുള്ള സ്കൈ, ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയുള്ള, പിന്നെ എഡ്ജിന്റെ കളറ്, എഡ്ജ് ലോക്ക് ചെയ്താലുള്ള കളർ, അതേപോലെ ഫേസിന്റെ കളറ്, വയർ ഫ്രെയിം, അങ്ങനെ സ്ക്രീനിൽ കാണുന്നത് എന്തൊക്കെയാണോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെക്ഷനാണ് സ്റ്റൈൽസ്. ഇനി ഞാൻ ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ഫസ്റ്റത്തെ ഓപ്ഷൻ എഡ്ജസ് കണ്ട. ഞാൻ എഡ്ജസ് ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ട ഈ എഡ്ജസ് ഒക്കെ ടിക്ക് ഓഫ് ആയത്. അത് എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഇന്നർ എഡ്ജസ്, അതായത് ഈ ഔട്ടർ എഡ്ജസ് എന്ന് പറയുന്നത് പ്രൊഫൈൽസ് എന്നാണ്. ഞാൻ ഈ പ്രൊഫൈൽസ് ടിക്ക് ഓഫ് ചെയ്ത് കൊടുത്തു കണ്ട. പ്രൊഫൈൽസ് ടിക്ക് ഓഫ് ചെയ്തപ്പോ കണ്ട ഔട്ടർ എഡ്ജസ് ആണ് ഓഫ് ആവുന്നത്. ഈ ബാക്ക് എഡ്ജസ് ഉണ്ട്, ബാക്ക് എഡ്ജസ് കാണില്ല. ബാക്ക് എഡ്ജസ് ടിക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ ഒരു ഡോട്ടർ ലൈനിൽ ബാക്ക് എഡ്ജസ് കാണാൻ പറ്റും. പിന്നെ പ്രൊഫൈലിൽ ഇപ്പോൾ ഒരു തിക്നെസ് 2 സെന്റിമീറ്റർ, അത് ഏത് യൂണിറ്റ് ആണോ അതിലായിരിക്കും. ഇനി 2 ഒരു 5 കൊടുത്തിരിക്കുക കണ്ട. അതിനനുസരിച്ച് വ്യത്യാസം വരുന്നത് കാണാം. അപ്പൊ അതിന്റെ എത്രയാണോ നമുക്ക് വേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഡെപ്ത് ക്യൂ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാമറയിൽ കാണുന്നത്, അതായത് ഇപ്പൊ ഈ 3 വശത്തിന് കണ്ട ഒരു ഡെപ്ത് ക്യൂ കൊണ്ട് കുറച്ചധികം കാണാൻ പറ്റും. 4 ആണ് അതിന്റെ അളവ്. അത് മാറ്റണമെങ്കിൽ 2 കൊടുത്താൽ 2 കാണാൻ പറ്റും. അപ്പൊ അത് മാറ്റുന്നതനുസരിച്ച് കണ്ടാ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. അതാണ് ഡെപ്ത് ക്യൂ. ഇതൊക്കെ ഓൺ ആക്കി കൊടുത്താൽ നമ്മൾ ലോഡ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഇത് നമ്മൾ വരച്ചുള്ളതൊക്കെ 3D ഒബ്ജക്ട്സ് ആണ്. അപ്പൊ ഈ മൂവ് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ ഇതൊക്കെ എപ്പോഴും കാണിക്കുമ്പോൾ കമ്പ്യൂട്ടറിന് കുറച്ചുകൂടി കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡെപ്ത് ക്യൂ ഞാൻ ടിക്ക് ഓഫ് ചെയ്ത് കൊടുത്തു. ടിക്ക് ഓൺ ചെയ്ത് പോകണ്ട. എല്ലാ എഡ്ജിനും കുറച്ച് കൂടുതൽ ഡെപ്ത് വന്നത്, അതായത് എല്ലാ എഡ്ജിനും വരുന്നുണ്ട് കണ്ട. ഈ എഡ്ജിനും എല്ലാ എഡ്ജിനും ഡെപ്ത് ക്യൂ ഓൺ ആക്കി കൊടുക്കുമ്പോൾ കുറച്ച് ഡെപ്ത് കൂടുതൽ വരും. പ്രൊഫൈൽസ് ആണെങ്കിൽ ഔട്ടർ എഡ്ജസ് മാത്രം, അതായത് ഔട്ടർ എഡ്ജസിന് മാത്രമാണ് പ്രൊഫൈൽസ്. ഈ നമ്മളിപ്പോ സ്ക്രീന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പ്രൊഫൈൽ എഡ്ജസ് കണ്ട തന്നെ. ഇപ്പൊ ഇതാണ് പ്രൊഫൈൽ എഡ്ജസ് ആയത്. ഞാൻ ഇങ്ങനെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുമ്പോണ്ട ഇപ്പൊ ഇതാണ് പ്രൊഫൈൽ എഡ്ജസ്. ഇപ്പൊ സ്ക്രീൻ റൊട്ടേറ്റ് ആകുമ്പോൾ തന്നെ സ്കെച്ചപ്പ് തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും. പ്രൊഫൈൽസ് എഡ്ജസ് മനസ്സിലാക്കി അതിനനുസരിച്ച് കളർ ഡിഫറൻസ് വരുന്നത് കാണാൻ പറ്റും. പിന്നെ എക്സ്റ്റൻഷൻ ഉണ്ട്. എക്സ്റ്റൻഷൻ പറഞ്ഞാൽ കണ്ട ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വന്ന് കാണാൻ പറ്റും കണ്ട. ഇവിടെ നീ എക്സ്റ്റൻഷൻ ഓഫ് ആക്കി ഇടുമ്പോൾ അത് പോയി. ഈ എൻഡ് പോയിന്റ്സിന്റെ അവിടെ വീണ്ടും ഒരു 2 വര പോലെ ഒരു നോസ് പോലെ വന്ന് കാണാൻ പറ്റും. അപ്പൊ അത് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ എൻഡ് പോയിന്റ്സ് ഓഫ് ആക്കിടാം. പിന്നെ ജിറ്റർ, അത് പറഞ്ഞാൽ ഒരു കൈയായിട്ട് വരച്ച പോലത്തെ, അതായത് ഷേപ്പ് ഒക്കെ ഒരു എക്സാക്ട് ഷേപ്പ് ആയിരിക്കില്ല. എക്സാക്ട് ഷേപ്പ് പറഞ്ഞാൽ ഷേപ്പ് കറക്റ്റ് ആയിരിക്കും. ഈ വരച്ച ലൈൻസ് ഇല്ലേ അത് എക്സാക്ട് വരച്ച പോലെ ആയിരിക്കില്ല, ഒരു ഇതുണ്ടാവും. അതാണ് ജിറ്റർ. പിന്നെ ഡാഷസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാഗിൽ വല്ലതും വ്യത്യാസം വരുത്തുന്നതെങ്കിലും ഡാഷസിൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ടാഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്.
ഈ ടാഗ്സിൽ ഏതെങ്കിലും ഒരു ലൈൻസിന് നമ്മളിപ്പോ ഡോട്ടർ ലൈൻസ് കൊടുത്തിരിക്കുക. ഇപ്പൊ കണ്ട ഈ ലൈൻസ് ഡോട്ടർ ലൈൻസിലാണ് കാണുന്നത്. പിന്നെ ഡാഷസ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഡോട്ടർ ലൈൻസിൽ കാണും. ഇവിടെ ടാഗിൽ വ്യത്യാസം വരുത്തിണ്ടെങ്കിൽ അഥവാ ഇവിടെ ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ട അത് കാണില്ല. അപ്പൊ ടാഗിൽ വ്യത്യാസം വരുത്തിയത് കാണണമെങ്കിൽ ഇവിടുത്തെ ഡാഷസ് ഓൺ ആക്കിയിരുന്നു. പിന്നെ ഈ അഡാപ്റ്റിക്യൂന്റെയും എക്സ്റ്റൻഷന്റെയും എൻഡ് പോയിന്റ്സിന്റെ ഒക്കെ ലൈനിന്റെ തിക്നെസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതായിരിക്കും. ഈ ലൈൻസിന്റെ കളറൊക്കെ ബ്ലാക്ക് കളറാണ്. അതായത് ലൈനിന്റെ കളറ്, പ്രൊഫൈലിന്റെ കളർ, എല്ലാത്തിന്റെ കളർ ബ്ലാക്ക് കളറാണ്. ഓൾ സെയിം ആണ്. ലൈൻ മാറ്റണമെങ്കിൽ മെറ്റീരിയൽ ബൈ ആക്സസ് ഓപ്ഷൻ ഉണ്ട്. അത് അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റണമെങ്കിൽ ഇവിടുന്ന് മാറ്റാം. ഇതിപ്പോ പച്ച കൊടുക്കണമെങ്കിൽ ആയിരിക്കുക കണ്ടാ. അപ്പൊ പച്ച കൊടുത്തപ്പോ കണ്ട എല്ലാ കളറും പച്ച വന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് വീണ്ടും മാറ്റി കൊടുക്കണമെങ്കിൽ ബ്ലാക്ക് തന്നെ കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പൊ അങ്ങനെ മാറ്റാൻ പറ്റും. ഞാൻ അടുത്ത ഓപ്ഷനാണ് ഫ്രണ്ട് കളർ ബാക്ക് കളർ. ഫ്രണ്ട് കളറും ബാക്ക് കളറും പറഞ്ഞാൽ ഇവിടെ കണ്ട ഫ്രണ്ട് കളർ വൈറ്റ്, ബാക്ക് കളർ ഒരു വേറൊരു കളറായിട്ട്. ഈ രണ്ട് കളർ മാത്രമേ ഇത് യൂസ് ചെയ്യുന്നില്ല. ഞാനിപ്പോ ഒരു ഫേസ് വരച്ചു കണ്ട, ഇതൊരു വൈറ്റ് കളർ, ഇതൊരു ബാക്ക് കളർ. ഞാൻ ഇത് മാറ്റിയിരിക്കുക, ഇത് പച്ച കൊടുത്തിരിക്കുക, ഓക്കെ കൊടുത്തു കണ്ട, ഇത് പച്ചയായി. ഈ മറ്റേന്ന് വൈറ്റിന് പകരം വേറെ കളർ കൊടുത്തു വരിക്കുക, ചുവപ്പ് കൊടുത്തു വരിക്കുക. ഇപ്പൊ ചുവപ്പായി കണ്ട. അതാണ് ഫ്രണ്ട് കളറും ബാക്ക് കളറും. അപ്പൊ നമുക്ക് ഏതാണ് വേണ്ടത് അതിനനുസരിച്ച് തന്നെ ചെയ്യുക. നമ്മൾ മാറ്റം വരുത്തിയൊക്കെ പോയിട്ട് ഡീഫോൾട്ട് ആയിട്ട് കിട്ടണമെങ്കിൽ വീണ്ടും സെലക്ട് ഓപ്ഷൻ എടുക്കുക. നമുക്ക് ഏതാണ് വേണ്ടത് ഡീഫോൾട്ട് ട്രയൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കുക. കണ്ട ഡീഫോൾട്ട് ട്രയൽ നമ്മൾ സിമ്പിൾ സ്റ്റൈൽ കൊടുത്തപ്പോൾ വീണ്ടും പഴയതുപോലെ കിട്ടി. ഇനി എടുക്കുന്ന ഫ്രണ്ട് കളറും ബാക്ക് കളറും മനസ്സിലായി. പിന്നെ ഇതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ മെറ്റീരിയൽ ട്രാൻസ്പാരൻസി. മെറ്റീരിയൽ ട്രാൻസ്പാരൻസി പറഞ്ഞാൽ ഇവിടെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് കണ്ട. അതിന്റെ ഉള്ളിലത്തെ കാണുന്ന തരത്തിലാണ് കൊടുത്തുള്ളത്. അത് ടിക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ കണ്ട അപ്പൊ മെറ്റീരിയൽ ട്രാൻസ്പാരൻസി പോയി. അപ്പൊ മെറ്റീരിയൽ കൊടുത്തിട്ട് ട്രാൻസ്പാരൻസി വേണമെങ്കിൽ ഇവിടെ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കണം. പിന്നെ അത് ട്രാൻസ്പാരൻസി ക്വാളിറ്റി ഫാസ്റ്റർ വേണോ നൈസർ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നത്തെ ഓപ്ഷനാണ് ബാക്ക്ഗ്രൗണ്ട്, സ്കൈ, ഗ്രൗണ്ട്. സ്കൈന്റെ കളർ ബ്ലൂ കണ്ട, സ്കൈന്റെ കളർ ബ്ലൂ ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രൗണ്ട് അല്ല, ഈ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ഈ ഇൻഫിനിറ്റി ആയിട്ടുള്ള ഈ കളർ, അതിന്റെ കളറാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗ്രൗണ്ടിന് കളർ കൊടുക്കണമെങ്കിൽ ഈ കളറാണ് വരിക. പിന്നെ അതിന്റെ ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഗ്രൗണ്ട് അടിക്ക് കാണണമെങ്കിൽ ഇവിടുന്ന് ഇപ്പൊ ഗ്രൗണ്ട് കാണാനുണ്ട്, അതിന് അടിക്ക് കാണുന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഓഫ് ആക്കിയിട്ട് കാണാം. അപ്പൊ കളർ പോയതുകൊണ്ടാ. വീണ്ടും അടിയിൽ നിന്ന് കാണണമെങ്കിൽ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ വേണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഓഫ് ആക്കിയിടാം. പിന്നത്തെ ഓപ്ഷനാണ് ഡിസ്പ്ലേ വാട്ടർമാർക്ക്. അപ്പൊ ഡിസ്പ്ലേ വാട്ടർമാർക്കിന് മുന്നേ ഞാനിവിടെ ഒരു ഓൾറെഡി വരച്ചു വെച്ചത് ഓൺ ചെയ്യുകയാണ്. എഡിറ്റിൽ ഹൈഡ് ചെയ്ത് നമുക്ക് കിട്ടണമെങ്കിൽ അൺഹൈഡ് ഓൾ കൊടുത്താൽ ഞാൻ ഹൈഡ് ചെയ്തതെല്ലാം വരും. ഇത് ഞാൻ ഡിലീറ്റ്, ഇത് മൊത്തം ഹൈഡ് ചെയ്യാണ്. വീണ്ടും ഹൈഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ഹൈഡ് കൊടുത്താൽ അത് മൊത്തം ഹൈഡ് ആവും. ഈ വാട്ടർമാർക്ക് ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് ചിഹ്നം ആഡ് ചെയ്താൽ മതി. അപ്പൊ ആഡ് വാട്ടർമാർക്ക് എന്നിട്ട് ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇതിൽ ഈ കളർ പിക്ക് ചെയ്തു, ഒരു ഇമേജ് പിക്ക് ചെയ്തു. അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ഓവർലേ ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ വരച്ചതിന്റെ പുറകിലായിരിക്കും ഇമേജ് വരിക, ഓവർലേ ആണെങ്കിൽ ഫ്രണ്ടിലായിരിക്കും വരിക. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ കൊടുത്തു, നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു. മാസ്ക് കൊടുക്കണമെങ്കിൽ, അതായത് ഇതിന്റെ ട്രാൻസ്പാരൻസി കുറയ്ക്കണമെങ്കിൽ, ബ്രൈറ്റ്നസ് ഇല്ല, ട്രാൻസ്പാരൻസി ഇല്ല, ബ്രൈറ്റ്നസ് കുറയ്ക്കണമെങ്കിൽ മാസ്ക് കൊടുക്കാം. അതേപോലെ പിന്നെ ഓപ്ഷൻസ് സ്ട്രെച്ച്ഡ് ആയിട്ട് വരണോ, ടോട്ടൽ അക്രോസ് ദി സ്ക്രീൻ വേണോ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫിനിഷ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇതിന് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ട എഡിറ്റ് വാട്ടർമാർക്ക് സെറ്റിംഗ് കൊടുത്താൽ മതി. അതിൽ ഞാൻ സ്ട്രെച്ചർ കൊടുക്കണമെങ്കിൽ സ്ട്രെച്ചർ കൊടുത്തു. അതിൽ നിന്ന് ലോക്ക് ആസ്പെക്ട് റേഷ്യോ കൊടുത്തപ്പോൾ കണ്ട ഇതിനനുസരിച്ച് റെഡിയായി. അതിന് ടൈൽസ് കൊടുക്കുകയാണെങ്കിൽ ഓരോന്നിനനുസരിച്ച് വരും. അത് നമുക്ക് എങ്ങനെയാണ് കൊടുക്കുക. ഇനി മാസ്ക് കൊടുക്കുകയാണെങ്കിൽ കണ്ട അതിന്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഞാൻ സ്ട്രെച്ചർ കൊടുത്തു, എന്നിട്ട് ലോക്ക് ആസ്പെക്ട് റേഷ്യോ കൊടുത്തു, ബ്ലെൻഡിന്റെ ഓപ്ഷൻ മാക്സിമം കൊടുത്തു, ലോക്ക് ആസ്പെക്ട് റേഷ്യോ ഓഫ് കൊടുത്തു. ഇങ്ങനെ വന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാനും, അതുപോലെ ഇതിപ്പോ ഇമേജ് വീടിന് പുറകില്ല, അതേപോലെ ഫ്രണ്ടിൽ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാട്ടർമാർക്ക് ആഡ് ചെയ്യാം. അഥവാ ആഡ് ചെയ്തത് കളയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെഗറ്റീവ് ചിഹ്നമില്ലേ, ഡിലീറ്റ് വാട്ടർമാർക്ക് അത് കൊടുക്കുക. അപ്പൊ ഒരു ഓപ്ഷൻ വരും ഡിലീറ്റ് ചെയ്തിട്ടായിരുന്നു പെർമനന്റ്ലി, ഡിലീറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെയുള്ള സെറ്റിംഗ് ആണ് മോഡലിംഗ് സെറ്റിംഗ്.
മോഡലിംഗ് സെറ്റിംഗ് നമ്മളിപ്പോ ഞാൻ ഹൈഡ് ചെയ്ത് മൊത്തം നിർത്താം, എഡിറ്റ് അൺഹൈഡ് ഓൾ കൊടുത്തു. ഞാനിപ്പോ ഈ എഡ്ജ് സെലക്ട് ചെയ്തു. അപ്പൊ എഡ്ജിന്റെ കളർ ബ്ലൂ കളറാണ്. ഞാനിപ്പോ ഒരു ഒബ്ജക്റ്റ് ലോക്ക് ചെയ്തു. ഞാനിപ്പോ ഈ ഒബ്ജക്റ്റ് മൊത്തം റൈറ്റ് ക്ലിക്ക് ചെയ്തു, ആദ്യം ഗ്രൂപ്പ് കൊടുത്തു. അതിനുശേഷം ഞാൻ ലോക്ക് ചെയ്യാണ്. ഇപ്പൊ ലോക്ക് കൺട്രോൾ ഓപ്ഷൻ ഉണ്ടാവും, ലോക്ക് ചെയ്തു. കണ്ട ലോക്ക് ചെയ്ത ഒബ്ജക്റ്റിന് റെഡ് കളറാണ്. പിന്നെ ടാപ്പ് മെഷർ ടൂൾ വെച്ചിട്ട് നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗൈഡ്സിന്റെ കളർ ഈ കളറാണ്. ഇനി അവ മാറ്റണമെങ്കിൽ കണ്ട, ഇപ്പൊ മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റും. മാറ്റി ഇവിടെ കുറച്ച് കൊടുത്തു, ഇവിടെയും കൊടുത്തു. കണ്ട ടാപ്പ് മെഷർ ടൂളിന്റെ കളർ മാറി. അങ്ങനെ നമുക്കത് മാറ്റണമെങ്കിൽ അതും മാറ്റാം. പിന്നെ ഹിഡൻ ജോമെട്രി, അപ്പൊ ഇവിടെ വല്ലതും ഹിഡൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. കണ്ട ഈ സർക്കിളിന്റെ ഹിഡൻ ജോമെട്രി ഇപ്പോ ഡോട്ടർ ലൈനിൽ വന്നു. അതായത് ഇപ്പൊ ഒരു സർക്കിൾ വരച്ചു, പുഷ് പുൾ ചെയ്തു, ശരിക്കും ഹിഡൻ ജോമെട്രി കാണില്ല. പിക്ക് ഓഫ് ആണെങ്കിൽ, പിക്ക് ഓൺ ചെയ്തപ്പോൾ ഹിഡൻ ജോമെട്രി കാണാൻ പറ്റും. പിന്നെ ഓരോ ടാഗിനും ഓരോ കളർ ഉണ്ടാവും. നമ്മളിവിടെ ടാഗ് കൊടുത്തില്ല, അല്ല ഈ കളർ കാണിക്കണമെങ്കിൽ കളർ ബൈ ടാഗ് ഓൺ ആക്കി കൊടുത്താൽ ഓരോ ടാഗിന്റെ കളർ കാണിക്കും. അത് ഓഫ് ആക്കി കൊടുത്താൽ അത് പോവും. പിന്നെ ഗൈഡ്സിന് ഓഫ് ആക്കി കൊടുക്കണമെങ്കിൽ ഗൈഡ്സ് ഓഫ് ആക്കി കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആ ഗ്രീൻ കളറിലെ ഗൈഡ് പോയി, അത് ഓൺ ആക്കി കൊടുക്കണമെങ്കിൽ ഗൈഡ് ഓൺ ആക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് മൊത്തം സെക്ഷനെ കുറിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ വരച്ചതിന് ശേഷം സെക്ഷൻ പ്ലെയിൻ കാണിക്കണോ, സെക്ഷൻ കട്ട് കാണിക്കണോ, സെക്ഷൻ ഫില്ല് കാണിക്കണോ എന്നൊക്കെ. പിന്നെ 3 ആക്സസ് കാണിക്കണമെങ്കിൽ ഇവിടെ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കണം, മോഡൽ ആക്സസ്. അത് കണ്ടാവും XYZ. അത് ഓഫ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഓൺ ആക്കിയിട്ട് കൊടുക്കണം, മോഡൽ XYZ. പിന്നെ നമുക്ക് മിക്സ് കൺട്രോൾ ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് കഴിഞ്ഞ ശേഷം മിക്സ് കൺട്രോൾ ഓപ്ഷൻ ഉണ്ട്. ആ മിക്സ് ഓപ്ഷനിൽ എഡ്ജ് സെറ്റിംഗ്, ഫേസ് സെറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്, ഇങ്ങനെ വാട്ടർമാർക്ക് സെറ്റിംഗ്, മോഡലിംഗ് സെറ്റിംഗ് ഉണ്ട്. ഇവിടെ ഓൾറെഡി കണ്ട സെലക്ട് കണ്ട് സ്റ്റൈൽസ് കണ്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റൈൽസ് മോഡൽ അതിൽ ഏതാണ് വേണ്ടത്, സ്റ്റൈൽസ് വേണമെങ്കിൽ സ്റ്റൈൽസ് കൊടുക്കാം. അതിൽ ഏതെങ്കിലും വേണമെങ്കിൽ ഇപ്പം ഇതിന്റെ എഡ്ജ് സെറ്റിംഗ് ആണ് വേണ്ടെങ്കിൽ ഇത് ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് ഇതിന്റെ എഡ്ജ് സെറ്റിംഗ് അവിടെ കൊടുക്കുക. കണ്ട അപ്പൊ അതിന്റെ എഡ്ജ് സെറ്റിംഗ് ആയി. ഇനി ഇതിന്റെ ഫേസ് സെറ്റിംഗ് ആണ് വേണ്ടെങ്കിൽ ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് ഫേസ് സെറ്റിംഗ് കൊടുക്കുക. അപ്പൊ അതിന്റെ ഫേസ് സെറ്റിംഗ് ആയി. അപ്പൊ ഇനിയിപ്പോ വേറെ ഒരെണ്ണത്തിന്റെ ഇനി മോഡൽ, ഇനി ഇതിന്റെ എഡ്ജ് സെറ്റിംഗ് ആണ് വേണ്ടെങ്കിൽ ഇത് കൊടുത്തിട്ട് ഇതിക്ക് കൊടുക്കുക. അപ്പൊ കണ്ട നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് മിക്സ്ഡ് ആയിട്ട്, അതായത് ഇതിലുള്ളതിന്റെ തന്നെ ഓരോന്നിന്റെ എഡ്ജ് സെറ്റിംഗ്, ഫേസ് സെറ്റിംഗ്, അങ്ങനെ പലതിന്റെയും കൂടി വേണമെങ്കിൽ ഇവിടേക്ക് കൊടുക്കുക. ഇപ്പൊ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടോ ഒരു ഏരോ കീ. അപ്പൊ അപ്ഡേറ്റ് നിൽക്കുക, അപ്ഡേറ്റ് സ്റ്റൈൽ വിത്ത് ചേഞ്ചസ്. നമ്മൾ ചേഞ്ച് ചെയ്തത് മൊത്തം ഇതിലേക്ക് അപ്ഡേറ്റ് ആവും. ഇത്രയാണ് നമുക്ക് സ്റ്റൈൽസിൽ പഠിക്കാനുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്കെച്ചപ്പിലെ സാൻഡ് ബോക്സ് ടൂളിനെ കുറിച്ചിട്ടാണ്. സാൻഡ് ബോക്സ് ടൂൾ പറഞ്ഞാൽ ഈ ഒരു 7 ടൂൾ മൊത്തത്തിൽ പറയുന്നവരാണ് സാൻഡ് ബോക്സ് ടൂൾ. ഇതിവിടെ ഇല്ലാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വ്യൂ കൺട്രോൾ ഓപ്ഷൻ എടുക്കുക, അതിൽ ടൂൾ ബാർസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്ന് സാൻഡ് ബോക്സ് ജസ്റ്റ് ഓൺ ആക്കി കൊടുത്ത് നമുക്ക് സാൻഡ് ബോക്സ് എടുക്കാവുന്നതാണ്. ഇവിടെ സാൻഡ് ബോക്സ് ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ സാൻഡ് ബോക്സ് ജസ്റ്റ് ഓഫ് ആക്കി കൊടുക്കുകയാണ്. ടിക്ക് ഓഫ് ചെയ്താൽ അത് പോകുന്നത് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് സാൻഡ് ബോക്സ് വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് മൗസ് പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം സാൻഡ് ബോക്സ് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വിൻഡോസ് കൺട്രോൾ ഓപ്ഷൻ കാണാം. വിൻഡോസിലെ എക്സ്റ്റൻഷൻ മാനേജർ കൺട്രോൾ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് സാൻഡ് ബോക്സ് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് സാൻഡ് ബോക്സ് എടുക്കാവുന്നതാണ്. ഈ സാൻഡ് ബോക്സ് ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, നമുക്ക് ടെറൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ, ഹിൽസ് ക്രിയേറ്റ് ചെയ്യാൻ, ലാൻഡ്സ്കേപ്പ് എഡിറ്റ് ചെയ്യുക, സൈറ്റ് മോഡൽ, അതിനൊക്കെയാണ് കൂടുതലായിട്ട് സാൻഡ് ബോക്സ് നമ്മൾ യൂസ് ചെയ്യുക. സാൻഡ് ബോക്സിൽ 7 ടൂൾസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഫ്രം കോൺടൂർസ് കൊണ്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് ആ ടൂൾസ് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ട ഫ്രം കോൺടൂർസ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നമ്മൾ കുറച്ച് ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ട ഇവിടെ കുറച്ച് കോൺടൂർ ലൈൻസ് ഡിഫറെന്റ് എലിവേഷൻസിലും ഡിഫറെന്റ് രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓട്ടോ കാർഡിൽ വരയ്ക്കുക, അതിനു ഇതിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്കെച്ചപ്പിൽ തന്നെ അങ്ങനത്തെ ലൈൻസ് നമുക്ക് ഒന്നെങ്കിൽ ലൈൻ ടൂൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡ് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് കുറച്ച് ലൈൻസ് വരച്ചു കൊടുത്തു. അതിനുശേഷം കംപ്ലീറ്റ് ലൈൻസ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഫ്രം കോൺടൂർ കൺട്രോൾ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ കണ്ട നമുക്ക് ഈ ഓരോ ഫേസുകളും കണക്ട് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ട്രയാങ്കുലർ ഫേസസ് ആണ്. അതിന് പറയുന്ന പേരാണ് ടിന്ന്, ട്രയാങ്കുലേറ്റഡ് ഇറഗുലർ നെറ്റ്വർക്ക്. അതായത് ഡിഫറൻസ് എലിവേഷനുള്ള പോയിന്റ്സ് ആണ് ഈ പോയിന്റ്സ് ഒക്കെ. ഈ പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ട്രയാങ്കുലർ ഫേസസ് കണക്ട് വെച്ചിട്ടാണ്. അപ്പൊ നമുക്കത് ഇവിടെ ഓൾറെഡി വിസിബിൾ ആണ്. അത് ഹിഡൻ ജോമെട്രി എനേബിൾ ആയതുകൊണ്ടാണ് ഇത് വിസിബിൾ ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ ജസ്റ്റ് വ്യൂവിൽ പോവുക, ഹിഡൻ ജോമെട്രി ജസ്റ്റ് ഓഫ് ആക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് ഓഫ് ആക്കി കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ വരച്ച ഒരു ഷേപ്പ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വരച്ചത് നമുക്കൊരു ഗ്രൂപ്പ് ആയിട്ടാണ് വന്നിട്ടുണ്ടാവുക. അതായത് നമുക്കിത് മൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം മൂവ് ടൂൾ എടുക്കുക, ജസ്റ്റ് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ആണെങ്കിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് മൂവ് ചെയ്യാം. ഞാൻ ജസ്റ്റ് മൂവ് ചെയ്തു. അപ്പൊ മൂവ് ചെയ്തപ്പോ കണ്ട നമുക്കൊരു കറക്റ്റ് ഷേപ്പ് കിട്ടി. അപ്പൊ ഇതൊരു ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു. ഇനി നമുക്ക് സ്റ്റൈൽസ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റൈൽസ് കൊണ്ടുള്ള ഓപ്ഷനിൽ
ഇവിടെ പ്രൊഫൈൽസ് കൊണ്ടുള്ള ഓപ്ഷൻ നമ്മൾ ടിക്ക് ഓഫ് ആണ്. ടിക്ക് ഓഫ് ആയതുകൊണ്ടാണ് ഇത് കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടുന്നത്. ഇതിന്റെ ഇവിടെ ഒന്നും ഒരു എക്സ്ട്രാ ലൈൻസ് പോലും ഒന്നും കാണാനില്ല. ജസ്റ്റ് പ്രൊഫൈൽ ഓൺ ആക്കി കൊടുക്കുകയാണ്. പ്രൊഫൈൽ ഓൺ ആക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ലൈൻസ് ഒക്കെ ഓൺ ആവുന്ന കാണാൻ പറ്റും. അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഓരോ ലൈൻസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ലൈൻസ് നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ ഇവിടെ സ്റ്റൈൽസ് പോവുക, അതായത് എഡിറ്റ് കൊണ്ടുള്ള ഓപ്ഷനിൽ സ്റ്റൈൽസിൽ എഡിറ്റിൽ പ്രൊഫൈൽ ജസ്റ്റ് ഓഫ് ആക്കി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഷേപ്പുകളൊക്കെ പോയി കിട്ടും. നമുക്ക് വേറെ മെത്തേഡ് ഉണ്ട് ഇത് വരയ്ക്കാൻ തന്നെ. അതാണ് ഫ്രം സ്ക്രാച്ച് കൊണ്ടുള്ള മെത്തേഡ് വരയ്ക്കുക. ആ ഒരു മെത്തേഡ് വരയ്ക്കുമ്പോൾ തന്നെ ഗ്രിഡ് സ്പേസിംഗ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് 20 എത്രയാണ് നമുക്ക് കീബോർഡ് ടൈപ്പ് ചെയ്യണം നേരെ അവിടെ വരുന്ന കാണാൻ ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. 20 വന്നു. ഇനി ഞാനിപ്പോ ഗ്രിഡ് സ്പേസിംഗ് വളരെ കുറവാണ് കൊടുത്തത്. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. വളരെ കുറവായതുകൊണ്ടാണ് ഇത്ര ഇതിൽ വന്നുള്ളത്. അതിനുശേഷം നമുക്ക് സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് കറക്റ്റ് ആക്സസിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഓരോ കളർ വരും. ഗ്രീൻ കളർ വരുമ്പോൾ കറക്റ്റ് ഗ്രീൻ ആക്സസിന് പാരലായിട്ടായിരിക്കും. നമുക്ക് കറക്റ്റ് ഒരു പ്ലെയിൻ ആയിട്ട് വരയ്ക്കണമെങ്കിൽ ആക്സസിന് പാരലാകുമ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഗ്രീൻ കളർ. അപ്പൊ സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഡയറക്ഷനിൽ എത്രയാണ് വേണ്ടത് അതും ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യുക, ഒന്ന് ഡ്രാഗ് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഗ്രിഡ് സ്പേസിംഗ് വളരെ കുറവാണ് കൊടുത്തുള്ളത് 20. നമ്മൾ ഗ്രിഡ് സ്പേസിംഗ് വളരെ കുറവ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും നമുക്ക് ലാൻഡ്സ്കേപ്പ് എഡിറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നന്നായി ഗ്രിഡ് സ്പേസിംഗ് കുറവ് കൊടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിനായി ബാധിക്കും. സിസ്റ്റത്തിന് അത്ര കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. ഗ്രിഡ് സ്പേസിംഗ് വളരെ കുറവ് കൊടുക്കാണ്ടിരിക്കുക, കുറച്ചൊക്കെ കൊടുക്കുക. ഗ്രിഡ് സ്പേസിംഗ് തീരെ കൊടുക്കാണ്ടിരുന്നാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അത്ര സ്മൂത്ത് കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഞാൻ ജസ്റ്റ് സ്പേസ് അടിച്ചു എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതും ഒരു ഗ്രൂപ്പ് ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. നമുക്ക് ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഗ്രൂപ്പ് ഡബിൾ ചെയ്ത് ഓൺ ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് സ്മൂവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സ്മൂവ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. സ്മൂവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു റേഡിയസിൽ ഒരു റെഡ് സർക്കിൾ റേഡിയസിൽ വന്ന് കാണാൻ പറ്റും. അതിന്റെ റേഡിയസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 50 സെന്റിമീറ്റർ ആണ്. എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് 40 മതിക്ക് 40, അല്ലെങ്കിൽ 100 വേണോ 100 വേണമെങ്കിൽ ജസ്റ്റ് 100 ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് വന്ന് കൂടി കാണാൻ പറ്റും. അതിനുശേഷം ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. പോയിന്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് മൗസ് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടാൻ പറ്റും. നമുക്ക് അതിനനുസരിച്ച് ഷേപ്പുകൾ വൃത്തിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 100 വരെ 150 വേണമെന്ന് ഇരിക്കുക. 150 ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം ആ സർക്കിളിന്റെ റേഡിയസ് ഇൻക്രീസ് ആയി കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് 150 അടിച്ചു. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു. ജസ്റ്റ് സ്പേസ് ബാർ അടിച്ചാൽ ഈ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റും. ഇനി നമുക്കൊരു ഇതിലേക്കൊരു റെക്ടാങ്കിൾ ഷേപ്പിലോ ഏതെങ്കിലും ഷേപ്പിൽ നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഇത്. സ്റ്റാമ്പ് തൊട്ടുള്ള ഓപ്ഷൻ, അതായത് ഒരൊട്ടിക്കുന്ന പോലത്തെ ഒരു ഓപ്ഷൻ. അപ്പൊ അത് നമുക്കൊരു ഞാൻ ആദ്യം ഈ ഒരു ഒബ്ജക്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കണം. അതായത് ഇതൊരു ഗ്രൂപ്പ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇത് ഗ്രൂപ്പ് ഓപ്പൺ ആയി. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ വരച്ചു കൊടുക്കണം. റെക്ടാങ്കിൾ ജസ്റ്റ് വരച്ചു കൊടുത്തു. ആക്സസ് മാറുന്നത് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ആക്സസിലാണ് നമുക്ക് വേണ്ടത്. ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ വരച്ചു കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് മൂവ് ടൂൾ യൂസ് ചെയ്യുക. ഈ റെക്ടാങ്കിൾ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിന് നേരക്ക് വരുന്ന വരെ, അതായത് മൂവ് ടൂൾ യൂസ് ചെയ്യുക. ഇപ്പൊ ഇതിന്മ അറ്റാച്ച് ചെയ്തിട്ടാണ്, അറ്റാച്ച് ചെയ്തിട്ടല്ലാണ്ട് കുറച്ച് ഹൈറ്റില് അപ്പൊ ബ്ലൂ കളർ വരുന്നതാണ് പറ്റും. ബ്ലൂ കളർ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ഇതിന് മേലെ കൂടെയാണ് പോകുന്നത് മനസ്സിലാൻ പറ്റും. ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. അപ്പൊ കറക്റ്റ് ഈ ഫേസിന്റെ ടോപ്പിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വരേണ്ട ഷേപ്പ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതിട്ടാണ് നമ്മൾ വരേണ്ട ഷേപ്പ് സെലക്ട് ആയി കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. സ്റ്റാമ്പ് ഔട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ചെയ്യുമ്പോൾ ഒരു റെഡ് കളറിൽ നമ്മൾ റെക്ടാങ്കിളിന് ചുറ്റും വന്ന് കാണാൻ പറ്റും. അതാണ് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ്. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 60 ആണ് ഓർഡർ ഉള്ളത്. 50 മതി, 50 മതി, ജസ്റ്റ് 50 ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഏത് ഫേസിലേക്കാണ് വരേണ്ടത് ആ ഫേസ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ആ ഫേസിലേക്ക് വരുമ്പോൾ ഒരു സെലക്ഷൻ വരുന്നതാണ് പറ്റും. അപ്പൊ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ വരച്ച ഷേപ്പ് കറക്റ്റ് ഇവിടെ വന്ന് കാണാൻ പറ്റും. ആ ഷേപ്പിന് ചുറ്റും ഒരു ചെറിയ ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ ഓഫ്സെറ്റിൽ എത്രയാണ് കൊടുത്തത് ആ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ ഒരു ഒബ്ജക്ട് ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും, സ്റ്റാമ്പ് പോലുള്ള ഓപ്ഷൻ. ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് സ്പേസ് ബാർ അടിച്ച് ഔട്ട് സൈഡിലേക്ക് വന്നു. നമുക്ക് ഇവിടെ റോഡ് ക്രിയേറ്റ് ചെയ്യണം വിചാരിക്കുക. പക്ഷെ ആ റോഡിന്റെ ഷേപ്പ് കറക്റ്റ് ഇതിലൂടെ തന്നെ പാസ് ചെയ്യണം. അങ്ങനത്തെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു വേറെ ഓപ്ഷൻ ഉണ്ട്, ഡ്രാപ്പ് പോലുള്ള ഓപ്ഷൻ. അതിനായിട്ട് ഞാൻ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഓൺ ആക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ എടുത്തു. അതിനുശേഷം ലോങ് ഉള്ള ഒരു റെക്ടാങ്കിൾ വെച്ച് കൊടുത്തു. അതിനുശേഷം
ഇതൊരു മൂവ് ടൂൾ യൂസ് ചെയ്യുക, മൂവ് ചെയ്യുക. മൂവ് ചെയ്തതിനു ശേഷം ഈ ഒരു ഫേസിലെത്തിയതിനു ശേഷം കറക്റ്റ് ടോപ്പിലേക്ക് പോകുമ്പോൾ വേണ്ട, കറക്റ്റ് അതിന്റെ ടോപ്പിലേക്ക് വരുന്നതാണ് ഏറ്റവും കണ്ട. ഗ്രീൻ കളറിലുള്ള ഒരു ബ്ലൂ കളറിലുള്ള ഒരു ആക്സസ് നമുക്ക് കറക്റ്റ് ആയിട്ട് മൂവ് ആദ്യം ഈ ഫേസിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ബ്ലൂ കളറിലുള്ള ആക്സസ് വരുന്നതാണ് ഏറ്റവും. അപ്പൊ നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്യുക. അപ്പൊ ഈ ഒരു ഫേസിന് കറക്റ്റ് ടോപ്പിലായിരിക്കും. അപ്പൊ നമ്മൾ വരേണ്ട ഷേപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഷേപ്പിലേക്കാണ് അത് വരേണ്ടത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഡ്രാപ്പ് കൊണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് ഫേസിലേക്കാണ് വരേണ്ടത് ആ ഫേസ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. കണ്ട, അപ്പൊ നമ്മൾ വരച്ചു കൊടുത്ത ആ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ഈ ഒരു ഫേസിൽ അറ്റാച്ച് ആയിട്ടുണ്ട്. ഈ ഒരു ഫേസിൽ ഈ ഫേസ് എങ്ങനെയാണോ, ഈ ഫേസ് ചെരിഞ്ഞിട്ടാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഷേപ്പ് ക്രിയേറ്റ് ആവുക. അപ്പൊ അതിനാണ് ആ ടൂൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് ജസ്റ്റ് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു, ആ ഒരു ഫേസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് മെറ്റീരിയൽസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഇപ്പൊ കൊടുക്കണം, ജസ്റ്റ് മാറ്റം വരുത്താം. അപ്പൊ അങ്ങനെ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ ഈ മാറ്റം വരുത്താം. അതിനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് സ്പേസ് ബാർ അടിച്ചു. നമുക്ക് ആഡ് ഡീറ്റെയിൽസ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് ഡീറ്റെയിൽസ് കൊണ്ടുള്ള ഓപ്ഷൻ പറഞ്ഞാൽ ഞാൻ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. നമുക്ക് കുറച്ച് ഈ ഒരു ഏരിയയിൽ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമായിരിക്കുക. ഞാനൊരു ഫേസ് സെലക്ട് ചെയ്തു. ആ ഫേസ് സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ജസ്റ്റ് കുറച്ചും കൂടി ഡ്രാഗ് ചെയ്തിട്ട് ഈ കംപ്ലീറ്റ് ഫേസ് സെലക്ട് ചെയ്തു. ഇവിടെ കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യക്ക് ആ സെലക്ട് ചെയ്തതിനു ശേഷം ആഡ് ഡീറ്റെയിൽസ് കൊണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അപ്പൊ അവിടെ കണ്ട കുറച്ചും കൂടി ട്രയാങ്കുലർ ഫേസ് കൂടി ചേർന്നാൻ പറ്റും. ഇനി ഈ ഒരു ഫേസ് ആണ് നമ്മൾ ഇതേപോലെ അപ്പറേക്ക് ആക്കുന്നത്. ഈ ഒരു ടൂൾ വെച്ച് മൂവ് ചെയ്തിട്ട് മാറ്റുകയാണെങ്കിൽ അതിന്റെ വ്യത്യാസം വേറെ ആയിരിക്കും. ഈ ഒരു ഫേസ് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം മൂവ് ചെയ്യുമ്പോൾ കണ്ട ഇതിനേക്കാൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും ഇത്. ഈ ഒരു പോർഷൻ കണ്ട കറക്റ്റ്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ഡീറ്റെയിൽസ്. അതിന് മുന്നേ നമ്മൾ ഒരു ഫേസ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഏതൊക്കെ ഏരിയയിലാണോ നമുക്ക് ഈ ഒരു ഫേസ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഫേസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആഡ് ഡീറ്റെയിൽസ് നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫേസിനും കുറച്ച് സൈഡിലായിട്ടായിരിക്കും ക്രിയേറ്റ് ആവുക. നമുക്ക് ഒന്നിൽ കൂടുതൽ ഫേസ് ക്ലിക്ക് ചെയ്താൽ അത്ര ഏരിയയിലാവും. ഞാൻ ഈ രണ്ട് ഫേസ് സെലക്ട് ചെയ്തു, കൺട്രോൾ നിൽക്കുക, ഈ രണ്ട് ഫേസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ആഡ് ഡീറ്റെയിൽസ് കൊടുക്കുകയായിരിക്കുക. ആഡ് ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പൊ കണ്ട അത്ര ഏരിയയിൽ കിട്ടിയ നമുക്ക് എവിടേക്കാണ് ഡീറ്റെയിൽസ് കുറച്ചുകൂടി കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ നമുക്ക് ആഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ കണ്ട ഞാൻ വ്യൂ ജോമെട്രി ഹിഡൻ ജോമെട്രി ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം കണ്ട ഈ ഓരോ ലൈൻസ് കണ്ട അത് നമുക്ക് ഡയറക്ഷൻ മാറ്റണമെങ്കിൽ ആഡ് ഡീറ്റെയിൽസ് ഫ്ലിപ്പ് അടിച്ച് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്ലിപ്പ് അടിച്ച് നോക്കുക. ഫ്ലിപ്പ് അടിച്ച് നോക്കിയതിനു ശേഷം നമുക്ക് ഏതൊരു എഡ്ജാണ് മാറ്റുന്നത് അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ എഡ്ജ് മാറുന്ന കാണാൻ പറ്റും. അപ്പൊ എഡ്ജ് മാറുന്നതിനനുസരിച്ചും നമ്മൾ ഈ സ്മൂത്ത് ടൂൾ യൂസ് ചെയ്താൽ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് എഡ്ജ് മാറ്റേണ്ടത് അതിനനുസരിച്ച് എഡ്ജ് മാറ്റിയിട്ട് നമുക്ക് ഷേപ്പുകളും വ്യത്യാസം വരുത്താൻ പറ്റും. ഇതൊക്കെയാണ് സാൻഡ് ബോക്സ് ടൂൾ യൂസ് ചെയ്യുന്നത്. സാൻഡ് ബോക്സിൽ നമുക്ക് ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ സ്റ്റാമ്പ് കൊണ്ടുള്ള ടൂൾ യൂസ് ചെയ്യാം. ഇപ്പൊ റെക്ടാങ്കിൾ ടൂളാ, അപ്പൊ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസിൽ നമുക്ക് നമ്മൾ എങ്ങനെയാണ് വരച്ചിട്ടുള്ളത് ഈ ഒരു ഷേപ്പ് ലാൻഡ്സ്കേപ്പ് ആ ഒരു ഷേപ്പിലേക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്താൽ മതി. ട്രാപ്പ് കൊണ്ടുള്ള ടൂൾ കണ്ട. അപ്പൊ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.